Good morning. മൂന്ന് ദിവസം കൂടെയാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത്. ഓൺലി 3 days. ഇന്ന്, നാളെ ആൻഡ് ആഫ്റ്റർ ടുമോറോ. ദെൻ നമ്മൾ ഇതുവരെ കാത്തിരുന്ന 17th ജൂലൈ നമ്മളിലേക്ക് എത്തി. നിങ്ങൾ എക്സാമിലേക്ക് മാർച്ച് ചെയ്യുന്ന സമയം ആഗതമായിരിക്കുന്നു. ഓക്കെ, എനിവേ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് രാവിലെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. ദാറ്റ് ഈസ് വേവ് ഓപ്റ്റിക്സ്. നിങ്ങൾക്കറിയാം, വേവ് ഓപ്റ്റിക്സ് ഹൈലി കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടാവും. കാരണം റേ ഓപ്റ്റിക്സിനെ പോലെ അല്ല വേവ് ഓപ്റ്റിക്സ്. വേവ് ഓപ്റ്റിക്സ് റേ ഓപ്റ്റിക്സിന് അത്ര ഇല്ലെങ്കിലും പക്ഷെ ഉള്ളത് നല്ല കൺസെപ്ച്വൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബട്ട് ആസ് ഫാർ ആസ് എൻട്രൻസ് എക്സാമിനേഷൻ ഇസ് കൺസേൺ, നിങ്ങൾക്ക് എൻട്രൻസിൽ വേവ് ഓപ്റ്റിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ തന്നെ എൻട്രൻസിന് വേവ് ഓപ്റ്റിക്സ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പരിമിതമായ സമയമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ നമ്മൾ ഇത് ഫിനിഷ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള ടോപ്പിക്കുകൾക്കൊക്കെ ബാക്കി ടീച്ചേഴ്സിനൊക്കെ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം തീർച്ചയായിട്ടും കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം കൂടെ എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, വേവ് ഓപ്റ്റിക്സിൽ നമുക്ക് ഒരുപാട് ഇക്വേഷൻസുകൾ നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസുകളൊക്കെ നിങ്ങൾ കണക്ട് ചെയ്താണ് പഠിച്ചു വെക്കേണ്ടത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, 1 മണിക്കൂറാണ് നമുക്ക് അനുവദിക്കുന്ന സമയം. അത് പരമാവധി പോയാൽ 1.25 മണിക്കൂറിലേക്കൊക്കെ നമുക്ക് പോവാം. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഇക്വേഷൻസും അതിൻ്റെ അതിൻ്റെ ഡെറിവേഷൻസോ അല്ലെങ്കിൽ അത് എവിടുന്ന് വന്നു, എങ്ങനെ ആയി, ഇതൊന്നും പറയാനുള്ള സമയം നമുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൂടുതൽ പ്രോബ്ലത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നോക്കൂ, ഒരു വേവ് ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എ വേവ് ഫ്രണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ കണ്ടിന്യൂസ് ലോക്കസ് ഓഫ് all points in a medium which are vibrating in the same phase. ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പോയിന്റ്സിനും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് നമുക്ക് വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ഒരു വാട്ടറിന്റെ സർഫസിലെ വേവ് ഫ്രണ്ട് അപ്പോൾ നമുക്ക് എന്തായിരിക്കും? സർക്കുലർ വേവ് ഫ്രണ്ട് ആണ് കിട്ടുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലൈറ്റ് റേസ് ആർ ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫ്രണ്ട്. ലൈറ്റ് റേസ് എന്ന് പറയുന്നത് റേ ഓപ്റ്റിക്സ് ആണ്, വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് വേവ് ഓപ്റ്റിക്സ് ആണ്. പക്ഷെ ഇത് രണ്ടും കൂടെ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് റേസ് എപ്പോഴും എങ്ങനെ വരയ്ക്കണം? വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. ഓക്കെ, നോക്കൂ, അടുത്ത കാര്യം, ഒരു പോയിന്റ് ലൈറ്റ് സോഴ്സ് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താണ്? സ്ഫെരിക്കൽ ആണ്, ലൈക്ക് ദിസ്. നോക്കൂ, ഒരു പോയിന്റ് ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് റേസ് നോക്കുക, ഈ രൂപത്തിലാണ് പോവുക. അവിടെ നമ്മൾ വേവ് ഫ്രണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആക്കുക. ഇത് കണ്ടിട്ട് ഒരിക്കലും ഇത് സർക്കുലർ ആണ് എന്ന് പറയരുത് കേട്ടോ, അത് സ്ഫെരിക്കലാണ്. കാരണം പോയിന്റ് ലൈറ്റ് സോഴ്സിന് ലൈറ്റ് റേസ് അങ്ങനെ പോവുക. അപ്പോൾ അവിടെ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്, യു വിൽ ഗെറ്റ് എ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. ലീനിയർ ലൈറ്റ് സോഴ്സ് ആണെങ്കിൽ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് നോക്കൂ, സിലിണ്ട്രിക്കൽ ആണ്. നോക്കൂ, ഒരു ലീനിയർ ലൈറ്റ് സോഴ്സ്, അതിൽ നിന്ന് ലൈറ്റ് റേസ് നോക്കൂ എല്ലാ ഭാഗത്തേക്കും പോലെ, അവിടെ നമുക്ക് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആണ് കിട്ടുക. ലീനിയർ ലൈറ്റ് സോഴ്സിന് എക്സാമ്പിൾ ആണ് സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നാരോ സ്ലിറ്റ്. അപ്പൊ സ്ലിറ്റ് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, അത് എന്ത് വേവ് ഫ്രണ്ട് ഉണ്ടാക്കുക? അത് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആണ് ഉണ്ടാക്കുക. Now, if source is point or linear, പക്ഷേ സോഴ്സ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താണ്? വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് പ്ലെയിൻ ആണ്. കാരണം ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് പാരലൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എങ്ങനെ പാരലൽ ആവുന്ന? അവിടുന്ന് പാരലായിട്ട് വരില്ല, ഇവിടെ എത്തുമ്പോൾ അത് പാരലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നതേ പ്ലെയിൻ വേവ് ഫ്രണ്ട് അല്ല, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നത് ഒരു സ്പെരിക്കൽ വേവ് ഫ്രണ്ട് അല്ലെ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആണ്. അപ്പൊ ചെറിയ സ്ഫിയർ നമ്മളെടുത്ത് എത്തുമ്പോൾ വലിയ സ്ഫിയർ ആവും. വലിയ സ്ഫിയറിന്റെ ചെറിയൊരു പോർഷനാണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? അത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. പാരലൽ ലൈറ്റ് റേസ് വരുന്നു, പാരലൽ ലൈറ്റ് റേസ്. അപ്പോൾ വേവ് ഫ്രണ്ട് നോക്കൂ, അതിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ പ്ലെയിൻ ആയിട്ട് മാത്രമേ നമുക്ക് പെർപെൻഡിക്കുലർ ആവുള്ളൂ. അതാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഓക്കെ, ഇത് പലപ്പോഴും നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ കഴിഞ്ഞ നമ്മളെ കീമിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാണ്. നമുക്ക് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ് ഒരു പ്രിസത്തിലേക്ക് വരുന്നതെങ്കിൽ, my dear students, I will be running a little bit fast. Then only we can complete the entire thing within the very stipulated time. Okay. നോക്കൂ, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഒരു പ്രിസത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പാസ് ചെയ്ത ട്രാൻസ്മിറ്റഡ് വേവ് ഫ്രണ്ട് നമുക്ക് എന്താണ്? അത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാം കേട്ടോ.
പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. അതുപോലെ നോക്കൂ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിലേക്ക് പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് എന്ത് തന്നെയാണ്? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്. റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും നമുക്ക് അവിടെ സ്ഫെരിക്കലാണ്. ഇനി നോക്കൂ, ഇവിടെ ഒരു കോൺകേവ് മിറർ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റൊന്ന് വേണമെങ്കിൽ ഞാൻ കാണിക്കാം, ഞാൻ പറയാം. നോക്കൂ, ഈ കോൺകേവ് മിറർ നോക്കൂ, കോൺകേവ് മിററിലേക്ക് നോക്കൂ, പ്ലെയിൻ വേവ് ഫ്രണ്ട് വരുന്നു. അപ്പോൾ ഈ വേവ് ഫ്രണ്ട് അവിടെ തട്ടിയിട്ട് നോക്കുക, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും നോക്കൂ, ഇവിടുത്തെ വേവ് ഫ്രണ്ട് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ഇവിടെ നമുക്ക് പറയാം സ്ഫെരിക്കൽ കൺവേർജിങ് വേവ് ഫ്രണ്ട് ആണ് ഇവിടെ ഉണ്ടാവുക. ഇനി നോക്കൂ, കോൺവെക്സ് ലെൻസിലേക്കാണ് മിററിലേക്കാണ് വരുന്നത് കേൾക്കുക. കോൺവെക്സ് മിററിലേക്ക് നോക്കൂ, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡന്റ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ നിന്നുള്ള സെക്കൻഡറി വേവ്ലെറ്റ്സ് നോക്കൂ, ഇവിടെ തട്ടി ഇതിലെങ്ങോട്ട് പോകുന്നു. ഇവിടെ നോക്കൂ, ഇത് ഇവിടെ തട്ടിയിട്ട് നോക്കൂ, ഇത് ഇങ്ങോട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെയല്ല സംഭവിക്കുന്നത്, മറിച്ച് ഇവിടെ നിന്നുള്ള സെക്കൻഡറി വേവ്ലെറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ തട്ടി പിന്നെ പുതുതായിട്ട് നോക്കൂ ഈ രൂപത്തിലാണ് വരുന്നത്. പക്ഷെ അത്തരം കൺസെപ്റ്റിലേക്കൊന്നും പോകാൻ ഇപ്പൊ നമുക്ക് സമയമില്ല, അതിന്റെ ആവശ്യവുമില്ല കേട്ടോ. ഇനി നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടുന്ന് ലൈറ്റ് റേസ് നോക്കുക, അല്ലെങ്കിൽ വേവ്സ് ഇങ്ങോട്ട് പോയി ഇതേ സെയിം ഡിസ്റ്റൻസ് തന്നെ, അതേ സമയം കൊണ്ട് അത്ര തന്നെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യെങ്കിൽ ഇത് നോക്കൂ, അതേ വന്ന വഴിക്ക് തിരിച്ചു പോയി നോക്കൂ, ഇത് ഇവിടെ എത്തും. ഇനി അവരെ എല്ലാം കൂടെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കിട്ടുന്നത് ഒരു സ്ഫെരിക്കലാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, ഇത് സ്ഫെരിക്കൽ ഡൈവേർജിങ് വേവ് ഫ്രണ്ട് ആണ്. ദിസ് ഈസ് സ്ഫെരിക്കൽ ഡൈവേർജിങ് വേവ് ഫ്രണ്ട് ആണ്. ഇത് സ്ഫെരിക്കൽ ഡൈവേർജിങ് വേവ് ഫ്രണ്ട്. നോക്കൂ, ഈ കേസിൽ അതല്ല, ഇത് ഇപ്പൊ തന്നെ ഇങ്ങനെ കിട്ടിയത്, അടുത്തത് നോക്കൂ വീണ്ടും ചെറുതാ കിട്ടുക, പിന്നെ വീണ്ടും ചെറുതാണ് കിട്ടുക. ഇത് സ്ഫെരിക്കൽ കൺവേർജിങ് ആണ്, ഇത് സ്ഫെരിക്കൽ ഡൈവേർജിങ് ആണ്. എല്ലാവരും ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ക്ലിയർ റെഡി ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പോവാണ്. അപ്പോൾ ഇത്തരം കേസുകൾ വരികയാണെങ്കിൽ, അത് കോൺവെക്സ് ലെൻസിലേക്ക് വരികയാണെങ്കിൽ നോക്കൂ, ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിലോ, ഒരു കോൺവെക്സ് ലെൻസിലേക്ക് പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്നാൽ നോക്കുക, ഇവിടെ ഇങ്ങനെ വന്ന് ഇത് ഇവിടെ എത്തും. ഇവിടെ നോക്കൂ, ഡെൻസർ മീഡിയത്തിലൂടെ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അപ്പോൾ നോക്കൂ, മൊത്തത്തിൽ കുറഞ്ഞ ഡിസ്റ്റൻസ് അപ്പോൾ ട്രാവൽ ചെയ്യുള്ളൂ. കാരണം ഡെൻസർ മീഡിയത്തിൽ സ്പീഡ് കുറവായിരിക്കും. എന്തായാലും നോക്കൂ, ഇവിടെ കൂടുതൽ ഇങ്ങനെ. അപ്പോൾ ഇവിടുത്തെ വേവ് ഫ്രണ്ട് നോക്കൂ, സ്ഫെരിക്കൽ കൺവേർജിങ് വേവ് ഫ്രണ്ട് ആണ് ഈ കേസിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് സ്ഫെരിക്കൽ കൺവേർജിങ് വേവ് ഫ്രണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തരം കേസുകൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. ഈ ടോപ്പിക്കിന്റെ ആദ്യ ഭാഗമാണിത്. ആദ്യ ഭാഗത്ത് ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇനി മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, പെട്ടെന്ന് ആൻസർ ചെയ്യൂ. Spherical wavefronts emanating from a point source strike a plain reflecting surface. What will happen to these wavefronts immediately after reflection? അപ്പോൾ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആണ് ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്നത്. എവിടെ ഇൻസിഡന്റ് ചെയ്യുന്നത്? പ്ലെയിൻ റിഫ്ലക്റ്റ്, ഒരു പ്ലെയിൻ മിററിൽ. അതൊരു പ്ലെയിൻ മിററിൽ ലൈക്ക് ദിസ് നോക്കൂ, ഒരു പ്ലെയിൻ മിററാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്ലെയിൻ മിററിൽ ഒരു സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഇൻസിഡന്റ് ചെയ്യുന്നു. അപ്പോൾ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഇൻസിഡന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈക്ക് ദിസ്, ഇങ്ങനെ. ഇതാണ് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. ഇത് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും നോക്കൂ, ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ തട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ നോക്കൂ, ഇങ്ങോട്ടാണ് വരാനുള്ളത്. ഈ ഭാഗം നോക്കൂ, ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിയിട്ടാണ് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും ഇയാൾ നോക്കൂ, അത്ര തന്നെ ദൂരം ഇങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇയാൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ സംഭവിക്കുക? ഇത് നോക്കൂ, തിരിച്ചതാ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. യെസ്, ഏതാ കറക്റ്റ് ആൻസർ? റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും സ്ഫെരിക്കൽ ആയിരിക്കും. എങ്ങനെയാണ് ഞാൻ ആ കൺക്ലൂഷനിൽ എത്തിയെന്ന് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നോക്കൂ, ഇതാണല്ലോ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. ഇതിന്റെ ഈ ഭാഗം ഓൾറെഡി ഇവിടെ ടച്ച് ചെയ്തു. അപ്പൊ ഇനി ഇവിടെ തട്ടിയിട്ട് ഇതിന് എങ്ങോട്ടാ വരാനുള്ളത്? ഇത് റിഫ്ലക്ട് ചെയ്ത് നോക്കൂ, ഇതെങ്ങനെ വന്നു. എത്ര ഡിസ്റ്റൻസ് ആണോ ട്രാവൽ ചെയ്യുന്നത് അത്ര തന്നെ ഡിസ്റ്റൻസ് ആണ് ഇയാൾ ട്രാവൽ ചെയ്ത് ഇയാൾ ഇവിടെ എത്തി. ഇയാൾ ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് ഇയാൾ ഇവിടെ എത്തി. മനസ്സിലായോ? ഇനിയൊക്കെ അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും സ്ഫെരിക്കലാണ്. നോക്കൂ, ദേ വിൽ റിമെയിൻ സ്ഫെരിക്കൽ വിത്ത് ദ സെയിം കർവേച്ചർ ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം. ഒരേ കർവേച്ചർ ആണ്. പക്ഷേ ഇയാൾ ഇങ്ങനെയാണെങ്കിൽ ഇയാൾ നോക്കൂ മുകളിലേക്കാണ്. ഒരേ സൈൻ അല്ല, തെറ്റാണ്. They will become plain wavefront തെറ്റ്. They will remain spherical, okay, with the same curvature, but the sign of curvature reverse. Exactly. നിങ്ങൾ ഒരുപാട് പേര് ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓപ്ഷൻ സി എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഈ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്ന അത്യാവശ്യം നിലവാരമുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വളരെ ഓക്കെയാണ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് പോകാം. നിങ്ങളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതിലേക്ക് പോകാം.
Look, what speed should a galaxy move with respect to us so that the sodium line at 589 nanometer is observed at 589.6 nanometer? ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഇത് ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കാണാവുന്ന ടൈറ്റിലാണ് ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറയാം, ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ടെക്സ്റ്റ് ബുക്കിലെ സോൾവ്ഡ് എക്സാമ്പിൾ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് സംശയമുള്ളതിനാണ് ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന് ചെയ്യാം. ഞാൻ പറയാം, ജെയിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഇത്തരം ക്വസ്റ്റ്യൻസുകൾ ജെയ്ക്ക് ചോദിക്കാറുണ്ട്, നിരന്തരം ചോദിക്കാറുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ 99% ഇത്തരം ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ നിങ്ങൾ കൂടുതലൊന്നും പഠിച്ചു വെക്കേണ്ടതില്ല. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. അതെന്താ അറിയോ? ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഇസ് ഈക്വൽ ടു വി ബൈ സി. ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഇസ് ഈക്വൽ ടു വി ബൈ സി. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കൂ, അതുപോലെ തന്നെ ന്യൂ ആണ് ചോദ്യമെങ്കിൽ ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഈക്വൽ ടു വി ബൈ സി കൊടുത്താലും നിങ്ങൾക്ക് കറക്റ്റ് ആണ്. അതെങ്ങനെ കറക്റ്റ് ആവുന്നത്? ആ ഫ്രാക്ഷണൽ ചേഞ്ച് ആണത്. ഫ്രാക്ഷണൽ ചേഞ്ച് രണ്ടിന് ഈക്വൽ ആണ്. പക്ഷെ ഒന്ന് കൂടുകയാണെങ്കിൽ മറ്റത് കുറയുകയാണ് ചെയ്യുക. അതവിടെ നിൽക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഈ ഒരു ഒറ്റ കാര്യം മതി ഇവിടെ. ഈ ഒരൊറ്റ കാര്യം മതി. ഈ ക്വസ്റ്റ്യൻ വളരെ ഫേമസ് ആണ്. ഇത് കാണുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. കാരണം അത് ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് വളരെ പെട്ടെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതറിയാത്തവർ ഇനി ഒരാളുണ്ടാവരുത്. ഇത്തരം ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് ലൈറ്റുമായി ബന്ധപ്പെട്ടാണ് ചോദ്യമെങ്കിൽ 99% ക്വസ്റ്റ്യൻസും ഈ ഒരൊറ്റ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കാം. നോക്കൂ, ഡെൽറ്റ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് 589 നാനോമീറ്റർ 589.6 നാനോമീറ്ററിലാണ് കാണുന്നത്. അപ്പോൾ ഡെൽറ്റ ലാംഡ എത്രയാണ്? ഡെൽറ്റ ലാംഡ നോക്കൂ എത്രയാണ്? 9 നാനോമീറ്റർ. അപ്പോൾ 9 അല്ല 6 അല്ലേ? അവ തമ്മിൽ ചേഞ്ച് ചെയ്താൽ നമുക്ക് എത്ര ഉണ്ടാവുക? 6. അപ്പോൾ ഡെൽറ്റ ലാംഡ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ലാംഡ ബൈ ലാംഡ അതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെൽറ്റ ലാംഡ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 6 × 10⁻⁹ ഡിവൈഡഡ് ബൈ ലാംഡ. ആദ്യം രണ്ടായിരുന്നു 589 × 10⁻⁹. LHS കഴിഞ്ഞു. ഇനി RHS നോക്കൂ. ആ വി ആണ് ചോദ്യം, വി ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വി ഡിവൈഡഡ് ബൈ 3 × 10⁻⁸. വളരെ സിമ്പിൾ. ഇത് സോൾവ് ചെയ്താൽ നിങ്ങളുടെ ആൻസർ ആയി. ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കൂ, വി is equal to 10⁻⁹ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇവിടെ നമുക്ക് കിട്ടുക 3 അങ്ങോട്ട് പോയി. അപ്പോൾ വി is equal to നിങ്ങൾക്ക് കിട്ടുന്നത് 3 × 6 18 × 10⁸ ഡിവൈഡഡ് ബൈ 589. ദാറ്റ് is equal to ഞാനിതിന് ഇങ്ങനെ കൊടുക്കാം 1800 ഡിവൈഡഡ് ബൈ 589 ഇൻറ്റു 10⁻⁶ എത്ര കൊടുത്ത് നമ്മൾ 6 എന്ന് കിട്ടും. 10⁻⁶. ഓക്കെ, നോക്കാം. 1800 589 എത്ര ഉണ്ട് എന്നാണല്ലോ ചോദ്യം. നോക്കൂ, 500 എത്ര ഉണ്ടാവുക? 500 എത്ര ആണ് 1800 ഉണ്ടാവുന്നത്? നമുക്കറിയാം അത് എത്ര ഉണ്ടാവുള്ളൂ. അത് 500 ഉണ്ടാവല് നമുക്ക് 3 പോയിന്റ് സംതിങ് അല്ലേ ഉണ്ടാവുക, ശരിയല്ലേ? അത് നോക്കൂ, 3 പോയിന്റ് സംതിങ് ആണ് ഉണ്ടാവുക. അപ്പോൾ 589 ആണ് ഇവിടെ ഉള്ളത്. 589 എത്ര ഉണ്ടാവുക? ജസ്റ്റ് 3 പോയിന്റ് സംതിങ് തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അല്ലെങ്കിൽ നോക്കൂ, 600 കൂട്ടിക്കോ. 600 എത്രയാണ് ഇതിലുണ്ടാവുന്നത്? 600 എക്സാക്ട് 3 അല്ലേ ഉണ്ടാവുക, അല്ലേ? 600 × 3 അല്ലേ 1800. അപ്പോൾ ഇവിടെ 600-നേക്കാൾ ഇത്തിരിയേ കുറവുള്ളൂ. അപ്പോൾ എന്താ ഉണ്ടാവുക? 3 പോയിന്റ് വളരെ സംതിങ് അല്ല, 3 പോയിന്റ് സംതിങ് ഇൻറ്റു 10⁻⁶ മീറ്റർ/സെക്കൻഡ് എന്നാണ് ആൻസർ. പക്ഷെ നമുക്ക് ഓപ്ഷൻ നോക്കൂ, കംപ്ലീറ്റ് km/s. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ഇനി നോക്കാൻ ഒന്നുമില്ല. കാരണം 3 പോയിന്റ് ഏതാ ആൻസർ? 306 km/s എന്നുള്ള ഓപ്ഷനിലേക്ക് എത്താൻ ഇനി ഒട്ടും താമസമില്ല. മനസ്സിലായോ? വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ആൻസറിലേക്ക് നമുക്ക് എത്താൻ കഴിയും. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? നിങ്ങളത് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്തൊന്നും നിങ്ങൾ സമയം കളയരുത്. അതൊക്കെ അബദ്ധമാണ്, അതൊക്കെ നമ്മളെ ടൈം വേസ്റ്റ് ആണ്. അപ്പോൾ അത് ഓക്കെ. 0.6 എന്താണ്? ഞാൻ കമന്റ് നോക്കുന്നുണ്ട് കേട്ടോ. എന്താ പ്രശ്നം? 0.6 ആണ്. ഏതാണ് 0.6? ഓക്കെ 589.6 കറക്റ്റ് ആണ്. 0.6 റെഡി 0.6 ആണ്.
യെസ്, യു ആർ റൈറ്റ്, യു ആർ എക്സാക്ട്ലി റൈറ്റ്. 0.6 ആണെങ്കിലും നമുക്ക് അപ്പോൾ കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടല്ലോ. അതവിടെ പോയി ഇല്ല, അത് നമ്മൾ യെസ് യെസ്, ഇതാണ് സംഭവം. അത് 3 × 10⁻⁶ അവിടെ പോയിട്ടുള്ളത്. യു ആർ റൈറ്റ് എക്സാക്ട്ലി. ഓക്കെ, അപ്പോൾ നമുക്ക് 3.6 തന്നെയാണ് കിട്ടുക. കാരണം ഇവിടെ ഇതുവരെ ഞാൻ ഇത്ര എത്തിയ സമയത്ത് തന്നെ ഞാൻ 3 വെച്ചിട്ട് ഒരൊറ്റ ആൻസറേ നമുക്ക് ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് 306 പോയിട്ടുള്ളത്. അതാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. അപ്പൊ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ ഏത് വന്നാലും ശരി, നിങ്ങൾ നോക്കൂ, ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും 99.9% നമുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ 306 പലരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് ടെക്സ്റ്റ് ബുക്കിലെ സോൾവ്ഡ് എക്സാമ്പിൾ ആണ്. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് ചെയ്ത രീതിയിലേക്ക് നമ്മൾ പോവേണ്ടതില്ല. നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ടത് ഞാൻ ചെയ്ത ഈ ഒരു മെത്തേഡിലൂടെ പോയിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നോക്കൂ, ഇന്റർഫറൻസിലേക്ക് കിടക്കാണ്. ഇന്റർഫറൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കൊഹിരന്റ് ആൻഡ് ഇൻകൊഹിരന്റ് ലൈറ്റ് സോഴ്സസ്. 2 ലൈറ്റ് സോഴ്സുകൾ എപ്പോഴാണ് നമ്മൾ കൊഹിരന്റ് എന്ന് വിളിക്കുക? 2 ലൈറ്റ് സോഴ്സുകളെ നമ്മൾ കൊഹിരന്റ് എന്ന് വിളിക്കണമെങ്കിൽ രണ്ടും ഒരേ വേവ് ലെങ്ത്തും ഒരേ ഫ്രീക്വൻസിയും ആയിരിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദേ മസ്റ്റ് ബി ഇൻ ദ സെയിം ഫേസ് ഓർ അറ്റ് എ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. മനസ്സിലായോ? ഒന്നുകിൽ രണ്ടും ഒരേ ഫേസിലാവുക, അല്ലെങ്കിലോ ഫേസ് ഡിഫറൻസ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഉള്ള ഫേസ് ഡിഫറൻസ് എന്തായിരിക്കണം? അത് കോൺസ്റ്റന്റ് ആയിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കും. അപ്പൊ 2 ലൈറ്റ് സോഴ്സസ്. ഓക്കെ, അത് നമുക്കറിയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2 ഇൻഡിപെൻഡന്റ് സോഴ്സുകൾ ഒരിക്കലും എന്താവില്ല, കൊഹിരന്റ് ആവില്ല. അതായത് 2 ഇൻഡിപെൻഡന്റ് ലൈറ്റ് സോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഒരേ ഫ്രീക്വൻസിയും ഒരേ വേവ് ലെങ്ത്തും വരുത്താൻ കഴിയും. പക്ഷേ അവർക്ക് ഒരിക്കലും ഒരേ ഫേസോ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസോ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, 2 ലൈറ്റ് ബൾബുകൾ ഞാൻ S1 S2 ലൈറ്റ് സോഴ്സ് വെച്ചു. രണ്ടും നോക്കൂ സോഡിയം ലാംപ്സ് ആണ് വെച്ചത്. രണ്ടിനും ഒരേ വേവ് ലെങ്ത് ആണ്, ഒരേ ഫ്രീക്വൻസി ആക്കാം. പക്ഷേ അതിനൊരിക്കലും നമുക്ക് കൊഹിരന്റ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ 2 സ്ലിറ്റും ഒരിക്കലും ഇവിടെ നിങ്ങൾക്ക് എന്ത് തരൂല? ഇവിടെ നിങ്ങൾക്ക് ഇന്റർഫറൻസ് പാറ്റേൺ നിങ്ങൾക്ക് നൽകില്ല. കാരണം അത് ഇൻഡിപെൻഡന്റ് ലൈറ്റ് സോഴ്സുകളാണ്. ഓക്കെ, ഇനി ഈ ഭാഗത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഇക്വേഷൻസ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. കാരണം 2 കൊഹിരന്റ് ലൈറ്റ് സോഴ്സുകൾ, എല്ലാവരും ശ്രദ്ധിക്കണം, 2 കൊഹിരന്റ് ലൈറ്റ് സോഴ്സുകൾ സൂപ്പർപോസ് ചെയ്ത് കഴിഞ്ഞാൽ, കൊഹിരന്റുകൾ സൂപ്പർപോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൂപ്പർപോസ് ചെയ്ത റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ആണത്. ആംപ്ലിറ്റ്യൂഡ് ഇത് ആക്ച്വലി ഒരു ഇക്വേഷൻ മറ്റേ ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാക്കി വരികയാണ് വേണ്ടത് പഠിച്ചു വെക്കാൻ. പക്ഷെ നമ്മുടെ സമയം കുറവായത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകാത്തത്. അപ്പം നിങ്ങൾക്കൊരു ഫാസ്റ്റ് റിവിഷൻ എന്നുള്ള നിലക്ക് നോക്കൂ, R = √A² + B² + 2AB cos φ. ആരാ എ? ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. ആരാ ബി? സെക്കൻഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഫൈ ആരാ? ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 വേവ്സ്. അപ്പോൾ R = √A² + B² + 2AB cos φ. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഇനി നോക്കൂ, ഈ R മാക്സ് ആവില്ല എപ്പോഴാണ്? കോസ് ഫൈൻ്റെ വാല്യൂ മാക്സിമം ആകുമ്പോൾ. കോസ് ഫൈൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1. അപ്പോൾ ഇതെന്താ കിട്ടുക? R max = √A² + B² + 2AB എന്ന് വെച്ചാൽ ആരാ? √A + B² അല്ലേ? A + B² റൂട്ടാണ് കിട്ടുക. A + B² റൂട്ട് ആരാ? അതാണ് A + B. അപ്പോൾ നോക്കൂ, അതുപോലെ തന്നെ R മിനിമം എപ്പോഴാണ് കിട്ടുക? R മിനിമം കോസ് ഫൈൻ്റെ മിനിമം വാല്യൂ ആകുമ്പോൾ. കോസ് ഫൈൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? -1. അതാണ് ആ A - B. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഇനി നോക്കൂ, ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റി I1 and I2 ആണ്. ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റീസ് I1 and I2. I1 ആണ്, I2 ആണ്. അങ്ങനെയെങ്കിൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ വെരി 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 ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. I = I1 + I2 + 2 √I1 √I2 cos φ. നമ്മൾ റിസൾട്ടന്റ് വെക്ടറിന്റെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കാം. അപ്പോൾ മീൻസ് അതിനെ കമ്പയർ ചെയ്യേണ്ടത് ഇതാണ്. അതിൽ നിന്ന് ഇതിലേക്ക് എത്തുക. I1 + I2 + 2 √I1 √I2 cos φ. I1 ഫസ്റ്റ് വേവിന്റെ ഇന്റൻസിറ്റി, I2 സെക്കൻഡ് വേവിന്റെ ഇന്റൻസിറ്റി. ഇതിൽ നോക്കൂ, ഇത് ഈ കൊഹിരന്റ് ആണെങ്കിലാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുക. കൊഹിരന്റ് ആണെങ്കിൽ. ഇൻകൊഹിരന്റ് ആണെങ്കിൽ ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻകൊഹിരന്റ് ആണെങ്കിൽ അപ്പോൾ നോക്കൂ, ഫോർ ഇൻകൊഹിരന്റ് ആണെങ്കിൽ I = I1 + I2 എന്നുള്ള ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ടേമിനെ നമ്മൾ വിളിക്കുന്ന ടേം ഇന്റർഫറൻസ് ടേം എന്നാണ്. ഇന്റർഫറൻസ് ടേം. കാരണം അത് കൊഹിരന്റ് ആവുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഈ ടേം ഉണ്ടാവുള്ളൂ. ഇൻകൊഹിരന്റ് ആണെങ്കിൽ ദ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റീസിന്റെ സം ആണ്. കീപ് ഇറ്റ് ഇൻ മൈൻഡ്.
You know, from this you can also write I apply maths cos find value 1 ആവുമ്പോൾ cos find value 1 ആവുമ്പോൾ ഇതിനെ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഇതാണ് കിട്ടുക root I1 plus root I2 the whole square. മക്കളെ ഓർത്തു വെക്കണം കേട്ടോ, ഓർത്തു വെക്കണം. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ്. ഐ മീൻ നോക്കൂ, അതുപോലെ തന്നെ cos ഫൈൻ്റെ വാല്യൂ മിനിമം ആവുമ്പോൾ മിനിമം എത്ര cos ഫൈവ് -1 ആണ്. അപ്പൊ അതെപ്പോഴത്തെ എന്താ കിട്ടുക √I1 minus √I2 the whole square. ഓക്കെ, ഇനി ഐ മാത്സ് എന്ന് പറഞ്ഞാൽ ഐ പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്, അറിയാലോ. ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഐ മാത്സ് പ്രൊപ്പോർഷണൽ ടു നിങ്ങൾക്ക് എന്താ കിട്ടുക ആർ മാക്സ് സ്ക്വയർ, ആർ മാക്സ് സ്ക്വയർ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഐ മാത്സ് പ്രൊപ്പോർഷണൽ ടു ആർ മാക്സ് സ്ക്വയർ, ആർ മാക്സ് ദ എ പ്ലസ് ബി ആണ്. അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ മിൻ സ്ക്വയർ ആണ്, അതാണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, യെസ് യെസ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ ആണ്, ടെക്സ്റ്റ് ബുക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. ഇതെപ്പോഴാ ഇത് നോക്കൂ, വെൻ I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I0 ആണെങ്കിൽ അപ്പോൾ ഈ റിലേഷൻ ആയി വരുന്നതാണത്. ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റീസ് ഈക്വൽ ആണെങ്കിൽ, അതായത് ഫസ്റ്റ് സ്ലിറ്റിന്റെ അതേ ഇന്റൻസിറ്റി ആണ് സെക്കൻഡ് സ്ലിറ്റിനെങ്കിൽ I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I0 ആണെങ്കിൽ ദെൻ റിസൾട്ടന്റ് ഇന്റൻസിറ്റി I is ഈക്വൽ ടു 4I0 cos സ്ക്വയർ 5/2, 4I0 cos സ്ക്വയർ 5/2. അപ്പോൾ ഈ ഇക്വേഷനിൽ കോംപ്രമൈസ് ഇല്ല, ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. എല്ലാവർക്കും ഓക്കെ ആണല്ലോ, ഈ ഇക്വേഷൻസ് ഫെമിലിയർ അല്ലേ, ഫെമിലിയർ ആണല്ലോ, നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ഇക്വേഷൻസിൽ. ഓക്കെ ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. നോക്കൂ, ഐഡന്റിക്കൽ വേവ്സ് ഈച്ച് ഓഫ് ഇന്റൻസിറ്റി I0 ഫ്രം ടു ഇൻകോഹിരന്റ്, ശ്രദ്ധിക്കണം കോഹിരന്റ് അല്ല, ഇൻകോഹിരന്റ് സോഴ്സസ് ഓഫ് ലൈറ്റ് സൂപ്പർപോസ് അറ്റ് എ പോയിന്റ് ഇൻ സ്പേസ്, then the average intensity of the resultant wave will be. എന്ന് വെച്ചാൽ എന്താ കിട്ടുക, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ഈ കൊഹിരന്റ് ആണെങ്കിൽ ഇന്റൻസിറ്റി എന്താ I is equal to I1 plus I2 plus 2 √I1 √I2 cos 5. പക്ഷേ ഈ ലാസ്റ്റ് ടേം ആരാണ് ഇവിടെ ഉണ്ടാവോ, ഇല്ല, ഇത് ഇൻകൊഹിരന്റ് ആണ്. അപ്പൊ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഇവിടെ എന്താ ഉണ്ടാവുക I0 plus I0. The answer is 2I0 is the correct answer. Very good, very good. നിങ്ങൾ ആൻസർ ചെയ്തു, ഓപ്ഷൻ സി is the correct answer. നോക്കൂ, ഇത് ഇൻകൊഹിരന്റ് ആണ്. ഇൻകൊഹിരന്റ് ആകുന്ന സമയത്ത് നമുക്ക് കിട്ടല് നമ്മൾ ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റീസിനെ നമ്മൾ ആഡ് ചെയ്യണം, ഇതാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അടുത്തേക്ക് നീങ്ങാം. നോക്കൂ, ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റീസ് ഓഫ് ടു വേവ്സ് ഈസ് 9:1. ഇന്റൻസിറ്റി റേഷ്യോ ആണ് 9:1. ദാറ്റ് ഈസ് I1 ഡിവൈഡഡ് ബൈ I2 ഈക്വൽ ടു 9/1 കിട്ടി. They are producing interference. The ratio of maximum and minimum intensities will be Imax by Imin ആണ് ചോദ്യം. Imax divided by Imin. ആക്ച്വലി നോക്കൂ, ഇത്തരം സന്ദർഭത്തിൽ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാത്തമാറ്റിക്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ എഴുതിയാൽ I1 9 ആണ്, I2 1 ആണ് നമുക്ക് പറയാൻ പറ്റുമോ? ശരിക്കും പറ്റൂല, കാരണം അത് റേഷ്യോ ആണ്. I1 എന്താന്ന് ചോദിച്ചാൽ 9 into I2 എന്നേ പറയാൻ പറ്റുള്ളൂ നോർമലി. പക്ഷെ ഇവിടെ നിങ്ങൾക്കത് ഇവിടെ പറയാൻ പറ്റും. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ Imax by Imin എടുക്കുന്ന സമയത്തും ഈ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം ഞാൻ ഒറ്റ തവണ അത് കാണിക്കാം. Imax എന്ന് പറഞ്ഞാൽ I1 by I2 plus 1 the whole square divided by I1 by I2 minus 1 the whole square എന്നാണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സംഭവം തന്നെയാണ് ഇതിന്റെ ആൻസർ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നിങ്ങൾ ഇങ്ങനെ പോകണമെന്നില്ല, ഇവിടെ ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, √I1 plus √I2 the whole square ഡിവൈഡഡ് ബൈ, കാരണം എങ്ങനെയെങ്കിലും ശരിയാൻ ഉത്തരം കിട്ടിയിട്ട് കാര്യമില്ല, എങ്ങനെയെന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് I1 9 ആക്കി എടുക്കാം. അത് എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ I1 9 ആക്കി എടുക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട് ഇത് സോൾവ് ചെയ്യുന്ന സമയത്തും, അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടുക, 3 plus 1 the whole square divided by 3 minus 1 the whole square. അപ്പോൾ നമുക്ക് 4 സ്ക്വയർ എത്രയാണ്, 4 സ്ക്വയർ നമുക്ക് എന്താ കിട്ടുക 16 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4/1 എന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. മനസ്സിലായോ?
പല പുസ്തകത്തിൽ പോലും നിങ്ങൾക്ക് കാണാം ഇങ്ങനെ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ടാവും I1 = 9, I2 = 1. തെറ്റാണ്. I1 9 അല്ല, റേഷ്യോ ആണത്. അത് റേഷ്യോ ആണ്. പക്ഷെ അങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ശരി ഉത്തരം കിട്ടും. അതിൻ്റെ കാരണം ഈ Imax/Imin ചെയ്യുന്ന സമയത്തും ഈ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ആക്ച്വലി അത് വെർച്വലി നിങ്ങളത് കാണുന്നില്ലെങ്കിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. യെസ്, നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാലോ. ഓക്കെ, യെസ്, നോക്കൂ അടുത്ത്. If two waves represented by y1 = 4 sin omega t, y1 = 4 sin omega t and y2 = 3 sin omega t plus pi by 3. Yes, interfere at a point. The amplitude of the resulting wave will be about എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് ആൻസർ മതി എന്നുള്ളത് വ്യക്തമാണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്താ? R = √a² plus b² plus 2ab cos phi, 2ab cos phi. That is equal to √a² ആരാ നോക്കൂ, ഇവിടെ 4, b a ആരാ 4, b ആരാ 3. അപ്പോൾ 4² plus 3² plus 2 into 4 into 3 into cos. ഇവിടെ ആരാണ് ഫേസ്? ഒമേഗ ടി. ഇവിടെ ഫേസ് ആരാ? ഒമേഗ ടി പ്ലസ് പൈ ബൈ 3. അപ്പോൾ ഫേസ് ഡിഫറൻസ് ആരാ? ഒമേഗ ടി പ്ലസ് പൈ ബൈ 3 മൈനസ് ഒമേഗ ടി. അപ്പോൾ പൈ ബൈ 3 കിട്ടും. പൈ ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ, √16 plus 9 plus 24 into cos 30 ആണ്. cos 30 എത്ര? 1/2. That is equal to √25 plus 12 എന്ന് കിട്ടി. റെഡി അല്ലേ? √37 എന്ന് കിട്ടി. √36 എത്ര? 6 ആണ്. അപ്പോൾ √37 എന്താണ്? അപ്രോക്സിമേറ്റ്ലി 6. ഇവിടെ എബൌട്ട് ഉണ്ട്. അപ്പോൾ ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന വാല്യൂ ആര് തന്നെയാണ്? 6 തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി. വെരി ഗുഡ്. ഒരുപാട് പേര് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ്. വെരി ഹാപ്പി ടു സീ ദാറ്റ്. ഓക്കെ, ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും എഴുതുന്നത് കേട്ടോ. ഓരോ സ്റ്റെപ്പും എഴുതുന്നത് അതിന് വേണ്ടിയിട്ടാണ്. 6 point സംതിങ് തന്നെയാണ് നാസിറ. ആ സംതിങ് നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ? എബൌട്ട് എന്ന് ഓപ്ഷനിൽ പറഞ്ഞോ, എബൌട്ട് എന്ന് നമുക്ക് ഓപ്ഷനിൽ കാണാം. അപ്പൊ സംതിങ് നമുക്ക് എന്ത് ചെയ്യാം? സംതിങ് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. യെസ്, വേഗം നോക്കുക. ഓക്കെ, അടുത്ത നോക്കൂ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. YDSC യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. നിങ്ങൾക്കറിയാം ഒരു പാരന്റ് സോഴ്സ് ഉണ്ട്, ദെൻ S1 S2 എന്നുള്ള 2 സ്ലിറ്റുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് ഈ റെഡും ഡോട്ടും റെപ്രസെന്റ് ചെയ്യുന്ന ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആണ്. ക്രസ്റ്റ് ആൻഡ് ട്രഫ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കൂ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് യു വിൽ ഗെറ്റ് എ ബ്രൈറ്റ് ബാൻഡ് ഓവർ ഹിയർ. ഇവിടെ ഒരു ബ്രൈറ്റ് ബാൻഡ് കിട്ടും. തൊട്ടപ്പുറത്ത് നോക്കൂ, ക്രസ്റ്റും ട്രഫും ആണ്. എന്ന് വെച്ചാൽ ഡിസ്ട്രക്ഷൻ ആണ്. ഡിസ്ട്രക്ഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഡാർക്ക് ബാൻഡ് കിട്ടും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. യെസ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് ഈ ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ഈ ഇക്വേഷൻസ് നിങ്ങൾ എല്ലാവരും ഈ ഇക്വേഷൻസ് ഓർത്തു വെക്കണം. നോക്കൂ, കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്. ഇവിടെ നോക്കൂ, ഇത് നമ്മുടെ സ്ലിറ്റ് 1 S1 S2 ഓർത്തു വെക്കൽ നിർബന്ധമാണ് കേട്ടോ. ഒരാളും ഇത് അറിയാത്തത് ഉണ്ടാവരുത്. S1 S2 നമുക്ക് സ്ക്രീനിൽ ഒരു പോയിന്റ് തന്നിട്ട് നമ്മൾ ചോദിക്കണം, ഈ പോയിന്റിൽ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് അല്ലെങ്കിൽ ബ്രൈറ്റ് ബാൻഡ് കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? അപ്പോൾ ബ്രൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ പറയും ഒന്നിൽ നിന്ന് വരുന്ന വേവും രണ്ടാമത്തെ വേവും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഇവിടെ നോക്കൂ, നമുക്ക് 0 ആയിരിക്കണം. 0 ഫേസ് ഡിഫറൻസ് 0. അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും, ആ ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള ആ ഡിഫറൻസ് നോക്കൂ, ഫേസ് ഡിഫറൻസ് 2nπ ആയിരിക്കണം. 2nπ ഇവിടെ n is equal to 0, 1, 2, 3 etc. അപ്പോൾ n equal to 0 കൊടുത്താൽ ഫേസ് ഡിഫറൻസ് 0 ആയി. n is equal to 1 കൊടുത്താൽ 2π ആയി. അപ്പോൾ 0, 2π, 4π, 6π etc. ഫേസ് ഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബ്രൈറ്റ് ബാൻഡ് എക്സ്പെക്ട് ചെയ്യാം, കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എക്സ്പെക്ട് ചെയ്യാം, ബ്രൈറ്റ് ഫ്രിഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം.
ഇനി കറസ്പോണ്ടിങ് പാത്ത് ഡിഫറൻസ് എന്താ? കറസ്പോണ്ടിങ് പാത്ത് ഡിഫറൻസ് നോക്കൂ, n ലാംഡ വേർ n is equal to 0 1 2 3 വേർ n is equal to 0 1 2 etc. ഓക്കെ അല്ലേ? അപ്പോൾ ഫേസ് ഡിഫറൻസ് 2n പൈ, പാത്ത് ഡിഫറൻസ് n ലാംഡ, പാത്ത് ഡിഫറൻസ് n ലാംഡ 0 1 2 എക്സെട്ര. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന് ബ്രൈറ്റ് ബാൻഡിനുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇവിടെ n is equal to 0 1 2 3 എക്സെട്ര. ഓക്കെ, ഇനി നോക്കൂ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു പക്ഷേ ഇതിനു മുമ്പ് ഇവിടെ ക്ലാസ്സുകൾ കേൾക്കാത്ത കുട്ടികൾ ഇവിടെ ഫേസ് ഡിഫറൻസ് പഠിച്ചു വെച്ചിട്ടുള്ളത് 2n+1 പൈ n is equal to 0, കാരണം ഇവിടെ ഞാൻ മൈനസ് ഇട്ടതിന് പകരം പ്ലസും n is equal to 0, 1, 2 എക്സെട്ര എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പഠിച്ചു വെച്ചവര് അതായത് ഈ എഴുതിയ പോലെയല്ല, ഇതുപോലെയാണ് 2n+1 പൈ ഇൻ വേർ n is equal to 0, 1 2 3 അങ്ങനെ പഠിച്ചു വെച്ചവര് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ. അതായത് ഞാൻ ഈ എഴുതിയ പോലെ അല്ല, മൈനസ് ഉള്ള ഇക്വേഷൻ അല്ല, ഇവിടെയും ഞങ്ങൾ പ്ലസ് ഉള്ളതാണ് പഠിച്ചത്. n is equal to 0 1 2 എക്സെട്ര അതാണ് ഞങ്ങൾ പഠിച്ചത് എന്ന് ഉള്ളവര് ഒന്ന് കൈ റൈസ് ചെയ്യൂ, ഒന്ന് കാണട്ടെ ആരാണത്. കാരണം അതും ശരിയാണ്, പക്ഷെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനാണ്. എല്ലാവരും ഇതാണ് പഠിച്ചതെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല, നമുക്ക് ആ കൺഫ്യൂഷൻ പറയാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ്. പ്ലസ് ഉള്ള ഇക്വേഷൻ ആണ് ഇവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ പ്ലസ് ഉള്ള ഇക്വേഷൻ ആണ് പഠിച്ചതെങ്കിൽ പെട്ടെന്നാവട്ടെ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, എല്ലാവരും മൈനസ് ഉള്ള ഇക്വേഷൻ തന്നെയാണോ പഠിച്ചു വെച്ചിട്ടുള്ളത്? ഓ, ദാറ്റ്സ് ഗുഡ്. അല്ല, അത് ഡിഫ്രാക്ഷൻ അല്ലേ? ഓക്കെ, പ്ലസ് ഉള്ളത് ഡിഫ്രാക്ഷൻ ആണ്, അത് കറക്റ്റ് ആണ്. അതാണ് ചോദിച്ചാൽ ഇവിടെ തന്നെ പ്ലസ് ഉള്ളത് പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നോക്കൂ, ഇതാണ് പഠിച്ചാൽ മതി. യെസ്, പഠിച്ചില്ലെന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ പറയും. അപ്പൊ നിങ്ങൾ തൽക്കാലം പിന്നെ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, ഇവിടെ പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസിൽ മൈനസ് ഉള്ള ഇക്വേഷൻ ആണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. മൈനസ് വരുമ്പോൾ 0 ഉണ്ടാവില്ല. 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രാമത്തെ ബാൻഡാ? 0th ബാൻഡാണ്. 0th ബാൻഡ് എന്ന് പറഞ്ഞാൽ ആരാ? സെൻട്രൽ ബാൻഡാണ്. സെൻട്രൽ ബാൻഡ് ഒന്നേ ഉള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി ആരായി മാറി? ബ്രൈറ്റ് ബാൻഡ് ആയിട്ട് മാറി. മനസ്സിലായോ? സെൻട്രൽ ബാൻഡ് ബ്രൈറ്റ് ബാൻഡ് ആണ്. അത് സെൻട്രൽ ഡാർക്ക് n equal to 0 എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡാർക്ക് ബാൻഡാ, അല്ലെങ്കിൽ 0th ഡാർക്ക് ബാൻഡ്. 0th ഡാർക്ക് ബാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഇല്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമാണോ പ്രശ്നം? അല്ല, വേറെയും പ്രശ്നമുണ്ട്. അതെന്താ പ്രശ്നം? അത് ഇവിടെയല്ല ആ പ്രശ്നം വരിക. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഡിസ്റ്റൻസ് ഓഫ് nth ഡാർക്ക് ബാൻഡ് ഫ്രം സെൻട്രൽ മാക്സിമം. മൈ ഡിയർ സ്റ്റുഡൻസ്, നന്നായി ശ്രദ്ധിക്കണം. ഡിസ്റ്റൻസ് ഓഫ് nth ഡാർക്ക് ബാൻഡ് ഫ്രം സെൻട്രൽ മാക്സിമം. ഈ പ്ലസ് ഉള്ള ഇക്വേഷൻ പഠിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ 6ാമത്തെ ഡാർക്ക് ബാൻഡിലേക്കുള്ള ദൂരം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നിങ്ങൾ n is equal to 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടല് 6th ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ല, 7th ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇറ്റ്സ് എ മിസ്ലീഡിങ് ഇക്വേഷൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി വെക്കാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി, നിങ്ങൾ ഗോ ഫോർ ദിസ് ഇക്വേഷൻ. മനസ്സിലായോ? ഡാർക്ക് ബാൻഡ് ആണോ ഇന്റർഫറൻസിൽ ഡാർക്ക് ബാൻഡ് ആണെങ്കിൽ നിങ്ങൾ ഈ നെഗറ്റീവുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക. നെഗറ്റീവ് വരുമ്പോൾ n-ന് 0 ഉണ്ടാവില്ല എന്ന് ഓർത്ത് വെക്കുക. അവിടെ 1 2 3 എക്സെട്ര. മനസ്സിലായോ? ഇത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യൂല. ഇനി ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അങ്ങനെ വന്നാലോ? ഓക്കെ, പറ്റും. 2n+1 പൈ എന്ന് പറ്റും. n is equal to 0, 1, 2 എക്സെട്ര. ഈ ഇക്വേഷന് ഈ ഘട്ടത്തിൽ ഒരു തെറ്റില്ല, ഇത് പെർഫെക്റ്റ് ആണ് ഈ ഘട്ടത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഇക്വേഷൻ ഫോളോ ചെയ്ത് അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ഇപ്പൊ നമ്മളോട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഓപ്ഷൻ വെച്ചിട്ട് നോക്കൂ, ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് ഇതാണ് എന്നാണ്. ഓർത്തു വെക്കാൻ എളുപ്പവഴി എന്താ? നെഗറ്റീവ് ആണ്. അപ്പൊ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നെഗറ്റീവ് ആണെന്ന് ആലോചിച്ചാൽ നെഗറ്റീവ് ആണ്. ഒരു പാവപ്പെട്ടവരാണ്, ഒരു 0 ഓടണ്ട, ഒരു 1 2 3 ഓടിയാൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ, ഇത് നോക്കൂ. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെയും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെയും പാത്ത് ഡിഫറൻസിന്റെയും ഫേസ് ഡിഫറൻസിന്റെയും കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്തതിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നു.
The figure shows a double slit experiment. P and Q are the slit. നോക്കൂ P ഇവിടെ ഉണ്ട്, Q ഇവിടെ ഉണ്ട്. The path lengths PX QX. അപ്പോൾ നോക്കൂ ഇതാണ് P കേട്ടോ. PX എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, QX എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. അവരുടെ പാത്ത് തന്നിട്ടുണ്ട് ഇവിടെ. PX ഇത് n ലാംഡയാണ്, ഇത് n+2 ലാംഡ. Where n is a whole number and lambda is the wavelength. Taking the central fringe as 0, what is formed at x? ഇവിടെ എന്താണ് ഫോം ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കൂ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ശരിക്കും എന്താ തന്നിട്ടുള്ളത്? പാത്ത് ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ പാത്ത് ഡിഫറൻസ് കാണലാണ് എളുപ്പം. പാത്ത് ഡിഫറൻസ് അതേതാ? n+2 ലാംഡ മൈനസ് n ലാംഡ. അപ്പോൾ നോക്കൂ ഈ n ലാംഡ രണ്ടും കട്ട് ചെയ്ത് പോയാൽ പിന്നെ ഇതിൽ ആരാ ഉണ്ടാവുക? 2 ലാംഡ. അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 2 ലാംഡ എന്ന് പറയുന്നത് ഏത് ഫോമാണ്? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു n ലാംഡ ഫോം അല്ലേ? ആണല്ലോ. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു n ലാംഡ എന്ന് പറയുന്നത്, ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ n ലാംഡ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ബ്രൈറ്റ് ബാൻഡിന്റെ കണ്ടീഷനാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എക്സിൽ ഉണ്ടാവുന്നത് ബ്രൈറ്റ് ബാൻഡ് ആണ്. ഇനി എന്നിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 2 ആണ്. അപ്പൊ എത്രാമത്തെ ബ്രൈറ്റ് ബാൻഡ് ആണ്? രണ്ടാമത്തെ ബ്രൈറ്റ് ബാൻഡ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. കാരണം നിങ്ങൾ ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡ് ആണ് നിങ്ങൾക്ക് അവിടെ ഫോം ചെയ്യുക. ഇറ്റ്സ് സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡ്, രണ്ടാമത്തെ ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും. വളരെ എളുപ്പമല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പാത്ത് ഡിഫറൻസ് നമ്മൾ എടുക്കുക. പാത്ത് ഡിഫറൻസ് നമ്മൾ എടുത്തു, അപ്പോൾ നമുക്ക് 2 ലാംഡ കിട്ടി. ആ പാത്ത് ഡിഫറൻസ് നമ്മൾ n ലാംഡയുമായിട്ട് കമ്പയർ ചെയ്തു. കാരണം 2 ലാംഡ എന്ന് പറയുന്നത് n ലാംഡയുമായിട്ട് കമ്പയറബിൾ ആണ്. റെഡി? അത് ആരുടെ ഇക്വേഷൻ ആണ്? അത് ബ്രൈറ്റ് ബാൻഡിന്റെ ഇക്വേഷൻ ആണ്. ബ്രൈറ്റ് ബാൻഡിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In Young's double slit experiment, the phase difference between the light waves reaching third bright fringe from the central fringe will be. ഓക്കെ, അപ്പോൾ നോക്കൂ എന്താണ്? ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ ഫേസ് ഡിഫറൻസ് ആണ് പറഞ്ഞത്. ആ ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ ഫേസ് ഡിഫറൻസിന്റെ ഇക്വേഷൻ എന്താ? 2n pi. n is equal to 0, 1, 2 etc. വളരെ സിമ്പിൾ. ഇവിടെ എത്രാമത്തതാണ്? തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നത്. തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച്. അപ്പൊ n is equal to എന്താ? n is equal to 3 ആണ്. അപ്പൊ 2 into 3 into pi. The answer is 6 pi. 6 pi is the correct answer. കിട്ടിയോ? 6 pi സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇക്വേഷൻസുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ 1 മണിക്കൂർ കൊണ്ട് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നുള്ള ഓഫർ ഒന്നുമില്ല. പക്ഷേ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്രക്സ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അല്ലാതെ 1 അവർ കൊണ്ട് എല്ലാം കൂടെ അരച്ച് കലക്കി നമുക്ക് തരിക എന്നുള്ള കാര്യം പോസിബിൾ അല്ല എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പോവാണ്. യെസ്. In case of light waves from 2 coherent sources S1 and S2, there will be constructive interference at an arbitrary point P if path difference S1P minus S2P is. ഒന്നുകൂടെ S1P എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇതെന്താണ്? പാത്ത് ഡിഫറൻസ് ആണ്. പിന്നെന്താ സംസാരിച്ച? ഇൻ കേസ് ഓഫ് വേവ്സ് കോഹിഡന്റ് S1 there will be constructive interference. സിമ്പിൾ എന്ന് വെച്ചാൽ നേരിട്ട് ഇക്വേഷനാണ് ചോദിച്ചത്. ഏതാ ഇക്വേഷൻ? ആൻസർ ഏതാ? ഇതിലേതാ ആൻസർ? ഇതിലൊന്നും പറയില്ല. ഇത് നേരിട്ട് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടാൻ പാത്ത് ഡിഫറൻസിന്റെ കണ്ടീഷൻ എന്താണെന്നാണ് ചോദ്യത്തിന്റെ മീനിങ്. ആക്ച്വലി അത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ അവിടെ എത്തണം എന്ന് മാത്രം. റെഡി അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. ഡയറക്റ്റ് ഇക്വേഷൻ ആണ് ചോദ്യം. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇൻ യങ്സ് ഒക്കെ പ്രീവിയസ് ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. എല്ലാം പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. In Young's double slit experiment, the path difference between light waves reaching third bright fringe from central fringe will be. Again നോക്കൂ, path difference ആണ്. അപ്പോൾ path difference delta x is equal to നമുക്ക് എന്താണ്? ഏതൊക്കെയാണ്? path difference between light waves reaching third fringe from third. നേരത്തെ അതേ ക്വസ്റ്റ്യൻ n ലാംഡ. അപ്പോൾ ദാറ്റ് ഈസ് n എത്ര? 3. ലാംഡ നോക്കൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6000 ആംഗ്സ്ട്രോം.
എത്ര സിമ്പിളാണ് നോക്കൂ ചോദ്യം. 18,000 ആംഗ്സ്ട്രോം ഈസ് ദ റൈറ്റ് ആൻസർ. എല്ലാം പ്രീവിയസ് ആസിനെ നോക്കൂ എത്ര സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ആ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. വേവ് ഓപ്റ്റിക്സ് ഹൈലി കൺസെപ്ച്വലാണ്. പക്ഷേ എൻട്രൻസ് എക്സാമിനെ കൺസിഡർ ചെയ്തിടത്തോളം വേവ് ഓപ്റ്റിക്സ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. As far as entrance examination is concerned, wave optics is not an issue. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നൗ എക്സ്പ്രഷൻ ഫോർ പാത്ത് ഡിഫറൻസ്. നേരത്തെ നമ്മൾ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു എൻ ലാംഡ, പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു 2n-1 ലാംഡ ബൈ 2 ഒക്കെ പഠിച്ചു. ഡിസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ് ആണെങ്കിൽ 2n-1 ലാംഡ ബൈ 2 n is equal to 1 2 3 എക്സെട്ര. കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ n ലാംഡ വേർ n is equal to 0 1 2 എക്സെട്ര എന്ന് പഠിച്ചു. പക്ഷേ ഇത് രണ്ടും പാത്ത് ഡിഫറൻസിന്റെ ആക്ച്വൽ ഇക്വേഷനില്ല, പാത്ത് ഡിഫറൻസിന്റെ കണ്ടീഷനാണ്. പാത്ത് ഡിഫറൻസ് n ലാംഡ ആയാൽ എന്നാണ് പറഞ്ഞത്. പാത്ത് ഡിഫറൻസ് 2n-1 ലാംഡ ബൈ 2 ആയാൽ നിങ്ങൾക്ക് ഡിസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ് കിട്ടുന്നത്. അപ്പോൾ ആക്ച്വലി പാത്ത് ഡിഫറൻസ് ആരാ? അതിന്റെ ഇക്വേഷൻ നോക്കൂ, ഇതാണ്. കാരണം നോക്കൂ, ഇത് ഇന്റർഫറൻസ് YDSയുടെ സ്കെൽട്ടൺ ആണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. S1 നോക്കൂ, സ്ലിറ്റ് 1 സ്ലിറ്റ് 2 സ്ക്രീന്. ഇവിടെ നോക്കൂ പോയിന്റ് P. അപ്പൊ S1ൽ നിന്ന് S1P S2P മൈനസ് S1P അതല്ലേ പാത്ത് ഡിഫറൻസ്. ആ പാത്ത് ഡിഫറൻസ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണിത്. YD ബൈ ക്യാപിറ്റൽ D. ആരാ Y? സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് Y. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് Y. D എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് സെപ്പറേഷൻ, സ്ലിറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, അതാണ് സ്മോൾ ലെറ്റർ D. ക്യാപിറ്റൽ D സ്ക്രീൻ ഡിസ്റ്റൻസ്. ഓർത്ത് വെക്കണം, YD ബൈ ക്യാപിറ്റൽ D. അപ്പൊ നമ്മൾ പറയണത് ഇവിടെ nth ബാൻഡാണ് ഫോം ചെയ്തതെങ്കിൽ നമ്മൾ ഇതിനെന്ത് പറയും? YND ബൈ ക്യാപിറ്റൽ D എന്ന് പറയും. YND ബൈ, അത് ബ്രൈറ്റ് ബാൻഡിനുണ്ട് ഡാർക്ക് ബാൻഡിനുണ്ട്. ഇതിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. നോക്കൂ, ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ ആണല്ലോ? യെസ്. നോക്കൂ, അടുത്തതിലേക്ക് വരാം. ഡിസ്റ്റൻസ് ഓഫ് nth ബ്രൈറ്റ് ബാൻഡ് ഫ്രം സെൻട്രൽ മാക്സിമം. അപ്പൊ അവിടെയാണ് നിങ്ങൾ ഓർത്തു വെക്കുക, ഇവിടെ ബ്രൈറ്റ് ബാൻഡിനുള്ള പാത്ത് ഡിഫറൻസിന്റെ കണ്ടീഷൻ എന്താ? n ലാംഡ. n is equal എന്താ? 0, 1, 2 എക്സെട്ര. ഇതാണ് ബ്രൈറ്റ് ബാൻഡിന്റെ കണ്ടീഷൻ. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ പഠിച്ചു. അതെന്താ? YD ബൈ ക്യാപിറ്റൽ D. YD ബൈ ക്യാപിറ്റൽ D. ഇനി എന്താ പറഞ്ഞത്? പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞത് ആക്ച്വലി ഇതാണ്. ഇതായാൽ നിങ്ങൾക്ക് ബ്രൈറ്റ് ബാൻഡ് കിട്ടും, ശരിയല്ലേ? ആരാ ഇതിൽ വൈൻ്റെ വൈ ആരാ? വൈ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലേക്കുള്ള സെൻട്രൽ മാക്സിമത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. അപ്പൊ നോക്കൂ, YD ബൈ ക്യാപിറ്റൽ D ദാറ്റ് ഈസ് ഈക്വൽ ടു n ലാംഡ, ഓർ Y is equal to ND ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ d, വേർ n is equal to, കാരണം ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ ഈ n ആണ്, 0, 1, 2 എക്സെട്ര. ഇതിനെ ജനറലൈസ് ചെയ്യാൻ നമ്മൾ ഇവിടെ ഒരു n ഇട്ട് കൊടുക്കും. nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് YN is equal to ND ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ d. ND ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ d. YN is equal to ND ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ d ബൈ ഹടാക. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ n ലാംഡയാണ്, n is equal to 0, 1, 2, 3. ഇതിൽ മാറ്റില്ല, ഇത് ബ്രൈറ്റ് ബാൻഡ് ആണ്. ബ്രൈറ്റ് ബാൻഡിലാണ് n equal to 0. അപ്പൊ നോക്കൂ, ഫോർ എക്സാമ്പിൾ, when n is equal to 0, n is equal to 0 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? Y0 equal to 0 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ആദ്യത്തെ ബ്രൈറ്റ് ബാൻഡ് എവിടെയുള്ളത്? നിങ്ങൾ നിൽക്കുന്നോട് തന്നെയാണ്. അതിലേക്ക് എങ്ങോട്ട് പോണ്ട, കാരണം എവിടെ നമ്മൾ നിൽക്കുന്നത്? സെൻട്രൽ ബ്രൈറ്റ് ബാൻഡില്. നമ്മൾ നിൽക്കുന്നത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡില. അപ്പോൾ Y0 equal to 0. ദിസ് ഈസ് കറസ്പോണ്ട്സ് ടു 0th ബാൻഡ്. 0th ബാൻഡ് ആണത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് നമ്മൾ വിളിക്കുന്നത് ഇയാളെയാണ്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. ഇനി n is equal to 1 കൊടുത്താൽ d ലാംഡ ബൈ d കിട്ടും. ആ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കൽ എങ്ങനെയാണ്? 7th ബ്രൈറ്റ് ബാൻഡിലേക്ക് സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നേരെ ഈ ഇക്വേഷനിൽ n is equal to 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. നേരെ n is equal to 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നോക്കൂ, ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് nth ഡാർക്ക് ബാൻഡ് ഫ്രം സെൻട്രൽ മാക്സിമം.
nth ഡാർക്ക് ബാൻഡ് ഫ്രം സെൻട്രൽ മാക്സിമം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം നോക്കൂ, ഡാർക്ക് ബാൻഡിന്റെ കണ്ടീഷൻ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 2n മൈനസ് 1 ലാംഡ ബൈ 2 n ഇസ് ഈക്വൽ ടു 1,2,3 എക്സെട്ര. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നമ്മൾ തെറ്റിപ്പോകും. അതുപോലെ നോക്കൂ, ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഡി ബൈ ക്യാപിറ്റൽ ഡി. ദെർഫോർ yd by capital D is equal to 2n minus 1 lambda by 2 or y is equal to 2n minus 1 capital D lambda divided by 2d. മനസ്സിലായല്ലോ ഇവിടെ n is equal to 1,2,3 etc. ജനറലൈസ് ചെയ്യാൻ y എന്ന് കൊടുക്കും. ഇനി ഈ ഇക്വേഷൻ അല്ല നിങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2n plus 1 എന്താണ് കിട്ടുക. അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് അഞ്ചാമത്തെ ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ നിങ്ങൾ n is equal to 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആറാമത്തെ ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടുക. മനസ്സിലായോ? ഇഷ്യൂ മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അഞ്ചാമത്തെ ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ n is equal to 4 പോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് ഈ രൂപത്തിൽ നമ്മൾ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഇക്വേഷന് കോംപ്രമൈസ് ചെയ്യരുത്. ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. അത് ബ്രൈറ്റ് ബാൻഡ് ആണെങ്കിലും ഡാർക്ക് ബാൻഡ് ആണെങ്കിലും ഒക്കെ ഫ്രിഞ്ച് വിഡ്ത്ത് ഇന്റർഫറൻസ് പാറ്റേണിൽ എന്താണ് ഈക്വൽ ആണ്. എല്ലാവർക്കും ഡി ലാംഡ ബൈ ഡി. ഓക്കെ സർ, പാത്ത് ഡിഫറൻസിൽ രണ്ട് ഇക്വേഷൻ ഉണ്ടോ? 2n മൈനസ് 1 പൈ 2n പൈ. തീർച്ചയായിട്ടും അത് നമ്മൾ പറഞ്ഞില്ലേ. 2n മൈനസ് 1 പൈ എവിടെയാണ്? ഡാർക്ക് ബാൻഡിന്റെ കേസിലാണ്. 2n പൈ എവിടെയാണ്? ബ്രൈറ്റ് ബാൻഡിന്റെ കേസിൽ. അത് രണ്ടും നമ്മൾ സംസാരിച്ചല്ലോ. 2n പൈ n is equal to 0,1,2 etc. അത് ബ്രൈറ്റ് ബാൻഡിന്റെ കേസിലാണ്. 2n മൈനസ് 1 പൈ അത് ഡാർക്ക് ബാൻഡിന്റെ കേസിലാണ്. അവിടെ n is equal to 1, 2, 3 etc. നമ്മൾ ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കൂ, as all bright and dark fringes are of same width, angular width of the fringe is given by. ശ്രദ്ധിക്കൂ, എന്താണ് ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത്? നോക്കൂ, ഇത് നമ്മുടെ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് സപ്പോസ്. അതിന് ശേഷം നമുക്ക് ഡാർക്ക് ബാൻഡ് വന്നു. എന്ന് വെച്ചാൽ ഇത് ബ്രൈറ്റ് ബാൻഡ്, ഇത് ഡാർക്ക് ബാൻഡ്, ഇത് വീണ്ടും ബ്രൈറ്റ്. അതുപോലെ നോക്കൂ, ഇവിടെ ഇത് ബ്രൈറ്റ് ബാൻഡ്. അപ്പൊ ഇത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് കേട്ടോ. ഇനി നോക്കൂ, നമ്മളിവിടെ സ്ലിറ്റുകൾ നമുക്ക് നോക്കുക. ഇവിടെ സ്ലിറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ലൈക്ക് ദിസ്. ഞാൻ ഈ സെന്ററിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ സെന്ററിൽ നിന്ന് നോക്കൂ, ഇവിടെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. എനിക്ക് വേണ്ടത് ഈ ബാൻഡിന്റെ വിഡ്ത്ത് കിട്ടണം. ഈ ബാൻഡിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നോക്കൂ, അതിന്റെ അപ്പുറപ്പുറമുള്ള ബാൻഡുകളുടെ സെന്ററുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ടത് നോക്കുക, ഇവിടുന്ന് നോക്കൂ ഇങ്ങോട്ട് വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു. ഇതിനെയാണ് നമ്മൾ ബീറ്റ എന്ന് വിളിക്കുന്നത്. ഒരു ബ്രൈറ്റ് ബാൻഡിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറപ്പുറമുള്ള ഡാർക്ക് ബാൻഡുകളുടെ സെന്ററുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതാണ് ബീറ്റ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ദിസ് ഈസ് ബീറ്റ. ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. ബീറ്റ. ആംഗുലാർ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ആംഗിളിനെയാണ് ആംഗുലാർ വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ആംഗുലാർ വിഡ്ത്ത്. അപ്പൊ നോക്കൂ, ഈ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. ഇത് ക്യാപിറ്റൽ ഡി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. കാരണം ഇതിനെ നമുക്ക് ആർക്കാക്കി സങ്കല്പിക്കാം. ആ ആർക്കാണ് ഇവിടെ ബീറ്റ. അപ്പൊ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത്. കണ്ടോ, ആർക്ക് ലെങ്ത് ബീറ്റ ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്, അതാണ് റേഡിയസ്. അത് ഡി എന്ന് കൊടുക്കാം. അപ്പോൾ ഡി ലാംഡ ബൈ സ്മോൾ ഡി ഡിവൈഡഡ് ബൈ ഡി യു വിൽ ഗെറ്റ്. നോക്കൂ, നേരിട്ട് ബൈ ഹാർട്ട് ആക്കാൻ പറ്റുന്ന ആൾക്കാർ ബൈ ഹാർട്ട് ആക്കുക. ആംഗുലാർ വിഡ്ത്ത് ഓഫ് എ ഫ്രിഞ്ച് ഈസ് ഗിവൺ ബൈ ലാംഡ ബൈ സ്മോൾ ഡി, വെർ ലാംഡ ഈസ് ദ വേവ് ലെങ്ത് ആൻഡ് സ്മോൾ ഡി ഈസ് ദ സ്ലിറ്റ് സെപ്പറേഷൻ. ഓർത്തു വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ അപ്പോൾ ഈ പോയിന്റ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്ത് നോക്കൂ, ഇഫ് യങ്സ് ഡബിൾ സ്ലിറ്റ് അപ്പാരറ്റസ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്, YDSC സെറ്റപ്പ് അതുപോലെ ഒരു ലിക്വിഡിൽ അങ്ങോട്ട് മുക്കി. ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള. അങ്ങനെ വന്നാൽ പുതിയ വേവ് ലെങ്ത് എന്ന് പറയുന്നത് പഴയ വേവ് ലെങ്ത് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്.
വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും. പുതിയ വേവ് ലെങ്ത് എന്ന് പറയുന്നത് പഴയ വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് എയറിലുള്ള ഫ്രിഞ്ച് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എയറിലെ ഫ്രിഞ്ച് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എയറിലെ ഫ്രിഞ്ച് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാം, വളരെ പെട്ടെന്ന്. കാരണം ഈ ഇമ്മേഴ്സ് ചെയ്ത ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര നോക്കിയാൽ മതി. ഇമ്മേഴ്സ് ചെയ്ത ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, ഞാൻ അടുത്തേക്ക് പോവാം. റെഡിയാണല്ലോ? എല്ലാം പുതുതായിട്ട് ഫീൽ ചെയ്യുന്നൊന്നുമില്ലല്ലോ? നിങ്ങൾ കംഫർട്ടബിൾ അല്ലേ? ആർ യു ഓക്കെ? യെസ്. അടുത്തേക്ക് പോവാം. നോക്കൂ, ഇൻസ്റ്റെഡ് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഇഫ് വൈറ്റ് ലൈറ്റ് ഈസ് യൂസ്ഡ് എന്താ സംഭവിക്കുക? കളേർഡ് ഫ്രിഞ്ചസ് ആർ ഫോംഡ് വിത്ത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് വൈറ്റ് ഇൻ കളർ. YDS-ൽ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ആണ്. മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വേവ് ലെങ്ത് ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിംഗിൾ വേവ് ലെങ്ത് ലൈറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ഡാർക്ക് ബാൻഡ്സ് നമുക്ക് ലഭിക്കുന്നത്. സിംഗിൾ വേവ് ലെങ്ത് യൂസ് ചെയ്യുമ്പോഴാണ്. എന്നാൽ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് സിംഗിൾ വേവ് ലെങ്ത് വെൻ വൈറ്റ് ലൈറ്റ് ഈസ് യൂസ്ഡ് എന്താ സംഭവിക്കുക? കളേർഡ് ബാൻഡ്സ് കിട്ടും വിത്ത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് വൈറ്റ് ഇൻ കളർ. മാത്രമല്ല പിന്നെന്താ സംഭവിക്കുക എന്നുള്ളത് വിശദീകരണം ഒരുപാട് പറയാനുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഈ പോയിന്റ് പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണിത്. നോക്കൂ, the fringe closest on either side of central white is red. വൈറ്റിന്റെ തൊട്ടടുത്തുണ്ടാവില്ല ബ്ലൂ അല്ല, റെഡ് ആണ്. ദെൻ ആൻഡ് ദ ഫാർത്തസ്റ്റ് വിൽ അപ്പിയർ ബ്ലൂ. ബ്ലൂ എവിടെ ഉണ്ടാവുക? ദൂരെയാണ്. ആഫ്റ്റർ എ ഫ്യൂ ഫ്രിഞ്ചസ് നോ ക്ലിയർ ഫ്രിഞ്ച് പാറ്റേൺ ഈസ് സീൻ. അപ്പോൾ വൈറ്റ് ലൈറ്റ് സോഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ വിശദീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് നിങ്ങൾക്ക് വൈറ്റ് ആയിരിക്കും. അതിനുശേഷം കളേർഡ് ബാൻഡ്സ് കിട്ടുക. ആ കളേർഡ് ബാൻഡ്സിൽ തന്നെ ഏറ്റവും വൈറ്റിന്റെ അടുത്ത് വരുന്നതാണ് റെഡ്. പിന്നെ ദൂരെ ആരാണ്ടാകുക? ബ്ലൂ ആണ്. അവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഫ്രിഞ്ചസ് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? പിന്നെ നമുക്ക് അവിടെ ഫ്രിഞ്ച് പാറ്റേൺ വിസിബിൾ അല്ല എന്നാണ് സംസാരിച്ചത്. മറന്നു പോകരുത് കേട്ടോ മക്കളെ, മറക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റുകളാണ്. ഹൈലി കൺസെപ്ച്വൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ചില ഫാക്റ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് വേവ് ഒപ്റ്റിക്സ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് മനസ്സിലായല്ലോ. അപ്പൊ സെൻട്രൽ ബ്രൈറ്റ് വൈറ്റ് ഫ്രിഞ്ചിന്റെ ഏറ്റവും അടുത്താരുണ്ടാവുക? അത് റെഡ് ആണ്. ബ്ലൂ ഫാർ അവേ ആണ് ഉണ്ടാവുക. ഇനി നോക്കൂ, അടുത്ത പോയിന്റിലേക്ക് പോവാം. ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ എ സ്ലിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വിഡ്ത്ത്. സ്ലിറ്റിന്റെ വിഡ്ത്ത്, ചെറിയ സ്ലിറ്റ് വിഡ്ത്തും സ്ലിറ്റിന്റെ വിഡ്ത്ത് ലേശം കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇന്റൻസിറ്റി കൂടും. കാരണം കൂടുതൽ സ്ഥലത്ത് കൂടെ ലൈറ്റ് വരൂലേ. അപ്പോൾ സ്ലിറ്റ് വിഡ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ഇന്റൻസിറ്റി കൂടും. ആ റിലേഷനാണത്. അപ്പോൾ എന്ന് വെച്ചാൽ I പ്രൊപ്പോർഷണൽ ടു W വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ I1/I2 എന്ന് പറഞ്ഞാൽ A²/B² ആണ് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. കാരണം ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. intensity proportional to amplitude square. അപ്പോൾ നോക്കൂ, I1 proportional to A², I2 proportional to B², I1/I2 equal to A²/B² and is equal to W1/W2, W1 divided by W2. Okay, yes. അടുത്ത കാര്യം നോക്കൂ, നമുക്ക് ഇന്റർഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ സംസാരിച്ച ഇന്റർഫറൻസിന് പുറമെ തിൻ ഫിലിം ഇന്റർഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർഫറൻസ് ഉണ്ട്. തിൻ ഫിലിം ഇന്റർഫറൻസ് എന്താ? തിൻ ഫിലിം ഇന്റർഫറൻസ് നമുക്ക് സോപ്പ് ബബിളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെയിൽ തട്ടുമ്പോൾ സൺഷൈനിൽ സോപ്പ് ബബിളിന്റെ മുകളിൽ കളേർഡ് ബാൻഡ്സ് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ നോക്കൂ, വെള്ളത്തിൽ നോക്കൂ, പെട്രോളോ ഡീസലിലോ ഒക്കെ ലെയർ നിൽക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കളേർഡ് ബാൻഡ്സ് കാണലുണ്ട്. ഈവൺ PGN അല്ലെ, പ്രാവിൻ്റെ ഒക്കെ കണ്ടില്ലേ നിങ്ങൾ? നെക്കിന്റെ സൈഡിൽ ഇങ്ങനെ കളേർഡ് ബാൻഡ്സ് കണ്ടില്ലേ അല്ലെ, ഷൈൻ ചെയ്യുന്നത്? ഇതും ഇന്റർഫറൻസ് ആണ്. ഈ ഇന്റർഫറൻസിനെ നമ്മൾ തിൻ ഫിലിം ഇന്റർഫറൻസ് വിളിക്കുന്നത്. ഇതാണ് തിൻ ഫിലിം ഇന്റർഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത് തിൻ ഫിലിം ഇന്റർഫറൻസ് ആണ്, മനസ്സിലാക്കുക. തിൻ ഫിലിം ഇന്റർഫറൻസ്. ഇനി എല്ലാ കളേർഡ് ബാൻഡ്സ് കാണുന്നതും ഇന്റർഫറൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം നോക്കൂ, നിങ്ങൾ നോക്കൂ, നമ്മളെ സ്കെയില്
നമ്മുടെ പ്ലാസ്റ്റിക്കിന് നമ്മുടെ സ്കെയിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്കെയില് വെയിൽ വരുന്ന സമയത്ത് കണ്ടില്ലേ നിങ്ങൾ നോട്ട്ബുക്കിൽ കളേർഡ് ബാൻഡ്സ് കാണുന്നത്? അതെന്താ സാധനം? അത് ഇൻഡിഫറൻസ് ആണോ? അല്ല, അത് ഡിസ്പേർഷൻ ആണ്. അതൊരു പ്രിസം ചെയ്യുന്ന പണി ഒരു സ്കെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണത്. അത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ്. ഇനി നമ്മുടെ കോമ്പാക്ട് ഡിസ്ക് CD കണ്ടില്ലേ? CD ഇപ്പോൾ CD നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കില്ല അല്ലേ? CD കോമ്പാക്ട് ഡിസ്കിൽ കണ്ടില്ലേ നിങ്ങൾ കളേർഡ് ബാൻഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കളേർഡ് ബാൻഡ്സ് എന്തുകൊണ്ടാ ഒന്ന് പറ? CD കാണുന്ന കളേർഡ് ബാൻഡ്സ് എന്താണ്? അതേതാണ്? CD കോമ്പാക്ട് ഡിസ്കിൽ ലൈറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ കളേർഡ് ബാൻഡ്സ് കാണലുണ്ട്. ആ കളേർഡ് ബാൻഡ്സ് എന്താണ്? ആരാ പറയാം? എന്താണത്? ഡിസ്പേർഷൻ ആണോ? ഇന്റർഫറൻസ് ആണോ? കമോൺ, വാട്ട്സ് ദാറ്റ്? CD കാണുന്ന കളേർഡ് ബാൻഡ്സ് അത് ഇന്റർഫറൻസും അല്ല, അത് ഡിസ്പേർഷനും അല്ല, അത് ഡിഫ്രാക്ഷൻ ആണ്. അത് ഡിഫ്രാക്ഷൻ മൂലമാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിരുന്നത് സോപ്പ് ഫിലിമിൽ അതുപോലെ വാട്ടറിന്റെ സർഫസിൽ അത് ഇന്റർഫറൻസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് തിൻ ഫിലിം ഇന്റർഫറൻസ്. ഓക്കെ, അടുത്തേക്ക് പോവാം. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിലുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാൻ നമുക്ക് സമയം അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് സംസാരിക്കുന്നത്. നോക്കിക്കോട്ടോ. അപ്പോൾ ഇതിൽ പലപ്പോഴും ക്വസ്റ്റ്യനെ പലരും തെറ്റിദ്ധരിക്കേണ്ടത്. ഇതുവരെ നമ്മുടെ നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന പോയിന്റ് ശ്രദ്ധിക്കും. What is the effect of interference fringes in Young's double slit due to each of the following operation? അപ്പോൾ ഇതൊന്നുമല്ല പ്രശ്നം. ഇവിടെ നോക്കൂ, സോഴ്സ് സ്ലിറ്റ് ഈസ് മൂവ്ഡ് ക്ലോസർ ടു ദ ഡബിൾ സ്ലിറ്റ് പ്ലെയിൻ. ഈ പോയിന്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഇതിന് താഴെയുള്ളതും ഈ രണ്ട് പോയിന്റാണ് നമുക്ക് ഇവിടെ കാര്യമായിട്ട് സംസാരിക്കാനുള്ളത്. ഈ രണ്ട് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ഈ പറഞ്ഞത്? ആദ്യം ഇതിനെ നിങ്ങൾ പലരും മനസ്സിലാക്കുന്നതേ തെറ്റാ. ക്വസ്റ്റ്യൻ തന്നെ വായിച്ച് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇന്റർഫറൻസ് നടക്കുമ്പോൾ S1 S2 നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. S2 ഇവിടെ നോക്കൂ, ഇത് സ്ക്രീൻ. ഇതല്ല സോഴ്സ് സ്ലിറ്റ് എന്ന് പറഞ്ഞത്. ഈ സ്ലിറ്റിലേക്ക് ലൈറ്റ് വരാനും മറ്റൊരു സ്ലിറ്റ് വേണ്ടേ? അതാണ് സോഴ്സ് സ്ലിറ്റ്. അപ്പൊ നോക്കൂ, അതെവിടെ ഉണ്ടാവുക? ഇതാണ് സോഴ്സ് സ്ലിറ്റ്. ഈ സോഴ്സ് സ്ലിറ്റും അതുപോലെ ഡബിൾ സ്ലിറ്റ് എന്ന് പറഞ്ഞത് ഡബിൾ സ്ലിറ്റ് പ്ലെയിൻ ഇതാണ്. ഇത് സോഴ്സ് സ്ലിറ്റ്. ഇവിടെ എന്താ പറഞ്ഞത്? സോഴ്സ് സ്ലിറ്റ് ഈസ് മൂവ്ഡ് ക്ലോസർ ടു ദ ഡബിൾ സ്ലിറ്റ് പ്ലെയിൻ. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ നേരിട്ട് സംസാരിക്കാത്തതാണ്. അതായത് നോക്കൂ, ഇതും തമ്മിൽ അടുത്തേക്ക് കൊണ്ടുവരിക. ഇവര് തമ്മിലുള്ള സെപ്പറേഷൻ കുറച്ചാൽ എന്താ സംഭവിക്കുക? ഇവര് തമ്മിലുള്ള സെപ്പറേഷൻ കുറച്ചാൽ എന്ത് സംഭവിക്കും? ഇതാണ് ഈ ക്വസ്റ്റ്യൻ. അടുത്തതോ, ദ വിഡ്ത്ത് ഓഫ് ദ സോഴ്സ് സ്ലിറ്റ് ഈസ് ഇൻക്രീസ്ഡ്. നോക്കൂ, ഈ സോഴ്സിന്റെ സ്ലിറ്റ് ഇതല്ല. നമ്മൾ സാധാരണഗതിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. ഇത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്താൽ. ഈ രണ്ട് കാര്യമാണ്. അപ്പോൾ നോക്കൂ, ആക്ച്വലി അത് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, ഇത്തിരി ഡിഫിക്കൽട്ടും ആണ്. അത് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നുള്ളത്. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പം നോക്കേ വേണ്ട. നിങ്ങൾ ആ ആൻസർ ഓർത്തു വെക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ ആൻസർ ഓർത്ത് വെക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ സൊല്യൂഷൻ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻ എവിടുന്നാ വന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. അത് ഞാൻ നമ്മുടെ ആപ്പിൽ സംസാരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ നമ്മളത് സംസാരിക്കുന്നില്ല. ഇവിടെ അത് എവിടുന്നാ വന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ ആക്ച്വലി. അപ്പോൾ നോക്കൂ, നമ്മുടെ പോയിന്റ് ഇതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ അപ്പോൾ എസ് എന്ന് പറയുന്നത്, ഇവിടെ ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിനെയാണ്. അപ്പോൾ ആ എസ് ഡിഗ്രീസ് ചെയ്താൽ, ക്ലോസർ എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ചെയ്യുക, അത് ഡിഗ്രീസ് ചെയ്താൽ ഈ കണ്ടീഷൻ നോക്കൂ. ഈ കണ്ടീഷൻ പാലിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ കണ്ടീഷൻ പാലിച്ചാൽ മാത്രമേ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവുള്ളൂ. എന്താ ഈ കണ്ടീഷൻ? ഇത് വിഡ്ത്ത് ഓഫ് ദ സോഴ്സ് സ്ലിറ്റും ഇത് ഡിസ്റ്റൻസ് ഓഫ് ദ സോഴ്സ് സ്ലിറ്റ് ഫ്രം ദ ഡബിൾ സ്ലിറ്റ് പ്ലെയിൻ ആണ്. അപ്പോൾ ഇവിടെ ഇയാൾ ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇയാൾ ഡിഗ്രീസ് ചെയ്യുക അല്ലേ? കുറയാന്നാണല്ലോ പറഞ്ഞത്. ഇയാൾ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ വാല്യൂ മൊത്തത്തിൽ കൂടും. ഈ വാല്യൂ കൂടി എന്താവും? ഇതിനേക്കാൾ കൂടും. ഇതിനേക്കാൾ കൂടിയാൽ പിന്നെ പാറ്റേൺ കിട്ടൂല. അപ്പോൾ ആൻസർ നമ്മൾ എങ്ങനെ പറയേണ്ടത്? ഇന്റർഫറൻസ് പാറ്റേൺ ഗെറ്റ്സ് ലെസ് ആൻഡ് ലെസ് ഷാർപ്പ് ആൻഡ് വെൻ ദ സോഴ്സ് ഈസ് ബ്രോട്ട് ടു ക്ലോസ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ഫ്രിഞ്ചസ് വിൽ ഡിസപ്പിയർ.
ഓക്കെ, നോക്കൂ മക്കളെ, ഇത് മുഴുവനായിട്ട് സംസാരിക്കാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിനാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ആ കട്ടിങ് എടുത്ത് നിങ്ങളെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇതിൽ ഈ കണ്ടീഷൻ ഫോളോ ചെയ്യാണ്. ഈ കണ്ടീഷൻ എവിടുന്നാ വന്നത്? ടെക്സ്റ്റ് ബുക്കിലില്ല, അത് ഞാൻ ആപ്പിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കാൻ പോണ്ടപ്പോൾ അത് നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ ഇത് ജസ്റ്റ് ഈ കണ്ടീഷൻ മാത്രം നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലെ സ്മോളസ് എന്ന് പറഞ്ഞത് സോഴ്സ് സ്ലിറ്റിന്റെ വിടുത്താണ്. ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് ഇതാ ഈ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ക്യാപിറ്റൽ എസ്. ഈ സ്മോളസ് എന്ന് പറയുന്നത് സ്മോളസ് എന്ന് പറയുന്നത് ഈ വിടുത്താണ് കേട്ടോ. ഈ വിടുത്തിനെയാണ് സ്മോളസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എസ് ബൈ ക്യാപിറ്റൽ എസ് ഷുഡ് ബി ലെസ് ദാൻ ലാംഡ ബൈ ഡി. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ ഫോളോ ചെയ്യണം. എന്നാലേ അപ്പൊ നിങ്ങൾ എന്താ സംഭവിക്കുക? ഇയാൾ ചെറുതായി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ വലുതാവും. അപ്പൊ ഇയാളെക്കാൾ വലുതാവും. അപ്പൊ ഈ കണ്ടീഷൻ വാലിഡ് ആവില്ല. ഇത് തന്നെയാണ് ഇവിടെയും. വിഡ്ത്ത് ഓഫ് യർ സോഴ്സ് സ്ലിറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ നോക്കൂ, ഇയാൾ കൂട്ടിയാലും എന്താ സംഭവിക്കുക? ഇയാൾ കൂട്ടിയാലും ഈ മൊത്തം വാല്യൂ കൂടും. മൊത്തം വാല്യൂ കൂടി അവസാനം ഇയാളെക്കാൾ കൂടും. ഇയാളെക്കാൾ കൂടിയാൽ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടൂല. ഇത് എവിടെ ഉള്ളതാ? എൻ്റെ വകയാണോ? അല്ല, NCERT ടെക്സ്റ്റ് ബുക്കാണ്. NCERT ടെക്സ്റ്റ് ബുക്ക്. പലരും ഇത് സോഴ്സ് സ്ലിറ്റ് എന്നുള്ളത് മാറിപ്പോവാഞ്ഞാൽ മതി. കാരണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതൊക്കെ എന്തൊരു ഈസി എന്ന് വിളിക്കും. കാരണം ഈ സോഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ചല്ല, ഈ ഡിസ്റ്റൻസിനെ കുറിച്ച് ഇവിടെ സംസാരമേ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താണ്. ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്, യു നോ ദാറ്റ്. ആ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് നിങ്ങൾക്കറിയാം. എല്ലാ ബാൻഡുകൾക്കും ഒരേ വിഡ്ത്താണ്. എല്ലാ ബ്രൈറ്റ് ബാൻഡിനും ഒരേ ഇന്റൻസിറ്റിയാണ്. എല്ലാ ഡാർക്ക് ബാൻഡുകൾക്കും ഒരേ ഇന്റൻസിറ്റിയാണ്. ഡാർക്ക് ബാൻഡ്സ് ആർ ആൾമോസ്റ്റ് ഡാർക്കാണ്. ഇവിടെ ഈ കേസിൽ പെർഫെക്റ്റ് ഡാർക്കാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത വീണ്ടും ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, ഫ്രിഞ്ചസിന്റെ ഷേപ്പ് നോക്കൂ. ദ ഫ്രിഞ്ച് പാറ്റേൺ, ദ ടെക്സ്റ്റ് ബുക്ക് സെന്റൻസ് ആണ് കേട്ടോ, എന്റേതല്ല. ദ ഫ്രിഞ്ച് പാറ്റേൺ വിൽ സ്ട്രിക്ട്ലി ബി ഹൈപ്പർബോള. ഫ്രിഞ്ച് പാറ്റേൺ ആക്ച്വലി ഹൈപ്പർബോളയാണ്. ഓക്കെ, സ്ട്രിക്ട്ലി ബി ഹൈപ്പർബോള, ഷേപ്പ് ഹൈപ്പർബോളയാണ്. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തോന്നും നമുക്ക്. അതിനെ പറ്റിയാ പറഞ്ഞത് however that if the distance capital D is very large distance compared to the fringe width, the fringes will be very nearly straight line. അതെന്താ സംഭവം? ഹൈപ്പർബോള സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് സംസാരിച്ചത്. രണ്ടും ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രമാണ് കേട്ടോ. രണ്ടും ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രമാണ്. വെരി കെയർഫുൾ. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കൂ. Monochromatic green light of wavelength 5 into 10 raised to -7 meter illuminates a pair of slits 1 mm apart. The separation of bright lines on the interference pattern formed on the screen. നോക്കൂ, സെപ്പറേഷൻ ഓഫ് ബ്രൈറ്റ് ലൈൻസ് എന്നാൽ രണ്ട് ബ്രൈറ്റ് ലൈനുകൾക്ക് ഇടയിലുള്ള ദൂരം എന്നാ. രണ്ട് ബ്രൈറ്റ് ലൈനിലേക്ക് ഇടയിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? വിഡ്ത്ത് ഓഫ് എ ഡാർക്ക് ബാൻഡ് എന്നാണ്. അപ്പോൾ ഏത് ബാൻഡ് ആണെങ്കിലും വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താ? d ലാംഡ ബൈ സ്മോൾ d. എല്ലാ കാര്യവും തന്നിട്ടുണ്ട്. ലാംഡ എത്ര? 5 into 10 raised to -7 ഡിവൈഡഡ് ബൈ സ്മോൾ d നോക്കൂ, 1 millimeter 10 raised to -3. 2 into 5, 10 into 10 raised to -4. That is equal to 1 into 10 raised to -3 millimeter. അല്ലേ? സോറി, അത്രയും മീറ്റർ കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 millimeter. 1 millimeter അല്ലേ? യെസ്, ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. മനസ്സിലായോ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി കിട്ടിയില്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്, നമുക്ക് അടുത്തയിലേക്ക് നീങ്ങാം. വേഗം. മേക്ക് ഇറ്റ് വെരി ഫാസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. വെരി ഫാസ്റ്റ്. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അടുത്തയിലേക്ക്. In Young's double slit interference experiment, slit separation is made threefold. Fringe width becomes, slit separation 3 times ആക്കി. Beta is equal to capital D lambda by small d. അപ്പോൾ നോക്കൂ, beta dash is equal to ആരാണ്? സ്ലിറ്റ് സെപ്പറേഷൻ ആണ്. അപ്പോൾ d lambda divided by 3d എന്ന് കിട്ടുക. ദാറ്റ് ഈസ് beta by 3. 1/3 times is the right answer. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, എൻ്റെ ആവശ്യമില്ല. അടുത്തേക്ക് പോവാം. In Young's experiment, distance between the slits is reduced to half
and the distance between the slits and the screen doubled, then fringe width. Okay, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പക്ഷെ മുമ്പ് ചോദിച്ചത് ഇത്രയും ടൈപ്പ് ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ബീറ്റ ഇസ് ഈക്വൽ ടു ഡി ലാംഡ ബൈ സ്മോൾ ഡി ആണ്. അപ്പോൾ ബീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു എന്തൊക്കെയാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് റെഡ്യൂസ്ഡ് ടു ഹാഫ്. അപ്പോൾ ഡി ബൈ 2 ആയി. പിന്നെയോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ ഡബിൾഡ്. അപ്പോൾ ഇത് 2D ആയി. യെസ്, ഇതാണ് സംഭവം. ഈ 2 കൂടെ മേലെ വരും. അപ്പോൾ 4D ലാംഡ ഡിവൈഡഡ് ബൈ ഡി, that is equal to 4 beta is the right answer. Will become 4 times. Will become 4 times. Yes, good, fine. Yes, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അടുത്തേക്ക് പോകാം. നോക്കൂ, ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷനിൽ നോക്കൂ, ഇന്റർഫറൻസിന്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് ഡിഫ്രാക്ഷനെ പഠിക്കാൻ ആദ്യം ശ്രദ്ധിക്കുക. ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം നോക്കൂ, ഞാൻ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിൽ കീപ്പ് ചെയ്യുക. ഒന്ന്, ഇന്റർഫറൻസിലെ പാത്ത് ഡിഫറൻസിന്റെയും ഫേസ് ഡിഫറൻസിന്റെയും കണ്ടീഷൻ ഇവിടെ റിവേഴ്സ് ചെയ്യും. എന്ന് വെച്ചാൽ അവിടെ ബ്രൈറ്റിന് പഠിച്ചത് ഇവിടെ ഡാർക്കിനാണ്. ഓക്കെ, അവിടെ ബ്രൈറ്റിന് പഠിച്ചത് ഇവിടെ ഡാർക്കിനാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അവിടെ ബ്രൈറ്റിന് പഠിച്ചത് ഇവിടെ ഡാർക്കിനാണ്. 1. 2, ഇവിടെ എല്ലാ ഇക്വേഷനും പ്ലസ് ആണ്, മൈനസ് ഇല്ല. ഇവിടെ എല്ലാം പ്ലസ് ആണ്, മൈനസ് ഇല്ല. എന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് എന്ന് പറയുന്നത് ബാക്കി ബാൻഡുകളെ പോലെയില്ല. മൂപ്പര് ഒരു പ്രിവിലേജ്ഡ് ആണ്. അത് സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ n is equal to 0 നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ഇവിടുത്തെ എല്ലാ എന്നുകളും n is equal to 1 2 3 ആണ്. n is equal to 0 ഇല്ല. എല്ലാ ഇക്വേഷനും പോസിറ്റീവ് ആണ്. പിന്നെ ബ്രൈറ്റിന്റെ ഇക്വേഷൻ ഡാർക്കിനും, ഡാർക്കിന്റെ ഇക്വേഷൻ ബ്രൈറ്റിനും. ഇത്രയും നിങ്ങൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻസ് പഠിക്കൽ വളരെ എളുപ്പമാണ്. പിന്നെ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ഇവിടെ സ്പെഷ്യൽ കാറ്റഗറിയാണ്. ഓക്കെ, ഇനി നമുക്ക് അത്രയും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. നോക്കൂ, ആദ്യം നോക്കൂ, പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ. പാത്ത് ഡിഫറൻസ് ഇവിടെ d sin θ എന്നാണ്. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കണം. ഇവിടെ d എന്ന് പറയുന്നത് d അല്ലെങ്കിൽ a. ആ d അല്ലെങ്കിൽ a എന്താണത്? സ്ലിറ്റ് വിഡ്ത്താണ്. സ്ലിറ്റ് സെപ്പറേഷൻ അല്ല. പക്ഷെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി തന്നെ കൊടുത്തത്. കമ്പയർ ചെയ്യാൻ d sin θ എന്നൊക്കെ ഈ തീറ്റ ആരാന്നൊക്കെ നമുക്ക് പറയാം. തീറ്റ ആരാന്നുള്ളത് ഞാൻ സംസാരിക്കാം. നമുക്ക് ഓൺ ദ ഗോ നമുക്ക് പറയാം. നോക്കൂ, അപ്പോൾ ഫോർ സെക്കൻഡറി മിനിമ ഇവിടെ നോക്കൂ, മിനിമകൾക്ക് മിനിമം ഇന്റൻസിറ്റിക്ക് ഡാർക്ക് ബാൻഡ് നമ്മൾ പറയാം സെക്കൻഡറി മിനിമ, ബ്രൈറ്റ് ബാൻഡുകൾക്ക് നമ്മൾ പറയാം സെക്കൻഡറി മാക്സിമ. അപ്പോൾ മിനിമ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബാൻഡ് നോക്കൂ, പാത്ത് ഡിഫറൻസിന്റെ കണ്ടീഷൻ എന്താ? n ലാംഡ. ഇത് ബ്രൈറ്റ് ബാൻഡിന്റെ കണ്ടീഷൻ ആയിരുന്നു ഇന്റർഫറൻസിൽ. അതേ പറഞ്ഞാൽ അത് തിരിച്ചിടണം. പിന്നെ പാത്ത് ഡിഫറൻസ് d sin θ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പിന്നെ എല്ലാ എന്നുകളും 1 2 3 ആണ്. ഇവിടെ 0ന്റെ പരിപാടിയല്ല, എല്ലാം പോസിറ്റീവ് ആണ്. അതുപോലെ നോക്കൂ, ഇതിൽ നിന്ന് നോക്കൂ, നമുക്ക് കണ്ടെത്താവുന്ന കാര്യം സൈൻ തീറ്റ n is equal to n ലാംഡ ബൈ ഡി എന്ന് കിട്ടും. n ലാംഡ ബൈ ഡി. അപ്പൊ തീറ്റ n is equal to എന്താ? സൈൻ ഇൻവേഴ്സ് n ലാംഡ ബൈ ഡി. ഇത് ആംഗുലാർ പൊസിഷൻ ഓഫ് nth സെക്കൻഡറി മിനിമ. ആംഗുലാർ പൊസിഷൻ ഓഫ് nth. ഇത് എനിക്കിത് ബൈ ഹാർട്ട് അല്ല കേട്ടോ, എനിക്കിതേ അറിയുള്ളൂ. ഇതിൽ നിന്ന് ഏത് സാധനവും വിത്തിൻ നോ ടൈം ഉണ്ടാക്കാം. ഇനി തീറ്റ വളരെ ചെറുതാണെങ്കിൽ അപ്പൊ സൈൻ തീറ്റ n ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് പറയാം. അപ്പൊ മിക്ക സമയത്തും നമുക്ക് ഇത് തന്നെ മതിയാകും. തീറ്റ n is equal to n ലാംഡ ബൈ ഡി, n is equal to 1 2 3. ഓക്കെ, ഇത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ റിവേഴ്സ് എടുത്താൽ മതി. മറ്റേത് നോക്കാം. സെക്കൻഡറി മാക്സിമന്റെ കേസിൽ നോക്കൂ, പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2n + 1 ലാംഡ ബൈ 2. കണ്ടോ, പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു 2n + 1 ലാംഡ ബൈ. ഞാൻ പറഞ്ഞു മൈനസ് ഉള്ള പരിപാടി ഇവിടെ ഇല്ല. ഇവിടെ എല്ലാ എന്നുകളും 1 2 3 എക്സെട്ര. അപ്പൊ നോക്കൂ, ഇവിടെ സൈൻ തീറ്റ എന്നിനെ ഇവിടെ കൊണ്ടുവരിക. അപ്പൊ ഡി പുറത്തു പോകും. അപ്പൊ തീറ്റ n is equal to സൈൻ ഇൻവേഴ്സ് സോ ആൻഡ് സോ. അതിൽ തീറ്റ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഇയാളെ അങ്ങോട്ട് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ നോക്കൂ, നമുക്ക് നേരിട്ട് ഇക്വേഷൻ ഇങ്ങനെ പറയാം. ഓക്കെ, യെസ്. ഇനി ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അറിയാം. നിങ്ങൾക്കറിയാം ഇവിടെ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ഭയങ്കര ഇന്റൻസിറ്റി ആണ്. മാത്രമല്ല സെൻട്രൽ ബാൻഡിന്റെ വിഡ്ത്ത് ബാക്കി ബാൻഡുകളുടെ വിഡ്ത്തിന്റെ ഡബിൾ ആണ്. കാരണം എല്ലാ ബ്രൈറ്റ് ബാൻഡുകൾക്കും ഇവിടെ ഒരേ ഇന്റൻസിറ്റി അല്ല. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിന് വളരെ കൂടുതൽ ഇന്റൻസിറ്റി, അടുത്തതിന് ഇന്റൻസിറ്റി പിന്നെയും കുറവ്, അടുത്തതിന് ഇന്റൻസിറ്റി കുറവ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിന്റെ വിഡ്ത്ത് ബാക്കി ബാൻഡുകളുടെ വിഡ്ത്തിന്റെ ഡബിൾ ആണ്. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് ടച്ച് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുള്ളതായിരിക്കണം. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മൾ വേവ് ഓപ്റ്റിക്സിലെ എക്സാമിന് പോകുന്നത് അബദ്ധമാണ്. ഇതൊക്കെ പഠിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും കൺഫേം ആണ്.
ഓക്കെ, വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം. സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത് നോക്കൂ, ഇതാണ് ആ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത്രയാണ് ബാൻഡ് ആണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, നേരെ ഞാൻ അതിന്റെ ഇക്വേഷനിലേക്കാണ് ഞാൻ പോകുന്നത്. അത് എങ്ങനെ വന്നു എന്നാണ് മുകളിൽ കാണിച്ചത്. നോക്കൂ, അതിന്റെ ഇക്വേഷൻ നോക്കൂ. സെൻട്രൽ ബാൻഡിന്റെ വിഡ്ത്ത് ഡി ലാംഡ ബൈ ഡിയുടെ ഡബിൾ ആണ്, 2d ലാംഡ ബൈ ഡി. അപ്പോൾ ബാക്കി ബാൻഡുകളുടെ വിഡ്ത്ത് എത്ര ഉണ്ടാകുക? ഡി ലാംഡ ബൈ ഡി. ഇന്റർഫറൻസിൽ അതേ ഇക്വേഷൻ, പക്ഷേ ഇവിടെ സ്മോൾ ഡി എന്ന് പറഞ്ഞത് സ്ലിറ്റ് വിഡ്ത്താണ്, ഇന്റർഫറൻസിൽ അത് സ്ലിറ്റ് സെപ്പറേഷൻ ആണ്. ഇനി ഇവിടെ നമ്മൾ ഒരു ലെൻസ് ഉപയോഗിക്കലുണ്ട്, ഒരു ലെൻസ് ഉപയോഗിക്കും. ആ ലെൻസിന്റെ ഫോക്കസിലാണ് നമ്മുടെ സ്ക്രീൻ ഉണ്ടാകുക. അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കൂ, വിഡ്ത്തിന് നോക്കൂ, 2f ലാംഡ ബൈ ഡി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2f ലാംഡ ബൈ ഡി എന്ന് പറയാം. നോക്കൂ, സെൻട്രൽ മാക്സിമം ഓഫ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് ട്വൈസ് ആസ് വൈഡ് ആസ് എനി സെക്കൻഡറി മാക്സിമ ഓർ മിനിമ. ബാക്കി ബാൻഡുകളുടെ ഒക്കെ വിഡ്ത്ത് ഡി ലാംഡ ബൈ ഡി, സെൻട്രൽ മാക്സിമത്തിന് അതിന്റെ ഡബിൾ. ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ഓഫ് nth സെക്കൻഡറി മാക്സിമ, nth സെക്കൻഡറി മിനിമ, നേരത്തെ അതുപോലത്തെ ഇക്വേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഒറ്റ കാര്യം വെച്ചാൽ മതി, ബ്രൈറ്റിന്റെ ഡാർക്കിനും ഡാർക്കിന്റെ ബ്രൈറ്റിനും. വാലിഡിറ്റി ഓഫ് റേ ഓപ്റ്റിക്സ്, ഫ്രണൽ ഡിസ്റ്റൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. ടെക്സ്റ്റ് ബുക്കിലെ സെയിം ഹെഡിങ് ആണത്. വാലിഡിറ്റി ഓഫ് റേ ഓപ്റ്റിക്സ്, ഫ്രണൽ ഡിസ്റ്റൻസ്, ZF is equal to d square by lambda or a square by lambda. എന്ന് വെച്ചാൽ നോർമലി അതിൻ്റെ ഒരു സാമ്പിൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഫോർ വാട്ട് ഡിസ്റ്റൻസ് റേ ഒപ്റ്റിക്സ് ഈസ് എ ഗുഡ് അപ്രോക്സിമേഷൻ വെൻ ദ അപ്പർച്ചർ ഓഫ് 4 millimeter വൈഡ് ആൻഡ് വേവ് ലെങ്ത് ഈസ് 500 nanometer. എന്ന് വെച്ചാൽ റേ ഒപ്റ്റിക്സ് ഏത് ഡിസ്റ്റൻസ് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് ചോദ്യം. അതാണ് ഫ്രണൽ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ അല്ലെങ്കിൽ എ സ്ക്വയർ ബൈ ലാംഡ. ആ എ എന്ന് പറഞ്ഞാണ് സ്ലിറ്റ് വിഡ്ത്ത്. അതാണ് ഇവിടെ 4 × 10⁻³ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 500 × 10⁻⁹. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്താ കിട്ടുക? 10 of the 16 4 × 4 into ഇവിടെ നമുക്ക് 10⁻⁻6 ഡിവൈഡഡ് ബൈ 5 × 10⁻⁻7. അപ്പോൾ 10⁻⁻7ഉം 10⁻⁻6ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു 10 അധികം വന്നു, ശരിയല്ലേ? ഓക്കെ, നൗ യു ആർ ഹാവിങ് 16 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 160 divided by 5 എന്ന് കിട്ടും. That is equal to 32 meter is the final answer. Option B is correct. മനസ്സിലായല്ലോ? റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നോക്കും, ഞാൻ ജസ്റ്റ് ആ ബാക്കിയുള്ള ഡിഫ്രാക്ഷൻ്റെ ആ പ്രോബ്ലംസ് ഞാൻ വേറെ ഡിസ്കസ് ചെയ്തില്ല, ഇക്വേഷൻസ് തന്നിട്ടുള്ളൂ. ഞാൻ ആ ഇവിടെ പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ ആ പ്രോബ്ലം ചെയ്യാൻ നമ്മളുടെ അവസാനിക്കാറായി. അതുകൊണ്ട് ഞാൻ സ്ലൈഡിൽ നോക്കൂ, അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് ഞാൻ സ്ലൈഡ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഞാൻ സ്ലൈഡ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ബാക്കി കാര്യത്തിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. റിസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ്. റിസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പിന്റെ ഇക്വേഷൻ ആണത് 2n sin θ ഡിവൈഡഡ് ബൈ 1.22 കൂടി കൊടുത്തോട്ടോ, 1.22 ലാംഡ. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് n sin θ പേരാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് n sin θ. n എന്ന് പറയുന്നത് നോക്കൂ, ഒബ്ജക്റ്റീവ് ലെൻസും ഒബ്ജക്റ്റിനും ഇടയിലുള്ള ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n. എല്ലാ കാര്യവും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലാംഡ വേവ് ലെങ്ത് ഓഫ് പലർക്കും ഈ n ആണ് കൺഫ്യൂഷൻ ഉണ്ടാവുക. മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും ഒബ്ജക്റ്റിനും ഇടയിലുള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n sin θക്ക് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. കാരണം ചില പ്രോബ്ലത്തിൽ ന്യൂമറിക്കൽ അപ്പർച്ചർ ഈസ് ഗിവൺ ബൈ ഇത്രയും തന്നാൽ പിന്നെ നിങ്ങൾ n sin θ കൊടുക്കേണ്ടതില്ല. റെഡി? ഓക്കെ, യെസ്, ഇവിടെ ഞാൻ ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ടെക്സ്റ്റ് ബുക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു പോയിന്റാണത് കേട്ടോ. കാരണം സമയക്കുറവ് മൂലം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഓക്കെ, റിസോൾവിംഗ് പവർ ഓഫ് എ ടെലിസ്കോപ്പിന്റെ റിസോൾവിംഗ് പവറിന്റെ ഇക്വേഷൻ. റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷന്റെ റെസിപ്രോക്കലാണ്. ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ D by 1.22 ലാംഡ. ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ ടെലിസ്കോപ്പ് ഒബ്ജക്റ്റീവിന്റെ ഡയമീറ്റർ ആണ് ക്യാപിറ്റൽ D. ലാംഡ നിങ്ങൾക്കറിയാം, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നോക്കൂ, പോളറൈസേഷൻ ലാസ്റ്റ് പാർട്ടാണ്. പോളറൈസേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ?
ലൈറ്റ് വേവ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പ്രൂവ് ചെയ്തതാരാ? ഏത് പ്രോപ്പർട്ടിയാണ്? അത് ഇന്റർഫറൻസ് അല്ല, അത് ഡിഫ്രാക്ഷൻ ഇല്ല. കാരണം ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും റിഫ്രാക്ഷനും ഒക്കെ ആർക്കുണ്ട്? സൗണ്ട് വേവ്സിനുണ്ട്. സൗണ്ട് വേവ്സിൽ നിന്നും വ്യത്യസ്തത ഉള്ളത് പോളറൈസേഷൻ ആണ്. ആർക്കില്ലാത്തത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് കനോട്ട് ബി പോളറൈസ്ഡ്, ഓൺലി ട്രാൻസ്വേഴ്സ് വേവ്സ് ക്യാൻ ബി പോളറൈസ്ഡ്. ആ പോളറൈസേഷൻ ആണ് ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ പോളറൈസർ, ഇവിടെ നോക്കൂ, ഇവിടെ ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണത്. അൺപോളറൈസ്ഡ് ലൈറ്റ് പോളറൈസറിലൂടെ കടന്നു പോകുമ്പോൾ അത് പോളറൈസായി. കാരണം ഇതിന് ഡോട്ടില്ല, ഡോട്ട് മിസ്സായി, ഒരു വൈബ്രേഷൻ ഉള്ളൂ. ഇതിന്റെ ഇന്റൻസിറ്റി നോക്കൂ, 2I0 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഇന്റൻസിറ്റി എന്താവും? I0 ആവും. അതേ I0 തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം ഇത് രണ്ടും പാരലലി ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പാരലലി വെച്ച് കഴിഞ്ഞാൽ ആക്സിസിന് പാരലലായ വൈബ്രേഷൻസിനെ കടത്തിവിടും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോക്കൂ, ഇത് I0, ഇതാ നേരത്തെ പോലെ തന്നെ ഇത് 2I0 ആണെങ്കിൽ പകുതി ഇവിടെ പോയി, ഇത് I0. കാരണം ഏതാ പോയത്? ഈ ഡോട്ടാണ് ഇവിടെ ഇല്ലാത്തത് കേട്ടോ, I0. ഇനി നോക്കൂ, ഇത് 90 ഡിഗ്രിയിലാണ്. ഇത് ഇവിടെ തീറ്റ 90 ഡിഗ്രിയിലാണ് ഇത് പ്ലേസ് ചെയ്ത്. നമുക്ക് ഇങ്ങനെ വരക്കാൻ കഴിയുള്ളൂ 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ നോ ലൈറ്റ്. ഇവിടെയാണ് നമുക്ക് മാലസ് ലോ പറഞ്ഞാൽ എന്താ? I is equal to I0 cos square theta. I is equal to I0 cos square theta കാണാം. യെസ്, ദിസ് ഈസ് മാലസ് ലോ. കാരണം ആരാ തീറ്റ? പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിള്. ഇവിടെ പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിള് 0 ആണ്. 0. അപ്പോൾ കോസ് 0 എത്ര? കോസ് 0 ഈസ് 1. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ I0 കിട്ടുന്നത്. കാരണം ഇത് 2I0, ഇത് I0, ഇവിടെയും നിങ്ങൾക്ക് I0. കാരണം കോസ് 0 ആണത്, കോസ് 0 1 ആണ്. എന്നാൽ ഇവിടെ കോസ് 90 ആണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. കോസ് 90 എത്ര? 0. അതാണ് ഇവിടെ നോ ലൈറ്റേ ഇല്ല എന്ന് പറയാൻ കാരണം. ഓക്കെ, ഈ ഇന്റൻസിറ്റി കർവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. I is equal to I0 cos square theta ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണത്. I is equal to I0 cos square theta ഗ്രാഫ് വരച്ചാൽ കിട്ടുന്നതാണ്. ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി പ്ലെയിൻ ഓഫ് വൈബ്രേഷനും പ്ലെയിൻ ഓഫ് പോളറൈസേഷനും കൃത്യം നിങ്ങൾക്ക് വായിച്ചാൽ മതി. ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. വളരെ കൃത്യമായിട്ട് ഈ ഡയഗ്രത്തിൽ ഞാൻ ആ കാര്യം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. ബ്രൂസ്റ്റേഴ്സ് ലോ വെരി ഇമ്പോർട്ടൻറ്റ്. N is equal to tan IP. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കുക, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. കാരണം റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. ആ സമയത്ത് റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? അത് 90 ഡിഗ്രിയാണ്. റിഫ്ലക്റ്റഡും റിഫ്രാക്റ്റഡും തമ്മിലുള്ള ആംഗിൾ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദാറ്റ് ഈസ് 90 ഡിഗ്രി. പോളറൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. മാത്രമല്ല ഭയങ്കര ഈസിയാണ് കേട്ടോ. വെരി ഈസിയാണ്, പേടിക്കണ്ട. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഇതിലെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം. നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്യാം. അപ്പൊ ഈ ആംഗിൾ 90 എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, N is equal to tan IP. N is equal to tan IP is very important. അത് നിങ്ങൾ മറന്നു പോകരുത്. നോക്കാം നമുക്ക്. യെസ്, വാല്യൂസ് ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ക്യാൻ ബി. ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്താവാന്ന് നമുക്കൊരു കാര്യം അറിയുള്ളൂ. N is equal to tan IP. Nന്റെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാക്വത്തിനാണ് അത് 1, ബാക്കി എല്ലാത്തിനും എന്താ? അത് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ tan IP എന്താവണം? tan IP ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. tan IP ഗ്രേറ്റർ ദാൻ 1 ആണ്. tan IP ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ IPന്റെ വാല്യൂ എന്താണ്? tan 45 ആണ്. എന്ത്? tan 45 ആണ് 1. അപ്പോൾ 45നേക്കാൾ അധികമാണെന്ന് മനസ്സിലായോ? 45നേക്കാൾ അധികമാവേണ്ടതുണ്ട്. That's the point. That should be greater than 45. അപ്പോൾ നോക്കൂ, IP should be greater than 45 degree. അപ്പോൾ നോക്കൂ, only greater than 45. എങ്ങനെയാണ് ഞാൻ കൺക്ലൂഡ് ചെയ്തതെന്ന് മനസ്സിലായോ? ഞാൻ എങ്ങനെയാണ് അത് കൺക്ലൂഡ് ചെയ്തതെന്നുള്ളത് കുട്ടികളെ കിട്ടിയോ? വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻസിൽ 2-3 ക്വസ്റ്റ്യൻ കൂടി ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് പോളറൈസേഷൻ്റെ ഭാഗം ക്ലിയർ ആവും കേട്ടോ. ഒരു പേടിയും പേടിക്കണ്ട. പോളറൈസേഷൻ ഇപ്പം തന്നെ ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ദ പോളറൈസിങ് ആംഗിൾ ഈസ് 57 ഡിഗ്രി. അപ്പോൾ IP അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ 57. എ റേ ഓഫ് ലൈറ്റ് വിച്ച് ഈസ് ഇൻസിഡൻറ്റ് അറ്റ് ദിസ് ആംഗിൾ വിൽ ഹാവ് an angle of refraction as. Okay,
യെസ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടത് നോക്കൂ, ജസ്റ്റ് ആ കാര്യം മനസ്സിലാവാൻ ആ ഡയഗ്രം ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഐഡിയ കിട്ടും. യെസ്, ലൈറ്റ് നോക്കൂ, ഇതാ ഇങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്തു, ഒരു പാർട്ട് ഇങ്ങോട്ട് വന്നു, ഒരു പാർട്ട് നോക്കൂ ഇതാ ഇങ്ങോട്ട് പോയി. ഇത് 57 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ് എന്ന് മനസ്സിലായി. ആ സമയത്ത് ഇത് 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അതും 57 ആണ്. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി നമ്മളൊരു ചോദ്യം നോക്കും, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഈ ആംഗിൾ എന്താ? സിമ്പിൾ. ആ ആംഗിൾ എന്താ? ആർ ഇസ് ഈക്വൽ ടു, ഇത് മൊത്തത്തിൽ എത്ര? 180 ഡിഗ്രി. അതിൽ നിന്ന് 90യും പോകണം 57 പോകണം. കഴിഞ്ഞു അല്ലേ? നോക്കൂ, ഈ ലൈൻ ഇതാ, ഇത് മൊത്തം 180 ഡിഗ്രി. ആറാണ് ചോദ്യം. അപ്പൊ 6 ഈ 180 നിന്ന് ഈ രണ്ട് ആംഗിളും പോയാൽ പോരെ? അപ്പൊ നോക്കൂ, 180 മൈനസ് 90 മൈനസ് 57, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ എത്ര കിട്ടുക? 33 ഡിഗ്രി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? സിമ്പിൾ സാധനമാണ്, സിമ്പിൾ സാധനമാണ്. അതിന് നിങ്ങൾക്ക് അറിയേണ്ടത് നോക്കൂ, ഒറ്റ കാര്യമുള്ളൂ. ഇത് ആംഗിൾ ഓഫ് പോളറൈസേഷൻ ആണെങ്കിൽ, ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആണെങ്കിൽ, റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന പോയിന്റ് മാത്രം അറിഞ്ഞാൽ മതി. എന്ന പോയിന്റ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത് നോക്കാം. The fact that transverse property of a wave can be easily explained by, പറയേണ്ടതില്ല, ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞാണ്. ട്രാൻസ്വേഴ്സ് നേച്ചർ, ലോഞ്ചിറ്റ്യൂഡിനൽ നേച്ചറിനുള്ളതിനും ട്രാൻസ്വേഴ്സിന് നമുക്ക് ബാക്കിയുള്ള സാധനമൊക്കെ ഉണ്ട്. ഇയാൾക്ക് മാത്രമുള്ളതാരാ? അത് പോളറൈസേഷൻ ആണ്. പോളറൈസേഷൻ മെത്തേഡാണ്. ഇറ്റ്സ് പോളറൈസേഷൻ. ഇനി ഇവിടുന്ന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ലാസ് പ്രോബ്ലമാണ് ഇത്തരം ക്വസ്റ്റ്യൻസ്. ഒന്ന് ശ്രമിച്ചു നോക്ക് നിങ്ങൾ. ഞാൻ നേരത്തെ ഐഡിയ ഒക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്ന് ശ്രമിച്ചു നോക്കുന്നത്. നോക്കൂ, എ ബീം ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റ് ഈസ് ഓഫ് ഇന്റൻസിറ്റി I0, ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 ഈസ് പാസ്ഡ് ത്രൂ എ പോളറോയിഡ് A, then through another polaroid B, which is oriented so that its principal plane makes a 45 degree relative to A. ബീന് 45 ഡിഗ്രി ചെരിച്ചുണ്ട്. ദ ഇന്റൻസിറ്റി ഓഫ് ദ എമർജന്റ് ലൈറ്റ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഡയഗ്രത്തിൽ ഒന്ന് കാണിക്കാം. ഈ വരുന്നത് I0 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നോക്കൂ, ഇത് പോളറൈസറിലൂടെ കടത്തിയിട്ടു. ഇവിടെ ഒരു പോളറോയിഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ വരുന്നതിന്റെ ഇന്റൻസിറ്റി എത്ര ഉണ്ടാവുള്ളൂ? I0/2. നോക്കൂ, നേരത്തെ ഞാൻ അത് 2I0 തന്നു, അപ്പൊ ഇവിടെ I0 ആണുള്ളത്. അപ്പൊ അതിന്റെ പകുതി ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ I0 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് I0/2. ഇനിയോ ഇത് അടുത്ത് നോക്കൂ, 45 ഡിഗ്രിയാണ്. അനലൈസർ ആണത്. അനലൈസർ 45 ഡിഗ്രി ടേൺ ചെയ്യുന്നുണ്ട്, തീറ്റ. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ് ചോദ്യം. നോക്കൂ, ആ ഇന്റൻസിറ്റി I ഈസ് ഈക്വൽ ടു, അതിലേക്ക് ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി അത് ഇവിടെ എത്ര? കാരണം നമ്മുടെ മാലസ് ലോ പറഞ്ഞത് ഇതാണ്. മാലസ് ലോ I ഈസ് ഈക്വൽ ടു I0 cos സ്ക്വയർ തീറ്റ. ഇതാണ് മാലസ് ലോ പറഞ്ഞത്. അത് ഇവിടെ എത്രയായി? I0 എന്ന് പറഞ്ഞത് ഇവിടെ I0/2 ആണ്. കാരണം അനലൈസറിലേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി, മനസ്സിലായോ? ഇൻറ്റു cos സ്ക്വയർ 45. ഇതാണ് ആൻസർ. ദാറ്റ് ഈസ് I0/2 ഇൻറ്റു cos 45 എന്ന് പറഞ്ഞാൽ 1/√2. അപ്പോൾ 1/2. Therefore the answer is I0 divided by 4 is the right answer. Option D is correct. Option D is correct. മനസ്സിലായോ? സിമ്പിൾ കാര്യമാണ്. നേരത്തെ ചെയ്ത അതേ ടെക്നിക്കാണ്. അപ്പോൾ ഇതാണ് ഇത് ഈ ടൈപ്പിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉദ്ദേശിച്ച് സെഷൻ ഇതോടുകൂടി അവസാനിക്കുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ആൾസോ എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, യെസ്, when the angle of incidence on a material is 60 degree, the reflected light is completely polarized. The velocity of the refracted ray inside the material in meter per second is. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കൂ, when the angle of incidence of the material അത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. റിഫ്ലക്റ്റഡ് റേ is completely polarized. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് IPI.
അപ്പോൾ IP കാരണം റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പോളറൈസിങ് ആംഗിൾ ആകുമ്പോഴാണ്. അപ്പോൾ IP 60 ഡിഗ്രി. പിന്നെയോ വെലോസിറ്റി ഓഫ് ദ റിഫ്രാക്റ്റഡ് റേ ഇൻസൈഡ് ദ പ്രിസം. ഓക്കെ, ഇൻസൈഡ് ദ പ്രിസത്തിലെ വെലോസിറ്റിയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നോക്കൂ, N is equal to tan IP. ഇത് നമുക്ക് ആദ്യം ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താം. ദാറ്റ് ഈസ് ഈക്വൽ ടു tan 60 വിച്ച് ഈസ് ഈക്വൽ ടു √3. ഇനിയൊന്നുമില്ല, ഇനി N is equal to C/V. ഈ V ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ V is equal to C/N. That is 3 into 10 raised to 8 divided by N is √3. The answer is √3 into 10 raised to 8 meter per second. Option C is the right answer. Very good, very good. എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണല്ലോ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. ആസ് ഫാർ ആസ് എൻട്രൻസ് എക്സാമിനേഷൻ ഇസ് കൺസേൺ, എല്ലാ കോൺസെപ്റ്റും ഇൻ ഡെപ്തിൽ അറിയാതെയും നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ഇനി പെർഫോം ചെയ്യണം നിർബന്ധമായിട്ടും. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ്, കാരണം ഈ സ്ലൈഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പോൾ ഈ സ്ലൈഡ്സ് അവൈലബിൾ ആകുന്നതോടുകൂടി നിങ്ങൾ ആ പോയിന്റുകളൊക്കെ ഒന്നുകൂടെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്കോർ ചെയ്യണം. നീറ്റ് 3 ദിവസം കൂടി മാത്രമേ ഇനി നമ്മളെ കയ്യിലുള്ളൂ. ഓൺലി 3 days. അപ്പോൾ ആ 3 days കഴിയും. ഓക്കെ, ആ 3 days കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിരിക്കണം നമുക്ക് മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇന്ന് നിങ്ങൾക്ക് 10 minutes ബ്രേക്ക് ഉണ്ട്. അടുത്ത സെഷൻ വി വിൽ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ 10 minutes. 10 മിനിറ്റുകൾക്ക് ശേഷം മാത്രമേ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുള്ളൂ. നിങ്ങളുടെ ആവേശം ഒട്ടും കെടരുത് കേട്ടോ. ആവേശത്തിന് ഒരു കുറവുണ്ടാവരുത്. ആത്മാർത്ഥമായിട്ട് പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
Namaskaram ellarki. Welcome to 10 days challenge. Now I'm going to give the tell about or explain about the topic chemical coordination and integration. Okay. So you know, right, what is my motto? So the thing is that I'm going to give the overview of this topic. Which topic? Chemical coordination and integration. So I hope everybody ready. Okay. Now I'm going to start with the first question. Okay. Hormones are defined as. Okay, na? The first question is that what are the hormones are defined as? So according to the NCERT, hormones are nutrient ano, non-nutrient ano. So definitely non-nutrient means they are not used for the energy purpose. So non-nutrient. Option 1 is there and option 3 also there. The next one is that hormones are non-nutrient, okay. They are intracellular messengers or intercellular messenger. Actually, these hormones are produced by a specific endocrine gland. That is nothing but one tissue. This particular hormone go and act on the target tissue. Target tissue is another tissue. That is why hormones are the intercellular messenger. Which messenger? Is it a primary messenger or secondary messenger? Hormones are the primary messenger. That is why what is the overall definition of a hormone means? Hormones are the non-nutrient non-nutrient intercellular primary chemical messengers. Okay, so that is the definition. I hope you are clear with the definition. That is, I am going for the option 1, that is a 3. Non-nutrient. What is the definition of the hormones? So hormones are the non-nutrient intercellular primary chemical messengers produced by the specific endocrine gland. Okay, right. Next, go. Second one is the hypothalamic hormones regulates the secretion of. Here no tangle hypothalamic hormones alle. Hypothalamic hormones, for a time being you remember the two things. One is called as a releasing hormones, another one is a inhibitory hormones. Clear alle? So, a hypothalamus, when you are speaking about the endocrine part of hypothalamus, so when we are speaking, because hypothalamus having the diverse function that we already studied in the nervous system. When you are speaking about the endocrine property of the hypothalamus, when you are telling, hypothalamus consists of a neurosecretory cells are called as a nuclei. So those nuclei, for time being, remember the two types of hormones it is a producing. Hypothalamus. One is a releasing hormones, another one is a inhibitory hormones. Clear? These inhibitory hormone, releasing hormone, what is example given in the NCERT? That is a GnRH, which is very useful while you are reading the human reproduction. What is the example given under inhibitory hormone? That is called as a somatostatin. Clear? So these releasing hormone like GnRH, inhibitory hormone like somatostatin produced by the hypothalamic nuclei. So these RH and IH produced by hypothalamic nuclei, they, important this point, they reaches to the anterior pituitary gland. That means the releasing and inhibitory hormones produced by the hypothalamic neuron regulates the functions of the anterior pituitary gland. Clear na point? The releasing and inhibitory hormones produced by the hypothalamic neuron regulates functions of anterior pituitary gland. One way of telling. Second way of telling is that releasing and inhibitory hormones of hypothalamus target tissue. For those hormones, the target tissue is the anterior pituitary gland. One point. So, these RH and IH should reach us to the APG, right? That is reaches to the APG through
hypophyseal portal circulatory system. E point also important, okay? RH, and what is the target tissue for the releasing and inhibitory hormones of hypothalamus means APG, anterior pituitary gland or pars distalis. These hormones RH and IH reaches to the anterior pituitary gland through hypophyseal portal circulatory system. E point clear alle noku. Hypothalamic hormones regulates the secretions of, clear cut answer is what? Anterior pituitary gland. Manasilayita angaliki? So okay, that's good. Going forward, next one, each point you recollect the information that is present in the brain. Okay na? Next one, releasing and inhibitory hormones produced by hypothalamus reach anterior pituitary gland via, just I said, that is a hypophyseal portal circulatory system. Here I will give one more small clarity. Even what I said, just now I said, what are the types of hormones produced by hypothalamus means two types are RH, IH. What is example for RH? What is the example for IH? Thangal ellaru ormikkanam. Two more hormones I am going to tell about hypothalamus is oxytocin and vasopressin. So there are four types of hormones produced by hypothalamic neuron: RH, IH, oxytocin and vasopressin. ഇപ്പോൾ നമ്മുടെ എന്ത് പറഞ്ഞു? RH and IH. What is the target one? APG alle. So RH and IH produced by the hypothalamic that reaches to the APG. Already I said hypophyseal portal circulatory system. A point important. Next, what is the two more hormones I said? Oxytocin and vasopressin alle. Oxytocin and vasopressin produced by the hypothalamus reaches to the PPG, posterior pituitary gland, that is through the axon. കുറച്ച് ശ്രദ്ധിക്കണം, ഇവിടെ കൺഫ്യൂസ് വരണ്ട. Okay na? Their conclusion I am telling hypothalamic hormones. There are four types of hormones produced by the hypothalamics: RH, IH, oxytocin and vasopressin. RH and IH reaches to the anterior pituitary gland through hypophyseal portal circulatory system. Okay na? Second one, oxytocin and vasopressin reaches to the posterior pituitary gland or pars nervosa through axon. Ee oru point thangal confuse avanda. Okay, now third question I am going for the option 1. Next one, find the hormones produced by the anterior pituitary gland. Find the hormones produced by the APG. നമ്മുടെ പറയാമ്പോ pituitary gland പറയാമ്പോ, pituitary gland is also called as a hypophysis alle. This pituitary gland, when you are telling, it is divided into adenohypophysis. Next one is a neurohypophysis. Okay, neurohypophysis also called as a pars nervosa or posterior pituitary gland. Adenohypophysis consists of pars distalis or APG. Next one is a pars intermedia. Understand this one? So normally when you are telling the theoretically, pituitary gland consists of two portions: adenohypophysis and neurohypophysis. Clear alle? Adenohypophysis in turn consists of two portions: pars distalis, which is commonly called as the anterior pituitary gland. Next one is the pars intermedia. Next one, pars neurohypophysis, commonly called as a posterior pituitary gland. And indirectly, what is the conclusion? There are three parts under pituitary gland. One is a pars distalis or APG. Second one is a pars intermedia. Third one is a neurohypophysis or posterior pituitary gland. 3 points cleared. Here what is the given thing is that find the hormones produced by the anterior pituitary gland. Here anterior pituitary gland or pars distalis releases the 6 hormones. 6 hormones together called as a tropic hormones. What are the 6
Tropic hormones produced by the anterior pituitary gland GH followed by the PRL, TSH, ACTH. Next one is the LH, FSH. 6 cleared on GH, PRL, TSH, ACTH, LH, FSH. These 6 hormones are called trophic hormones that are produced by the anterior pituitary gland. Okay, next comes to the pars intermedia. Pars intermedia producing the one hormone, that is a MSH, melanocyte stimulating hormone. Next one is one important point is there under neurohypophysis, that is the posterior pituitary gland. While you are studying the PPG, korchu sredhikanama. PPG actually posterior pituitary gland will not produce any hormone. Just it to store and release oxytocin and vasopressin. Actually oxytocin and vasopressin, who is produced? Hypothalamus. Those oxytocin and vasopressin produced by the hypothalamus reaches to the PPG through axon. Avada at PPG are going to store out whenever it is required, they are released into the blood. That is a one point. PPG store and releases the oxytocin and vasopressin. One point. Next, one more point under PPG is PPG is the under direct neural control. Under direct neural control of hypothalamus. Manslaita angalke? So PPG is under direct neural control of the hypothalamus. That means what? Whatever the hypothalamus say, posterior pituitary gland has to listen. Manslaya? Whatever the information said by the hypothalamus, posterior pituitary gland should listen. That is called as a direct neural control of hypothalamus. Clear alle point clear alle. So that upon the total in here, in case of when you are reading the pituitary gland, namada hypothalamus, if you consider hypothalamus le etra types of hormones, RH, IH, oxytocin and vasopressin. Nalu kadinjalle. Then it comes to the anterior pituitary gland etra 6 alle, 6 plus 4 etra 10 alle. Next one pars intermedia etra 1 alle, that is MSH alle, melanocyte stimulating hormone alle. Apo check this one. With regarding the answer, GH, PRL, AB. Next one is a TSH, ACTH. That is I am reading AB. Next one is a DE. Next one is a H and I. So with this one, what is answer? I can go for option 3. A, B, D, E, H and I. So clear alle thangalellar. So pituitary gland parayambo, what are the hormones parayanam? Anterior pituitary gland parayambo GH, PRL, TSH, ACTH, LH, FSH. Pars intermediate parayambo MSH. Posterior pituitary gland parayambo store and releases the two hormones oxytocin and vasopressin. Clear alle? Now come along with me. Next one, fifth question. Which hormone is called birth hormone? Which hormone is called as a birth hormone or milk releasing hormone? Nice question, okay na? Now comes to this point. Make this with regarding this one, two hormones are there, no? Oxytocin and vasopressin is there, na? Now I am taking the answer is oxytocin I am taking. Here just listen. Oxytocin, simple function is that oxytocin is a mediates the contraction of smooth muscles. Contraction of smooth muscles. Bus. Smooth muscle parayambo thangalki involuntary muscles. Okay. Here I am taking the two cases. Mediates the contraction of smooth muscles of uterus. Uterus during parturition. Parturition. That means namada kariyam. During the parturition time lo, there is a certain mechanism is there. Now we studied in the human reproduction. Oxytocin, if oxytocin mediates the contraction of the smooth muscles of the uterus, what happened? There is a severe uterine contraction will be there. Uterus, endometrium, myometrium, perimetrium, or mundale myometrium associated with this
causes the severe uterine contraction, thereby the baby is coming out. That process is called as a parturition, right? That is why this is called as a birth hormone. One thing. So here one more extra point I need to mention. During parturition, the oxytocin mediates the contraction of the smooth muscles of the uterus. Along with oxytocin, one more molecule I am mentioning, that is called as a prostaglandins. Prostaglandins. Oxytocin along with the prostaglandins mediates the contraction of the smooth muscles of uterus during the parturition. Next I am going. During oxytocin mediates the contraction of the smooth. As a result of parturition, baby came out, right? Now baby required the milk, right, to what it called as a to energy and also immune system. This oxytocin mediates the contraction of the smooth muscles, okay, of mammary gland. You know the structure of mammary gland. Then that is called as a milk releasing hormone. So that is why, depending on the situation and where it is mediating the contraction, based on this explanation you can understand that oxytocin is specifically called as a birth hormone or milk releasing hormone. Don't confuse with the PRL and oxytocin. What is a prolactin or PR? PRL stimulates the alveoli, make the alveoli to secrete the milk. Bus. PRL is stimulating the alveoli of the mammary gland, okay, make the alveoli to produce as the milk. Bus. But the release of the milk from the mammary gland is mediating with involvement of oxytocin. That is why with this explanation I can go for the option is a oxytocin. Clear? Next comes to the vasopressin. Vasopressin is also called as a ADH, antidiuretic hormone. What is the function of ADH? It mediates the reabsorption of water. We studied in the what is called excretion law. ADH mediates the reabsorption of water, especially from the DCT of the nephron. This is called as a conditional reabsorption of the water. So that is why ADH mediates, important concepts, okay? ADH mediates the reabsorption of the water from the DCT, thereby making the urine is a concentrated or hypertonic. Next one is a melatonin is a sure. Melatonin is a produced by which one? That is a pineal gland. Melatonin is a produced by the pineal gland. What is the importance of melatonin? Very simple. It is responsible for mediating the diurnal rhythm. Diurnal rhythm means what? 24 hours rhythm undale. Diurnal rhythm, biological clock. What it called diurnal rhythm. That diurnal rhythm of our body is maintained with the help of the hormone is a melatonin that is produced by the pineal gland. Next one is a T3 means a thyroid hormones. That separately we will speak. With these options everything cleared. Oxytocin is a birth hormone or milk releasing hormone. Next one vasopressin or ADH mediates the reabsorption of the water from the distal, what it called as a DCT of the nephron, making the urine is a more concentrated or hypertonic. Melatonin is produced by the pineal gland, responsible for the diurnal rhythm of our body. Now with this one, fifth question, option 1. Next one, sixth one, which of the following diseases are due to hypothyroidism? Underline this one, hypothyroidism. Hypothyroidism means what? Lower secretion of thyroid hormone. Thyroid hormones which one? T3 and T4. Okay, triiodothyronin and tetraiodothyronin. Tetraiodothyronin is also called as a thyroxine, XINE. The following diseases are due to hypothyroidism. Good. But here they asked one is a except. They asked except. No. First hypothyroidism cleared. Hypothyroidism means lower secretion of thyroid hormones T3 and T4. Cleared.
if you take the hypothyroidism താങ്കൾ എടുക്കുമ്പോൾ goiter or simple goiter parayambo, goiter or simple goiter, that is a enlargement of thyroid gland due to deficiency of iodine in blood. Definitely thyroid hormone synthesis ki the element that is required by the iodine, because triiodo, tetraiodo, without iodine how those hormones will synthesize, correct na? So simple goiter is due to, it is a enlargement of thyroid gland due to the deficiency of iodine in the blood. Next one is a cretinism. Cretinism that is due to deficiency of, understand here the deficiency of iodine, indirectly deficiency of thyroid hormones alla. Ivada deficiency of thyroid hormones during pregnancy. That is why while you are reading the human reproduction, there is a last page lo, there is a special. During the pregnancy, there is a higher levels of estrogen, progesterone, one more is a thyroxine undalle. This is a actually abnormal category. So cretinism relates to the deficiency of thyroid hormones during the pregnancy varambo. The impact will show on the children, that is a fetus, especially mental retardation, low IQ value, because thyroid hormones having the strong influence in the maturation of the CNS, central nervous system. Next one is a myxoedema, deficiency of thyroid hormone, same, but in case of adults. So hypothyroidism parayambo, what are the diseases we need to remember? One is a simple goiter, next one is a cretinism, next one is a myxoedema. Next ivada namadiki venadhu except alle Graves disease. Grave disease or a exophthalmic goiter. Exophthalmic goiter. Varmundalle exophthalmic goiter is an example of the hyperthyroidism. There is excess production of the thyroid hormone. That leads to Graves disease or exophthalmic goiter. So among all the following, goiter, cretinism and myxoedema, these three are belongs to the due to the hypothyroidism, except Graves disease or exophthalmic goiter. Clear alle? So with this one, option 1. Next one, 7th one, identifies the hormone with the following function. Understand, first one, regulation of basal metabolic rate, very typical function. With the regulation of the basal metabolic rate, that hormones maintain the body temperature of 37 degrees centigrade. I am telling link point. Regulation of basal metabolic rate, with this function, that particular hormone or hormones regulates the body temperature. 1. Supports the RBC maturation. RBC maturation supported by the different types of the hormones, even including erythropoietin also undu. Okay. Next one is a maturation of the CNS. Just now I said, okay, maturation of CNS. Regulation of water and electrolyte balance. Nice one. Control the metabolism of the carbohydrates, proteins and lipids. With this function, what you can tell? With this one, regulation of the basal metabolic rate, with that one only, we can go for the option is a thyroid hormone. So first we will make the thyroid hormone. Thyroid hormones means, and the thyroid hormones include a T3 and T4. Full forms okay. Produced by the thyroid gland. Complete thyroid hormones are produced by the follicular cells of the thyroid gland. So what are the functions of the thyroid hormones? Regulation of basal metabolic rate, maintains the body temperature, supports the RBC maturation of central nervous system, regulation of water and electrolyte balance, and also influences the metabolism of carbohydrate, proteins and lipids. So these are. Next one, what are the deficiency? Hypothyroidism parayambo, simple goiter, simple goiter, cretinism, myxoedema. Next one, hyperthyroidism parayambo, exophthalmic goiter or
Graves disease. Settle. This is all about the thyroid hormones. One more point undu. Okay, just wait for me. So this is about. Next, melatonin function. Okay, what is the function of melatonin? Just now I said melatonin produced by the pineal gland, responsible for the diurnal rhythm of our body. Next one I didn't mention is a thymosin. Thymosins are the group of hormones produced by the thymus. So yesterday itself I said what is a thymus plays the one of the most important role in the development of the immune system. Thymus is a primary lymphoid organ responsible for the maturation of T lymphocytes. T lymphocytes mediating the cell mediated immunity. That is why thymus, thymus is a site of the maturation of the T lymphocyte. Okay. Then, which hormone is involved in the maturation of T lymphocyte means that is a thymosin. That means thymus involved in the maturation of T lymphocytes under the influence of the hormones are thymosins. Next one is the TCT. I said now one point about thyroid gland. What I said, thyroid hormones like T3 and T4 produced by the follicular cells of the thyroid gland. But in case of thyroid gland, parafollicular cells also undu. That TCT is produced by the parafollicular cells. Parafollicular cells of the idi ellaru korchu neglect cheyu. Angane cheyanda, okay? TCT, thyrocalcitonin, is produced by the parafollicular cells of the thyroid gland. Appo thyroid gland lo rendu kaanam. One is a follicular cells, next one is a parafollicular cells. Follicular cells produces the T3 and T4. Parafollicular cells produces the thyrocalcitonin. What is the function of thyrocalcitonin? Thyrocalcitonin is a hypocalcemic hormone. What is the meaning of hypocalcemic hormone? The hormone which decreases the blood calcium level when the blood calcium level is high. Manslakano. Okay na? TCT is a hypocalcemic hormone means it decreases the blood calcium level when it is high. Okay, thyroid hormones no. Appo overall thyroid gland is what it called is about information everything is over. Okay, right? Next, going to the next question. Which of the following options of hormones regulates the blood calcium level as a constant? Means that our body low calcium level, blood low calcium level constant. Before going to tell calcium role and the calcium is one most almost important, very important element required for our body functional. First defined function of the calcium is that calcium is one function I am telling. Concentrate, concentrate chayanam. Those who are listening, those are putting the tab on or phone on or something on in front of us. Don't sleep. So I am telling about the calcium, right? When you are telling about the calcium, what I said, calcium is absolutely required for certain very important functions in our body. First one, calcium is absolutely required for the muscle contraction. Second one, calcium is absolutely required for the blood coagulation. Next one, calcium is required for the chromosomal condensation. Angana very typical functions are doing by the calcium. Apol and the blood low calcium should be remains a constant. So angana who is maintaining means first you can take the insulin and glucagon. Insulin and glucagon are antagonistic. Antagonistic means and the act against. This insulin and glucagon makes the blood glucose level as a constant. Blood glucose level as a constant. Because insulin function and the insulin is a hypoglycemic hormone. Decreases the blood glucose level when it is a high. Glucagon is a hyperglycemic hormone, increases the blood calcium level when it is a low. So one is a hypoglycemic hormone, another one is a hyperglycemic hormone. So antagonistic. So making the blood glucose level as a constant. Next one is a ANF. ANF and renin also antagonistic because ANF decreases the BP
Renin is increases the BP. That means the blood pressure remains as a constant because of the what it called as antagonistic effects of opposite effect of the ANF, atrial natriuretic factor, and also renin. Don't confuse. This is RENIN. In the digestion we studied RENNIN. That is nothing but milk coagulating enzyme. So, insulin and glucagon makes the blood glucose level as a constant. ANF and renin makes the BP as a constant. Next one is a gastrin. Gastrin hormone stimulates the gastric gland to produce the gastric juice, especially HCl. GIP means gastric inhibitory peptide. It suppresses the gastric gland to produce the gastric juice. So, these also gastrin and GIP also antagonistic regulates the secretion of the gastric juice. The next one is the TCT. Just now I said TCT means and the thyrocalcitonin produced by the parafollicular cells of thyroid gland. This is a hypocalcemic hormone, means and the decreases the blood calcium level when it is a high. PTH means a parathyroid hormone produced by the parathyroid gland. PTH, hypercalcemic hormone. Hypercalcemic hormone means that it increases the blood calcium level when it is a low. That is why here this one answer is making the blood calcium level as a constant. That is I am going for the option 4. This question I indicated the antagonist activity. The activity, the function of the insulin is opposite the function of the glucagon. The function of TCT is opposite the function of the PTH. The function of ANF is opposite to the function of the renin. The function of the gastrin is opposite to the function of the GIP. So, this question you can understand what is antagonistic effect, what are the examples. Okay, right? Now, which of the following hormone, important, which of the following hormone shows the anti-inflammatory effect and suppress the immune system? Yesterday when I was telling that what it called allergy when I am telling, what are the chemicals? Are you listening properly? So, I'm asking the question just to tell me, what are the chemicals responsible for causing the allergic consequences? What are the chemicals responsible for causing allergic consequences? You can type and tell the answer. Everybody sleeping on? Rahul. Almost it is like a dead. Okay, so that is I am telling. This is the problem with the online class. Okay, so only is a one way of communication. I am only speaking. Whether you are listening on or sleeping on or what the activity. This is the problem with the online. Okay. So anyhow, because it's online, I am copying. Okay. So, innala parayambo nenu parande, the allergic consequences is due to the release of the histamine and serotonin produced by the mast cell. Allergic consequences. Nammadike what is allergic consequences ni nammadu overcome cheyaniki nammadu endu paranju antihistamines paranju, adrenal paranju, and some steroids also paranju. Innalalle paranju. So I remembered very clearly. So these antihistamines, adrenaline, and some steroids gives a quick relaxation from the allergy consequences. Same function here.
Same question here. Here also, which of the something, here I am going to tell the answer, which suppress the immune response. Allergy also is a type of the immune response only. The very important thing is that this one, which of the following shows the anti-inflammatory effect and suppress the immune system is a cortisol. Cortisol ki a particular, because that too cortisol is belongs to the steroid hormone. That is why I said the steroid. That is why when you are telling about the cortisol, cortisol is an example of the glucocorticoid. Glucocorticoid. Which one I am speaking here? Adrenal gland. Adrenal gland is also called suprarenal gland. So that adrenal gland. In that adrenal gland or suprarenal gland, adrenal cortex and adrenal medulla. Sure alle? Adrenal cortex parayambo, that adrenal cortex derivatives are called as a corticoids. Corticoids include glucocorticoids and mineral corticoids. Glucocorticoid, നമ്മുടെ ബോഡിയിലെ best example is a cortisol. Mineral corticoid, the best example is aldosterone. കുറച്ച് ശ്രദ്ധിക്കണം everyone. Okay, na chemical coordination somewhat some people feels that is why. So here okay, cortisol is an example of the glucocorticoid which shows an anti-inflammatory effect and suppress the immune response. Aldosterone paraya, aldosterone separate question which important. Aldosterone is an example of the mineral corticoid. One thing, the release of the aldosterone under the control of Ra system. Hormonal excretion we studied. The release of the aldosterone under the control of the Ra system. Renin, angiotensin, aldosterone system. Next one, thymosin ippe paranjalle. Thymosin parayambo, thymosin produced by the thymus gland responsible for the maturation of the T lymphocyte. Androgen, ഇവിടെ నేను കുറച്ച് ഇവിടെ ഒരു ചെറിയ പോയിന്റ്. ഇവിടെ adrenal cortex parayambo, adrenal cortex lo 3 layers are there. Cortex itself 3 layers. Adrenal gland divided into 2 parts, adrenal cortex and adrenal medulla. Now I am taking the adrenal cortex. Adrenal cortex parayambo, adrenal cortex lo 3 layers undu. So that is a GFR. That means zona glomerulosa, zona fasciculata, zona reticularis. GFR, glomerular filtration rate. Instead of zona glomerular, this is the outermost, this is the innermost. Zona glomerulosa, zona fasciculata, zona reticularis. Okay, this one is this androgen. ഇവിടെ ഞാൻ പറഞ്ഞല്ലേ zona reticularis പറഞ്ഞല്ലേ. This zona reticularis, innermost layer of the adrenal cortex, releases a small quantity of the androgens. Androgen, what is the best example? Testosterone alle. That is why here adrenal cortex or adrenal gland parayanam, adrenal cortex parayanam, otherwise more specifically zona reticularis layer of the adrenal cortex parayambo tangal, that releases the small quantity of the androgens. That is why I said androgens are present in both male and female. പക്ഷേ these androgens are high quantity in the male. കുറച്ച് മനസ്സിലാക്കി. Androgens present in both male and female. Female who is producing the androgen? You can answer the adrenal gland. So present both in male and female, but more amount in the male. Set alle. So with this one, 4 options okay alle. Going to the next question. Which are the following hormone concerned with the maintenance of the electrolytes, blood pressure, osmotic pressure, and also body fluid volume? Nice statement they have given here. Okay. Which are the following hormone concerned with the maintenance of electrolytes? Major electrolytes, sodium, potassium. We studied in the nervous system. Okay. Next one is the blood pressure. Sodium is directly related to the blood pressure. Osmotic pressure, followed by the body fluid volume. What a statement of the NCERT. That is, I am telling, among these one, I said that one example which is comes under mineralocorticoid is a aldosterone. This is, I am going for the option 4, aldosterone. So what is the function? So first normally parayambo,
aldosterone is concerned with the maintenance of electrolytes, blood pressure, osmotic pressure and body fluid volume. Here when it comes to the aldosterone it is an example of the mineralocorticoid alle. Okay, comes to the function. When we are telling about the nephron there is a part is called as a DCT is there, na? Distal convoluted. This aldosterone, when it comes and binds with aldosterone to the DCT of the nephron, it makes the reabsorption of the sodium and also helps in the reabsorption of the water and secretion of the potassium. Aldosterone helps in the reabsorption of the sodium and water and secretion of the potassium. This point undu important. So I am telling aldosterone. So next one is that cortisol. Cortisol is an example of glucocorticoid. Different functions undu. Along with that one, it has the anti-inflammatory function undu. Androgens, just I said, parathyroid hormone PTH produced by parathyroid gland that is responsible for hypocalcemia, that is increases the blood calcium level. Next one. Which of the following hormones are called as a catecholamines or emergency or fight or flight hormones? Nice question only. So direct answer is epinephrine and norepinephrine. Epinephrine and norepinephrine produced by adrenal gland, Bakshay, that is a adrenal medulla. Adrenal medulla releases the catecholamines or emergency or fight or flight hormones. So that is epinephrine and norepinephrine, emergency hormones. Whenever one more logic in human health and disease law they used. When we take the smoke containing a nicotine is there, na? That nicotine also stimulates the release of epinephrine and norepinephrine from the adrenal medulla. There is a relation is there. Apo when you are telling about the epinephrine or norepinephrine, simple. Conclusion of the epinephrine, norepinephrine, these hormones are catabolic hormones. And that means they mediates the breakdown of glycogen, means glycogenolysis. Breakdown of proteins, proteolysis, mediates the breakdown of lipids, that is a lipolysis. Observe means breakdown of the glycogen, breakdown of the proteins, breakdown of the lipid. That is why these epinephrine and norepinephrine, they are called pakka 100% catabolic hormones produced by the adrenal medulla. One more small important point is there. Epinephrine and norepinephrine not only acts as a hormones but also acts as a neurotransmitters. Epinephrine, norepinephrine, they are not only hormone but also acts as a neurotransmitters. Just like acetylcholine. This point important. Next one is the TCT and PADH. Blood calcium level as a constant. Insulin and glucagon remains blood glucose level as a constant. Cortisol is an example of glucocorticoid. Aldosterone is an example of the mineralocorticoid. Okay, next one. Under secretion of the hormones of adrenal. Under secretion means and the lower secretional production of the hormones of adrenal cortex. Adrenal cortex parayamba corticoids korvalle. That results, that is a Addison's disease. Addison's disease is results the hypoproduction of the corticoids or underproduction of the hormones of the adrenal cortex. Here acromegaly nogu. Acromegaly is due to the hyperproduction of growth hormone in adult. Okay, in children sambo that is a gigantism alle. So acromegaly results hyperproduction of growth hormones in adults. Diabetes insipidus alle. Diabetes insipidus due to the deficiency of ADH or vasopressin. Next, Addison disease, just I said, due to the hyperproduction of the corticoids. Next one, diabetes mellitus is due to the deficiency of the hormone that is insulin. Okay, this diseases cleared alle, cleared alle.
Next one. Which of the following is wrong about the pancreas and its secretion? Pancreas is a composite gland. Pancreas is a composite gland or heterocrine gland or mixocrine gland. Okay, because it has pancreas has both endocrine property and also exocrine property also. A particular area korchu shraddhikkanam. Endocrine properties are contributed by the islets of Langerhans cells. Exocrine property is considered by the Yesener cells of the pancreas. Okay, a area, nulla area, that area, digestion and endocrine system, nulla area. Next one here, no. Alpha cells produces the insulin. Alpha cells actually produces the glucagon. Here I am writing. Alpha cells of islets, alpha cells of pancreas, beta. Alpha cells produces the glucagon. Beta cells produces the insulin. Confuse avunda. If you confuse you know, right? Negative mark. That is why here alpha. This is I am making the wrong one. Next, glucagon mainly act on the liver. That is hepatocytes. Insulin mainly act on the liver and adipose tissue. Nalla chodyo. Nalla statement. Glucagon mediate. Glucagon function and the glucagon is a hyperglycemic hormone. Increases the blood glucose level. Yangana glucagon increase the blood glucose level by breakdown of glycogen. That is a glycogenolysis. Insulin function and the insulin decreases the blood glucose level. Yangana it decreases the blood glucose level. That involves the synthesis of the glycogen. That is a glycogenesis. That is a whether you take as the glycogenesis, synthesis of glycogen, synthesis breakdown of glycogen, glycogen metabolism associated with the liver. That is why glucagon, insulin, common target is a liver. That is I am going for the option 2. Option 2, what is went wrong? In pancreas, alpha cells produces the glucagon, beta cells produces the insulin. Next one, which of the following hormone wrong about the function of testosterone? Nammade parayambo testosterone parayambo testis alle. Testis and the testis is a male primary sex hormone but also acts as a endocrine gland. Testis parayambo varmundalle. What did you go? Testicular lobules varmundalle. Within the testicular lobule, seminiferous tubules varmundalle. Between the seminiferous tubule, there is a interstitial space undalle. Imagination is more important than the knowledge. If you can't imagine, you didn't understand. That is why testis edicanum, testicular lobule edicanum, within the seminiferous tubule edicanum, between those two there is an interstitial space edicanum. That interstitial space consists of the interstitial cells or the Leydig cells. Those interstitial cells or the Leydig cells produces the testosterone under the influence of the LH or ICSH. If you know this statement, it is a good one. Then now with this regarding development of the male sex organ, yes, nammada epididymis, vas deferentia, prostate gland, a development to maturation function, that's correct. Development of the secondary sexual character, so beard development, cracking of the voice, muscular development, that is the function of the testosterone. Mediates the spermatogenesis, nice one. More than this I cannot tell. Here see this one, here I wrote, shows the catabolic effect on both proteins and lipids. This is the wrong. Testosterone shows the anabolic effect. Anabolic means synthesis ano, breakdown ano. That is a synthesis alle. So shows the anabolic effect. That means that is why during the up to 18 years, male I am speaking, up to 18 years when you are taking, നമ്മുടെ body growth നന്നായിട്ടാവും, especially teenage duration ഉണ്ടല്ലേ, ആ teenage lo body development നന്നായിട്ട് develop ആവും, muscular development നന്നായിട്ടാവും. It is a synergic action of both testosterone and also growth hormone, because growth hormone shows the anabolic effect on proteins. Testosterone also shows the anabolic effect on the protein. That is why
Because of the synergic affection of the both growth hormone and testosterone, our body muscular development takes place. That is why here I am taking testosterone will shows the anabolic effect, not a catabolic effect. So option 4. Corpus luteum. When you are telling the corpus luteum mainly produces estrogen, who is producing? Estrogen is produced by the growing ovarian follicles. Growing ovarian follicles. Hormonal growing ovarian follicle means primary follicle, secondary follicle, tertiary follicle, Graafian follicles. Hormonal. Those growing ovarian follicle produces the hormone estrogen. Next one is that progesterone. Estrogen, growing ovarian follicle producing, and also placenta also produces the estrogen. Next one, progesterone mainly produced by the corpus luteum. Ivada thangal kekkanam. Corpus luteum mainly produces the progesterone and also produces the estrogen. While you are studying the menstrual cycle, you know that one. That corpus luteum, it is from the 15th day onwards in the menstrual cycle, there is high levels of the estrogen and progesterone, because corpus luteum mainly produces the progesterone and also produces the estrogen. Both these hormones responsible for the regeneration of endometrium. Next one is a relaxin. Relaxin is also produced. Relaxin ivide rendu undu. Relaxin corpus luteum produce during the normal menstrual cycle and also produces the placenta. This I think last year given question. Okay na, korchu shraddhikkanam aa area, hormones area. Next one is HCG, human chorionic gonadotropin. HCG is function means it is responsible for the maintenance of the corpus luteum during the pregnancy. It is the first, that means earliest hormone produced during the pregnancy. That is why it is used in the pregnancy test. I am writing somewhat fast, okay na, but you could. HCG, human chorionic gonadotropin function parayambu, it is responsible for the maintenance of corpus luteum. One year given question. It is the earliest hormone produced during the pregnancy. That is why used in the, it is the earliest hormone produced only during the pregnancy. Then that is why used in the pregnancy test. Next one. So corpus luteum mainly produces the progesterone and also produces the estrogen. Among the following hormone, which hormone produced by the JG cells of the kidney? With JG cells hormone to juxtaglomerular cells of the kidney. JGA, number renin. Here secretin. This answer is a erythropoietin. Erythropoietin function and the age involved in the maturation of the RBC. Maturation of RBC controlled by the different, even number wife telling thyroid hormones. So that one erythropoietin, testosterone also. The next one is a secretin remaining hormones, CCK, cholecystokinin and GIP. These are belongs to gastrointestinal tract. GIT, gastrointestinal tract hormones. Pakkalle, korchu functions thangal oormikkanam, because even given one is only 1 hour alle. I cannot tell the function of the all the hormones. Korchu shraddhikkanama. Okay, next one. E questions, again 2 more or 3 more questions undu. E questions modulu 1 question will come in the Neet exam. Okay na? 3 more questions. Okay. Which of the following hormone is a amino acid derived hormone? Pakka NCERT issue I will tell you. Here the answer is a epinephrine. Epinephrine is an example of the amino acid derived hormone that is a synthesizing from the amino acid tyrosine. Biomolecules already got in. Tyrosine. Tyrosine is a what it called aromatic amino acid. That tyrosine amino acid involved in the synthesis of an hormone is epinephrine according to the NCERT. Appo amino acid derived hormone thangal endha oormikkanam, that is epinephrine. From which amino acid? Tyrosine. Next one is insulin is comes under protein hormones. Nenu parayam, wait for me, conclusion I will tell you. Protein hormones. Next one, thyroid hormones T3 and T4. Okay. Next one, cortisol is belongs to steroid hormones.
Now comes to here. So ഇവിടെ ഞാൻ what are the things I thyroid hormones T3 and T4 put one side. Amino acid derived hormone is a thyrosin, that is epinephrine. If it comes to take the steroid hormone, 5 steroid hormones you need to remember. One is a testosterone, next one is a estrogen, next one is a progesterone, next one is a aldosterone, next one is a cortisol. 5 only steroid hormone. Testosterone, estrogen, progesterone, aldosterone and cortisol. If 5 comes under steroid hormone, means these 5 are synthesizing from the cholesterol. The most dominated animal steroid is a cholesterol. From these 5 hormones are synthesizing T, E, P, A and C. Amino acid derived which hormone you are going to remember? Epinephrine. Thyroid hormones which one? T3 and T4. Remaining all hormones comes under either protein or peptide derived hormones. Chemical classification important. So one more time, chemical classification and the number steroid hormone. What are the examples for steroid hormone? Testosterone, estrogen, progesterone, aldosterone and cortisol. Anji. Next, thyroid hormones T3 and T4, nobody will forget. Which amino acid derived hormone means epinephrine, synthesizing from the amino acid thyrosin. Remaining all hormones are comes under what is hormone produced by hypothalamus, hormone produced by pituitary gland, like that. So remaining all hormones that are not mentioned are comes under protein or peptide hormones. E area important. Which of the following hormone convey the message without need of intracellular secondary chemical messenger? Here the thing is that NCERT edikam this one. 7 hormones parayam. How many? 7 hormones parayam. Okay, those 7 hormones include 5 steroid hormones undalle. That means testosterone, estrogen, progesterone, aldosterone, cortisol. 5 kadinjalle. 2 more is a T3 and T4 amma. Bas. Mottham etra 7. Ronaldo number. So testosterone, estrogen, progesterone, aldosterone, cortisol, T3 and T4. ఈ 7 హార్మోన్స్ మాత్రమే తాంగల్ రిమెంబర్ చేయడం. అండర్ హైడ్రోఫోబిక్ means these hormones hydrophobic, they can crosses the plasma membrane directly because plasma membrane is also hydrophobic. They can directly crosses the nuclear membrane. They combines with the intracellular receptors, then directly regulating the gene expression. That is why ഇവിടെ താങ്കൾ ഈ hydrophobic hormones 7 താങ്കൾ ഓർമ്മിക്കണം. 1 point. They are directly, so hydrophobic hormones, examples 7 okay, they combines with the intracellular receptors. Next one, they convey the message without involvement of secondary chemical messenger. These 3 points please ellaru ormikadu. First one is a chemical classification followed by this one. Last point is that with this one, without this means steroid hormones and thyroid hormones, that is option 4, 1 and 3. Next one, which of the following? Ipo nenu entra paranju 7 hormones paranjalle, baaki mottham hormones are belongs to hydrophilic. Baaki other than these 7 undalle, testosterone, estrogen, progesterone, aldosterone, cortisol, T3 and T4 hydrophobic. Remaining all hormones comes under hydrophilic. They cannot crosses the plasma membrane. Whatever you take, they cannot crosses the plasma membrane. They binds with the membrane bound receptors or extracellular receptors. Then they activates the intracellular secondary chemical messenger, that is a cyclic AMP. Then they are responsible for the what it called as a biological function. That is why hydrophobic, this is hydrophobic hormone, hydrophilic hormone. Hydrophobic hormones parayambo, they can crosses the examples ormikadam. Hydrophobic hormones, they can cross the plasma membrane. These cannot cross the plasma membrane. Combines with the intracellular receptor, combines with the extracellular receptor. Convey the function without involvement or without stimulation of intracellular secondary chemical messenger.
convey the function with stimulation of intracellular secondary chemical messenger like cyclic AMP or CAMP. ഞാൻ പറഞ്ഞു 3 areas. What it called chemical classification of hormones, mechanism of action. ഈ ഏരിയയില് absolutely one question will come. So this is about the thing like ഇപ്പോൾ overall ഒരു 5 minutes എനിക്ക് തരാവോ 5-10 minutes. ഇപ്പോൾ overall from hypothalamus up to നമ്മുടെ what it called as the hormones of this one. ഇപ്പോൾ എൻ്റെ കൂടി everybody get ready. So ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ hypothalamus means പറയുമ്പോൾ total hormones just we can. So I'm going to start. Okay, I'm going to start. Okay. So എങ്ങനെ നമ്മൾ പഠിക്കണം means first hormones glands മൊത്തം hypothalamus പറയുമ്പോൾ എങ്ങനെ releasing hormones and inhibitory hormone. Releasing hormones GnRH, inhibitory hormone is a somatostatin. തീർന്നു. നെക്സ്റ്റ് വൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വാ. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പറയുമ്പോൾ എന്താ GH, PRL, TSH, ACTH, LH, FSH. പാർസ് ഇന്റർമീഡിയറ്റ് പറയുമ്പോൾ എന്താ MSH. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പറയുമ്പോൾ ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തീർന്നു. നെക്സ്റ്റ് വൺ പീനിയൽ ഗ്ലാൻഡ് പറയുമ്പോൾ മെലറ്റോനിൻ. നെക്സ്റ്റ് തൈറോയിഡ് ഗ്ലാൻഡ് പറയുമ്പോൾ T3, T4 ആൻഡ് TCT, തൈറോകാൽസിറ്റോനിൻ. Next one is a parathyroid gland പറയുമ്പോൾ PTH. തീർന്നു. Next one is comes into the adrenal gland. Adrenal gland പറയുമ്പോൾ adrenal cortex അല്ലേ. Adrenal cortex means what it called cortisol to aldosterone. Next one is a small quantity of androgens. Adrenal medulla പറയുമ്പോൾ epinephrine and norepinephrine. Next comes to the pancreas പറയുമ്പോൾ insulin, alpha cells, glucagon, beta cells, insulin. തീർന്നു. Next one is comes to the thymus, thymosin. Next one is what testis varambo androgens, mainly testosterone. Ovaries varambo rendu. One is a estrogen, next one is a progesterone. Next one, when you go to the unorganized things varambo, one is a ANF varu. So ANF is produced by the right atrium of the heart. Next one is a erythropoietin. Next one is a secretin, CCK. Next one is that what it called gastrin. Next one is a GIP. These are almost, when I counted in NCERT regarding only, there are 32 number of hormones undu. താങ്കൾ എന്താ ചെയ്യേണ്ടത്? Along with the last I already concluded na chemical composition that one. ഈ 32 gland വെച്ച് hormone. അങ്ങനെ gland വെച്ച് hormone. Each hormone ki on average 2 functions കാണാം. There are just 2 functions regarding the one hormone. So this is a very simple topic. You can definitely expect the 3 questions. That is why this is a chemical coordination and integration. കുറച്ച് എല്ലാവരും ശ്രദ്ധിക്കണം. Okay. So I'm going to conclude. Okay. So as you know, this is a 10 days challenge. Okay. So today is the 10th day. Okay. എല്ലാവർക്കും നന്ദി for staying with me. Okay. So എനിക്ക് പറയാനെനിക്ക് കുറേ ഉണ്ട്, പക്ഷെ പറയാനെനിക്ക് there is no language for that one. So very simple thing is that here I wrote, however the difficult life may seem, there is always something you can do and succeed at. And Guru Stephen Hawkins paranju vaak. Okay. So he said, I said, and there is no difference because we are both are interconnected with each other. So that is my conclusion. Okay. So for everyone, thank you very much. So all the best. Nanni.
Hi everyone. Have a nice morning. Nice morning. വേഗം വാന്നൊക്കെ കാർത്തിക പറയുന്നുണ്ട്. ഓക്കെ, നൈസ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറ. ഗുഡ് മോർണിംഗോ ഒരു ഫയറോ ഒരു തംസ് അപ്പ് ഒക്കെ കൊടുക്ക്. ഓക്കെ, നമ്മൾ നമ്മുടെ 10 days ചലഞ്ചിലെ ലാസ്റ്റ് ബോട്ടണി ചാപ്റ്റർ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി? ഓക്കെ 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 റെഡി. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ അവസാനത്തെ ദിവസമായതുകൊണ്ട് നമ്മൾ രാവിലെ വന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ ഒരുപാട് പാതിരാത്രിക്ക് നമ്മൾ കണ്ടു, 12 മണിക്ക് കണ്ടു, 1 മണിക്ക് കണ്ടു. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ കാണാൻ പോവാണ് എൻവയൺമെന്റൽ ഇഷ്യൂസ് എന്ന ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആയിട്ട്. ഇതിന്റെ ഒരു രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എൻവയൺമെന്റൽ ഇഷ്യൂസിൽ നിന്നും കഴിഞ്ഞ വർഷം ഒരു ചോദ്യമാണ്, പക്ഷെ 2020 4 മുതൽ 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ചില വർഷം ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസിന് എണ്ണം കൂടും, ചില വർഷം ക്വസ്റ്റ്യൻസിന് എണ്ണം കുറയും. അപ്പൊ ഈ വർഷം നമ്മൾ 2 ക്വസ്റ്റ്യൻസേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ജസ്റ്റ് 2 ചോദ്യങ്ങളെ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഗെയിം വിത്ത് ദ ചാപ്റ്റർ. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിരുന്നു. ആ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്ന് ആലോചിക്കുക. ഓർമ്മയുണ്ടെങ്കിൽ ആ ചോദ്യം എന്താന്ന് പറയാം. ആ ചോദ്യം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. സോ ഈ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എത്ര പേര് ശരിയാക്കി നോക്കാം. യെസ്റ്റർഡേ യു ലെഫ്റ്റ് എ ക്വസ്റ്റ്യൻ ഫോർ ടുഡേ എന്ന് ഫിദ പറഞ്ഞു. ആ ചോദ്യം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. ഓക്കെ, ആ ചോദ്യം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ സിനോപ്സിസിലല്ല, മറ്റൊരു സ്ഥലത്ത് ഇതിൽ എഴുതാം. ഓക്കെ, ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു. ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ചോദ്യം ഏതാ എന്നുള്ളത് പറയാൻ പോവാണ്. കാരണം ഇനി നമ്മൾ 10 days ചലഞ്ചിൽ ഇനി നമ്മൾ കാണില്ല എന്നുള്ളതാണ്. സോ ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ചാപ്റ്റർ ഓഫ് എൻറ്റയർ ബോട്ടണി ആണ് നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം ഇതായിരുന്നു. അതായത് ലോകത്തിൽ ആദ്യമായി in the ever history of biotechnology ആദ്യമായിട്ട് പേറ്റന്റ് കൊടുത്തത് ആർക്കാണ്? ആദ്യമായിട്ട് പേറ്റന്റ് ഗ്രാൻഡ് ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗ്രാൻഡ് പേറ്റന്റ് ടു, അതും ബയോളജിക്കൽ പേറ്റന്റ് ടു ആർക്കാ എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. പക്ഷെ NCERTയിൽ ബയോ പേറ്റന്റ് ഉണ്ടെങ്കിലും അത് ആർക്കാ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ആർക്കാ എന്ന് ചോദിച്ചാൽ ബയോ പേറ്റന്റ് ടു AM ചക്രവർത്തി ഇദ്ദേഹത്തിനായിരുന്നു ആദ്യമായിട്ട് ആ പേറ്റന്റ് കൊടുത്തത്. ഏത് ഓർഗാൻസത്തിനാണ് എന്ന് ചോദിച്ചാൽ അത് സ്യൂഡോമോണാസ് പ്യൂട്ടിഡ. കണ്ട, സ്യൂഡോമോണാസ് പ്യൂട്ടിഡ ഈ ഒരു ഓർഗാൻസത്തിനാണ് ആദ്യമായി, സ്യൂഡോമോണാസ് പ്യൂട്ടിഡ എന്ന ഓർഗാൻസത്തിനാണ് ആദ്യമായി ബയോളജിക്കൽ പേറ്റന്റ് അവാർഡ് ചെയ്തത്. യു ഗോട്ട് ഇറ്റ്? ഓക്കേ, യെസ്. അങ്ങനെയാണെങ്കിൽ ഒരുവിധം എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ നല്ല കോൺഫിഡൻസിലായിരിക്കണം. 17-ാം തീയതി നിങ്ങൾ പോകുമ്പം അത്രമേൽ കോൺഫിഡന്റ് ആയിരിക്കണം. യു വിൽ വിൻ ദ ഗെയിം എന്ന് മനസ്സിൽ ആലോചിക്കുക. ടുഡേ ഈസ് മൈ എക്സാം എന്ന രീതിയിൽ തന്നെ ചിന്തിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ബോട്ടണി ചാപ്റ്റർ, ദാറ്റ് ഈസ് എൻവയൺമെന്റൽ ഇഷ്യൂസ്. സിനോപ്സിസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അതായത് എയർ പൊല്യൂഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്താൽ ഡീഫോറസ്റ്റേഷനും റീഫോറസ്റ്റേഷൻ വരെ എത്തി നിൽക്കുന്ന ഏരിയാസ് ആണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എയർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ ആണ്. അപ്പൊ ഈ എയർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോളിൽ ഏറ്റവും ആദ്യം പൊല്യൂഷൻ എന്താ എന്ന് നമ്മൾ പഠിക്കണം. രണ്ടാമതായിട്ട് അപ്പൊ പൊല്യൂഷൻ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ എയർ, വാട്ടർ, സോയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഏത് വസ്തുവാണോ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് പൊല്യൂട്ടൻസ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാണ് എൻവയൺമെന്റൽ പൊല്യൂഷൻ ആക്ട് പാസ്സാക്കിയത്? 1986 ഏതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, സോയിൽ ഉണ്ട്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ വീണ്ടും നമ്മൾ നോക്കേണ്ടത് എയർ പൊല്യൂഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എയർ പൊല്യൂഷൻ ഒരുവിധം എല്ലാ ഓർഗാനിസംസിനും ഇൻഷൂറിയസ് ആണ്. അത് പ്ലാന്റ് ആണെങ്കിലും ആനിമൽ ആണെങ്കിലും ഇൻഷൂറിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം അറിയേണ്ടത് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷന്റെ ഭാഗമായി ഏറ്റവും ആദ്യം നിങ്ങൾ കേൾക്കേണ്ടത് പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ? പൊടിപടലങ്ങളാണ്.
അത് കൃത്യമായി എൻവയൺമെന്റൽ കെമിസ്ട്രിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമുക്ക് ചുറ്റുമുള്ള പൊട്ടിപ്പടലങ്ങൾ. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ പൊല്യൂഷൻ ബോർഡ് സ്പെല്ലിംഗ് ഇതിന്റെ ഫുൾ ഫോം തെറ്റിപ്പോണ്ട, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അഭിപ്രായത്തിൽ 2.5 മൈക്രോമീറ്ററിന്റെ താഴെ ഡയമീറ്റർ ഉള്ള ഏത് പാർട്ടിക്കുലേറ്റ് മാറ്ററും എന്താണ് കോസസ് ദ ഗ്രേറ്റസ്റ്റ് ഹാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ വീണ്ടും നമ്മൾ തിരിച്ചു പോയാൽ നമ്മൾ കേൾക്കേണ്ടതാണ് ESP യെ കുറിച്ച്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റ് അഥവാ ESP. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ എന്ന് ചോദിച്ചാൽ അതിന്റെ ആ ഡയഗ്രാം നോക്കി വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ESP എന്തിനാന്ന് ചോദിച്ചാൽ 99% പാർട്ടിക്കുലേറ്റ് മാറ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രം എ തെർമൽ പവർ പ്ലാന്റ്. മറക്കരുത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. ഡേർട്ടി ആയിട്ടുള്ള എയറിനെ ഇലക്ട്രിക്കലി ചാർജ് ചെയ്ത ശേഷം ആ ഇലക്ട്രിക്കലി ചാർജ് ചെയ്ത ആ ഡേർട്ടി ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ വലിച്ചെടുക്കും. ക്ലീൻ എയർ പുറത്തേക്ക് പോകുന്നത് വളരെ ഭംഗിയായിട്ട് കാണാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആളെ പരിചയപ്പെട്ടാൽ സ്ക്രബ്ബറാണ്. സ്ക്രബ്ബറിൽ നിന്നും ചോദ്യം വന്നിട്ടുള്ളതാണ്. അപ്പൊ ഏതൊക്കെ വർഷം വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ സ്ക്രബ്ബർ ഏത് ഗ്യാസിനെ റിമൂവ് ചെയ്യാൻ ചോദിച്ചാൽ സൾഫർ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുന്നവനാണ് ആര് ഈ പറയുന്ന സ്ക്രബ്ബർ. അപ്പൊ ഈ സ്ക്രബ്ബറിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ സ്ക്രബ്ബർ ഏതിനെ കൺട്രോൾ ചെയ്യുമെന്ന് നമ്മൾ കണ്ടു. ഈ സ്ക്രബ്ബറിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? എക്സോസ്റ്റ് ഏതിലൂടെ പാസ് ചെയ്തു പോകും? വാട്ടർ അല്ലെങ്കിൽ ലൈം. ഇതല്ലേ സ്ക്രബ്ബറിന്റെ പ്രത്യേകത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആളെ നമ്മൾ പരിചയപ്പെടുന്നത് കാറ്റലറ്റിക് കൺവേർട്ടേഴ്സ് ആണ്. അപ്പൊ ഈ കാറ്റലറ്റിക് കൺവേർട്ടേഴ്സ് നോക്കൂ. കാറ്റലറ്റിക് കൺവേർട്ടേഴ്സിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ കുറച്ചും കൂടെ വലുതാക്കാൻ നോക്കാം. അപ്പൊ കുറച്ചും കൂടെ എന്നെ വലുതായിട്ട് നിങ്ങൾക്ക് കാണാം. കാറ്റലറ്റിക് കൺവേർട്ടേഴ്സിന്റെ പ്രത്യേകതകളാണ് ഇനി അറിയേണ്ടത്. ഓക്കെ, അപ്പൊ കാറ്റലറ്റിക് കൺവേർട്ടേഴ്സ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ നോക്കൂ. കാറ്റലറ്റിക് കൺവേർട്ടേഴ്സിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ട്. ഏത് മെറ്റലാന്ന് ചോദിച്ചാൽ പ്ലാറ്റിനം, പലേഡിയം ആൻഡ് റോഡിയം. ഈ കാറ്റലിസ്റ്റുകളാണ് മക്കളെ കാറ്റലറ്റിക് കൺവേർട്ടേഴ്സിൽ കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഓട്ടോമൊബൈലിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ്യൂസ് ദ എമിഷൻ ഓഫ് പോയിസണസ് ഗ്യാസസ്. എന്താണ് ഇവൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കത്തിത്തീരാത്ത ഹൈഡ്രോ കാർബൺസിനെ കാർബൺ ഡയോക്സൈഡും വെള്ളമാക്കി മാറ്റും. കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ ഗ്യാസും ആക്കി മാറ്റും. അപ്പൊ ഈ ഒരു ടേം മറന്നു പോണ്ട. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, കാറ്റലറ്റിക് കൺവേർട്ടേഴ്സ് വെച്ച വണ്ടികളിൽ അൺലെഡഡ് പെട്രോള് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താണ് അതിന്റെ കാരണം? ലെഡ് ആ ഒരു കാറ്റലിസ്റ്റുകളെ ഇനാക്ടിവേറ്റ് ചെയ്യും എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോയാൽ കാണാം കേസ് സ്റ്റഡി. അപ്പൊ നമ്മൾ സ്ക്രബ്ബർ കണ്ടു, കാറ്റലറ്റിക് കൺവേർട്ടേഴ്സ് കണ്ടു. എന്താണ് ഡൽഹിയിലെ കേസ് സ്റ്റഡി? അപ്പൊ ഡൽഹിയിലെ കേസ് സ്റ്റഡി എന്താന്ന് ചോദിച്ചാൽ പൊല്യൂഷൻ അത്ര അധികമായി കൂടിയതുകൊണ്ട് എന്ത് സംഭവിച്ചു? സുപ്രീം കോടതി തന്നെ നിങ്ങളുടെ ജുറിസ്ഡിക്കേഷനിൽ എന്ത് പ്രഖ്യാപിച്ചു? ഡൽഹിയിലുള്ള എല്ലാ ടാക്സി വണ്ടികളും ഇനി മുതൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNGയിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് സുപ്രീം കോടതി അണ്ടർ ജുറിസ്ഡിക്കേഷൻ ഡിക്ലയർഡ് that all the buses and taxis should be run by CNG. അപ്പൊ അത് ഏത് വർഷമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും? ഏത് വർഷം മുതലാണ് അത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും? ആർക്ക് പറയാൻ പറ്റും? ലോകത്തിലെ 4ാമത്തെ പൊല്യൂട്ടഡ് സിറ്റി എന്ന പ്രശസ്തി കൈവരിച്ച ഡൽഹി എന്ന് മുതലാ CNGയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തത് എന്ന വർഷം ഓർമ്മയുണ്ടാവും? ഇല്ല, 2002ലാണ് അത് സ്വിച്ച് ഓവർ ചെയ്തത്. 2002. ഷിഫാന 1990 ഒക്കെ പറയുന്നുണ്ട്. ഷിഫാന അത് ഞാൻ ജനിച്ച വർഷമായിരിക്കാം, 1990. ഓക്കെ, അപ്പൊ 2002ലാണ് എന്ത് ഈ പറഞ്ഞ സംഗതി വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CNGയുടെ പ്രത്യേകത നമ്മൾ അറിയണം. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ പ്രത്യേകത നമ്മൾ അറിയണം. എന്താണ് ടീച്ചറെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ പ്രത്യേകത? CNG ഇസ് ബെറ്റർ ദാൻ പെട്രോൾ ഓർ ഡീസൽ എന്ന് ചോദിച്ചാൽ അത് നന്നായിട്ട് കത്തിത്തീരും. ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ചീപ്പറാണ്. അത് മായം ചേർക്കാൻ പറ്റില്ല, കട്ടുകൊണ്ടുപോകാൻ പറ്റില്ല.
ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടെ പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കയറാണ്. ഭാരത് സ്റ്റേജ് അഥവാ യൂറോനോംസ്. കേട്ട ഓർമ്മയുണ്ട്. ഭാരത് സ്റ്റേജ് അഥവാ യൂറോനോംസ് എന്താണ് ഇതിന്റെ പ്രത്യേകത? സൾഫറിന്റെ കണ്ടന്റ് പെട്രോളിലും ഡീസലിലും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു നിയമം, യൂറോപ്യൻ യൂണിയൻ യൂറോനോംസ്. ഇന്ത്യയിൽ അത് എന്നറിയപ്പെട്ടു, ഭാരത് സ്റ്റേജ് എന്നറിയപ്പെട്ടു. അങ്ങനെയെങ്കിൽ യൂറോ 3 നോംസ് പ്രകാരം സൾഫറിന്റെ കണ്ടന്റ് 350 പാർട്സ് പെർ മില്യൺ ഇൻ ഡീസൽ ആസ് വെൽ ആസ് 150 പാർട്സ് പെർ മില്യൺ ഇൻ ഡീസൽ. ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അൾട്ടിമേറ്റ് ഗോൾ എന്താന്ന് ചോദിച്ചാൽ സൾഫറിന്റെ കണ്ടന്റ്, ഓക്കെ, സൾഫറിന്റെ കണ്ടന്റ് 50 പാർട്സ് പെർ മില്യൺ എന്നാക്കി മാറ്റണം. ഇതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ദയവായി 35% മാറ്റണം. റെഡി? അപ്പൊ ഈ ഒരു പോയിന്റ് മറന്നു പോണ്ട. പക്ഷെ ഈ വർഷം അത് ചോദിക്കണം എന്നുള്ളൊരു നിർബന്ധവുമില്ല. ജോണി ആന്റണി പറയുന്നുണ്ട്, പറഞ്ഞ ചോദ്യം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്നാൽ ബിരിയാണി എന്തായാലും മേടിച്ചു തരും എന്ന് കൃത്യമായി ജോണി പറയുന്നുണ്ട്. ആയിക്കോട്ടെ ജോണി മോനെ, അതിന് ശേഷമുള്ളത് ഞാൻ മിണ്ടൂല. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മറക്കണ്ട. യൂറോ നോംസ് പ്രകാരം സൾഫറിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. സൾഫറിന്റെ കോൺസെൻട്രേഷൻ എത്ര പെർസെന്റേജ് കുറയ്ക്കണം എന്ന് കൃത്യമായി ഓർത്ത് വെച്ചുള്ള അൾട്ടിമേറ്റ് ഗോള് എന്താ എന്നും ഓർത്ത് വെക്കുക. അൺഫോർച്ചുനേറ്റ്ലി ഇതാണ് ഈ വർഷത്തെ ചോദ്യമെങ്കിൽ എന്റെ കുട്ടികൾ ഇത് ചെയ്യുമോ ഇല്ലയോ എന്നാലോചിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. ആദ്യത്തെ ചോദ്യം, എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നപ്പം എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് എന്ന ചോദ്യം വന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ? ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് അവർ എൻവയൺമെന്റ്, എയർ, വാട്ടർ ആൻഡ് സോയിൽ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നീറ്റ് 2020 ആ പ്രശസ്തമായ ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അഭിപ്രായത്തിൽ എത്ര സൈസിന് വ്യത്യാസമുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ ആണ് കോസസ് ഗ്രേറ്റസ്റ്റ് ഹാം ടു ദ എൻറ്റയർ ലിവിംഗ് വേൾഡ്? ഏതാണത്? ഒരു സംശയമില്ല. ദ ആൻസർ ഗോസ് ടു 2.5 മൈക്രോമീറ്റേഴ്സ് ഓർ ലെസ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. റിമൂവൽ ഓഫ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. കണ്ട, പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാ എന്ന് ചോദിച്ചാൽ ഉടനെ നമുക്ക് പറയാൻ പറ്റും, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റ്. മറക്കരുത്. ESPA ഒരിക്കലും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യം നോക്കാം. കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് നമ്മൾ ഇപ്പൊ കേട്ടു. എക്സ്പെൻസീവ് മെറ്റൽസ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പെൻസീവ് മെറ്റൽസ് ഏതാ എന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ പ്ലാറ്റിനം, പലേഡിയം ആൻഡ് റോഡിയം ആസ് കാറ്റലിസ്റ്റ്. ശരിയല്ലേ? അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ബി ആണോ സി ആണോ? റേഡിയം ഉണ്ട്, റോഡിയം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിയായ ആൻസർ ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, പ്ലാറ്റിനം, പലേഡിയം ആൻഡ് റോഡിയം ആസ് കാറ്റലിസ്റ്റ്. കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ് അല്ലേ? വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പം അടുത്ത ചോദ്യത്തിലേക്ക് കയറാൻ പോവാണ്. ഈ 3 കാറ്റലിസ്റ്റ് ഇപ്പോഴേ പഠിച്ചു വെച്ചോ. റോഡിയോ ഒക്കെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവർ തരും. നമ്മൾ ഒരു കാരണവശാലും അതിൽ പരാജയപ്പെടാൻ പാടില്ല. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കയറാണ്. അടുത്ത ചോദ്യം, ഭാരത് സ്റ്റേജ് ഇസ് ഈക്വലൻ ടു ഒരു സംശയമില്ല, ഭാരത് സ്റ്റേജ് ഇസ് ഈക്വലൻ ടു യൂറോനോംസ് ആണ്. ശരിയല്ലേ? യൂറോനോംസ് ആണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും മറ്റൊരു ചോദ്യം നോക്കാം. യൂറോ 3 നോംസിന്റെ അഭിപ്രായത്തിലാണ്, യൂറോ 3ന്റെ നോംസിന്റെ അഭിപ്രായത്തിൽ സൾഫറിന്റെ കണ്ടന്റ് എത്രയാണ് മക്കളെ കുറയ്ക്കേണ്ടത്? കൃത്യമായിട്ട് നമുക്കറിയാം, 350 പാർട്സ് പെർ മില്യൺ ഇൻ ഡീസൽ, അതേപോലെ 150 പാർട്സ് പെർ മില്യൺ ഇൻ പെട്രോൾ. അപ്പൊ ഡീസലിലെ കണ്ടന്റും പെട്രോളിലെ കണ്ടന്റും എത്രയാണ് എന്ന് കൃത്യമായിട്ട് അറിയാം. എ ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. എ ഫോർ എയിംസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. സി പറയുന്ന സ്ക്രബ്ബർ. അടുത്ത ചോദ്യം നിങ്ങൾക്ക് കാണാം. സ്ക്രബ്ബർ
ഏത് ടൈപ്പ് ഗ്യാസിനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഗ്യാസിനെയാണ് റിമൂവ് ചെയ്യുന്നത്? സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഏതാ പറയേണ്ടത്? സൾഫർ ഡയോക്സൈഡ്. വീണ്ടും എയിംസ്, വീണ്ടും എയിംസ്. അടുത്ത ചോദ്യം നോക്കാം. നീറ്റ് 2022 സെയിം ചോദ്യമാണ്. സൈസിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ഗ്രേറ്റസ്റ്റ് ഹാം ഉണ്ടാക്കുന്ന പാർട്ടിക്കുലേറ്റ് മാറ്റർ ഏതാന്ന് ചോദിച്ചാൽ 2.5 മൈക്രോമീറ്റർ ഓർ ലെസ് അല്ലേ? അപ്പൊ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇതോട് കൂടിയിട്ട് എയർ പൊല്യൂഷൻ നമ്മൾ അവസാനിക്കുകയാണ്. വീണ്ടും നോയ്സ് പൊല്യൂഷനിലേക്ക് നമ്മൾ കയറി. അപ്പൊ നോയ്സ് പൊല്യൂഷൻ സാധാരണ ചോദ്യങ്ങൾ വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ ലാസ്റ്റ് ഇയർ ചോദ്യം വന്നിട്ടുണ്ട്. 2021 ഇല്ലെങ്കിലും 2020-ലും 19-ലും ഒക്കെ ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ളതാണ്. 2020-ലാണ് അവസാനമായിട്ട് നോയ്സ് പൊല്യൂഷൻ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ നോയ്സ് പൊല്യൂഷന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കയറുമ്പോൾ ആദ്യം കേൾക്കേണ്ടത് ഈ നോയ്സ് എപ്പോഴാണ് ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് തോന്നിയത്? അപ്പൊ എയർ പൊല്യൂഷൻ ആക്ട് വന്നത് 1981. അത് ഭേദഗതി ചെയ്തു 1987. നോയ്സ് ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ ആഡ് ചെയ്തു. അപ്പൊ നോയ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? അൺഡിസൈർഡ് ഹൈ ലെവൽ ഓഫ് സൗണ്ട്. കണ്ടോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ഉയരത്തിലുള്ള സൗണ്ട്. അങ്ങനെയാണെങ്കിൽ നോയ്സ് പൊല്യൂഷന്റെ ഇഫക്ട്സ് എന്താന്ന് ചോദിച്ചാൽ ഉറക്കമില്ലായ്മ, ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും, നമ്മുടെ ബ്രീത്തിങ് പാറ്റേണിൽ മാറ്റം വരും, സ്ട്രെസ്, ഇതെല്ലാം നോയ്സ് പൊല്യൂഷന്റെ പ്രോബ്ലംസ് ആണ്. അങ്ങനെയാണെങ്കിൽ നീറ്റ് 2020-ൽ നോയ്സ് പൊല്യൂഷനിൽ നിന്നും വന്ന ആ കനത്ത ചോദ്യം ഏതായിരുന്നു? എയർ പൊല്യൂഷൻ ആക്ട് ഭേദഗതി ചെയ്തത്, അമെൻമെന്റ് നടത്തിയത് 1987-ലാണ്. ഈ 1987-ല് അമെൻമെന്റ് നടത്തിയത് ആരെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പൊ നമ്മൾ പറയും നോയ്സ് ആസ് എൻ എയർ പൊല്യൂട്ടൻ. ഇത് ചേർക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. നോക്കൂ, ഹൈ ലെവൽ ഓഫ് സൗണ്ട് ഫ്രം എ റോക്കറ്റ്. ഒരു റോക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു സൂപ്പർസോണിക് ജെറ്റ് പ്ലെയിനിൽ നിന്നും റിലീസ് ചെയ്യുന്ന സൗണ്ട് എത്ര ഡെസിബിൾ ആണ് നമ്മുടെ കേൾവി ശക്തിയെ തകരാറിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ 125 ഉണ്ട്, 150 ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് എത്രയായിരിക്കും മക്കളെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നത്? ഇറ്റ്സ് നോട്ട് ഔട്ട്. ഏതായിരിക്കും കറക്റ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 150 ഇസ് ദ റൈറ്റ് ആൻസർ. NCERT-യിൽ ഇതുണ്ടോ ടീച്ചറെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ NCERT-യിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇത് കാണാം. എവിടെയാണ് ടീച്ചർ ഇത് കാണുന്നത്? പേജ് നമ്പർ 272 കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നോയ്സ് പൊല്യൂഷന്റെ ഒരു പാരഗ്രാഫ് കാണാം. നോയ്സ് പൊല്യൂഷന്റെ പാരഗ്രാഫിൽ കൃത്യമായി, അതായത് രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, എ ബ്രീഫ് എക്സ്പോഷർ ടു, കണ്ട 150 ഡെസിബിളിന്റെ മുകളിലുള്ള ഈ സൗണ്ട് പെർമനന്റ് ആയിട്ട് കേൾവി ശക്തിയെ ബാധിക്കാം. നന്നായിട്ട് കാണുന്നുണ്ടോ? NCERT നല്ല വലിപ്പത്തിൽ കാണുന്നുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. ഫാത്തിമ മോള് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നോക്കൂ, കൃത്യമായിട്ടുണ്ട്. 272 പേജിൽ സെക്കൻഡ് പാരഗ്രാഫിൽ 7ാമത്തെ ലൈനിൽ വ്യക്തമായിട്ട് അത് കാണാം. ശരിയല്ലേ? ഓക്കെ, റെഡി. വീണ്ടും നമ്മൾ അടുത്ത ഏരിയയിലേക്ക് കയറാൻ പോവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കയറാൻ പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. അങ്ങനെയെങ്കിൽ വീണ്ടും നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. മരം വെച്ച് പിടിപ്പിക്കുന്ന മെത്തേഡ്, റോഡ് സൈഡിൽ മരം വെച്ച് പിടിപ്പിക്കുന്ന ടു കൺട്രോൾ നോയ്സ് പൊല്യൂഷൻ ഏതാ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ഉണ്ട്. ഇറ്റ്സ് ഗ്രീൻ മഫ്ലർ. ഇത് NCERT-യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ NCERT-യിൽ മഫ്ലിംഗ് നോയ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഗ്രീൻ മഫ്ലർ എന്ന് പറയുന്നത് റോഡ് സൈഡിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ നോയ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടിയിട്ട് നോയ്സ് പൊല്യൂഷൻ നമ്മൾ അവസാനിപ്പിച്ച് വാട്ടർ പൊല്യൂഷനിലേക്ക് കയറാണ്. ദ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ ചാപ്റ്റർ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് വാട്ടർ പൊല്യൂഷനിൽ നിന്നും അവസാനത്തെ ഓസോണിന്റെ ഭാഗത്തു നിന്നുമാണ്. ഇപ്പൊ വാട്ടർ പൊല്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് നോക്കാം. എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ
വാട്ടർ പ്രിവെൻഷൻ ആക്ട് പാസ്സാക്കിയത് നിലവിൽ വന്ന വർഷം 1974. അങ്ങനെയാണെങ്കിൽ ഡൊമസ്റ്റിക് സ്വീവേജ്, വീട്ടിൽ നിന്നും തള്ളുന്ന വേസ്റ്റിൽ എത്ര പെർസെൻറ്റേജ് ഇംപ്യൂരിറ്റി വന്നാലാണ് വാട്ടർ സെറ്റ് ടു ബി പൊല്യൂട്ടഡ് എന്ന് പറയുന്നത്? നോക്കൂ, 0.1% ഇംപ്യൂരിറ്റി മതി, വെറും 0.1% മതി ജലത്തെ മലിനമാക്കാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് മക്കളെ BOD ആൻഡ് DO? എന്താണ് BOD, എന്താണ് DO? BODയുടെ ഫുൾ ഫോം നമുക്കറിയാം, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ അതിന്റെ ഫുൾ ഫോം തെറ്റിക്കേണ്ട, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. നമ്മുടെ ജലാശയത്തിലേക്ക്, കുടിവെള്ള സ്രോതസ്സിലേക്ക്, ശുദ്ധജലത്തിലേക്ക്, ജലാശയത്തിലേക്ക് വേസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പം വെള്ളത്തിലുള്ള മൈക്രോ ഓർഗാനിസം ആ വേസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഓക്സിജൻ അമിതമായിട്ട് ഉപയോഗിക്കും. ആസ് എ റിസൾട്ട് വെള്ളത്തിന്റെ ലെവൽ താഴോട്ട് പോകാൻ തുടങ്ങും. ഓക്സിജന്റെ ഡിമാൻഡ് കുത്തനെ കൂടാൻ തുടങ്ങും. ഇങ്ങനെ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നതിനെയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അത് കൃത്യമായിട്ട് കാണുന്ന ഒരു ഗ്രാഫ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. NCERTയിലെ ആ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ, NCERT പേജിൽ നോക്കിക്കഴിഞ്ഞാൽ 274 NCERT പേജ് മറിച്ചാൽ ഈ ഗ്രാഫ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. ശരിയല്ലേ? അപ്പൊ റെഡിഷ് കളറിലും ബ്ലൂയിഷ് കളറിലും കാണാം. പക്ഷെ നീറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ചുവപ്പോ നീലയോ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അപ്പൊ ഏതാണ് BOD, ഏതാണ് DO എന്ന് കൃത്യമായിട്ട് ആ ഗ്രാഫിൽ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും അറിയേണ്ടത് ആൽഗൽ ബ്ലൂംസിനെ കുറിച്ചാണ്. ഏത് ആൽഗിയാണ് മക്കളെ, ഏത് ആൽഗിയാണ് ടെറർ ഓഫ് ബംഗാൾ എന്നും ലോകത്തിൽ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു വീടായിട്ട് അറിയപ്പെടുന്നത് ആരാ എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, വാട്ടർ ഹയാസിന്ത് അഥവാ ഐക്കോർണിയ ക്രാസിപ്പസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ്. BOD എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താ? BOD എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. വെള്ളത്തിൽ അമിതമായി പായലുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വെള്ളത്തിൽ അമിതമായിട്ടുണ്ടാവുന്ന പായലുകളെ നമ്മൾ എന്ത് വിളിക്കും? വി യൂസ് ദ ടേം ആൽഗൽ ബ്ലൂംസ്. കണ്ടോ, ഐക്കോർണിയയുടെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മൾ വിളിക്കുന്ന ടേം ആണ് ആൽഗൽ ബ്ലൂംസ്. മറക്കരുത്, ഐക്കോർണിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നതിന് മുമ്പ് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിൽ കൃത്യമായിട്ട് ആ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: A ആരാ, B ആരാ എന്നാണ്. A ആരാ, B ആരാ എന്നാ ചോദിക്കുന്നത്. അപ്പൊ A ആരാ എന്ന് ചോദിച്ചാൽ സീവേജ് ഡിസ്ചാർജ് ആണ്. ഇതാണ് സീവേജ് ഡിസ്ചാർജ്. കണ്ടോ, സീവേജ് ഡിസ്ചാർജ്. B ആരാന്ന് ചോദിച്ചാൽ അത് ഡിസോൾവ് ഓക്സിജൻ ആണ്. C ആരാന്ന് ചോദിച്ചാൽ അത് BOD ആണ്. അപ്പൊ ശരിയായ ആൻസർ എന്താ എന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് കൃത്യമായിട്ട് ആലോചിക്കാം. സീവേജ് ഡിസ്ചാർജ്, ഡിസോൾവ് ഓക്സിജൻ ആസ് വെൽ ആസ് BOD. അപ്പൊ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അപ്പൊ ഏതാണ് നീറ്റ് 2020 ഈ ഒരു പാട്ടിൽ നിന്നും വന്ന ചോദ്യം നോക്കാം. ഏതാണ് ലോകത്തിലെ എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആ വീട് ഏതാന്ന് ചോദിച്ചാൽ ആ വീടിന് നമ്മൾ ഏത് പേര് കൊടുക്കും? അത് മറ്റാരുമല്ല ടീച്ചറെ, ഐക്കോർണിയ ക്രാസിപ്പസ്. ഈ വർഷം അത് വീണ്ടും വരുമോ ടീച്ചറെ? വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു റിമൂവ് ഫ്രം വേസ്റ്റ് വാട്ടർ? കണ്ട, വേസ്റ്റ് വാട്ടറിൽ നിന്നും റിമൂവ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടായ വസ്തു ഏതാ എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ മക്കളെ പറയാ? വളരെ ആലോചിക്കുക. സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ്സ് ആണോ, ഡിസോൾവ് സോൾട്സ് ആണോ, അതോ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആണോ?
വേസ്റ്റ് മാറ്റർ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഏതായിരിക്കും ഡിസോൾവ് സോളിഡ്സും ഉണ്ട്, സസ്പെൻഡഡ് ആയിട്ടുള്ള ഡിസോൾവ് സോളിഡ്സും ഉണ്ട്, സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ്സും ഉണ്ട്. ഒരു സംശയമില്ല, കൃത്യമായിട്ട് ആൻസർ നിങ്ങളുടെ കൈവശമുണ്ട്. അത് ഡിസോൾവ് സോളിഡ്സ് ആണ്. ബി ഇസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ നീറ്റ് 2022 ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ പോകുന്ന ഏരിയയിലേക്കാണ് ഞാൻ നിങ്ങളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. That is effects of water pollution. അപ്പൊ വാട്ടർ പൊല്യൂഷൻ ഇഫക്ട്സിൽ ഏറ്റവും ആദ്യം കേൾക്കേണ്ടത് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഈ ബയോമാഗ്നിഫിക്കേഷന്റെ പ്രത്യേകത എന്താന്ന് നിങ്ങൾക്കറിയാം. ടോക്സിക് വസ്തുക്കൾ സക്സസീവ് ട്രോഫിക് ലെവൽസ് ഇങ്ങനെ കൂടി വരുന്നത്. Is it okay? ശരി, അങ്ങനെയാണെങ്കിൽ ഏതിലാണ് ഏറ്റവും കോമൺ ആയിട്ട് ഇത് വരുന്നത്? മെർക്കുറിയൻ DDT. ഈ ചിത്രം ഒരിക്കലും മറന്നു പോണ്ട. അമേരിക്കയിൽ കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിൽ എന്ത് DDT തളിച്ചു. അപ്പൊ എത്രയാണ് തളിച്ചത് എന്ന് മറന്നു പോണ്ട. 0.003 പാർട്സ് പെർ ബില്യൺ ആണ്. അതേസമയം ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിലേക്ക് എത്തിയപ്പം അത് 25 പാർട്സ് പെർ മില്യണിലേക്ക് എത്തി. ശരിയല്ലേ? 25 പാർട്സ് പെർ മില്യണിലേക്ക് എത്തി. ഈ ബയോമാഗ്നിഫിക്കേഷന്റെ കാരണം കൊണ്ട് വംശനാശം സംഭവിച്ചു, പക്ഷികളുടെ വംശനാശം സംഭവിച്ചു എന്നറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ എന്താണ് മക്കളെ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്? നാച്ചുറൽ ഏജിങ്ങിനെയാണ് എന്ത് വിളിക്കുക? യൂട്രോഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? നാച്ചുറൽ ഏജിങ്ങിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് വിളിക്കുക. അപ്പൊ കൃത്യമായിട്ട് മറക്കാതെ ഓർത്തിരിക്കണം എന്താണ് യൂട്രോഫിക്കേഷൻ. ആൽഗൽ ബ്ലൂംസ്, ബയോമാഗ്നിഫിക്കേഷൻ, യൂട്രോഫിക്കേഷൻ നമ്മൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ അർക്കാട്ട ടൗണിൽ ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് വഴി വെള്ളത്തെ ശുദ്ധീകരിച്ച ആ ഒരു പ്രവൃത്തി നമ്മൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിലും പഠിക്കുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണുള്ളത്. 1 സെഡിമെന്റേഷൻ, ഓക്കെ. 2 ക്ലോറിനേഷൻ, 3 ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. സെഡിമെന്റേഷൻ, ക്ലോറിനേഷൻ, ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്, ഈ 3 മെത്തേഡ് വഴി അർക്കാട്ട ടൗണിലെ വെള്ളത്തെ ശുദ്ധീകരിച്ചെടുത്തത് ആരാ? ഫോമാണ്, ഫ്രണ്ട്സ് ഓഫ് അർക്കാട്ട മാഷ്. അപ്പൊ വാട്ടറിന്റെ കേസ് സ്റ്റഡി കൃത്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എങ്ങനെയാണ് ഈ വെള്ളം പ്യൂരിഫൈ ചെയ്തെടുത്തത്? നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഫോമിന്റെ ഫുൾ ഫോം അറിയണം, ഫ്രണ്ട്സ് ഓഫ് അർക്കാട്ട മാഷ്. നമ്മൾ പോകുന്ന ചോദ്യം ഇതാണ്: എന്താണ് എക്കോസൺ ടോയ്ലറ്റ്? എന്താണ് അതിന്റെ പ്രത്യേകത? വാട്ടർ പൊല്യൂഷനിലെ അവസാനത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോവാണ്. മനുഷ്യന്റെ എക്സ്ക്രീറ്റ, നമ്മുടെ വേസ്റ്റ്, നമ്മുടെ എക്സ്ക്രീറ്റ വീണ്ടും വളമായി ഉപയോഗിക്കുന്നതല്ലേ ഈ എക്കോസൺ ടോയ്ലറ്റുകൾ. അപ്പൊ എക്കോസൺ ടോയ്ലറ്റുകളുടെ പേര് കൃത്യമായി ഓർമ്മയിൽ ഉണ്ടാവണം. ആദ്യത്തെ ചോദ്യം നോക്കുക. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ എന്റെ കുട്ടികൾ പകച്ചു നിൽക്കുമോ? ഒരിക്കലുമില്ല ടീച്ചറെ, ഒരിക്കലുമില്ല. ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എന്താ? ന്യൂട്രിയൻസ് ആണോ, ടോക്സിക്കൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയണം? ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യം. അപ്പൊ എന്താണ് മക്കളെ ബയോമാഗ്നിഫിക്കേഷൻ? അപ്പൊ നമ്മൾ പറയും ബയോമാഗ്നിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചാൽ ടോക്സിക്കൻ്റ് ആണ്. കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ വേണം, ടോക്സിക്കന്റിന്റെ കോൺസെൻട്രേഷൻ ആണ്. സോ ബി ഇസ് ദ റൈറ്റ് ചോയ്സ്. ബി ഇസ് ദ റൈറ്റ് ചോയ്സ്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യം നോക്കാം. ഈ പറയുന്ന DDTന്റെ കോൺസെൻട്രേഷൻ ട്രോഫിക് ലെവലിന് മുകളിലോട്ട് പോകുന്തോറും ഡിക്രീസ് ചെയ്യാണോ ഇൻക്രീസ് ചെയ്യാണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, അത് ഇൻക്രീസ് ചെയ്യണം. DDTന്റെ കോൺസെൻട്രേഷൻ ട്രോഫിക് ലെവലിലേക്ക് മുകളിലോട്ട് പോകുന്തോറും കൂടി വരികയാണ്. Here comes the 2022 NEET question. ജോണി മോനെ എഴുതി വെച്ചോ, അടുത്ത വരാൻ പോകുന്ന ചോദ്യമാണ്. NEET 2022 നിങ്ങളെ കാത്തിരിക്കുന്നത് ഇവനാണോ എന്ന് നോക്കാം. Here comes the question for NEET 2022. ഓക്കെ, ഈ ചോദ്യമാണ് ഈ വർഷം വരുന്നതെങ്കിൽ നിങ്ങളെ കാത്ത്
നിങ്ങളെ കാത്ത് എന്തുണ്ട്? നിങ്ങളെ കാത്തല്ല, എന്നെ കാത്ത് ബിരിയാണി നിങ്ങളുടെ വക. നീറ്റ് 2022 ചോദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ചാപ്റ്ററിന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, യൂട്രോഫിക്കേഷൻ ആണ്. യൂട്രോഫിക്കേഷൻ അടുത്ത വർഷം അല്ലെങ്കിൽ ആ 17-ാം തീയതി രാത്രിയിൽ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബയോളജി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ചോദ്യം ഡിസ്കസ് ചെയ്യേണ്ട വരും എന്ന് ഞാൻ പറയുന്നു. വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. യൂട്രോഫിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം ഉണ്ടാവും എന്ന് ഉറപ്പിച്ചോളൂ. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു നാച്ചുറൽ ഏജിങ് ഓഫ് എ ലേക്ക് ബൈ ബയോളജിക്കൽ എൻറിച്ച്മെന്റ് ആണോ എന്ന് ആലോചിക്കുക. ബയോളജിക്കൽ എൻറിച്ച്മെന്റ് ആണോ അതോ ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് എന്ന് കൃത്യമായിട്ട് ആൻസർ ഉണ്ടാവണം. ഓക്കെ. അപ്പം മറക്കരുത്, ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് ആണ് അതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്. നാച്ചുറൽ ഏജിങ് ഓഫ് എ ലേക്ക് ബൈ ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് ആണ്. ഓക്കെ, ന്യൂട്രിയൻ എൻറിച്ച്മെന്റ്. അപ്പൊ ഞാനിത് ഇങ്ങനെയായിട്ട് മാറ്റാൻ പോവാണ്. ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യം ഇതാണ്. ഫോമിന്റെ ഫുൾ ഫോം നിങ്ങൾക്കറിയാം. ഇത് എവിടെയാ യൂസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. ഈ പറയുന്ന ഹ്യൂമൻ എക്സ്ക്രീറ്റ വളമായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ടോയ്ലറ്റ് ആണെന്ന് ചോദിച്ചാൽ അത് എക്കോസോൺ ടോയ്ലറ്റ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും NCERT-യിൽ അടുത്ത ഏരിയയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് NCERT തുറക്ക്, പേജ് നമ്പർ 278 എടുക്കുക. 278-ൽ സോളിഡ് വേസ്റ്റ് എന്ന മനോഹരമായ ഒരു ഹെഡിങ് കാണാം. ഈ സോളിഡ് വേസ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. സോളിഡ് വേസ്റ്റും എഗ്രോ കെമിക്കൽസിന്റെയും ഡീറ്റെയിൽസ് ആണ് ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്ന് കൃത്യമായിട്ട് നോക്കുക. നമ്മൾ വലിച്ചെറിയുന്ന ചപ്പും ചവറും. അങ്ങനെയാണെങ്കിൽ സാനിറ്ററി ലാൻഡ്ഫിൽ നിങ്ങൾക്കറിയാം, വലിയ ട്രെഞ്ച് എടുത്ത് കുഴിയെടുത്ത് അതിലേക്ക് വേസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വേസ്റ്റിന്റെ കാറ്റഗറി നിങ്ങൾ പഠിച്ചു. ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ ഹോസ്പിറ്റൽ വേസ്റ്റ് കത്തിച്ചു നമ്മൾ അതിനെയല്ലേ ഇൻസിനറേറ്റർ എന്ന് വിളിക്കുന്നത്. എന്റെ ചോദ്യം ഈ ലൈവിലുള്ള ആരാണ് ആൻസർ ചെയ്യുക? ഇൻസിനറേറ്ററിൽ ഓക്സിജന്റെ പ്രസൻസിലാണോ ഓക്സിജന്റെ ആബ്സെൻസിലാണോ? എയറോബിക് ഓക്സിജന്റെ പ്രസൻസിലാണോ ഓക്സിജന്റെ ആബ്സെൻസിലാണോ? ഓക്സിജന്റെ ആബ്സെൻസിലാണോ എന്ന് ചോദിച്ചാൽ ഓക്സിജന്റെ പ്രസൻസിലാണ് ഹോസ്പിറ്റൽ വേസ്റ്റിനെ ഇൻസിനറേറ്ററിൽ ഇട്ട് കത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റുകളെ ഈ വേസ്റ്റുകൾ എന്ന് വിളിക്കും. ഒരേ ഒരു പോസിബിൾ സൊല്യൂഷനേ ഉള്ളൂ. എന്താണ് ഒരേ ഒരു പോസിബിൾ സൊല്യൂഷൻ? എന്താണ് മക്കളെ ഒരേ ഒരു പോസിബിൾ സൊല്യൂഷൻ? റീസൈക്ലിംഗ് അല്ലാതെ മറ്റൊരു സൊല്യൂഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റിനെ കുറിച്ചുള്ള റെമഡി പറഞ്ഞത് ആരാ എന്നാണ് അടുത്ത ചോദ്യം. പ്ലാസ്റ്റിക് വേസ്റ്റിനെ കുറിച്ചുള്ള റെമഡി പറഞ്ഞത് നമ്മുടെ സ്വന്തം അഹമ്മദ് ഖാൻ. ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഈ പറയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും ഉണ്ടാക്കിയ പോളിബ്ലെൻഡ് റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബിറ്റുമെനുമായി മിക്സ് ചെയ്തു. അങ്ങനെ റോഡിന്റെ ആയുസ് 3 ഇരട്ടി കൂട്ടി. അപ്പൊ ഒരു കാരണവശാലും പോളിബ്ലെൻഡിനെ കുറിച്ചോ ബിറ്റുമെനെ കുറിച്ചോ ഒരു കാരണവശാലും മറക്കരുത്. അങ്ങനെയെങ്കിൽ വീണ്ടും അഗ്രോ കെമിക്കൽസ്, കൃഷിയിൽ ഉപയോഗിക്കുന്ന രാസവളങ്ങളെ കുറിച്ച് അറിയുമ്പം ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കേണ്ട പേരാണ് രമേശ് ചന്ദ്ര ദാഗർ അങ്കിൾ ദാഗർ മാമൻ ചെയ്തതെന്താ? ആദ്യമായി ഇന്ത്യയിൽ ജൈവവള കൃഷി നടത്തി ഒരു സൊസൈറ്റി സ്ഥാപിച്ചു. ഹരിയാന കിസാൻ വെൽഫെയർ സൊസൈറ്റി. ഓർഗാനിക് ഫാമിങ്ങിന്റെ പുതിയ തലങ്ങളിലേക്ക് നമ്മുടെ കർഷകരെ കൈപിടിച്ചു കൊണ്ടുപോയ നേതാവാണ് രമേശ് ചന്ദ്ര ദാഗർ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ന്യൂക്ലിയർ വേസ്റ്റിനെ കുറിച്ച്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ കുറിച്ച് പറയുമ്പം 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ കുറിച്ച് പറയുമ്പം ആ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കേണ്ട 2 കാര്യങ്ങൾ ഏതാണ് ടീച്ചറെ? 2 കാര്യങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ ആ 2 കാര്യങ്ങളിൽ ഒന്ന് ആക്സിഡന്റ് ലീക്കേജ്. ലോകത്തിൽ ആദ്യമായി ആക്സിഡന്റ് ലീക്കേജ് നടന്ന സ്ഥലം എവിടെ എന്ന
ചോദ്യത്തിന് മുമ്പിൽ എൻ്റെ കുട്ടികൾ പതറിപ്പോവരുത്. അമേരിക്കയിലെ 3 മൈൽ ദുരന്തം, ദെൻ ചെർണോബിൽ ഇൻസിഡന്റ്, മറക്കരുത്. ചെർണോബിൽ ഇൻസിഡന്റ് ഒരു കാരണവശാലും മറക്കരുത്. ന്യൂക്ലിയർ വേസ്റ്റ് ഒഴിവാക്കാൻ ഒരേ ഒരു മാർഗമേ NCERT പറയുന്നുള്ളൂ, 500 മീറ്ററിന്റെ അടിയിൽ കൊണ്ടുപോയി കുഴിച്ചിടൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാണ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇൻസിനറേറ്റർ ഹോസ്പിറ്റൽ വേസ്റ്റ് റിമൂവ് ചെയ്യാനാണ് എന്ന് പറയുന്നു. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? സംശയമില്ല ടീച്ചറെ, അത് ശരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. റീസൈക്ലിംഗ്. അടുത്ത ഓപ്ഷൻ റീസൈക്ലിംഗ് ആണ് ഓൺലി സൊല്യൂഷൻ. റീസൈക്ലിംഗ് ഇസ് ദ ഓൺലി സൊല്യൂഷൻ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇ വേസ്റ്റ്. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയാണല്ലോ ടീച്ചറെ. റീസൈക്ലിംഗ് ഇസ് ദ ഓൺലി സൊല്യൂഷൻ. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിൽ 2 ppm DDT ആണ് എന്ന് പറയുന്നു. തെറ്റ്. ടീച്ചർ പറഞ്ഞത് തെറ്റ്. സി ഓപ്ഷൻ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കാം. പോളിബ്ലെൻഡ്. ഏതാ? പോളിബ്ലെൻഡ് ഇസ് എ ഫൈൻ പൗഡർ ഓഫ് ബിറ്റുമെൻ. തെറ്റ്. വീണ്ടും തെറ്റ്. അപ്പൊ എയും ബിയും അല്ലേ മക്കളെ കറക്റ്റ്? ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിലേക്ക് എത്ര പാർട്സ് പെർ മില്യണാണ് നമ്മൾ പറഞ്ഞത്? ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിൽ 25 പാർട്സ് പെർ മില്യൺ അല്ലേ നമ്മൾ പറഞ്ഞത്? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എയും ബിയും മാത്രമല്ലേ ഇതിൽ കറക്റ്റ് ആൻസർ. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു എ ഫോർ എയിംസ്. പോളിബ്ലെൻഡ് പ്ലാസ്റ്റിക്കിന്റെ അല്ലേ? അപ്പൊ എയും ബിയും മാത്രമല്ലേ ശരി? അങ്ങനെയെങ്കിൽ 2019 ആ മികച്ച ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. പോളിബ്ലെൻഡിനെ കുറിച്ച് അവർ നമ്മളോട് ചോദിച്ചു. നമ്മൾ തോൽക്കുമോ? ഇല്ല. പോളിബ്ലെൻഡ് പ്ലാസ്റ്റിക്കിൽ നിന്നും കിട്ടുന്നത് റിഫൈൻ ചെയ്ത റീസൈക്കിൾ ചെയ്ത പൗഡറാണ് എന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്. ഒരു സംശയമില്ലാതെ കൃത്യമായിട്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതേ വർഷം ചോദിച്ച അടുത്ത സെന്റൻസ്, അടുത്ത പാരഗ്രാഫിലെ ചോദ്യമാണ് നീറ്റ് 2019 മറ്റൊരു ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. എന്തായിരുന്നു ടീച്ചറെ 2019 ആ ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യം? ന്യൂക്ലിയർ വേസ്റ്റ് ഒഴിവാക്കാനുള്ള ഒരു സ്യൂട്ടബിൾ മെത്തേഡ് നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ തോൽക്കുമോ? ഒരിക്കലും തോൽക്കില്ല ടീച്ചറെ. നമ്മൾ എന്ത് പറയും? bury the waste within the rocks deep under the earth's surface. ഇത് മാത്രമേ ആകെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉള്ളൂ. അപ്പൊ എ ഫോർ എയിംസ് അല്ലേ കറക്റ്റ് ആൻസർ? അല്ലേ? വീണ്ടും അടുത്ത ചോദ്യം. ഇതേ ചോദ്യത്തിന്റെ മറ്റൊരു രൂപമാണ്. ഈ ന്യൂക്ലിയർ വേസ്റ്റ് എത്ര മീറ്റർ അടിത്തട്ടിലേക്കാണ് കൊണ്ടുപോകേണ്ടത്? 500 മീറ്റേഴ്സിന്റെ അടിത്തട്ടിൽ. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ വീണ്ടും പറയാൻ പോകുന്നത് ഫസ്റ്റ് ആക്സിഡന്റ് ലീക്കേജ് ഒക്കർ ചെയ്ത സ്ഥലം ഏത്? ഒരു സംശയമില്ല, 3 മൈൽ ദുരന്തം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 3 മൈൽ ദുരന്തമാണ് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്ത ന്യൂക്ലിയർ ലീക്കേജ്. അങ്ങനെയെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത ഏരിയയിലേക്ക് കിടക്കാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്നാണ് 2020 ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളെ കാത്തിരുന്നത്. അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും എന്താ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒരു നാച്ചുറൽ ഫിനോമിനാണ്. ഭൂമിയുടെ ഉപരിതലം അത് ചൂടാക്കും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആവശ്യമാണോ അനാവശ്യമാണോ? അത്യാവശ്യമാണ്. ചോദ്യം ഇതാണ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി ആവുമായിരുന്നു? -18 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ കെമിസ്ട്രിയിൽ നിന്നും വ്യത്യസ്തമായി ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എൻവയൺമെന്റൽ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുമ്പം ഓസോണും കൂടി ഗ്രീൻ ഹൗസ് ഗ്യാസിൽ ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ പഠിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥേൻ ഉണ്ട്, ക്ലോറോഫ്ലൂറോ കാർബൺ ഉണ്ട്, N2 ഉണ്ട്. കൃത്യമായ പെർസെൻറ്റേജ് പഠിക്കാതെ നിങ്ങൾ നീറ്റ് 2022 എഴുതാനായിട്ട് പോവരുത്. ജോണി മോനെ ശ്രദ്ധിച്ചോളൂ. അടുത്ത ചോദ്യം നീറ്റ് 2022 അടുത്ത ചോദ്യത്തിന്റെ മുമ്പിലാണ്
നിങ്ങൾ നിൽക്കുന്നത്. നീറ്റ് 2022 ആയിട്ട് ഇത് എഴുതാൻ പറ്റുമോ എന്ന് നമുക്ക് 17-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് കാണാം. ജോണി അണ്ണി നീ കാണുന്നില്ലേ? ഓക്കെ, നീയല്ലേ ക്വസ്റ്റ്യൻ രേഖപ്പെടുത്തി വെക്കുന്നത്? അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ ശ്രേണിയിലേക്ക് ഈ ഒരു ചോദ്യം കൂടി ജോണി മോനെ നീ ആഡ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം ജൂലൈ 17-ാം തീയതി 2 മണിക്ക് ഈ ചോദ്യം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെയെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തും? കറക്റ്റായിട്ട് ഏതാ നമ്മൾ പറയാ? -18 ഡിഗ്രി സെൽഷ്യസ്. -18 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയെങ്കിൽ 2019 നീറ്റിന്റെ ചോദ്യത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകളെ കുറിച്ചാണ്. എന്റെ ചോദ്യം ഇതാണ്: താഴെ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് ആരാ? ഒരു സംശയമില്ല, അത് നമ്മുടെ സ്വന്തം കാർബൺ ഡൈ ഓക്സൈഡാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ക്രൂഷ്യൽ ക്വസ്റ്റ്യന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കാൻ പോകുന്നത്. ഏതാണ് ആ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ ഉള്ളിൽ എർത്തിന്റെ ടെമ്പറേച്ചർ എത്ര മടങ്ങായിട്ടാണ് കൂടിയത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? എത്ര പേർക്ക് അറിയാം? പേജ് നമ്പർ 281 അവസാനത്തെ പാരഗ്രാഫിൽ അവസാനത്തെ ലൈനിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ് കുറഞ്ഞതല്ല കൂടിയത് എന്ന ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ പരാജയപ്പെടുമോ? ഇല്ല ടീച്ചർ, പരാജയപ്പെടില്ല. 0.6 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്രൂഷ്യൽ ക്വസ്റ്റ്യന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നോക്കൂ, റൈസ് ഇൻ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഓട്ട് ക്ലൈമാറ്റിക് ചേഞ്ചസിന് വിളിക്കുന്ന പേര്. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെ കുറിച്ചാണ്. മഴയാണെങ്കിൽ കനത്ത മഴ, പ്രളയം, വെയിലാണെങ്കിൽ കനത്ത വെയിൽ, കൊടും ചൂട്. ഈ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരെന്ത്? ആ ഒരു ഓട്ട് ക്ലൈമാറ്റിക് ചേഞ്ചസിന്റെ പേരെന്താണ് എന്ന് ചോദ്യം വന്നാൽ എൻ്റെ കുട്ടികൾ എന്തെഴുതും? അതാണ് എൽ നീനോ ഇഫക്റ്റ്. ആണോ? എൽ നീനോ ഇഫക്റ്റ്, ഓട്ട് ക്ലൈമാറ്റിക് ചേഞ്ചസ്. ഡി ഫോർ ഡോക്ടർ. എവിടെയാണ് ടീച്ചറെ NCERTയിൽ ഇങ്ങനെയൊരു സംഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് പേജ് നമ്പറിൽ നമുക്കിത് കാണാം? 282 പേജിലേക്ക് പോയാൽ 282 പേജിലേക്ക് പോയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എൽ നീനോ ഇഫക്റ്റ്, ഓട്ട് ക്ലൈമാറ്റിക് ചേഞ്ചസ്. 282 പേജിൽ 1ാമത്തെ പാരഗ്രാഫിൽ 3ാമത്തെ ലൈനിൽ നോക്കുക. എൽ നീനോ ഇഫക്റ്റ് NCERTയിൽ പറയുന്ന ടേം ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കി വെക്കാം. ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീണ്ടും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. എൽ നീനോ ഇഫക്റ്റ് പഠിച്ച നമ്മൾ വീണ്ടും കേൾക്കാൻ പോകുന്ന അടുത്ത ചോദ്യം എന്താ ടീച്ചറെ? അടുത്ത ചോദ്യം ഗ്ലോബൽ വാർമിങ്ങിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? താഴെ പറയുന്ന എല്ലാ മെത്തേഡ് വഴിയും കൺട്രോൾ ചെയ്യാം ഒന്നൊഴികെ. ഏതാണ് ആ ചോദ്യം? ഏതാണ്? ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യാം ഒന്നൊഴികെ. ഏതാണ് ടീച്ചറെ ആ മെത്തേഡ്? നോക്കൂ, കട്ട് ഡൗൺ ദ യൂസ് ഓഫ് ഫോസിൽ ഫയർ, ഇതല്ല. സ്ലോ ഡൗൺ ദ ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ, നോക്ക്. ഇംപ്രൂവിങ് എഫിഷ്യൻസി, ആണോ? അല്ല. പിന്നെ ഏതാണ്? ഒരൊറ്റ വഴി എഫോറസ്റ്റേഷൻ കൂട്ടുക, ഡീഫോറസ്റ്റേഷൻ കുറയ്ക്കുക. അപ്പൊ എക്സെപ്റ്റ് ആണ് ചോദിച്ചത്. സോ ഡി ഫോർ ഡോക്ടേഴ്സ് ദ റൈറ്റ് ആൻസർ. അവസാനത്തെ ഭാഗങ്ങളിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ഓസോൺ ഡിപ്ലീഷൻ ആൻഡ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അങ്ങനെയാണെങ്കിൽ 2 ടൈപ്പ് ഓസോണിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒന്ന് ചീത്ത ഓസോൺ, ബാഡ് ഓസോൺ, പിന്നെ ഒന്ന് ഗുഡ് ഓസോൺ. നല്ല ഓസോൺ എവിടെ? ചീത്ത ഓസോൺ എവിടെയാണ്? ബാഡ് ഓസോൺ വരുന്നത് ട്രോപ്പോസ്ഫിയറിൽ, നല്ല ഓസോൺ എവിടെയാ? സ്ട്രാറ്റോസ്ഫിയറിൽ. അങ്ങനെയാണെങ്കിൽ ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത് ഓസോണിന്റെ തിക്നെസ് മെഷർ ചെയ്യുന്നതല്ലേ? ഇതായിരുന്നു 2021 നമ്മുടെ ഈ ചാപ്റ്ററിലെ ചോദ്യം. ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത് ഓസോണിന്റെ തിക്നെസ് മെഷർ ചെയ്യുന്നതല്ലേ? ഈ ചോദ്യമായിരുന്നു കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ചോദ്യം.
ഈ വർഷം ഏതാണ് കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് മക്കളെ ഓസോണിന്റെ ഹോള് ഡെവലപ്പ് ചെയ്യുക? ആർക്ക് പറയാൻ പറ്റും? വീണ്ടും NCERT തുറക്കുക, 282 പേജ് എടുക്കുക. 282 പേജ് എടുത്താൽ കൃത്യമായി ഭൂമിയുടെ ചിത്രം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വരുന്ന ചിത്രത്തിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം ഓസോൺ ഹോള് ആദ്യമായിട്ടുണ്ടായത് അന്റാർട്ടിക്കയുടെ മുകളിൽ. ഏത് സമയത്താണ് എപ്പോഴും ഉണ്ടാവുക? ഓഗസ്റ്റ് മാസം അവസാനം. ചുരുക്കി പറഞ്ഞാൽ അടുത്ത മാസം അവസാനം നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴേക്കും അന്റാർട്ടിക്കയുടെ മുകളിൽ ഓസോൺ പാളിയിൽ വിള്ളൽ വീണിട്ടുണ്ടാവും എന്നാലോചിക്കുക. ജൂലൈ 17 നീറ്റ് പരീക്ഷ, ഓഗസ്റ്റ് അവസാനമാകുമ്പോഴേക്കും എന്ത് സംഭവിച്ചു? അന്റാർട്ടിക്കയുടെ മുകളിൽ വിള്ളൽ വീണു, ഓസോൺ ഹോൾ. മറക്കരുത്, ഒരിക്കലും മറന്നു പോകാതിരിക്കാനായിട്ടാണ് ഓഗസ്റ്റ് അവസാനം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ഓസോണെ ബ്രേക്ക് ചെയ്യുന്നതിൽ, ഓസോൺ ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മിടുക്കൻ ആരാന്ന് ചോദിച്ചാൽ അത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ UV റേഡിയേഷൻസ് അല്ലേ? ഓസോണിൽ വിള്ളൽ വീണാൽ, ഓസോൺ ഹോള് കട്ടി കുറഞ്ഞാൽ UV റേഡിയേഷൻ നമ്മുടെ ഭൂമിയിലേക്ക് പതിച്ചു. UV റേഡിയേഷൻ വന്നാൽ മ്യൂട്ടേഷൻ, ക്യാൻസർ, വാർദ്ധക്യത്തിലേക്ക് പോയി സ്കിന്ന്. നോക്കൂ എന്ത് സംഭവിച്ചു? ഇൻഫ്ലമേഷൻ ഓഫ് ദ കോർണിയ. ഇൻഫ്ലമേഷൻ ഓഫ് ദ കോർണിയനെ വിളിക്കുന്ന പേരെന്താ? സ്നോ ബ്ലൈൻഡ്നസ്. മറക്കണ്ട, എന്താണ് സ്നോ ബ്ലൈൻഡ്നസ് എന്ന് കൃത്യമായിട്ട് പഠിക്കാതെ എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിക്കണ്ട. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കാം മോൺട്രിയൽ പ്രോട്ടോകോൾ. കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഓസോണെ ഡിപ്ലീറ്റ് ചെയ്യുന്ന വസ്തുക്കളുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ 1987 കാനഡയിലെ മോൺട്രിയലിൽ ഒത്തുകൂടി ഒപ്പിട്ട ട്രീറ്റി. അങ്ങനെയെങ്കിൽ ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണ്? ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ച് എന്ത് സംഭവിച്ചു? കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ഒപ്പിട്ട ട്രീറ്റിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. എത്ര പേർക്കറിയാം ക്യോട്ടോ പ്രോട്ടോകോൾ? NCERT-യിൽ ഇല്ല, പക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്ര പേർക്കറിയാം ക്യോട്ടോ പ്രോട്ടോകോൾ എന്നാണ് സൈൻ ചെയ്തത്? പക്ഷെ അത് പഠിക്കാൻ നിൽക്കണ്ട. ക്യോട്ടോ പ്രോട്ടോകോൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനെ കുറയ്ക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ഒപ്പിട്ട ട്രീറ്റിയാണ് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. വർഷം എപ്പോഴും മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ വർഷം പഠിച്ചാൽ മതി. കാരണം 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ സൈൻ ചെയ്തത് എന്ന രഹസ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഇയർ ഞാൻ പറഞ്ഞ് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ആദ്യത്തെ ചോദ്യം തന്നെ കഴിഞ്ഞ വർഷത്തെ നീറ്റ് 2021 അതിമനോഹരമായ ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓസോണിന്റെ തിക്നെസ് മെഷർ ചെയ്യുന്നത് ഡോപ്സൺ ആണോ ഡെസിബിൾ ആണോ ഡോപ്സൺ ആണോ? ഈ ചോദ്യം പ്രതിസന്ധിയിലേക്ക് എത്തുമോ? ഇല്ല ടീച്ചറെ, പുഷ്പം പോലെ ഇത് നമ്മൾ ചെയ്യും. അത് ഡോപ്സൺ യൂണിറ്റ് ആണ്. ഡെസിബിൾ സൗണ്ടിന്റെയാണ്. അങ്ങനെയാണെങ്കിൽ അന്റാർട്ടിക്കയുടെ മുകളിൽ ഓസോൺ ഹോള് ക്രിയേറ്റ് ചെയ്തത് എന്നാണ് എന്ന് ഇനി ഒരിക്കലും തെറ്റിക്കില്ല. ജൂലൈ 17 നീറ്റ് പരീക്ഷ നടന്നാൽ അടുത്ത മാസം അവസാനം ഓസോൺ ഹോൾ അന്റാർട്ടിക്കയിൽ ഉണ്ടാകും എന്ന് ഓർത്ത് വെച്ചാൽ ഒരിക്കലും ഈ ചോദ്യം നിങ്ങൾ തെറ്റിക്കില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ ലേറ്റ് ഓഗസ്റ്റ് ആണോ ലേറ്റ് ജൂലൈ ആണോ എന്ന് ചോദിച്ചാൽ ലേറ്റ് ഓഗസ്റ്റ്, ശരിയല്ലേ? ലേറ്റ് ഓഗസ്റ്റ് ആൻഡ് ഏർലി ഒക്ടോബർ. സോ A for AIMS is the right answer. വീണ്ടും 2021 അതിമനോഹരമായ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. UVB റേഡിയേഷൻസ്, ഓസോൺ പാളിയിൽ വിള്ളൽ വീണു, UVB വന്നു, കോർണിയ വീർത്തു തുടുത്തു വന്നു. എന്ത് സംഭവിക്കാൻ ടീച്ചർ? സ്നോ ബ്ലൈൻഡ്നസ്. അല്ലാതെ എന്ത് സ്നോ ബ്ലൈൻഡ്നസ്? അടുത്ത ചോദ്യം നോക്കാം. നീറ്റ് 2022 എല്ലാ ചോദ്യങ്ങളും നീറ്റ് 2020, നീറ്റ് 2021, നീറ്റ് 2019 ഇതിലുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരു ഏരിയയിൽ നിന്നാണ് എടുത്തത് എന്നറിയുമ്പം നമ്മൾക്ക് ക്യൂരിയോസിറ്റി കൂടും. എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞ 3 വർഷമായി നീറ്റിലെ ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും ഈ ഒരു ഏരിയ വിട്ടുപോയിട്ടില്ല. ഈ ഏരിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
സോ വാട്ട് അബൌട്ട് ദിസ് ഇയർ? ഈ വർഷവും വലിയ വ്യത്യസ്തമൊന്നുമില്ല. നോക്കൂ, മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പിട്ട രാജ്യം ദാറ്റ് ഇസ് കാനഡ, നമ്മുടെ സ്വന്തം കാനഡ. 2019 അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം ഇതാണ്: ക്ലോറോ ഫ്ലൂറോ കാർബൺസിന്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രോട്ടോകോൾ ഏതാന്ന് ചോദിച്ചാൽ അത് ക്യോട്ടോ പ്രോട്ടോകോൾ തന്നെ നമുക്ക് പറയാം. ക്യോട്ടോ പ്രോട്ടോകോൾ. ഓക്കെ, അങ്ങനെയെങ്കിൽ വീണ്ടും നമ്മൾ ലാസ്റ്റ് ഏരിയയിലേക്ക് കയറാണ്. ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഏരിയയിലേക്ക് നമ്മൾ കയറാണ്. ഡീഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷനിലേക്ക് കയറാണ്. ആദ്യം കേൾക്കേണ്ടത് എങ്ങനെയാണ് മനുഷ്യന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മുടെ ജൈവ സമ്പത്ത് നശിച്ചു തുടങ്ങിയ കഥകളാണ്. സോയിൽ ഇറോഷൻ, ഡെസർട്ടിഫിക്കേഷൻ, വാട്ടർ ലോഗിങ്, അത് കേരളത്തിൽ വരെ സംഭവിച്ചു. ദെൻ സോയിൽ സലൈനിറ്റി. കൃത്യമായി ഓർത്തിരിക്കണം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കൂടെ കൃത്യമായി പഠിക്കേണ്ട ഒരു സംഗതിയാണ് ജം കൾട്ടിവേഷൻ. ജം കൾട്ടിവേഷൻ, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. വനം വെട്ടി നശിപ്പിക്കുക, അതിനെ കത്തിച്ച ശേഷം ആ ഒരു ആഷ് വളമായി ഉപയോഗിക്കുക. എന്ത് പ്രവൃത്തിയാണ് എന്ന് ആലോചിച്ച് നോക്ക്. ക്രൂരമായി നമ്മുടെ വനങ്ങളെ നശിപ്പിച്ച അവസ്ഥ നിങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ ഏറ്റവും അവസാനത്തെ ഏരിയയിലേക്ക് പോകുമ്പം അമൃതാദേവി എന്ന ആന്റിയെ ഒരു കാരണവശാലും മറക്കരുത്. ഭൂമിയിൽ ആദ്യമായി ഡീഫോറസ്റ്റേഷനെതിരെ സമരം ചെയ്ത, പരാജയപ്പെട്ട, തൻ്റെ 3 മക്കളെ നഷ്ടപ്പെടുത്തിയ ആ 3 മക്കളുടെ അമ്മ അമൃതാദേവി. ആ അമൃതാദേവിയുടെ ഓർമ്മയ്ക്കായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് മറക്കരുത്. എന്തിനു വേണ്ടി? for extraordinary courage and dedication in protecting wildlife. അങ്ങനെയാണെങ്കിൽ ചിപ്കോ മൂവ്മെന്റ് തുടങ്ങിയത് ഏത് വർഷം? 1974-ൽ. എവിടെ? ഗർവാൾ ഹിമാലയസിൽ ലോകത്തിൽ ആദ്യമായി ഡീഫോറസ്റ്റേഷനെതിരെ സമരം ചെയ്ത് വിജയിപ്പിച്ചത് ചിപ്കോ മൂവ്മെന്റ്. അങ്ങനെയെങ്കിൽ JFMന്റെ ഫുൾ ഫോം ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തണം. പുതിയ NCERT ബുക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചു നോക്കി വെക്കുക. നാഷണൽ ഫോറസ്റ്റ് പോളിസി ഏത് വർഷം? 1988-ലാണ്. എന്താണ് റെക്കമെൻഡ് ചെയ്തത്? 33% ഓഫ് ദ പ്ലെയിൻസ്. 33% ഓഫ് ദ പ്ലെയിൻസ്. അപ്പോൾ 67% for the hills. കണ്ട എത്ര ഫോറസ്റ്റ് വേണമെന്ന് ചോദിച്ചാൽ 33% സാധാരണ പ്രദേശങ്ങളിൽ, 33% for the plains, 67% of the hills ആണ്. അപ്പൊ ശരിയായ ആൻസർ ഏതാ എന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് both A and B, again D for doctor. അങ്ങനെയാണെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും എത്ര ശതമാനമാണ് ഫോറസ്റ്റ് കുറഞ്ഞത് എന്ന് ചോദിച്ചാൽ 21.54% ആണ് എന്ന് കൃത്യമായി ഓർത്തിരിക്കണം. എന്താണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ? കോമൺലി നോൺ ആസ് എന്ത് വിളിക്കും? കോമൺലി നോൺ ആസ് ജം കൾട്ടിവേഷൻ. ഓക്കെ, കൃത്യമായി ഓർത്തിരിക്കണം. അങ്ങനെയെങ്കിൽ അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് ഞാൻ കടക്കാണ്. ചോദ്യം ഇതാണ്: ഏത് വർഷത്തിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ JFM ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന ചോദ്യം വന്നാൽ എൻ്റെ കുട്ടികൾ പരാജയപ്പെടുമോ? ഇല്ല ടീച്ചറെ, അത് 1980-ലാന്നുള്ളത് കൃത്യമായി നമ്മുടെ ഓർമ്മയിലുണ്ടാവും. സോ ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ. ചിപ്കോ മൂവ്മെന്റ് തുടങ്ങി വെച്ചത് ഏത് കമ്മ്യൂണിറ്റിയാണ്? ചിപ്കോ മൂവ്മെന്റ് ഗർവാൾ ഹിമാലയാസിൽ വെച്ച് ഇത് കമ്മ്യൂണിറ്റി ആണെന്നല്ല, എവിടെ വെച്ച് എന്നുള്ളതാണ്, ഏത് സ്ഥലത്ത് എന്നുള്ളതാണ്. ഓക്കെ, ഓഫ് ഗർവാൾ ഹിമാലയാസ് ആണ്. ഏരിയ ആണ്, പ്ലേസ് ആണ് നമ്മൾ ചോദിക്കുമ്പോൾ ഗർവാൾ ഹിമാലയാസ് പറയേണ്ടത്. ആദ്യത്തെ ഡീഫോറസ്റ്റേഷനെതിരെ പോരാടിയത് ബിഷ്ണോയ് കമ്മ്യൂണിറ്റിയാണ്. പ്ലേസ് ചോദിച്ചാലാണ് നമ്മൾ ഗർവാൾ ഹിമാലയാസ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ
ചോദ്യം അവസാനിപ്പിക്കാൻ പോവാണ്. ഏതാണ് ആ ചോദ്യം എന്ന് നോക്കുക, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഇതെല്ലാം ബാധിക്കും എക്സെപ്റ്റ് വൺ. ഏതായിരിക്കും? സോയിൽ എറോഷൻ ബാധിക്കും, ശരിയല്ലേ? സോയിൽ എറോഷൻ ബാധിക്കും, ഡെസർട്ടിഫിക്കേഷൻ ബാധിക്കും, കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂട്ടും. അതേസമയം ഹൈഡ്രോളജിക്കൽ സൈക്കിൾ, വാട്ടർ സൈക്കിൾ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു, അതിന് സംഭവിക്കും. സോ ദാറ്റ് ഇസ് ദ ആൻസർ. ഓക്കെ സോ ദാറ്റ് ഇസ് ദ ആൻസർ. അപ്പൊ ഇത് ലാസ്റ്റ് ചോദ്യം ഗർവാൾ ഹിമാലയാസ് ആണ്. ചിപ്കോ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാന്ന് ചോദിച്ചാൽ ഗർവാൾ ഹിമാലയസിലാണ്, മറക്കണ്ട. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ലൈവ് നമ്മുടെ 10 days ചലഞ്ചിലെ ബോട്ടണി അവസാനിപ്പിക്കാൻ പോവാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പോയി പരീക്ഷ എഴുതാം. സോ എക്സാമിനേഷൻ ഇസ് വിത്ത് യു. ഓക്കെ, സോ ഫൈനലി ഡി ഫോർ ഡോക്ടറിലാണ് നമ്മുടെ അവസാനിച്ചത്. സോ all the best. See you on the next marathon challenge on 16th. Okay, bye bye. See you. ഹായ് ഹലോ. സോ ഫ്ലൂയിഡ്സ് എന്ന ടോപ്പിക്കിന്റെ അടുത്ത ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. റൈറ്റ്, സോ നമുക്ക് മുമ്പോട്ട് പോകാം. മക്കളെ, ഇന്നലെ നമ്മൾ ഫ്ലൂയിഡ്സിന്റെ ഫസ്റ്റ് ഭാഗമായ സർഫസ് ടെൻഷൻ എന്ന സെക്ഷനാണ് ഫിനിഷ് ചെയ്തത്. ഇനി അതിന്റെ ബാക്കി ഭാഗമായുള്ള നിങ്ങളുടെ ബെർണോളിസ് തിയറം അതുപോലത്തെ കാര്യത്തിലേക്കൊക്കെയാണ് നമ്മൾ കടക്കുന്നത്. നമുക്ക് എന്തായാലും മുമ്പോട്ട് പോകാം.
10 days സ്റ്റഡി ചലഞ്ചിലെ അവസാന ദിവസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 100 ദിവസം 10 ദിവസം കൊണ്ട് 100 ചാപ്റ്റർ എന്ന ലക്ഷ്യവുമായിട്ട് ഇറങ്ങിയ നമ്മൾ 94ാമത്തെ ചാപ്റ്ററിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സോ 100 ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് വൈകുന്നേരം കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ യാത്ര 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിച്ച രാത്രിയും പകലും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അപ്പൊ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഫ്ലൂയിഡ്സ് എന്നൊരു ടഫ് ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം. അതിനകത്ത് അടുത്ത ഒരു സെറ്റ് ഓഫ് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം മക്കളെ അതിലേക്ക്. റൈറ്റ്. സോ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഒരു എച്ച് ഡെപ്ത് താഴെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു സബ്മറൈന്റെ കേസിലെ പ്രഷർ അങ്ങനെയൊക്കെ ചോദിക്കാവുന്ന കേസിലെ ആ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതായത് ഒരു ഡെപ്ത് ഡി എന്നോ അല്ലെങ്കിൽ എച്ച് എന്നോ പറയാം, നമുക്ക് അതിനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഈ ഒരു ലെങ്ത് താഴെയുള്ള പ്രഷർ വാട്ടറിൽ എച്ച് എന്ന് പറഞ്ഞ ഒരു ഡെപ്ത് താഴെയുള്ള പ്രഷർ എത്രയാന്ന് ചോദിച്ചാൽ, ഇഫ് ദി അറ്റ്മോസ്ഫിയർ പ്രഷർ P0 ആണെങ്കിൽ നമുക്ക് പറയാം P is equal to, ഇന്നലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. P is equal to നമുക്ക് പറയാം മക്കളെ P0 പ്ലസ് എച്ച് റോ ജി എന്ന് പറയാം. P0 പ്ലസ് എച്ച് റോ ജി എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. P is equal to P0 പ്ലസ് എച്ച് റോ ജി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു പർട്ടിക്കുലർ മീറ്റർ താഴെയുള്ള പ്രഷർ, അതാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് എച്ച് റോ ജി ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എച്ച് റോ ജി എന്ന് പറയുന്നത് പ്രഷറിനോട് ഈക്വൽ തന്നെയാണ്. എച്ച് റോ ജി എന്ന് പറയുന്നത് പ്രഷറിനോട് എന്ത് തന്നെയാണ്? ഈക്വൽ തന്നെയാണ്. സോ എച്ച് റോ ജി, ഇപ്പൊ റോ ജി എച്ച് എന്നുള്ള ഒരു കാര്യം, റൈറ്റ്. സോ റോ ജി എച്ച് എന്നൊരു ഐഡിയ ഉണ്ടല്ലോ, ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ അത് ഡയമെൻഷണലി പ്രഷർ തന്നെയാണെന്നുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് വേണ്ടത്. മുമ്പോട്ട് പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യേണ്ടതുമാണ്. ഓക്കെ. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നമുക്ക് മുമ്പോട്ട് പോകാം. സോ അടുത്തത്, ദ റേഷ്യോ ഓഫ് പ്രഷർ ഓൺ എ സ്വിമ്മർ 10 മീറ്റർ ബിലോ ദി വാട്ടർ. 10 മീറ്റർ ആണ് താഴേക്ക് പോകുന്നത്. ഓക്കെ, 10 മീറ്റർ ബിലോ ദി വാട്ടർ. സർഫസ് ഓഫ് എ ലേക്ക് ടു ദാറ്റ് ഓഫ് ദി പ്രഷർ ഓൺ ദി സർഫസ് ഓഫ് ദി വാട്ടർ ഈസ് എത്രയാണെന്നാണ് ചോദ്യം. അതായത് സർഫസ് ഓഫ് ദി വാട്ടറിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്, PA എന്നോ P0 എന്ന് വിളിക്കാം. 10 മീറ്റർ താഴെയുള്ള സ്ഥലത്തെ പ്രഷർ ആണ് നമുക്ക് വേണ്ടത്. ആ പ്രഷറും 10 മീറ്റർ താഴെയുള്ള പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള റേഷ്യോ ആണ് അവർ ചോദിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം. നോക്കടാ, 10 മീറ്റർ താഴെ എന്ന് പറയുന്ന P0 പ്ലസ് എച്ച് റോ ജി ആണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് PA ആണ്. സോ PA എന്ന് പറഞ്ഞാൽ 10⁵ ആണ്, അഥവാ 1 അറ്റ്മോസ്ഫിയർ ആണെന്ന് അവർ പറയുന്നുണ്ട്. 1 അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 10⁵ എന്ന് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നത് 1.01 into 10⁵ എന്നാണ്. 1.01 into 10⁵ എന്നാണ്. സോ 1 into 10⁵ ഞാൻ തൽക്കാലം എടുക്കുകയാണ്. 10⁵ പ്ലസ് എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഡെൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10⁵ ആണ്. ജിയുടെ വാല്യൂ 10 ആണ്. ഡിവൈഡഡ് ബൈ താഴെ 10⁵ വരും. സോ ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം മക്കളെ 10⁵ പ്ലസ് 10⁵, 2 into 10⁵ ഡിവൈഡഡ് ബൈ 10⁵, 2. Right, 2. Clear ആണോ? 2. So 2 option C is the right answer. C is the right answer. സൈലത്തിന്റെ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ ഏതാണ് നല്ല എന്നൊക്കെ ചോദിക്കുന്നു. റൈറ്റ്. സോ ഓക്കെ, അതിനെക്കുറിച്ചൊന്നുള്ള ഒരു ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടും ഒരുപോലെ കെയർ ചെയ്യും. ഈ വരുന്ന വർഷം സൈലത്തിന്റെ രണ്ടാമത്തെ, അതായത് ഓഫ്ലൈൻ സെന്ററിൽ 2ാമത്തെ വർഷത്തിലേക്കും ഓൺലൈന്റെ 3ാമത്തെ വർഷത്തിലേക്കും കടക്കുന്ന വർഷമായിരിക്കും. ആർക്കെങ്കിലും ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇതായിരിക്കും ഏറ്റവും പീക്ക് ഇയർ ആയിട്ട് സൈലത്തിലെ കുട്ടികൾ പറയാൻ പോകുന്നത്. റൈറ്റ്. സോ ബിക്കോസ് അത്രത്തോളം ഫീച്ചേഴ്സ് സൈലം ഓഫ്ലൈനിലും ഓൺലൈനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാര്യം കൊടുക്കാവുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീമിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കാൻ പറ്റുന്നതിന്റെ എക്സ്ട്രീമിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഏറ്റവും പീക്കിലേക്കും സൈലം എന്ത് ചെയ്യുന്നതാണ്, പോകുന്ന വർഷമാണ്. സോ അത് ഒരു മാസം കൊണ്ട്, ഒരു കുട്ടിക്ക് ഒരു മാസം കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കറിയാം, ഏകദേശം 2700 2800 മുകളിലേക്ക് ഒരു റിപ്പീറ്റർ ഓഫ്ലൈൻ ഇപ്പോൾ തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. റൈറ്റ്. അത് ഞങ്ങൾക്ക് മാക്സിമം ഉള്ള സീറ്റ് എന്ന് പറയുന്നത് ഈ വർഷം 4000 ആണ്. ആ 4000 എക്സാം കഴിയുമ്പോഴത്തേക്കും തന്നെ ഫില്ല് ചെയ്യും. കാര്യം സൈലത്തില് മീൻസ് ഈ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ആ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാണ് ഈ വർഷവും. സൈലത്തിൽ അഡ്മിഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ബാക്കിയാകുമോ, സീറ്റ് ബാക്കി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താറില്ല സൈലത്തിൽ. ബിക്കോസ് സൈലത്തിന്റെ ക്ലാസ്സുകളും സൈലം തരുന്ന സപ്പോർട്ടുമാണ് അതിനുള്ളത്. രണ്ടും ഒരുപോലെ. റൈറ്റ്. സോ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും അതുപോലെ കെയർ ചെയ്യുന്ന ഒരു ഇയറും കൂടിയാണ് അടുത്തത്. സോ അത് അത്രയും പീക്കിലേക്ക് എത്തുക തന്നെ ചെയ്യും. അത് 100% ഉറപ്പിക്കാം. ബിക്കോസ് ദ ടീം സൈലം ഇസ് റെഡി ഫോർ ഇറ്റ്. ബിക്കോസ് ഒരു വർഷം 1.5 വർഷം
ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പ്ലാറ്റ്ഫോമുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സക്സസ് ഗൈസ്. അതിന്റെ പീക്കിലേക്ക് സൈലം എത്തുക തന്നെ ചെയ്യും. ഇന്ന് പല ആൾക്കാരും ക്ലാസ്സുകൾ ഇന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൈലം തുടങ്ങി വെച്ചത് കണ്ടുകൊണ്ട് മാത്രമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. മുമ്പോട്ട് പോകാം. റൈറ്റ്. സോ ഇതാണ് പ്രഷറിന്റെ കേസ്. റൈറ്റ് മക്കളെ, ഇത്രയുള്ള P0 + H ρg അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഒരു ഡെപ്ത് താഴെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു യൂട്യൂബിന്റെ യൂട്യൂബ്. റൈറ്റ്. സോ ഇന്നലെ ഞാൻ യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഇമേജ് തപ്പിയിട്ട് ഫുള്ളി നമ്മുടെ ഈ യൂട്യൂബ് ആവുന്നത്. റൈറ്റ്. സോ യൂട്യൂബ് എല്ലാം മാറിപ്പോയി യൂട്യൂബായി. സോ യൂട്യൂബിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. യൂട്യൂബിന്റെ കണക്കുകൾ ചെയ്യാനുള്ള എളുപ്പവഴി. ഇനി അവസാന നിമിഷം ഇതിന്റെ തിയറി കാര്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല. യൂട്യൂബ് റൈറ്റ്. സോ യൂട്യൂബിനകത്ത് മക്കളെ രണ്ടുപേരുടെയും പ്രഷർ ഈക്വൽ ആകുന്ന പർട്ടിക്കുലർ ഡെപ്തിൽ രണ്ടുപേരുടെയും പ്രഷർ സെയിം ആകുന്നിടത്ത് പ്രഷറുകൾ ഇക്വേറ്റ് ചെയ്യുക. അതായത് ഒരു ഇന്റർഫേസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ രണ്ട് സ്ഥലത്തും എന്തായിരിക്കും പ്രഷർ ഓൾമോസ്റ്റ് സെയിം ഹൈറ്റ് ആണെങ്കിൽ പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഇവിടുത്തെ രണ്ടിടത്തെയും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് രണ്ടും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. പ്രഷറുകൾ ഇങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ P0 ഉണ്ടാവും, ഇവിടെയും P0 ഉണ്ടാവും, പ്ലസ് H ρg ആണ്. അതായത് രണ്ട് സ്ഥലത്തുള്ള റൈറ്റിലെയും ലെഫ്റ്റിലെയും ഉള്ള പ്രഷർ. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എടുക്കുക, പർട്ടിക്കുലർ ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ പർട്ടിക്കുലർ പോയിന്റ് എടുക്കുക. അതായത് രണ്ടും ഈക്വൽ ആയി വരുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൽ രണ്ടും ഈക്വൽ ആയി വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് BC എടുക്കാം, ഇവിടെ എടുക്കാം എന്ന് പറയുന്ന പോലെ രണ്ടും ഈക്വൽ ആയി വരുന്ന ഒരു ചോദ്യം ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. രണ്ടും ഈക്വൽ ആയി തോന്നുന്ന നിങ്ങളൊരു സ്ഥലം എടുക്കുക, നിങ്ങൾക്ക് മുകളിലേക്കുള്ള ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഈക്വൽ സ്ഥലം എടുക്കുക. എന്നിട്ട് രണ്ട് സ്ഥലത്തെയും H റോജികൾ ഇക്വേറ്റ് ചെയ്യുക. H റോജി അല്ലെ സിഗ്മ H റോജി ഓഫ് റൈറ്റ് പ്ലസ് സിഗ്മ H റോജി ഓഫ് ലെഫ്റ്റ് എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിന് ഏത് കണക്കും വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാം. സിഗ്മ H റോജി അതായത് H റോജികൾ എത്ര എണ്ണം ഉണ്ടോ അതങ്ങ് കൂട്ടിയെടുക്കുക. അത് അത്രേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മൂന്നെണ്ണം ആഡ് ചെയ്യുക, ഒരെണ്ണേ ഉണ്ടെങ്കിൽ ഈക്വൽ ടു ഒരെണ്ണം ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് പറയാം ഇപ്പുറത്ത് ആകെ H റോജി, ഇവിടെ എല്ലാം അറ്റ്മോസ്ഫിയർ പ്രഷർ P0 തന്നെയാണ്. അത് പിന്നെ ആഡ് ചെയ്യേണ്ട. ഇപ്പുറത്തും ഒരു P0 വരും, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണ് നമ്മൾ രണ്ട് പ്രഷറും ഇക്വേറ്റ് ചെയ്യാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇവിടുത്തെ H റോജി അതായത് H1 ρ1 G1 H1 ρ1 G is equal to അപ്പുറത്ത് ആരാണ്? H2 ρ2 G. ക്ലിയർ ആണോ? സോ G രണ്ടിടത്തും സെയിം തന്നെയാണ്, G മാറുന്നൊന്നുമില്ല. റൈറ്റ്. സോ G എഫക്റ്റീവ് ഒന്നും വരുന്ന കേസ് ഒന്നും ഇല്ല ഇവിടെ. സോ അപ്പൊ H1 ρ1 G ക്യാൻസൽ ചെയ്യും. H1 ρ1 is equal to H2 ρ2 എന്ന് വരും. സോ ദാറ്റ് ഈസ് ദി ആൻസർ. G അവിടെ കട്ട് ചെയ്ത് പോകും, G വേണമെന്ന് പോലും ഇല്ല. H1 ρ1 is equal to H2 ρ2. യൂട്യൂബ് പലർക്കും ബുദ്ധിമുട്ടാണ്. ഇന്നലെ പലരും എന്നോട് യൂട്യൂബ് ചെയ്യുമോ സാർ, യൂട്യൂബ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. യൂട്യൂബ് ഞാൻ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം എന്ന് ചെയ്തു തരും. റൈറ്റ്. സോ ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. ശ്രദ്ധിക്കടാ മക്കളെ, ശ്രദ്ധിക്കടാ. റൈറ്റ്, ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ വാടാ. അതായത് ഈ കേസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? സെയിം വരുന്ന ഒരു സ്ഥലം എടുക്കാം. അതായത് ഹൈറ്റ് ഓൾമോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എടുക്കാം. ഈ പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ഈ പോയിന്റ് എടുത്തിട്ട് രണ്ട് സൈഡിലെ ഞാൻ ലെഫ്റ്റിലെ H റോജി റൈറ്റിലെ H റോജിയോട് ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ലെഫ്റ്റിലെ H റോജി നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഇതാ കിട്ടുന്നത്. H1 ρ1 G is equal to H റോജി ആണ്, G വേണമെന്നില്ല, G ഇട്ടില്ലാലും കുഴപ്പമില്ല, G ക്യാൻസൽ ചെയ്ത് പൊക്കോളും. is equal to ഇപ്പുറത്തെ H2 ρ2 G ഇല്ലാലും കുഴപ്പമില്ല, പ്ലസ് ഇതാണ് H1 - H2 ഇൻഡു ρ3. ഇത് ρ3 അല്ലേ? നിങ്ങൾ നോക്കടാ, ഇത് വയലറ്റ് ആണ് അല്ലേ? ഇയാളെ ഒരേ ഫ്ലൂയിഡ് ആണ്, വിച്ച് മീൻസ് അയാളുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ρ3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് നോക്കാം. ഈ വാല്യൂ ഇവിടെ വേണ്ട. റൈറ്റ്. സോ ഈ വാല്യൂ അറിയാണ്ടിട്ടത് H3. റൈറ്റ്. സോ അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല അതിന്റെ. റൈറ്റ്. സോ H ബിക്കോസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഇത് H1 ആണ്, ഇത് H2 ആണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഈസ് H1 - H2 എന്ന് കിട്ടും. സോ H1 - H2 ഇൻഡു റോ ഇൻഡു G എന്ന് കിട്ടും. G കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ H1 ρ1 is equal to H2 ρ2 പ്ലസ് H1 - H2 ഇൻഡു റോ എന്ന് കിട്ടും. G കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളയാം. ആൻഡ് അവിടുത്തെ ρ3 ആണ് അത് വരുന്നത്. ബിക്കോസ് അവിടെയുള്ള ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ഇവിടെ തന്നിരിക്കുന്ന ρ3 ആണ്. സോ ρ3 ആണ്. സോ അങ്ങനെയാണെങ്കിൽ H1 - H2 ഇൻറ്റു ρ3 എന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇവിടുന്ന് നിങ്ങൾക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മക്കളെ, ഒരു പോയിന്റ് എടുക്കുക, അവിടെ എല്ലായിടത്തും പ്രഷർ സെയിം ആണെന്ന് ഇക്വേറ്റ് ചെയ്യുക. പ്രഷർ സെയിം ആണെന്ന് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടെ പർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ടായിരിക്കും. ആ പർട്ടിക്കുലർ ഹൈറ്റ് നിങ്ങൾ നോക്കുക. ഇവിടെ H1 കാണും, അവിടെ ρ1 ആയിരിക്കും. ഇവിടെ രണ്ടാൾക്കാർ ചിലപ്പോൾ ഉണ്ടാകാം, ρ3യും ഇത് H1 - H2 ആയിരിക്കാം. ഇവിടെ എന്തുണ്ടാകാം? ρ2 ഉണ്ടാകാം, H2 ആയിരിക്കാം. എന്നിട്ട് H1 ρ1 is equal to ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ്.
സോ H2 into rho 2 plus H1 minus H2 into rho 3. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പോയിന്റിന് മുകളിലേക്കുള്ള H റോകൾ ലെഫ്റ്റും റൈറ്റും ഈക്വൽ എന്ന് ഇക്വേറ്റ് ചെയ്താൽ ചോദ്യത്തിന്റെ ഏത് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 2019 നീറ്റിൽ ചോദിച്ച ചോദ്യമാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സെയിം ആയിട്ട് കിട്ടുന്ന ഒരു പോയിന്റ് ഇതാണ് മക്കളെ. രണ്ടിടത്തും എനിക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത് കിട്ടുന്ന മേളിലേക്ക് ഹൈറ്റ് കിട്ടുന്ന ഒരു പോയിന്റ് ഇതാണ്. സോ ആ പോയിന്റുകൾ തമ്മിൽ ആ പോയിന്റ് തന്നെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഈ പോയിന്റ് തന്നെ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ 15 സെന്റിമീറ്റർ, ഇവിടെ 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്തെ എച്ച് റോജി ഈക്വൽ ടു ഇപ്പുറത്തെ എച്ച് റോജി. ഇവിടെ ആരാ ഉള്ളത്? 15ലും വാട്ടർ ആണ്. 15 ഇൻറ്റു വാട്ടറിന്റെ ഡെൻസിറ്റി 1000 ആണ്. ചോദിച്ചു തന്നിട്ടുണ്ട്. 1000 ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് 20 ആണ്. 20 ഇൻറ്റു എച്ച് റോജി. ജി വേണ്ട, ജി കട്ട് ചെയ്ത് പൊക്കോളും. എച്ച് ഇൻറ്റു റോ ഈക്വൽ ടു എച്ച് ഇൻറ്റു റോ. സിഗ്മ എച്ച് റോ ഇക്വേറ്റ് ചെയ്താൽ മതി. ജി കോമൺ എടുത്ത് കട്ട് ചെയ്ത് പൊക്കോളും. സോ 15 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു ഇപ്പുറത്തുള്ളത് 20 ആണ്. സെന്റിമീറ്റർ ആണ്, രണ്ടിടത്തും സെന്റിമീറ്റർ ഇട്ടോളൂ. ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഡെൻസിറ്റി ഓഫ് ദി ഓയിൽ ആണ് വേണ്ടത്. അതിന് ഡി എന്ന് കൊടുക്കാം, അല്ലെ റോ എന്ന് കൊടുത്തോളൂ. So rho equal to 15 into 1000 by 20. So it become 3 by 4 into 1000. 750 എന്ന് കിട്ടും. So മാർക്ക് ചെയ്യാം. ഓപ്ഷൻ സി is the right answer guys. സി എന്ന ഉത്തരം കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് പറയാം ക്ലിയർ ആയെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. 2017 യൂട്യൂബ് 2017 ചോദിച്ച യൂട്യൂബിലേക്കാണ് ഞാൻ കിടക്കുന്നത്. സോ ഞാൻ ഓൾറെഡി അവിടെ കോമൺ നമുക്ക് പ്രഷർ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് വരച്ചിരുന്നു. കാര്യം നമുക്ക് ഹൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു പോയിന്റ് ഇതാണ്. സോ രണ്ടിടത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പുറത്തെ ഓയിൽ, ഇപ്പുറത്തെ വാട്ടർ. അപ്പുറത്തെ ഓയിൽ, ഇപ്പുറത്തെ വാട്ടർ. അപ്പുറത്തെ ഓയിൽ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അപ്പുറത്തെ ഓയിലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 65 ഉണ്ട്, ഈ 65 ഉണ്ട്, ഈ 10 ഉണ്ട്. അപ്പൊ 65 65 10 ബിക്കോസ് 10 എന്ന് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ ടോട്ടൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 65 65 10 65 65 130 10 140 ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ളത് 140 ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി റോ ഓഫ് ഓയിൽ. അതാണ് നമുക്ക് വേണ്ടത്. ആ ഓയിലിന്റെ ഡെൻസിറ്റി ആണ് വേണ്ടത്. ഇപ്പുറത്തുള്ളത് ഇത്രയുമാണ് വാട്ടർ ഇത്രയുമാണുള്ളത്. അതായത് 65 പ്ലസ് 65 ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 130 ഉള്ളൂ. 130 ഇൻറ്റു 1000. അതായത് നമുക്ക് വേണ്ടത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ആ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആകുന്നു. അങ്ങനെയാണെങ്കിൽ റോ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 130 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 140 എന്ന് കിട്ടും. വെട്ടിയാൽ എന്തായാലും ഒന്നിൽ കുറവായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 13/14 വരിക. 13/14 എന്ന് പറഞ്ഞാൽ ഒന്നിൽ കുറവുള്ള വാല്യൂനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും 0.9 സംതിങ് വരിക. ഇത് വെട്ടുമ്പോൾ 0.9 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 900 സംതിങ് ആണ്. ദാറ്റ് ഈസ് 928. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മില്ലിമീറ്റർ ആയിക്കോട്ടെ, രണ്ട് സൈഡിലും മില്ലിമീറ്റർ ഇടുന്നതുകൊണ്ട് അത് കോമൺ. ഹൈറ്റ് നിങ്ങൾ കൺവേർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. ബിക്കോസ് രണ്ട് സൈഡിലും മില്ലിമീറ്റർ അല്ലേ. അപ്പൊ കൺവേർഷൻസ് രണ്ട് സൈഡിലേയും കട്ട് ചെയ്ത് വെക്കോളും. രണ്ട് സൈഡിലും സെന്റിമീറ്റർ മില്ലിമീറ്റർ നിങ്ങൾ ബിക്കോസ് ഈക്വൽ ടു ഇക്വേറ്റ് ചെയ്താൽ രണ്ട് സൈഡിലെ കൺവേർഷൻസ് കട്ട് ചെയ്ത് പൊക്കോളും. പിന്നെ ആ കൺവേർഷൻസിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. സെന്റിമീറ്റർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും മില്ലിമീറ്റർ തന്നെയാണ് ഇടുന്നെങ്കിൽ കൺവേർഷൻസ് രണ്ട് സൈഡിലും കട്ട് ചെയ്ത് പൊക്കോളും. പിന്നെ എച്ച് റോജി ഇടുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങനെ എച്ചിനെ കുറിച്ച് ആലോചിച്ച് അതിന്റെ മീൻസ് കൺവേർഷനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കോമൺ എടുത്ത് രണ്ട് കൺവേർഷൻസ് കട്ട് ചെയ്ത് പൊക്കോളും. പിന്നെ നിങ്ങൾ എന്ത് കൺവേർഷൻ കട്ടിയാലും അവസാനം വെട്ടിക്കളയാൻ വേണ്ടി അത് ഇടുന്നത്. വെറുതെ ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്ലിയർ ആണോ? ഇതാണ് യൂട്യൂബിന്റെ അടുത്ത ചോദ്യം നീറ്റിൽ വന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതൊരു അടുത്ത യൂട്യൂബാണ്. ചോദ്യത്തിൽ അവർ തന്നെ വരച്ചിട്ടുണ്ട്. അവർ തന്നെ ആ പോയിന്റ് വരച്ചിട്ടുണ്ട്. 10 ഇൻറ്റു അവിടെ 10⁻³ അല്ല, അവിടെ 1 ആണ് വരേണ്ടത്. ബിക്കോസ് നമുക്ക് വേണ്ടത് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാ. നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്, അഥവാ 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ സെന്റിമീറ്റർ ക്യൂബ് ആണ് 1 ഇടണം. അങ്ങനെയാണെങ്കിൽ 10 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 1 അല്ലെ, 10 ഇൻറ്റു അതിന്റെ ഡെൻസിറ്റി ആയ 1 ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി ആയ റോ. അപ്പൊ റോ ഈസ് ഈക്വൽ ടു 10/12 എന്ന് പറഞ്ഞാൽ ഒന്നിൽ കുറവാണ്. 0.83 എന്ന് വരും. സോ ദി ആൻസർ ഈസ് 0.83. ഓപ്ഷൻ എ. നമുക്ക് വേണ്ടത് ഉത്തരം ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ വാട്ടറിന്റെ ഡെൻസിറ്റി ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആയ 1 ഇടണം. നമുക്ക് വേണ്ടത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ നമ്മൾ 1000 ഇടണം. അത്രയുള്ള വ്യത്യാസം. സിമ്പിൾ ആണ്. ഐ തിങ്ക് നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യൂട്യൂബ് ക്ലിയർ ആണെങ്കിൽ തംസപ്പ് താഴെ കമന്റ് ബോക്സിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഐ തിങ്ക് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ ടോപ്പിക് റൈറ്റ്. സോ P0 പ്ലസ് എച്ച് റോജി അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന യൂട്യൂബും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റെഡിയാണോ?
Rho GH. Done. അടുത്താണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലേക്ക് കടക്കാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാണ്. ശ്രദ്ധിച്ചിരിക്കണം, റൈറ്റ്? സോ ആർക്കിമിഡീസ് പ്രിൻസിപ്പിള് നമുക്ക് പിന്നെ ഉള്ളത് ബെർണോളിസ് തിയറം അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. മക്കളെ ശ്രദ്ധിക്കടാ. ഓക്കെ, ഇതിന് വരാവുന്ന 1 hour കൊണ്ട് ഈ ചാപ്റ്റർ തീർക്കുക ഇറ്റ്സ് ആൻ ഹെക്ടിക് ടാസ്ക് ആണ്. സോ എങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാം. IIT ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്, IIT വരുന്നുണ്ട്. ഓക്കെ, IIT ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതേ സെയിം പാറ്റേൺ ആണ് IIT ഒക്കെ വരിക. ഓക്കെ, സോ നമുക്ക് മുമ്പോട്ട് പോകാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഒരാളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? വെള്ളത്തിലേക്ക് മുക്കുകയാണ്. ഒരു മാസ് mg ഉള്ള ഒരാളെ മുക്കുകയാണ്. ഡെഫിനറ്റ്ലി അവിടെ എന്ത് ചെയ്യും? ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യും. ആ ഫ്ലൂയിഡ് എത്രയാണോ ഡിസ്പ്ലേസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഫ്ലൂയിഡ് ഇയാളെ ഇവിടേക്ക് മുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇയാളെ നിങ്ങൾ ഇങ്ങോട്ട് മുക്കുമ്പോൾ അയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോളിയം ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, അതിനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ആ ഇന്നറിലുള്ള എത്രയാണോ വോളിയം, നമ്മൾ വോളിയം ഓഫ് ദാറ്റ് ബോഡി നമ്മൾ മുക്കിയത് ഇൻറ്റു റോ ഓഫ് ദാറ്റ് ഫ്ലൂയിഡ്. എത്രയാണോ ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ സൊല്യൂഷന്റെ എത്രയാണോ, സോ അത് എത്രയാണോ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വാട്ടറിന്റെ, അല്ലെങ്കിൽ വാട്ടർ ആണെങ്കിൽ വാട്ടർ ഇൻറ്റു ജി. ഈ ഇത്രയും ഒരു വെയിറ്റ് ഓഫ് ആള്, റൈറ്റ്? സോ ഇത്രയും ഫോഴ്സ് ഓഫ് ആൾ എന്ത് ചെയ്യും? അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ആൾ അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അപ്ത്രസ്റ്റ് അഥവാ ബൊയൻ ഫോഴ്സ് ഇതിൽ വരും എന്നുള്ളതാണ് ആക്ച്വലി ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്ത്രസ്റ്റ് അഥവാ ബൊയൻ ഫോഴ്സിനെ കുറിച്ചാണ്. ഈ ഫിഗറിൽ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം തന്നെ അത് ഞാൻ പറഞ്ഞുതരാം. എടാ, ഇത് മുക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇതിന്റെ വെയിറ്റ് ആയിട്ട് കാണുന്നത് 4 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം പ്രഷർ റോ GH ആണ്. ഇനി നിങ്ങൾ ഇനി നിങ്ങൾ വരാൻ പോകുന്ന ആള് പ്രഷർ അല്ല. കാര്യം ഇനി നിങ്ങൾ പറയാൻ പോകുന്ന ഫോഴ്സിനെ കുറിച്ചാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg ആണ്. mg എന്ന് പറഞ്ഞാൽ VRG അല്ലെ? മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പൊ ഇനി നിങ്ങൾ റോ GH കുറിച്ചല്ല പറയാൻ പോകുന്നത്. ഇനി നിങ്ങൾ പറയാൻ പോകുന്ന എല്ലാം VRG കുറിച്ചാണ്. VRG പുതിയൊരു ടേം. അത് ഈ ലാസ്റ്റ് സമയം എക്സാമിന് അത് ഓർത്ത് വെക്കാം. ഇനി അറിയാവുന്നവരുണ്ടെങ്കിൽ അത് അപ്പം പഠിപ്പിക്കുക. ലാസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് പറയാനുള്ള കാര്യമാണ്. റോ GH പ്രഷർ ആയിരുന്നു, VRG എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. സോ VRG കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ആള് VRG ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സിംപിളി അങ്ങനെ ഓർത്ത് വെക്കാം. ഇനി നമ്മൾ VRG കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫോഴ്സുകളെ കുറിച്ചാണ്. VRG. അപ്പൊ റോ GH ഡയമെൻഷനലി പ്രഷർ ആണ്. VRG എന്ന് പറഞ്ഞാൽ ഡയമെൻഷനലി അയാൾ ആരാണ്? ഫോഴ്സ് ആണ്. പിന്നെ നമ്മൾ ഫോഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാം, മുക്കുന്നതിന് മുമ്പേ ഇത് 4 ന്യൂട്ടൺ, അതായത് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 ന്യൂട്ടൺ ആയിരുന്നു. മുക്കി കഴിയുമ്പോൾ അവിടുന്ന് കുറച്ച് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പൊ എത്രത്തോളം ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ളത് ഈ പാത്രത്തിൽ എടുത്തിട്ട് നമ്മൾ അത് അളന്ന് നോക്കി. അപ്പൊ 3 ന്യൂട്ടൺ ആണ്. 3 ന്യൂട്ടൺ ആണ് അവിടെ എന്ത് ചെയ്തത്? ഡിസ്പ്ലേസ് ചെയ്തത്. 3 ന്യൂട്ടൺ ഫ്ലൂയിഡ് ആണ് ഡിസ്പ്ലേസ് ചെയ്തത്. അതായത് വെള്ളത്തിൽ മുക്കുമ്പം ആ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് മുക്കിയ എത്ര വോളിയം ആണോ ആ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് എന്ത് ചെയ്യും? അവിടെ ഡിസ്പ്ലേസ് ചെയ്യും. ആ ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കണം അത് 3 ന്യൂട്ടൺ ആണ്. അപ്പൊ ആ 3 ന്യൂട്ടൺ ആക്ച്വലി ഒരു അപ്ത്രസ്റ്റ് ആണ്. ആ 3 ന്യൂട്ടൺ ആക്ച്വലി ഇതിന്റെ വെയിറ്റ് ആയ 4 ന്യൂട്ടണിലേക്ക് ആക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്തുള്ള അപ്പാരന്റ് വെയിറ്റ് എത്രയായിരിക്കും? ആ അപ്ത്രസ്റ്റും കൂടെ കുറഞ്ഞിട്ടുള്ളതേ ഉണ്ടാവുള്ളൂ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന 4 ന്യൂട്ടൺ എത്ര ന്യൂട്ടനായി മാറി? 1 ന്യൂട്ടനായി മാറി. ബിക്കോസ് അതായത് സ്പ്രിംഗ് ബാലൻസ് നമ്മൾ നോക്കുമ്പോൾ 1 ന്യൂട്ടനേ ഉള്ളൂ. 1 ന്യൂട്ടൺ വരാൻ കാര്യം എന്താടാ? 3 ന്യൂട്ടൺ അപ്ത്രസ്റ്റ് ഉണ്ട്. ആ 3 ന്യൂട്ടൺ അപ്ത്രസ്റ്റ് എങ്ങനെയാണ് വന്നത്? ആ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടാ. മനസ്സിലായി? അപ്പൊ എത്ര ഫ്ലൂയിഡ് ആണ് അവിടെ ആ വോളിയം ഡിസ്പ്ലേസ് ചെയ്യുന്നത്, ആ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങളൊരു ഫോഴ്സ് കണ്ടുപിടിച്ചാൽ VRG ഇക്വേറ്റ് ചെയ്താൽ ഒരു ഫോഴ്സ് നിങ്ങൾക്ക് കിട്ടും. ആ VRG ആണ് ആക്ച്വലി അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഇതിനെ മുകളിലേക്ക് പൊക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റൈറ്റ്? അപ്പൊ 3 ന്യൂട്ടൺ എന്ന് പറയുന്ന, അതായത് 3 ന്യൂട്ടന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ ഉണ്ടായ ഫോഴ്സ് ആക്ച്വലി ആ മാസിനെ മുകളിലേക്ക് ഒപ്പോസ് ചെയ്യുന്ന ആളാണ്. നമ്മൾ വെള്ളത്തിലേക്ക് ഒരു സാധനത്തിന് മുക്കാൻ ശ്രമിച്ചാൽ വെള്ളം അതിനെ മുകളിലേക്ക് പൊക്കൂലടാ. ആ സെയിം കോൺസെപ്റ്റ്. ആ പൊക്കുന്ന ഫോഴ്സിനെയാണ് അപ്ത്രസ്റ്റ് അഥവാ ബൊയൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ അപ്പൊ അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? അത് VRG തന്നെയാണ്. താഴേക്കുള്ളതിലും VRG ആണ്. പക്ഷെ ആ 2 VRGയിലും റോയിൽ വ്യത്യാസമുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2ലെയും റോയിൽ വ്യത്യാസമുണ്ട്. സോ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എത്രത്തോളം ഫ്ലൂയിഡ് അവിടെ ഡിസ്പ്ലേസ് ചെയ്തു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് തന്നെയാണ്. ഇവിടുത്തെ കേസിലാണ് 3 ന്യൂട്ടൺ. ആ 3 ന്യൂട്ടൺ ആക്ച്വലി ഇതിനെ ഒപ്പോസ് ചെയ്യാണ് മുകളിലേക്ക്.
മുകളിലേക്ക്. അപ്പോൾ ഇയാളുടെ 4 ന്യൂട്ടനെ ഒപ്പോസ് ചെയ്യുന്ന ആളാണ് 3 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ന്യൂട്ടനിൽ നിന്ന് 4 ന്യൂട്ടൺ ഒപ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള 1 ന്യൂട്ടൺ മാത്രമായിരിക്കും അയാൾക്ക് അപ്പാരന്റ് ആയിട്ട് അവിടെ കാണുക. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കാണാം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരാളെ വെള്ളത്തിൽ മുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. അതിന് കാരണം അവിടെ ഒരു അപ്ത്രസ് വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും നിങ്ങൾക്കറിയാം ഈ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മുകളിലുള്ള ഫോഴ്സ് ആയിരിക്കത്തില്ല താഴെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മുകളിലുള്ള ഫോഴ്സ് ആയിരിക്കത്തില്ല താഴെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സിന് മാറ്റം ഉണ്ടാകും, റൈറ്റ്? സോ ഫോഴ്സിൽ അവിടെ എന്തുണ്ടാകും? മാറ്റം ഉണ്ടാകും. ശ്രദ്ധിക്കുക, മുകളിലുള്ള ഫോഴ്സ് ആയിരിക്കത്തില്ല താഴെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെയുള്ള പ്രഷർ അല്ല താഴെയുള്ള പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ വ്യത്യാസമുണ്ട്. കാര്യം ഹൈറ്റ് കൂടുതൽ, താഴേക്കുള്ള ഡെപ്ത് കൂടുതലാണ്, ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും. സോ P2 ഗ്രേറ്റർ ദാൻ P1 ആയിരിക്കും. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് പറയുകയാണ്, P2 ഗ്രേറ്റർ ദാൻ P1 ആയിരിക്കും. പ്രഷർ ഈസ് ഈക്വൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ F2 ഗ്രേറ്റർ ദാൻ F1 ആയിരിക്കും. F2 ഈക്വൽ P1 into A1 ആണ്, P2 into A ആണ്. സോ അതുകൊണ്ട് എന്തായാലും എന്താണ്, പ്രഷർ കൂടുതൽ എപ്പോഴും താഴെ ആയതുകൊണ്ട് ഫോഴ്സ് അവിടെ ആയിരിക്കും കൂടുതൽ. അപ്പൊ ഈ ത്രസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി F2 മൈനസ് F1 ആണ്. താഴെയുള്ള ഫോഴ്സും മേളിലുള്ള ഫോഴ്സിലുള്ള വ്യത്യാസമാണ് F2 മൈനസ് F1. ഇവിടെ ഫോഴ്സ് കൂടുതൽ, ഇവിടെ ഫോഴ്സ് കുറവ്. ഇവിടെ പ്രഷർ കൂടുതൽ, മനസ്സിലാക്കി? ഇവിടെ പ്രഷർ കൂടുതൽ, ഇവിടെ പ്രഷർ കുറവ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് കൂടുതൽ, ഇവിടെ ഫോഴ്സ് കുറവ്. അപ്പൊ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്, F2 മൈനസ് F1. അതാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗൈസ്, that is equal to the wall, that is equal to, അത് ഈക്വൽ ടു നമ്മുടെ പുറത്തേക്ക് പോയ വെള്ളത്തിന്റെ വെയിറ്റ്. വെള്ളത്തിന്റെ വെയിറ്റ് കിട്ടണമെങ്കിൽ എന്താ, എത്ര വോളിയമാണോ നമ്മൾ ഇവിടെ ആളെ മുക്കിയത്, അല്ലെ, അയാൾ എത്രത്തോളം വോളിയമാണോ നമ്മൾ ലിക്വിഡിന് പകരമായി അവിടെ വെച്ചത്, ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ്. വാട്ടർ ആണെങ്കിൽ വാട്ടർ, റോ വാട്ടർ ഇൻറ്റു ജി ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി വോളിയം ഡിസ്പ്ലേസ്ഡ്, ഒരു വോളിയം ഓഫ് ബോഡി ഇമേഴ്സ്ഡ്. ആ ബോഡി എത്രത്തോളം ഇമേഴ്സ് ചെയ്തോ ഇൻറ്റു റോ വാട്ടർ ഇൻറ്റു ജി ആണ് ആക്ച്വലി നിങ്ങളുടെ ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. എടാ മക്കളെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പോകുന്നത് എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ എത്രത്തോളം അപ്ത്രസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബോഡി ഇത്രമേ മുക്കിയിട്ടുള്ളൂ എന്നിരിക്കട്ടെ, ഇത്രയേ മുക്കിയിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് എത്രത്തോളം വോളിയം മുക്കിയിട്ടുണ്ട്, ഈ ബോഡിയുടെ ടോട്ടൽ വോളിയം V ആണ്. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്, എത്രത്തോളം ബോഡി മുങ്ങിയിട്ടുണ്ട്, അതാണ് V in എന്ന് വിളിക്കാൻ നമുക്ക്. ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഈസ് റോ ഡെൻസിറ്റി ഓഫ് ദ ബോഡി ആയതുകൊണ്ട് റോ ബി എന്നോ അല്ലെ റോ എന്ന് വിളിച്ചോ, റോ ബി എന്ന് വിളിച്ചോ. ഓക്കെ, റോ ബോഡി. ഇത് റോ വാട്ടർ ആണെന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് പറയാം അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ബോഡി എങ്ങനെ ഇട്ടപ്പോ ഇങ്ങനെ മുങ്ങിക്കിടക്കാണെങ്കിൽ അപ്ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു വീറോജി ആണ് നിങ്ങൾക്ക് ഫോഴ്സ് എന്നറിയാം. അപ്പൊ വീറോജി നിങ്ങൾ എടുക്കുമ്പോൾ അപ്ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. എത്രത്തോളം വോളിയം ഇവിടെ മുങ്ങിയിട്ടുണ്ടെന്ന് കിട്ടണം. എത്രത്തോളം വോളിയം മുങ്ങിയിട്ടുണ്ട്, വീൻ ഇൻറ്റു റോ ഓഫ് ദിസ് ലിക്വിഡ്. അതാണ് ആക്ച്വലി, അതാണ് പോയ ലിക്വിഡിന്റെ വെയിറ്റ് ആ വേണ്ടത്. അപ്പം എത്ര ലിക്വിഡ് പോയെന്ന് ചോദിച്ചാൽ വോളിയം അതിനകത്ത് ലിക്വിഡിനകത്ത് എത്രയുണ്ട് അത്രയും വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്താണ് പുറത്ത് പോയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ അതാണ് മുകളിലേക്ക് റൈസ് ചെയ്തിട്ടുണ്ടാകുക. പുറത്തെപ്പോഴും പോകണമെന്നില്ല, ഈ ബീക്കറിലാണ് അത് മുകളിലേക്ക് റൈസ് ചെയ്യും. സോ അപ്പം എത്രത്തോളം വോളിയം ഡിസ്പ്ലേസ് ചെയ്യാൻ അതിന് പറ്റി ആ വോളിയം വന്നപ്പോൾ ഇൻസൈഡിലേക്ക്, ആ വോളിയം ഇൻറ്റു റോ ഓഫ് ദിസ് വാട്ടർ, ആ ലിക്വിഡിന്റെ റോ ഇൻറ്റു ജി ആണ് ആക്ച്വലി നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്, വി ഇൻറ്റു റോ വാട്ടർ ഇൻറ്റു ജി ആണ് നിങ്ങളുടെ അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായി? എന്നാൽ ഇത് ആരാ ബാലൻസ് ചെയ്യുന്നത്? ഇത് ഇങ്ങനെ കിടക്കാണ്, ആരും തൊടാതെ ഇക്വിലിബ്രിയത്തിൽ ഇത് ഇങ്ങനെ കിടക്കാണ്. എങ്കിൽ ഈ അപ്ത്രസ്റ്റിനെ ബാലൻസ് ചെയ്യുന്ന ആരാടാ? അപ്ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ബോഡിയെ മുകളിലേക്ക് പൊക്കുന്ന ആളാണ്. അപ്പൊ താഴേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവണം, ആ രണ്ട് ഫോഴ്സും ബാലൻസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും താഴേക്കുള്ള ഫോഴ്സ് ഏതാണ്? കമന്റ് ബോക്സിൽ പറ. മുകളിലേക്കുള്ള ഫോഴ്സ് അപ്ത്രസ്റ്റ് ആണ്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ചോദ്യങ്ങളൊക്കെ സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾ ചെയ്യും, അത് ഞാൻ ഉറപ്പ് തരുന്നു. സോ മുകളിലേക്കുള്ളത് അപ്ത്രസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. താഴേക്കുള്ളത് ആരാടാ? വെയിറ്റ് ആണ്. അപ്പൊ വെയിറ്റും അപ്ത്രസ്റ്റുമാണ് അവിടെ ബാലൻസ് ചെയ്യുന്നത്. സോ വി ഇൻറ്റു റോ വാട്ടർ ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു എം ജി ആരാ? വി ഇൻറ്റു റോ വാട്ടർ ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ മാസ്, വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം അത് ടോട്ടൽ വോളിയം എടുക്കണം. മാസിൽ ടോട്ടൽ വോളിയം ഉണ്ടാവും ആ ബോഡിയുടെ വോളിയം, ടോട്ടൽ വോളിയം. പക്ഷേ അപ്ത്രസ്റ്റില് ഇൻസൈഡിലുള്ള വോളിയം മാത്രം മതി, ഇൻസൈഡിലുള്ള ടോട്ടൽ വോളിയം മാത്രം മതി. സോ വി ഇൻറ്റു റോ വാട്ടർ ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു weight is equal to volume of the body into density of the body into g. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ റോ ജി എച്ച് റൈറ്റ് ഈക്വൽ ടു റോ ജി എച്ച് ലെഫ്റ്റ് ആണെങ്കിൽ ഇവിടെ വിറോജി ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ്. വിറോജി തന്നെയാണ്, പക്ഷെ അവിടെ വി ഇൻറ്റു റോ വാട്ടർ ഓഫ് ദി ജി, റോ ലിക്വിഡ് ഇൻറ്റു ജി ആവുന്നത്. അപ്പൊ വിറോജികൾ തന്നെയാണ് നമ്മൾ ഇവിടെയും ഇക്വേറ്റ് ചെയ്യേണ്ട ചോദ്യത്തില്.
വി റോ ജികൾ തന്നെ. അവിടെ റോ ജി എച്ച് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇക്വേറ്റ് ചെയ്യേണ്ടത് വി റോ ജി ആണ്. റോ ജി എച്ച് പ്രഷർ, വി റോ ജി വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ്. സോ അതാണ് നിങ്ങളുടെ മനസ്സിൽ കേറേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഐഡിയ എന്ന് പറയുന്നത്. തലയ്ക്കകത്ത് കേറിയോടാ ഈ കാര്യം? തലയ്ക്കകത്ത് കയറിയോ? അപ്പൊ വി റോജികളാണ് ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നത്. എങ്ങനെ ഇക്വേറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ടെൻഷൻ ഒന്നും വേണ്ട. ചോദ്യം ഒക്കെ ചെയ്യാൻ കിടക്കുന്നുണ്ട്. IIT ഒക്കെ ഇപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു IIT ഇല്ലേ സാർ എന്ന് ചോദിച്ചു. IIT ഉണ്ടടാ, വരട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി വി ഇൻ ഇൻറ്റു റോ വാട്ടർ ആണ്. ദാറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ ദ വെയിറ്റ് mg. അപ്പൊ mg ആണ് ആ വി ഇൻ റോ ഓഫ് ദി ലിക്വിഡ്. റോ വാട്ടർ എന്ന് എടുക്കാം. ആ റോ വാട്ടർ ഇൻറ്റു ജി എന്ന് പറയുന്ന ബാലൻസ് ചെയ്യുന്നു. റൈറ്റ്. സോ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, മുമ്പോട്ട് പോകാം. റൈറ്റ്. സോ നമ്മൾ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ശ്രദ്ധിക്കണം മക്കളെ. അതായത് ഈ ചോദ്യം ഞാൻ അപ്പുറത്ത് വരയ്ക്കാം. ലാസ്റ്റ് ദിവസമാണ്, ശ്രദ്ധിച്ചിരിക്കുക. റൈറ്റ്. ശ്രദ്ധിക്കണം മക്കളെ. h/2 മാത്രമാണ്. h/2 ആണ് ഒരു സിമെട്രിക് ആയിട്ടുള്ള ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്ഡ് ഒരാളാന്നിരിക്കട്ടെ. ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ആന്നിരിക്കട്ടെ. അതിനകത്ത് h/2 മാത്രം മുങ്ങിക്കിടക്കുകയാണ്. ഡെൻസിറ്റി ഓഫ് ദി ബോഡി ഈസ് സിഗ്മ അല്ലെങ്കിൽ സിഗ്മ. ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ ഈസ് റോയും ആന്നിരിക്കട്ടെ. ഓക്കെ. സോ സാധാരണ തിരിച്ചാൽ നമ്മൾ കൊടുക്കാറെങ്കിലും ഇങ്ങനെ എടുക്കുക. റോയും സിഗ്മയെന്നും ഇരിക്കട്ടെ. റോയും സിഗ്മ, ബോഡിയുടെ റോയാണ്, സിഗ്മയാണിത്. അപ്പൊ ഇതിങ്ങനെ ബാലൻസ്ഡ് ആണ്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് റോയുടെ വാല്യൂ തന്നു, സിഗ്മയാണ് കണ്ടുപിടിക്കാൻ പറയുക. നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ആണ് ഇവിടെ ബാലൻസ് ചെയ്യുന്നത്. വെയിറ്റ് mg ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് എന്ന് എഴുതണം. അപ്ത്രസ്റ്റും അതും തമ്മിൽ ബാലൻസ് ചെയ്യണം. അപ്പൊ വെയിറ്റ് ഓഫ് ദ ബോഡി മനസ്സിൽ വേണം. mg ആണ്. mg വി ഓഫ് ദി ആരാണ്? വി ഓഫ് ദാറ്റ് ടോട്ടൽ ആളാണ്. വോളിയം എടുക്കണം. ഇൻറ്റു റോ അല്ലെ, ബോഡിയുടെ ഡെൻസിറ്റി ആയ റോ ഇൻറ്റു ജി ആണ് mg. ആ mg യെ ബാലൻസ് ചെയ്യുന്ന ആളാരാ? mg ആണ് അപ്ത്രസ്റ്റ് ബാലൻസ് ചെയ്യുക. അപ്ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡിലുള്ള എന്ത് വേണം നമുക്ക്? ലിക്വിഡിലുള്ള വോളിയം വേണം. അപ്പൊ നിങ്ങൾ നോക്കുക, h/2 ആണ് ലിക്വിഡിനുള്ളിൽ എന്നേ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം v/2 ആണ് അകത്തുള്ളത്. എടാ അത് നിങ്ങൾക്ക് സിമ്പിൾ കോൺസെപ്റ്റ് മനസ്സിലാകും. വോളിയം ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം ടോട്ടൽ വോളിയം ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഇൻറ്റു h/2 ആണെങ്കിലോ അത് v/2 ആയിരിക്കും. v/2 എന്ത് ചെയ്യുക? h/2 വരിക. അപ്പം h/2 ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ v/2 ആണ്, പുറത്ത് v/2 എന്നാണ് അർത്ഥം. അപ്പം ലെങ്തിന്, അതായത് സിമെട്രിക് ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അവിടെ വോളിയം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ സംശയമൊന്നും വേണ്ട. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ലെങ്ത് ആണ്. അപ്പൊ നിങ്ങൾ ഇനി ചോദ്യം ചെയ്യുമ്പോൾ ആ കൺഫ്യൂഷൻ വേണ്ട. അവസാന നിമിഷം ആക്ച്വലി നിങ്ങൾ അവിടെ വോളിയം എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ വോളിയത്തിന് പകരം നിങ്ങൾ എന്ത് ഇക്വേറ്റ് ചെയ്താലും മതി. നിങ്ങൾ അവിടെ h/2 എന്ന് എഴുതിയാലും മതി. ബിക്കോസ് h/2 എത്രയാണോ അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? v/2 എന്ന് എഴുതിയാൽ മതി. അപ്പൊ വോളിയം എന്തായിരിക്കും? എത്രയാണോ ഉള്ളത് അതാണ് അവിടെ വരേണ്ടത്. പറയാൻ മനസ്സിലായി? അപ്പൊ v/2 തന്നെയാണ് അവിടെ വരേണ്ടത്. ക്ലിയർ അല്ലേ? സോ അപ്പം v/2 ആണ് അവിടെ വരേണ്ടത്. അപ്പൊ അത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ഈ വി റോ ജി എന്ന് പറയുന്ന mg ഈസ് ഈക്വൽ ടു ഇവിടെ വരിക അപ്ത്രസ്റ്റ് ആണ്. അപ്ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡിലുള്ള വോളിയം ആണ്. ദാറ്റ് ഈസ് v/2 ഇൻറ്റു നോക്കടാ, v/2 ഇൻറ്റു അയാളുടെ അതായത് ഇതിനകത്തുള്ള സിഗ്മ ഇൻറ്റു ജി ആണ് വരേണ്ടത് അല്ലെ. അതായത് അപ്ത്രസ്റ്റിനകത്ത് എടുക്കുന്ന ഡെൻസിറ്റി എന്ന് പറയുന്നത് വോളിയം ഡിസ്പ്ലേസ്ഡ് ഓഫ് ദി ലിക്വിഡ് ആണ്. അപ്പം ആ ലിക്വിഡിന് എത്രത്തോളം ഫോഴ്സ് ആണോ ആ ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത് അതാണ് ഉണ്ട്. അപ്പം എത്ര വോളിയം ആണോ അവിടെ ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്ന കിട്ടാൻ ആ ലിക്വിഡിനകത്ത് നമ്മൾ മുക്കിയ വോളിയം ഇൻറ്റു ലിക്വിഡിന്റെ ഡെൻസിറ്റി ഇൻറ്റു ജി ആ ചെയ്യേണ്ടത്. എന്നാലേ ആ പുറത്തുള്ള ആളുടെ പുറത്ത് ഈ പറഞ്ഞ നമ്മൾ എടുത്ത ഈ അളന്ന ഡെൻസിറ്റി ഈ വെയിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലിക്വിഡിന്റെ ഡെൻസിറ്റി ഇൻറ്റു ജി ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് കൺഫ്യൂഷൻ അടിക്കുക. സാധാരണ കുട്ടികൾക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സോ അതുകൊണ്ട് അത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ നമുക്ക് v കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ജിയും കട്ട് ചെയ്ത് കളയാം. റോ ഈക്വൽ ടു σ/2 എന്ന് കിട്ടും. σ/2 ഇസ് ദി ആൻസർ. റോ ഈക്വൽ ടു σ/2. ഓക്കെ, σ/2. സോ ദിസ് ഈസ് ദി ആൻസർ. ഇത്രയുമാണ് ലിക്വിഡ് ഉള്ളത്. ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് കടന്നോട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് കടന്നോട്ടെ. ഓക്കെ, ഡൺ. ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ കടക്കുകയാണ്. ഓക്കെ,
നമുക്ക് നോക്കാം. എ വെസൽ കണ്ടെയ്ൻ, ശ്രദ്ധിച്ചു വായിക്കണേ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തവണ ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങൾ അടുത്തതിന്റെ ചോദ്യത്തിൽ തന്നെ ചെയ്യുക. എ വെസൽ കണ്ടെയ്ൻ ഡെൻസിറ്റി 0.8 gram per centimeter ഓവർ ദി മെർക്കുറി. എടാ അതില് തെറ്റ് പറയാനില്ല. കാര്യം എന്താ അറിയാവോ, ഡെൻസിറ്റി കൂടിയാൽ താഴെ പോകും, ഡെൻസിറ്റി കുറഞ്ഞാൽ മേളി വരും, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി ഡെൻസിറ്റി കുറഞ്ഞ ഓയിൽ ആയിരിക്കും മേളിൽ 0.8, ഡെൻസിറ്റി കൂടിയ 13.6 താഴെയായിരിക്കും. എ ഹോമോജിനസ് സ്പിയർ ഫ്ലോട്ട്സ് വിത്ത് ഹാഫ് ദി വോളിയം, അല്ലേ, ഹാഫ് ദി വോളിയം ദാറ്റ് ഈസ് V/2 in the float, the half the volume immersed in the mercury and other half in the oil. Clear ആണോ? other half in the oil. അപ്പം നമ്മൾ ഇവിടെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിഗ്മ വീറോ ജി ഇസ് ഈക്വൽ ടു എം ജി. ഇതാണ് നമ്മൾ ഈ ചോദ്യത്തിൽ ചെയ്യേണ്ടത്. മൾട്ടിപ്പിൾ മീഡിയം ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ മീഡിയം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും മക്കളെ, ഒന്നിൽ കൂടുതൽ മീഡിയത്തിലാണ് ഒരു ബ്ലോക്ക് കിടക്കുന്നതെങ്കിൽ ഇത് റോ 1 റോ 2 റോ 3 ആണെങ്കിൽ ഒരു സംശയം വേണ്ട, അതിന്റെ വെയിറ്റ് ഈക്വൽ ടു സിഗ്മ വീറോ ജി എന്ന് എഴുതിയാൽ മതി. ഓരോ സ്ഥലത്തെയും വോളിയം ഇൻറ്റു അവിടുത്തെ റോ ഇൻറ്റു ജി ചെയ്യുക, അടുത്ത വോളിയം അടുത്ത റോ ഇൻറ്റു ജി ചെയ്യുക, അടുത്ത വോളിയം ഇൻറ്റു റോ ഇൻറ്റു എന്ത് ചെയ്യുക, ജി ചെയ്യുക. ഓക്കെ, എടാ h/2 ആണ്. എടാ ടോട്ടൽ ഹൈറ്റിലാണ് വോളിയം ഉള്ളത്. അപ്പൊ പകുതി ഹൈറ്റിൽ പകുതി വോളിയം അല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ടോട്ടൽ വോളിയം V ആന്നിരിക്കട്ടെ, ഇത് h/3 എന്ന് പറയുന്നു, ഇത് h/3 എന്ന് പറയുന്നു, ഇത് h/3 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് V/2 ആ, ഇത് V/2 ആ, ഇത് V/2 ആ. മനസ്സിലായോ? അപ്പൊ രണ്ട് സൈഡിൽ നിങ്ങൾ ആക്ച്വലി എന്തെടുത്താൽ മതി, ഹൈറ്റ് എടുത്താലും മതി, ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട് ഏരിയ. കാര്യം എന്താ അറിയാടാ, വോളിയം ഈക്വൽ ടു ഹൈറ്റ് ഇൻറ്റു ഏരിയ ആണ്. രണ്ട് സ്ഥലത്തും ഏരിയ വന്നിട്ട് ആ ഏരിയ ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ ഹൈറ്റ് എടുത്താൽ രണ്ട് സൈഡിലും ഹൈറ്റ് എടുത്താൽ കറക്റ്റാ, ടോട്ടൽ വോളിയത്തിന് പകരം ടോട്ടൽ ഹൈറ്റ് എടുത്താൽ കറക്റ്റ് ആണ്. ഓക്കെ, സോ അതാണ് അവിടെ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളൊന്ന് പറയോ, ഈ ചോദ്യത്തിന് ഉത്തരം ഒന്ന് നിങ്ങൾ പറയോ, ഞാൻ നോക്കാം, നമുക്ക് നോക്കാം. എം ജി എന്ന് ഇക്വേറ്റ് ചെയ്യുന്നത്, എം ജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഇൻറ്റു അല്ലെ, സോറി V/3 ആണ്, ഞാൻ V/2 എന്നാണ് പറഞ്ഞത്. V/3 ഐ എം സോറി ഗൈസ്, V/3 റൈറ്റ്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ, ഞാൻ മുമ്പോട്ട് പോവാണ്. സോ V നോക്കടാ, എം ജി എന്ന് പറഞ്ഞാൽ V അതിന്റെ ഡെൻസിറ്റി ആയ റോ ഇൻറ്റു ജി, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു എം ജി ഞാൻ ഇക്വേറ്റ് ചെയ്തു. സിഗ്മ വീറോ ജി പകുതി V/2 ഇവിടെ, V/2 ഇവിടെ, V/2 താഴെ, V/2 മേളിൽ. അങ്ങനെയാണെങ്കിൽ V/2 ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി ആയ 13.6, രണ്ടിടത്തും ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് വേണ്ടത്, ഉത്തരത്തിലും ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ നിങ്ങൾ കൺവേർട്ട് ഒന്നും ചെയ്യേണ്ട, LHS RHS കട്ട് ചെയ്ത് പൊക്കോളും, കൺവേർഷൻ ഒന്നും വേണ്ട, ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ഇട്ടാൽ മതി. സോ V/2 ഇൻറ്റു 13.6 ഇൻറ്റു V റോ ജി ആയ ജി ഇട്ടാൽ കട്ട് ചെയ്ത് പോകും, ജി ഒന്നും വേണ്ട. പ്ലസ് ഓക്കെ, അടുത്തത് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ അവിടെ V/2 മുകളിലുണ്ട് അല്ലെ, സിഗ്മ വീറോജി നിട്ടാ പോരടാ, മൾട്ടിപ്പിൾ മീഡിയം ആണ് സിഗ്മ വീറോജി. ആദ്യമേ ഞാൻ ഇവിടുത്തെ വീറോജി എടുത്തു, V/2 ഇൻറ്റു റോ ഇൻറ്റു ജി. അടുത്തത് ഇവിടെ V/2 ഉള്ളത്, പകുതി വോളിയം മേളില, V/2 ഇൻറ്റു റോ ആയ 0.8 ഇൻറ്റു ജി. നിങ്ങൾ മനസ്സിലാക്കും, ജി കട്ട് ചെയ്ത് പോകും, വിയും കട്ട് ചെയ്ത് പോകും. അവിടെ ആകെ ഹൈറ്റ് ഇട്ടാലും മതി, തെറ്റൊന്നുമില്ല. റൈറ്റ്, സോ നല്ല കുട്ടികളാണ്, ഹൈറ്റ് ഇട്ട് ചെയ്താലും പെട്ടെന്ന് കിട്ടും. റൈറ്റ്, സോ നമുക്ക് എന്ത് കിട്ടും, റോ ഈക്വൽ ടു കിട്ടും, ബാക്കി എല്ലാം പോയി. റോ ഈക്വൽ ടു 13.6/2 പ്ലസ് അടുത്തത് 0.8/2. സോ 13.6ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം 6.8 പ്ലസ് 0.4 ഈക്വൽ ടു 7.2. 7.2 ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. 7.2 ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ദ വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുകയാണ്. നോക്കണം മക്കളെ. ദ ഹോമോജീനസ് സോളിഡ് സിലിണ്ടർ ഓഫ് ലെങ്ത് L ലെസ് ദാൻ h/2 എന്ന് അവർ പറയുന്നുണ്ട്. ക്രോസ് സെക്ഷൻ ഏരിയ A/4 ഈസ് ഇമേഴ്സ്ഡ് ഇൻ
such that it float in axis vertical at the liquid interface with length L/4 in the denser എന്ന് പറഞ്ഞാൽ താഴെയുള്ളത് അതിൽ L/4 ഉണ്ടെന്ന്, താഴെ L/4 ആണ് ലെങ്ത് എങ്കിൽ മുകളിൽ 3L/4 ആയിരിക്കും. റെഡിയാണ്. So the lower density is open to atmosphere having pressure P0. The density of the solid ആണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വെയിറ്റ്, ഇതൊരു IIT ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റ് mg is equal to sigma V rho g ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. V rho g ചെയ്താൽ മതി, ഉത്തരം കിട്ടിക്കോളും. സോ നമുക്ക് ചെയ്യാം മക്കളെ. ഇതിനകത്ത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദി സോളിഡ് അതാണ് നമുക്ക് വേണ്ടത്. ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു, എടാ L/4 ആണ് താഴെയുള്ളതെങ്കിൽ അവിടെയുള്ള വോളിയം V/4 ആണ്. 3L/4 ആണ് മേളിലുള്ളതെങ്കിൽ അവിടെയുള്ള വോളിയം എന്ന് പറയുന്നത് 3V/4 ആയിരിക്കും. ബിക്കോസ് യൂണിഫോം ആണെങ്കിൽ അതെന്തായിരിക്കും? ലെങ്ത് തന്നെയായിരിക്കും വോളിയം. ബിക്കോസ് ലെങ്ത് ഇൻറ്റു ഏരിയ ആണ് വോളിയം. ലെങ്ത് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് വോളിയം എങ്കിൽ ഏരിയ രണ്ടിടത്തും സെയിം ആയതുകൊണ്ട് തന്നെ വോളിയം ഈസ് പ്രപ്പോർഷണൽ ടു ലെങ്ത്. അപ്പൊ വോളിയത്തിന് പകരം ലെങ്ത് ഇട്ടാലും മതി. ബിക്കോസ് അവിടെ രണ്ടിടത്തും ഏരിയ കട്ട് ചെയ്ത് പോകും. അപ്പൊ ലെങ്ത് ഇട്ടാലും മതിയടാ. അതായത് ഇവിടെ നിങ്ങൾ ടോട്ടൽ ലെങ്ത് ഇൻറ്റു ഇവിടെ നിങ്ങൾ ഏരിയ ഇടുന്നുണ്ടെന്ന് ഓർക്കുക, ഏരിയ കട്ട് ചെയ്ത് പോകുന്ന ഓർക്കുക. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം. ഇൻറ്റു നിങ്ങൾ എന്ത് ചെയ്യാണ്? വോളിയം V rho g, V ആണിത്. ഇപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്ന വോളിയം ആണ് V ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദി സോളിഡ് ഇൻറ്റു ജി. അറിയാലോ, ജി ഒക്കെ നിങ്ങൾ എഴുതുന്ന എന്തായാലും കട്ട് ചെയ്ത് പോകും. പിന്നെ നിങ്ങൾ ചുമ്മാ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഈക്വൽ ടു സിഗ്മ V rho g ആണ്. സിഗ്മ V rho g ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം ആദ്യത്തെ വോളിയം എന്ന് പറഞ്ഞാൽ താഴെയുള്ളത് എടുക്കാം, V/4 ആണ്. അപ്പോൾ അവിടെ V/4 ഇല്ല എങ്കിൽ ഏരിയ ഇൻറ്റു L/4 എന്നിട്ടാൽ മതി. അത് തന്നെയാണ് V/4 എന്ന് കിട്ടും. ഏരിയ ഇൻറ്റു ലെങ്ത് വോളിയം ആണ്. സോ V/4 എന്ന് കിട്ടും. സോ ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 2D ആണ്. 2D ഇൻറ്റു ജി പ്ലസ് അടുത്തത് ഏരിയ ഇൻറ്റു 3L/4 ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി ആയ D ഇൻറ്റു ജി. നമുക്ക് ഇവിടെ കോമൺ എടുത്ത് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഇൻറ്റു ലെങ്തുകൾ കട്ട് ചെയ്ത് പോകും. ജി കോമൺ എടുത്ത് കട്ട് ചെയ്ത് പോകും. സോ D സോളിഡ് ഈസ് ഈക്വൽ ടു 2D/4. ഇവിടെ 2Dയും ഉണ്ട്, ഒരു 4ഉം ഉണ്ട്. പ്ലസ് 3D/4. ഇവിടെ 3യും ഉണ്ട്, ഡിയും ഉണ്ട്, 4ഉം ഉണ്ട്. 3D/4. അങ്ങനെയാണെങ്കിൽ ഉത്തരം 5D/4 എന്ന് വരും. 5D/4 ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇതൊരു IIT പ്രീവിയസ് ഇയർ ചോദ്യമാണ്. 5D/4 ഇസ് ദി ആൻസർ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന്. അങ്ങനെയാണെങ്കിൽ അടുത്ത 2016 നിങ്ങളുടെ നീറ്റിൽ ചോദിച്ചൊരു ചോദ്യം, ഒരു ടഫ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാണ്. ഇതോടുകൂടി ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും കഴിയും. അടുത്ത നമ്മൾ കയറാൻ പോകുന്നത് കുറച്ചും കൂടെ കാര്യമുണ്ട്. ഫ്ലൂയിഡ് ഫ്ലോ ബെർണോളിസ് പ്രിൻസിപ്പിൾ അതുപോലത്തെ കാര്യത്തിലേക്കൊക്കെ നമ്മൾ കയറും. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. റൈറ്റ്. സോ അതിന് ബെർണോളിക്ക് മുമ്പ് ഞാൻ ചിലപ്പോൾ വിസ്കോസിറ്റിയും അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ടെർമിനൽ വെലോസിറ്റിയും പറയും. ഈ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. റൈറ്റ്, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, ടു നോൺ മിക്സിംഗ് ലിക്വിഡ്സ് ഓഫ് ഡെൻസിറ്റി റോ ആൻഡ് N റോ. അപ്പം N റോ ആണ് വലുത്, അയാളായിരിക്കും താഴെ. N റോ, മേളില് റോ. ആർ പുട്ട് ഇൻ എ കണ്ടെയ്നർ. ദി ഹൈറ്റ് ഓഫ് ഈച്ച് ലിക്വിഡ് ഈസ് H. ഓക്കെ, ഇത് വെച്ചാണ്. റൈറ്റ്. എ സോളിഡ് സിലിണ്ടർ ഓഫ് ലെങ്ത് L ആൻഡ് ഡെൻസിറ്റി D ഈസ് പുട്ട് ഇൻ ദിസ് കണ്ടെയ്നർ. ഓക്കെ, അപ്പൊ ഒരു കണ്ടെയ്നറിനകത്തിട്ട് ഒരു സിലിണ്ടറിനകത്തിട്ടു. സിലിണ്ടർ ഫ്ലോട്ട്സ് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് ആൻഡ് ലെങ്ത് PL ഇൻ ദി ഡെൻസർ മീഡിയം. അപ്പൊ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അവർ പറയാണ് ടോട്ടൽ ലെങ്ത് L ആണ്. അതിൽ PL ഭാഗം ഇവിടെയാണ്. PL ഭാഗം ഇൻ ദ ഡെൻസർ ആണ്. P ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. അപ്പൊ L-നേക്കാൾ കുറഞ്ഞ ഭാഗമാണ് താഴെയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഭാഗം എന്ന് പറയുന്നത് L-PL അല്ലേടാ. L-PL അല്ലേ മുകളിലുള്ളത്? താഴെയുള്ളത് PL ആണെങ്കിൽ മുകളിലുള്ള നിങ്ങൾ തന്നെ പറയണം L-PL ആണ് മുകളിലുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം mg is equal to sigma V rho g. mg equal to sigma V rho g. m എത്രയാടാ? mg എന്ന് പറഞ്ഞാൽ V rho g ആണ്. നിങ്ങൾക്കറിയാം. അപ്പം മാസ് ഓഫ് ദാറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് V rho g ആണ്. സോ അത് ഓക്കെ, V rho g ആണ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡെൻസിറ്റി D ആണ് നമുക്ക് വേണ്ടത്. വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് L ഇൻറ്റു അല്ലെ. ഏരിയ ഇട്ടില്ലേലും കുഴപ്പമില്ല, ലെങ്ത് ഇട്ടാലും മതി. തെറ്റൊന്നുമില്ല. ഏരിയ അപ്പുറത്തും ഇപ്പുറത്തും കട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് ലെങ്ത് ഇട്ടാലും മതി. ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി D ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു, ജിയും കട്ട് ചെയ്ത് പോകും. അപ്പുറത്തുള്ള സിഗ്മ V rho g. ആദ്യമത്തെ വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു അവിടുത്തെ ലെങ്ത് ആയ PL.
അവിടെ പി എൽ എന്ന് പറയുന്നുണ്ട് ലെങ്ത് ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി ആയ എൻ പി ഇത് പി എല്ലും സോറി എൻ പി എൽ എൻ റോയും ഞാൻ പറയാൻ വന്നത് റോയും പിയും കൂടെ മാറിപ്പോലെ ദിസ് ഈസ് റോ ആൻഡ് ദിസ് ഈസ് പി ഒന്ന് ഡെൻസിറ്റി ആണെന്ന് പി ആണ് ഓക്കെ ഓക്കെ പ്ലസ് അടുത്തത് ഏരിയ ഇൻറ്റു അവിടുത്തെ ലെങ്ത് ആയ എൽ മൈനസ് പി എൽ ഇൻറ്റു അവിടുത്തെ ഡെൻസിറ്റി ആയ റോ ക്ലിയർ ആണോ അവിടുത്തെ ഡെൻസിറ്റി ആയ റോ സോ അപ്പൊ ഇതാണ് ഇവിടെ വരുന്നത് ഏരിയ കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളയാം ലെങ്ത് കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളയാം ഓക്കെ ലെങ്ത് കോമൺ എടുത്ത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും സോ നോക്കെ ലെങ്ത് അവിടെ നിൽക്കട്ടെ ലെങ്ത് നമുക്ക് എന്നിട്ട് കട്ട് ചെയ്യാം ഏരിയ എന്തായാലും കട്ട് ചെയ്തോളൂ ലെങ്ത് അവിടെ കോമൺ എടുക്കണം അടുത്ത സ്റ്റെപ്പിൽ സോ അങ്ങനെയാവുമ്പോൾ നമുക്ക് കിട്ടുക എല്ല് കട്ട് ചെയ്യുന്നതിന് മുമ്പേ എല്ലാം അവിടെ നിന്നോട്ടെ റൈറ്റ് സോ ജിയും കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളയാം ജിയും എല്ലായിടത്തുനിന്നും കട്ട് ചെയ്ത് പോകും ജി ഇവിടെയുണ്ട് ജി ഇവിടെയും ഉണ്ട് ഓക്കെ ജി കോമൺ എടുത്ത് കട്ട് ചെയ്ത് പോകും സോ ജിയും പോയി അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുക എൽ ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു പി എൽ ഇൻറ്റു എൻ റോ പ്ലസ് എൽ ഇൻറ്റു എൽ കോമൺ എടുത്ത 1 മൈനസ് പി ഇൻറ്റു റോ അപ്പൊ എല്ലും കോമൺ എടുത്ത് രണ്ട് സ്ഥലത്തു നിന്നും എല്ല് കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളയാം എല്ല് കോമൺ എടുത്ത് പോയി അപ്പൊ നമുക്ക് ഡെൻസിറ്റിയുടെ ഉത്തരം കിട്ടി എന്താ ഡെൻസിറ്റിയുടെ ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും ഇവിടെ പി ഇൻറ്റു എൻ റോ പ്ലസ് 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 നോക്കടാ നോക്കിയേ ഇത് കറക്റ്റ് അല്ലേ 1 മൈനസ് റൈറ്റ് ആദ്യത്തേനകത്ത് റോ ഉണ്ട് രണ്ടാമത്തേനകത്തും 1 മൈനസ് പി ഇൻറ്റു റോ എന്ന് വരും റോ നമുക്ക് കോമൺ ഫാക്ടർ എടുക്കാം പുറത്ത് റോ കോമൺ എടുക്കുമ്പോൾ കിട്ടും എൻ പി പ്ലസ് 1 മൈനസ് പി എന്ന് കിട്ടും സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു അല്ലെ റോ കോമൺ എടുക്കാം രണ്ടിടത്തും റോ കോമൺ എടുക്കാം ബിക്കോസ് നമ്മുടെ ഉത്തരത്തിൽ റോ കോമൺ എടുത്തിരിക്കുകയാണ് അപ്പൊ റോ ഞാൻ കോമൺ എടുത്തു എന്നിട്ട് എൻ പി പ്ലസ് 1 മൈനസ് പി എഴുതി എന്നിട്ട് ഞാൻ 1 പ്ലസ് എൻ പി മൈനസ് പി എന്ന് ഒരുമിച്ച് എഴുതി അതായത് എൻ പി എ മൈനസ് പി എ ഒരുമിച്ച് എഴുതി എന്നിട്ട് 1 ഇപ്പുറത്തേക്ക് മാറ്റി 1 പ്ലസ് എൻ പി മൈനസ് പി എന്നിട്ട് ഞാൻ എഴുതി റോ ഇൻറ്റു 1 പ്ലസ് പി ഇൻറ്റു എൻ മൈനസ് 1 എന്ന് എഴുതി പി കോമൺ എടുത്തു കൊടുന്ന് അപ്പൊ റോ ഇൻറ്റു 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു പി സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടിയോടാ മക്കളെ ഇതെല്ലാം നമ്മൾ ചെയ്തത് എം ജി ഈക്വൽ സിഗ്മ വി റോ ജി വെച്ചിട്ടാണ് സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ ചെയ്യാൻ പറ്റും ക്ലിയർ ആണോ മക്കളെ ക്ലിയർ ആണോ ആൽക്കോഹോൾ ഫിനോൾസ് ഈവനിങ് ഉണ്ടാവും ഓക്കെ ഓക്കെ മുമ്പോട്ട് പോകാം ഡൺ എല്ലാവരും ഓക്കെ ആണോ ഇപ്പൊ രണ്ടാമത്തെ ടോപ്പിക് ക്ലിയർ ആണോ ഓക്കെ റൈറ്റ് സോ അങ്ങനെയാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിനകത്ത് ഫീൽ ചെയ്യുന്ന അപ്പാരന്റ് ആയിട്ടുള്ള വെയിറ്റ് ആണ് സോ അപ്പാരന്റ് ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ വെയിറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം അപ്ത്രസ്റ്റ് കുറയ്ക്കണം അപ്ത്രസ്റ്റ് സോ അങ്ങനെ കുറച്ച് എഴുതുന്നതാണ് ആക്ച്വലി അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ വെയിറ്റ് ആയ വി റോ ജി മൈനസ് വി സിഗ്മ ജിയോ വി റോ ജിയോ നിങ്ങൾക്ക് സിഗ്മ വേണമെങ്കിൽ ബോഡിയുടെ എടുക്കാം ഫ്ലൂയിഡിന്റെ റോ എടുത്താൽ വി സിഗ്മ ജി മൈനസ് വി റോ ജി സോ വി സിഗ്മ ജി കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് റോ ബൈ സിഗ്മ എന്ന് വരും സോ ഡബ്ല്യു ഇൻറ്റു 1 മൈനസ് റോ ബൈ സിഗ്മ എന്ന് വരും റോ എന്ന് പറയുന്നത് ആക്ച്വലി ലിക്വിഡ് ആണ് സിഗ്മ എന്ന് പറയുന്നത് എന്താണ് ബോഡിയുടെ ആണെങ്കിൽ സോ അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണോ വോളിയം ഉള്ളത് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ് റോ ഇൻറ്റു ജി ആണ് ആക്ച്വൽ വെയിറ്റ് എന്ന് പറയുന്ന വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദാറ്റ് ബോഡി ഇൻറ്റു ജി സോ എം ജി മൈനസ് അപ്ത്രസ്റ്റ് ആണ് ആക്ച്വലി നിങ്ങളുടെ ആക്ച്വൽ മീൻസ് അപ്പാരന്റ് വെയിറ്റ് സോ വി സിഗ്മ ജി കോമൺ എടുത്താൽ 1 മൈനസ് സിഗ്മ ബൈ റോ എന്ന് കിട്ടും സിഗ്മ എന്ന് പറയുന്നത് ആരായിരിക്കും സിഗ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ സിംപിളി നിങ്ങളുടെ ആരായിരിക്കും സിഗ്മയും ഉണ്ട് റോയും ഉണ്ട് സോ ഡബ്ല്യു ഇൻറ്റു 1 മൈനസ് റോ ബൈ സിഗ്മ ഇത് ലിക്വിഡ് ആണ് ഇത് നിങ്ങളുടെ ബോഡിയാണ് ഓക്കെ സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സോ ദാറ്റ് ഈസ് ദ അപ്പാരന്റ് വെയിറ്റ് എന്ന കോൺസെപ്റ്റ് ഓക്കെ അപ്പാരന്റ് വെയിറ്റ് എന്ന കോൺസെപ്റ്റ് അതാണ് റൈറ്റ് നമുക്ക് അടുത്തതിലേക്ക് പോവാം
ഒരു ബോഡിയുടെ മേളില് വേറൊരു ബോഡി വെച്ചിരിക്കുകയാണ്, ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇത് രണ്ടും കൂടെ, ഈ രണ്ട് വെയിറ്റും കൂടിയാണ് ആക്ച്വലി അത്രസ്റ്റ് ആയിട്ട് മാറുന്നത് ഇവിടെ. അപ്പം അത്രത്തോളം ഫ്ലൂയിഡ് എന്ത് ചെയ്യും, കാരണം ഈ രണ്ടിന്റെയും വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടിന്റെയും വെയിറ്റ് ഉണ്ട്. ഇയാളുടെ ഈ ചെറിയ പീസിന്റെ വെയിറ്റും ഉണ്ട്, ഇതിന്റെ വെയിറ്റും ഉണ്ട്. ഈ രണ്ടിന്റെ വെയിറ്റും കൂടെയാണ് ആക്ച്വലി ഇവിടെ അപ്ത്രസ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ അത്രത്തോളം ഫ്ലൂയിഡ് ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്, അത്രത്തോളം ഫ്ലൂയിഡ് മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ അപ്ത്രസ്റ്റ് ഏതാണ്, അതാണ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ രണ്ട് സംഭവം, അപ്പം ആ രണ്ട് ബോഡിയും കൂടെ എന്ത് ചെയ്യുകയാണ്, എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടോ അതാണ് അവിടുത്തെ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്നെങ്കിൽ ഈ ബോഡിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഈ മേളിലിരിക്കുന്ന ബോഡിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലാവാം. അങ്ങനെയാണെങ്കിൽ അയാൾ ഇതിൽ നിന്ന് താഴേക്ക് വീണാൽ അയാൾ മുങ്ങിപ്പോകാം. അപ്പൊ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അയാൾ മുങ്ങിപ്പോകാം. ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യാം, പൊങ്ങി തന്നെ കിടക്കാം. ഓക്കെ, പൊങ്ങി തന്നെ കിടക്കാം. അതായത് ഡെൻസിറ്റി ഈ ലിക്വിഡിനോട് തന്നെ സെയിം ആണെങ്കിൽ, ഓൾമോസ്റ്റ് ഈ പറഞ്ഞ ബോഡിയും ഇതും സിമിലർ ആണെങ്കിൽ അങ്ങനെ വരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഓൾ ഡിപ്പെൻഡ് ഓൺ ദി ഡെൻസിറ്റി. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു പ്രൂഫോ കാര്യങ്ങളോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല. ഇത്രയേ ഉള്ളൂ മക്കളെ. ആ കാര്യം അത് അവസാന സമയമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് ആണ്. ബിക്കോസ് അത് ഡെൻസിറ്റി കമ്പയർ ചെയ്ത് വീറോജി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കുറച്ച് ഒരു സ്റ്റെപ്പ്, രണ്ട് സ്റ്റെപ്പ് പറയേണ്ട, 2-3 സ്റ്റെപ്പുകൾ പറയേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, ചോദ്യം വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും പറയുകയാണ്, ഒരു ചോദ്യം മനസ്സിലാക്കാണ്. ആ ബോഡി ഫ്ലോട്ട് ചെയ്താൽ അല്ലെങ്കിൽ ആ ബോഡി മുങ്ങിപ്പോയാൽ, ഫ്ലോട്ട് ചെയ്താൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അയാൾ നേരത്തെ എത്രയാണോ ഡിസ്പ്ലേസ് ചെയ്ത് അത് തന്നെയായിരിക്കും അയാൾ ഇപ്പോഴും ഡിസ്പ്ലേസ് ചെയ്യുക. അപ്പൊ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇയാളെ പോലെ തന്നെയാണ്, എത്രയാണോ അയാൾ ഡിസ്പ്ലേസ് ചെയ്ത് അത്രയും തന്നെ അയാൾ ഇപ്പോഴും ഡിസ്പ്ലേസ് ചെയ്യും. സോ നോ റൈസ് ഓർ നോ ഫോൾ ആണ്. അപ്പൊ അയാൾ ഇയാളെ പോലെ തന്നെയാണ്. എന്നാൽ അയാൾ മുങ്ങിപ്പോയാൽ അയാളുടെ ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അയാൾ അത്രയും ഡിസ്പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല, അയാളുടെ വോളിയം ഡിസ്പ്ലേസ് കുറവ് മതി. ഓക്കെ, സോ കാര്യം വീറോജി ആണ് അപ്ത്രസ്റ്റും ഇതുമായിട്ട് ഈക്വൽ ആവുന്നത്. വോളിയം കൂടുതലാണെങ്കിൽ, ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ വോളിയം ഡിസ്പ്ലേസ് കുറവ് മതി. അപ്പൊ അയാളുടെ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അയാൾ ഡിസ്പ്ലേസ് ചെയ്ത വോളിയം കുറവ് മതി. അപ്പൊ അയാൾ താഴേക്കാണ് വീഴുന്നതെങ്കിൽ മക്കളെ മനസ്സിലാക്കണം, എത്രയാണോ നേരത്തെ ഡിസ്പ്ലേസ് ചെയ്ത് അതിനേക്കാൾ കുറവ് മതി ഇപ്പോൾ ഡിസ്പ്ലേസ് ചെയ്യേണ്ടത്. സോ ലെവൽ ഓഫ് ദി ലിക്വിഡ് എന്താണ്, ഫോൾസ് ആണ്. ലെവൽ ഓഫ് ദി ലിക്വിഡ് ഫോൾസ്. സോ അപ്പൊ അയാൾ മുങ്ങിപ്പോകുന്ന കേസ് ആയിരിക്കും മിക്കപ്പോഴും വരിക. അപ്പൊ ലെവൽ ഓഫ് ദി ലിക്വിഡ് എന്തായിരിക്കും, താഴുക എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ദിസ് വിൽ റൈസ് അപ്പ്. ഇയാൾ എന്ത് ചെയ്യും, നേരത്തെ അത്രയും അയാൾക്ക് എന്തില്ല, താഴേക്ക് അയാൾ എന്ത് ചെയ്യില്ല, അയാൾ നേരത്തെ അയാളുടെ വെയിറ്റും കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ അയാൾ അത്രയും ഡിസ്പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അയാൾ കുറച്ച് മുകളിലേക്ക് പൊങ്ങും. അപ്പൊ അയാൾ എന്ത് ചെയ്യും, മുകളിലേക്ക് പൊങ്ങും. ആൻഡ് ലിക്വിഡ് ലെവൽ എന്ത് ചെയ്യും, താഴേക്ക് വരികയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ചോദ്യം ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഈ കോയിൻ നേരെ താഴേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എച്ച്, അതായത് ലിക്വിഡ് ലെവലിന് എന്ത് പറ്റും, ലിക്വിഡ് ലെവലിന് എന്ത് പറ്റും, അഥവാ ഈ എല്ലിന് എന്ത് പറ്റും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലിക്വിഡ് താഴേക്ക് പോയി, കോയിൻ താഴേക്ക് പോയാൽ കോയിന് വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതല. അപ്പൊ കോയിൻ എന്തായാലും താഴേക്ക്, നിങ്ങൾ കോയിൻ എടുത്ത് വെള്ളത്തിലിട്ട് നോക്കുക, കോയിൻ താഴേക്ക് പോകുള്ളൂ. കോയിൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അയാൾക്ക് എന്താണ്, അത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ലിക്വിഡ് ലെവൽ എന്ത് ചെയ്യും, ലിക്വിഡ് ലെവൽ താഴും. അപ്പൊ ഇയാൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇയാൾ അത്രത്തോളം താഴേക്ക് വെയിറ്റ് ഇല്ല. അപ്പം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാൾ അത്രയും താഴോട്ട് പോകത്തില്ല. ഇയാളുടെ വെയിറ്റ് നേരത്തെ അയാളുടെ വെയിറ്റും കൂടെ അപ്ത്രസ്റ്റ് ബാലൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇയാൾ പോയപ്പോൾ ആ വെയിറ്റ് പോകും. അപ്പൊ അയാൾ മേളിലേക്ക് പൊങ്ങുമെങ്കിൽ ഈ എല്ലും എന്ത് ചെയ്യും, എല്ലും ഡിക്രീസ് ചെയ്യും. അപ്പൊ രണ്ടും ഡിക്രീസ് ചെയ്യുന്ന ഓപ്ഷനായ ബോത്ത് എൽ ആൻഡ് എച്ച് ഡിക്രീസസ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. രണ്ടും കുറയും, ബോത്ത് എൽ ആൻഡ് എച്ച് ഡിക്രീസസ് എന്നൊരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നേരെ ഞാൻ എന്ത് ചെയ്യാണ്, ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, റൈറ്റ്. റൈറ്റ്, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? വിസ്കോസിറ്റിയിലേക്ക് ഞാൻ പൊക്കോട്ടെ, വിസ്കോസിറ്റി എന്ന ടോപ്പിക്കിലേക്ക് ഞാൻ പൊക്കോട്ടെ. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്തിലേക്ക് കിടക്കാം, വിസ്കോസിറ്റി എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. ഡൺ. ഓക്കെ, സോ നമുക്ക് എന്തിലേക്ക് പോകാം, വിസ്കോസിറ്റി എന്ന ടോപ്പിക്കിലേക്ക് പോകാം. സോ വിസ്കോസിറ്റിക്കകത്ത് നിങ്ങൾക്കറിയാം, ആദ്യമേ ന്യൂട്ടൺസിന്റെ
ഫോർമുല അറിയാം, ന്യൂട്ടൺ ഫോർമുല ഓഫ് വിസ്കോസിറ്റി. ലെയറുകൾ തമ്മിലിടയ്ക്കുള്ള വിസ്കസ് ഫോഴ്സ്, ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഈറ്റ എ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ് നിങ്ങൾ ഇടേണ്ടത്. ഈറ്റ എ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആയ ഈറ്റയാണ്. സോ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ഈറ്റ എ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന ഇക്വേഷൻ ആണ്. മക്കളെ ഞാൻ പറയുക ഈറ്റയുടെ ഡയമെൻഷൻ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിൽ നിന്ന്. അത് കണ്ടുപിടിക്കണം നിങ്ങൾ. ml⁻⁻1 t⁻⁻1 ml⁻⁻1 t⁻⁻1. നിങ്ങൾ ഓർത്തു വെക്കേണ്ട രണ്ടാൾക്കാരുടെ ഡയമെൻഷൻ ഞാൻ പറയുന്ന ഒന്ന് ജിയുടെ ഡയമെൻഷനാണ്. m⁻⁻1 l⁻3 t⁻⁻2 1 3 2 ആദ്യത്തെ അവസാനത്തെയും മൈനസ്. പിന്നെ ഈറ്റയുടെ ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് വേണേൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഓർത്തു വെക്കുക ml⁻⁻1 t⁻⁻1. ഇത് ചോദിക്കാവുന്നതാണ്. ഡയമെൻഷൻ നിങ്ങളോട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നെങ്കിലും ചോദിക്കാം. സോ ഡയമെൻഷൻ ഈറ്റയുടെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക ml⁻⁻1 t⁻⁻1 ആണ്, ചോദിക്കാവുന്നതാണ്. ഇനി അടുത്താണ് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരാൾ താഴേക്ക് ഇങ്ങനെ വീഴുകയെന്നിരിക്കട്ടെ, ഒരു വിസ്കസ് മീഡിയത്തിലൂടെ ഒരു ബോഡി താഴേക്ക് വീഴുകയാണ്. സോ അവിടെ ആക്ച്വലി സ്റ്റോക്സ് ലോ പറയുന്ന അനുസരിച്ച് അതിനകത്തൊരു വിസ്കസ് ഫോഴ്സും ഉണ്ടാകും, വീഴുന്ന കൊണ്ട് തന്നെ ആ ലിക്വിഡിലൂടെ പോകുമ്പോഴത്തേക്കും ബോയൻ മീൻസ് അപ്ത്രസ്റ്റും ഉണ്ടാകും. അപ്പൊ ആർക്കും നമ്മളിപ്പോ പറഞ്ഞ അപ്ത്രസ്റ്റും അവിടെ ഉണ്ട് അല്ലെ, അപ്ത്രസ്റ്റും ഉണ്ട്. പിന്നെ മാത്രവുമല്ല സ്റ്റോക്സ് ലോ അനുസരിച്ച് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലൂടെ ഒരു വിസ്കസ് മീഡിയത്തിൽ അയാൾ അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ അപ്ത്രസ്റ്റ് ആയ വി എത്രയാണ് അയാളുടെ വോളിയം ഇൻറ്റു സിഗ്മ റോ ആന്നിരിക്കട്ടെ, സിഗ്മ എത്രയാണോ ആ വി സിഗ്മ ജി ഉണ്ടായിരിക്കും. വി സിഗ്മ ജി ആയ സിഗ്മയാണ് ലിക്വിഡിന്റെ. ഇനി അയാളുടെ വെയിറ്റ് ആയ വീറോ ജി കൊണ്ടാണ് അയാൾ താഴേക്ക് വരുന്നത്. അപ്പം വീറോ ജി കൊണ്ടാണ് അയാൾ താഴേക്ക് വരുന്നത്. അപ്ത്രസ്റ്റ് ഉള്ളത് വി സിഗ്മ ജി ആന്നിരിക്കട്ടെ, ബിക്കോസ് ഇയാളുടെ ഡെൻസിറ്റി റോ ആണ്. അപ്പൊ എം ജി ആയ വീറോ ജി കൊണ്ട് താഴേക്ക് വരുന്നു, വി സിഗ്മ ജി മുകളിലേക്ക് വരുന്നു. ഇത് മാത്രം, ഇത് അയാൾ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുമ്പോഴാണ്. ഇയാൾ വെലോസിറ്റി വിയിൽ താഴേക്ക് വരികയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ വരികയാണെങ്കിൽ അവിടെ ഒരു വിസ്കസ് ഫോഴ്സും കൂടി ഇയാൾ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഒരു വിസ്കസ് ഫോഴ്സും കൂടി ഉണ്ടാവും അയാൾ മൂവ് ചെയ്യുന്ന സമയത്ത്. അത് മൂവ്മെന്റിലേ വരുവുള്ളൂ അല്ലെ. ഫ്രിക്ഷണൽ ഫോഴ്സ് പോലെ തന്നെയാണ് വിസ്കസ് ഫോഴ്സ്. ആ വിസ്കസ് ഫോഴ്സ് എപ്പോഴും ഒപ്പോസിറ്റ് ടു ദ മോഷൻ ഓഫ് ദി ബോഡിയാണ്. ആ ലിക്വിഡിനകത്താണ് കാണുന്നത്. അപ്പൊ ആ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒപ്പോസിറ്റ് ടു ദ മോഷൻ ഓഫ് ദി ബോഡിയാണ്. അപ്പൊ ആ വിസ്കസ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാളുടെ റേഡിയസ് r ആണെങ്കിൽ അയാൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണെങ്കിൽ ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 6 pi eta rv. 6 pi eta rv. എടാ മക്കളെ, ഒരാൾ താഴേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ഈക്വൽ ടു എത്രയുണ്ട്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്. അങ്ങനെ അയാളുടെ വെലോസിറ്റി കൂടി വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 10 കിലോമീറ്റർ മുകളിൽ നിന്ന് ഇങ്ങനെ ആയിട്ട് വരുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര മീറ്റർ പെർ സെക്കൻഡാ. സോ അതുപോലെ നമ്മുടെ തലയിൽ വീണുള്ള അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ഓക്കെ, സോ ആ അത്രയും വലിയ വെലോസിറ്റിയിൽ വരുന്ന മഴത്തുള്ളികളാണ് നമ്മുടെ തലയിൽ വീഴുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, സ്റ്റോക്സ് ലോ അനുസരിച്ച് വിസ്കസ് ഫോഴ്സ് ഫോർ എ ബോഡി മോഷൻ ഇൻ എ ലിക്വിഡ് ആണെങ്കിൽ 6 pi eta rv ആണ്. ഇട്ട എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി ആണ്. 6 pi eta rv പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആൻഡ് വെലോസിറ്റിക്കും പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഇത്രയും ഫോഴ്സുകൾ അവിടെ ആക്ട് ചെയ്യും. ഏതൊക്കെയാണ്? വെലോസിറ്റി കൂടുന്തോറും നിങ്ങളുടെ വിസ്കസ് ഫോഴ്സും കൂടിക്കൊണ്ടിരിക്കും. വെലോസിറ്റി കൂടുന്തോറും വിസ്കസ് ഫോഴ്സും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ വിസ്കസ് ഫോഴ്സ് കൂടി നിങ്ങൾക്കറിയാം അപ്ത്രസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ വിസ്കസ് ഫോഴ്സ് എന്ത് ചെയ്യും? വി സിഗ്മ ജി കോൺസ്റ്റന്റ് ആണ്. വീറോ ജി കൊണ്ടാണ് അയാൾ താഴേക്ക് വരുന്നത്, വി സിഗ്മ ജി അയാൾ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്ത്രസ്റ്റ് എന്ത് ചെയ്യും? വെലോസിറ്റി ഇങ്ങനെ കുറച്ച് കൂടി വരുമ്പോൾ അയാൾ വിസ്കസ് ഫോഴ്സും കൂടും. വിസ്കസ് ഫോഴ്സ് കൂടി വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? വിസ്കസ് ഫോഴ്സ് എന്താണ്? മാറിക്കൊണ്ടിരിക്കും. കാര്യം വെലോസിറ്റി കൂടുമ്പോൾ 6 pi eta rv v മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും അല്ലെ 6 pi eta rv കൂടി വരും. വി സിഗ്മ ജി അങ്ങനെ തന്നെ. സോ ഇയാൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീറോ ജി കൊണ്ട് അയാൾ താഴേക്ക് വരുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിത്ത് ടൈം എന്ത് സംഭവിക്കുക, മേളിൽ നിന്ന് ഒരു ബോഡി താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടി വരും. പിന്നെ അയാൾ എന്ത് ചെയ്യും? ഡീസിലേറ്റ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലേക്ക് എത്തും. സോ ദാറ്റ് വെലോസിറ്റി ഈസ് നോൺ ആസ് എന്ത്? ടെർമിനൽ വെലോസിറ്റി. ആ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെർമിനൽ വെലോസിറ്റി. അപ്പൊ ഈ ഗ്രാഫ് ഓർത്തണം, വി വേഴ്സസ് ടി ഗ്രാഫ്. ഒരു ബോഡി വിസ്കസ് മീഡിയത്തിൽ പോവുകയാണെങ്കിൽ ഇതായിരിക്കും ഗ്രാഫ് എന്ന് പറയുന്നത്. ആൻഡ് ആ വെലോസിറ്റിയെ വിളിച്ച പേരാണ് മക്കളെ ടെർമിനൽ വെലോസിറ്റി. ആ ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി 6 pi eta ഉണ്ട് ഇവിടെ, eta r vt is plus ആരാണ്? v sigma g ഈക്വൽ ടു v rho g. ഇവിടെ v ക്ക് പകരം 4/3 pi r cube ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ദിസ് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടും അല്ലെ. ഇതെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും vt ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ ഇങ്ങനെ വരും. 2/9 ഇത് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. 2/9 r². എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതാണ്. r²/eta into റോ മൈനസ് സിഗ്മ അല്ലെ. റോ മൈനസ് സിഗ്മയാ വരുന്നത്, ബിക്കോസ് ഇതെന്ന് പറയുന്നത് സോളിഡ് ആണ്. അത് കൂടുതലായതുകൊണ്ടാണ് താഴേക്ക് വരുന്നത്. സിഗ്മ എന്ന് പറയുന്ന ആ മീഡിയമാണ്. മീഡിയത്തിന്റെ ഡെൻസിറ്റി ആണ്.
സോ റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ആണ് നിങ്ങളുടെ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ടെർമിനൽ വെലോസിറ്റി ഇസ് പ്രൊപ്പോർഷണൽ ടു റോ മൈനസ് ആർ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ റോ മൈനസ് സിഗ്മ എന്നാണ് നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു അടുത്ത റിലേഷൻ. പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ റോ മൈനസ് സിഗ്മ, ദാറ്റ് ഈസ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ടെർമിനൽ വെലോസിറ്റിയുടെ കണക്കുകൾ സ്ഥിരം ചോദിക്കാവുന്നതാണ്. ഈവൻ ഈ ഗ്രാഫ് വരെ വേണമെങ്കിൽ, വി ടി ഗ്രാഫ് വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. സോ വി ടി ഗ്രാഫ് വരെ ഓപ്ഷൻ സി വരാവുന്നതാണ്. ഓക്കെ റൈറ്റ്. സോ നമുക്ക് മുമ്പോട്ട് പോകാം, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചോദ്യങ്ങൾ. റൈറ്റ്. സോ ടെർമിനൽ വെലോസിറ്റി എന്ന കോൺസെപ്റ്റുമായിട്ട് അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് യൂട്യൂബ് ആയിരുന്നു, പിന്നെ നമ്മൾ പഠിച്ചത് വീറോജിയുടെ കണക്കുകളായിരുന്നു, പിന്നെ നമ്മൾ പഠിച്ചതെന്ന് പറയുന്ന ടെർമിനൽ വെലോസിറ്റി ആണ്. സോ ടെർമിനൽ വെലോസിറ്റിയിലാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ബെർണോളിസ് പ്രിൻസിപ്പിൾ, then velocity of efflux, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്, ടോർസെൽസ് ഇക്വേഷൻ. സോ അതൊക്കെയാണ് നമുക്ക് എന്താണുള്ളത് ഇനി പഠിക്കാനുള്ളത്. ആ 5 ടോപ്പിക്കോട് കൂടി ഇന്നലെ 5 ടോപ്പിക്ക് പഠിച്ചു, ഇന്ന് 5 ടോപ്പിക്ക് പഠിച്ചു. ഈ 5 ടോപ്പിക്ക് നിങ്ങൾ ഫ്ലൂയിഡ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. എബോവ് 90% നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഒരു 1.5 മണിക്കൂറോ 1.25 മണിക്കൂറോ തീർക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല ഇതെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ബട്ട് ലാസ്റ്റ് സമയം ഞാൻ എന്റേതായ രീതിയിൽ മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നോക്കണം മക്കളെ. ഇഫ് ദ ടെർമിനൽ വെലോസിറ്റി സ്പീഡ് ഓഫ് എ സ്പിയർ of gold density എത്രയാണ് 19.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഈസ് 0.2 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ ടെർമിനൽ വെലോസിറ്റി ഇൻ എ വിസ്കസ് ലിക്വിഡ് ഓഫ് 1.5. ഫൈൻഡ് ദ ടെർമിനൽ സ്പീഡ് ഓഫ് എ സ്പിയർ ഓഫ് സിൽവർ ആണെങ്കിൽ എത്രയായിരിക്കും അതിന്റെ? അപ്പൊ ഗോൾഡ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം 19.5 ആണ്, ഇൻ എ മീഡിയം ഓഫ് എത്രയാണ് 1.5ലാണ് 0.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, 0.2 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തെന്ന് പറയുന്നത് 10.5 ആണ്, 10.5 ആണ്, മീഡിയം 1.5 തന്നെ, പക്ഷെ അവിടുത്തെ വെലോസിറ്റി ആണ് നമുക്ക് വേണ്ടത്. എടാ മക്കളെ ഇത്രയുള്ള ഈ റിലേഷൻ ഇല്ല നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്, ഇതാണ് അവിടെ വേണ്ട ഏറ്റവും മെയിൻ കാര്യം. ഇവിടെ റേഡിയസ് സെയിം ആണ്, രണ്ടിന്റെ റേഡിയസ് സെയിം ആണ്. ഓക്കെ, സോ സെയിം സൈസ് എന്ന് പറയുന്നത് റേഡിയസ് സെയിം ആണ്. സോ വി ടി ഈസ് പ്രൊപ്പോർഷണൽ ടു റോ മൈനസ് സിഗ്മ. റോ മൈനസ് സിഗ്മയ്ക്ക് പ്രൊപ്പോർഷനല്ല. അപ്പൊ ആദ്യത്തെ 0.2 മീറ്റർ പെർ സെക്കൻഡ്, 0.2 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത വെലോസിറ്റി ടെർമിനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആദ്യത്തെ റോ മൈനസ് സിഗ്മ 19.5 മൈനസ് 1.5 ഡിവൈഡഡ് ബൈ 10.5 മൈനസ് 1.5. അതിന്റെ ഡെൻസിറ്റി മൈനസ് അതായിരിക്കും കൂടുതൽ, അതുകൊണ്ടല്ലേ ആ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടല്ലേ താഴോട്ട് വരുന്നത്. ഇല്ലേ വരൂലോടാ. 19.5 ബോഡിയുടെയാണ്, മൈനസ് 1.5. അടുത്തത് പ്രൊപ്പോർഷണൽ ടു എത്രയാണ് 10.5 ഡിവൈഡഡ് ബൈ 1.5. എന്തായാലും ഈ വെലോസിറ്റി എന്ത് ചെയ്യണം, കുറയും. എത്രയാണ് നമുക്ക് കുറയുന്നത് നോക്കാം. അപ്പൊ 0.2നേക്കാൾ കുറവാണ്. സോ ഒന്നുകിൽ 0.1 അല്ലെങ്കിൽ 0.133 ആണ്. നമുക്ക് നോക്കാം എത്രയാ വരുന്നതെന്ന്. സോ നോക്കുമ്പോൾ 0.2 ബൈ വി ടി ഈക്വൽ ടു ഇത് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 19.5 കുറയ്ക്കുമ്പോഴത്തേക്കും 18 എന്ന് വരും. താഴെ 10.5 കുറയ്ക്കുമ്പോൾ 9 വരും. ഉത്തരം 2 എന്ന് വരും. വി ടി ഈക്വൽ ടു 0.2 ബൈ 2 0.1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 0.1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ടെർമിനൽ വെലോസിറ്റിയുടെ കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. റൈറ്റ്, ശ്രദ്ധിക്കുക മക്കളെ, ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് കേൾക്കണേ. റൈറ്റ്, അടുത്ത ചോദ്യം. സ്മോൾ മെറ്റൽ ബോൾ ഓഫ് മാസ് എം ഈസ് ഡ്രോപ്ഡ് ഇൻ എ ലിക്വിഡ് കണ്ടെയ്ൻഡ് ഇൻ എ വെസൽ അറ്റൈൻസ് എ ടെർമിനൽ വെലോസിറ്റി വി. അപ്പൊ മാസ് എം ആയപ്പോൾ ടെർമിനൽ വെലോസിറ്റി വി ആയി. ഇഫ് ദ മെറ്റൽ ബോൾ ഓഫ് ദി സെയിം മെറ്റീരിയൽ ബട്ട് മാസ് 8m ആവുമ്പോഴത്തേക്കും അതിന്റെ ടെർമിനൽ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. സോ മാസ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി ആണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ആർ ക്യൂബ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ്. മാസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണ്. എടാ മക്കളെ മാസ് അല്ല നമ്മുടെ ഇക്വേഷനിൽ വരിക, ടെർമിനൽ വെലോസിറ്റി ഇക്വേഷനിൽ പ്രൊപ്പോർഷണൽ ടു ആർ സെയിം മെറ്റീരിയൽ ആണ്. ആർ സ്ക്വയർ റോ മൈനസ് സിഗ്മയാണ്. അപ്പൊ സെയിം മെറ്റീരിയൽ ആകുമ്പോൾ റോ മൈനസ് സിഗ്മ സെയിം ആയിരിക്കും. സെയിം ഫ്ലൂയിഡ് സെയിം ഇതാകുമ്പോൾ റോ മൈനസ് സിഗ്മ വേണ്ട. അപ്പൊ മനസ്സിലായി, പ്രൊപ്പോർഷൻ ടു ആർ സ്ക്വയർ. അപ്പൊ 2 മാസിന്റെ റേഡിയസ് വേണം. നിങ്ങൾക്കറിയാം മാസ് ഈസ് പ്രൊപ്പോർഷൻ ടു ആർ ക്യൂബ് ആണ്. ബിക്കോസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്യുമ്പോൾ ആർ ക്യൂബ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തെ റേഡിയസ് R1/R2 ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടും എത്രയെന്ന് m1/m2 ദ ഹോൾ റേസ് ടു 1/3 അല്ലെ, 1/3 വരും. അതുകൊണ്ട് തന്നെ ക്യൂബ് റൂട്ട് എടുക്കാൻ പറ്റുന്ന 8 തന്നിരിക്കുന്നത്, അതാണ് മനസ്സിൽ വരേണ്ടത്. സോ R1/R2 ഈസ് ഈക്വൽ ടു 1/8 ആണ് അല്ലെ. m1 എന്ന് പറയുന്നത് m ആണെങ്കിൽ അടുത്ത 8m ആണ്. 1/8 ദ ഹോൾ റേസ് ടു 1/3. 1/8 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. 2/3 ദ ഹോൾ റേസ് ടു 1/3 2 ആണ്. സോ ഉത്തരം 1/2 എന്ന് വരും അല്ലെ. 2/3 ദ ഹോൾ റേസ് ടു 1/3 അത് 2 ആണ്. 3യും 1/3യും കട്ട് ചെയ്ത് പോകും. സോ 1/2 എന്ന് കിട്ടും. R1/R2 ഈസ് 1/2 എന്ന് കിട്ടും.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് R1 by R2 1 by 2 ആണ്. എന്നാൽ ടെർമിനൽ വെലോസിറ്റി ഓഫ് 1 by ടെർമിനൽ വെലോസിറ്റി ഓഫ് 2 is equal to R1 by R2 the whole square എന്ന് കിട്ടും നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരും 1 by 2 the whole square എന്ന് വരും അല്ലെ. R1 by R2 ആണ് കിട്ടിയത്, പക്ഷെ അതിന്റെ സ്ക്വയറിനാണ് ടെർമിനൽ വെലോസിറ്റി പ്രൊപ്പോർഷണൽ. ആദ്യത്തെ ടെർമിനൽ വെലോസിറ്റിക്ക് V എന്ന് കൊടുക്കാം, രണ്ടാമത്തെ V2 കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് V2 കിട്ടും 4V എന്ന്. 4V because 2 square 4 ആണ്, 2 into V ആണ് V2 equal to 4V എന്ന് വരും. ഓപ്ഷൻ സി is the right answer. പറഞ്ഞ മനസ്സിലായ മക്കളെ? അതായത് മാസിനെ വെച്ചിട്ട് നമുക്ക് റേഡിയസിന്റെ റേഷ്യോ കിട്ടും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, R സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 4V എന്ന ഉത്തരം അവിടെ കിട്ടും. ഇത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. A drop of liquid having a radius 2 mm has a terminal velocity of 20 cm per second. The terminal velocity of drop of 1 mm is terminal velocity proportional to R square. ഇതാണ് ആകെയുള്ള റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. Terminal velocity is proportional to R square. അങ്ങനെയാണെങ്കിൽ 20 divided by x is equal to 2 by 1 the whole square എന്ന് എഴുതാം. So 20 by x is equal to 4 by 1, x equal to 20 by 4, 5 cm per second. 5 cm per second. Option D is the right answer. 5 cm per second എന്ന് നമുക്ക് എഴുതാം. സോ ഉത്തരം എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? ഡി is the right answer. അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമായ 2019 നീറ്റിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമുക്കുള്ളത് 2019ഉം പിന്നെയുള്ളതൊരു പ്രീവിയസ് 2-3 പ്രീവിയസ് ഇയറുകൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. 2018 ഇതായിരുന്നു ചോദ്യം. ടെർമിനൽ വെലോസിറ്റി അത്ര ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു പോകുക. ഓക്കെ ക്ലിയർ? Right, so two small spheres are metal balls having equal masses are made from the material of density ρ1 and ρ2 ആണ്. രണ്ട് മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, ഒന്ന് ρ1 ആണ്, അടുത്ത ρ2 ആണ്. ബന്ധം എന്ന് പറഞ്ഞാൽ ρ2 ഇത് ρ2 ആണെങ്കിൽ ഇത് 8 ρ2 ആണ്, ഇത് 8 ρ2 ആണ്, ഇത് ρ2 ആണെങ്കിൽ ഇത് 8 ρ2 ആണ്. ഓക്കെ, ഹാവ് റേഡിയ ഇൻ ദ റേഷ്യോ എത്രയാണ്? ഇത് 1 mm ആണെങ്കിൽ ഇത് 2 mm ആണ്, ഇത് 2 mm ആണ്. So they are made to fall vertically, അല്ലെ, vertically in a medium of 0.1√2 അല്ലെ. ഈറ്റയാണ് ഡെൻസിറ്റി 0.1√2 ആണ്. റേഷ്യോ ഓഫ് ടെർമിനൽ വെലോസിറ്റി എപ്പോഴും റേഷ്യോ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു R സ്ക്വയർ ρ1 മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ R1 സ്ക്വയർ R2 സ്ക്വയർ ഇൻറ്റു ρ2 മൈനസ് സിഗ്മ അല്ലെ. രണ്ടിടത്തെയും സിഗ്മ സെയിം ആണ്, സെയിം മീഡിയം ആണ്. ഒന്ന് ρ1 ആണ്, ഒന്ന് ρ2 ആണ്. R1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ 1 mm ആണ്. താഴെ മില്ലിമീറ്റർ എന്ന റേഷ്യോ എടുക്കുന്നുണ്ട്, മില്ലിമീറ്റർ കൺവേർഷൻ ഒന്നും വേണ്ട. താഴെ 2 സ്ക്വയർ ഇൻറ്റു ρ1 മൈനസ് സിഗ്മ. ρ1 എന്ന് പറയുന്നത് 8 ρ2 എന്ന് അവർ തന്നിട്ടുണ്ട്. 8 ρ2 മൈനസ് സിഗ്മയായ 0.1 ρ2 എന്നാ സിഗ്മയെ വിളിച്ചത് മീഡിയത്തിന്റെ, ഡിവൈഡഡ് ബൈ ρ2 മൈനസ് 0.1 ρ2. ക്ലിയർ ആണോ മക്കളെ? സോ ദിസ് ഈസ് ദി ആൻസർ. ഉത്തരമായി 1/4 into 8 minus 0.1 ρ2 7.9 ρ2 divided by ρ2 minus 0.1 is 0.9 ρ2. ρ2 cancel. മേളിലും 10 താഴെയും 10 79. 4 into 9 79/36 is the answer. 79/36. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയി വരിക. ക്ലിയർ ആണോ മക്കളെ? ഇത് ചോദിക്കാവുന്ന അടുത്ത ഒരു ചോദ്യമാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ 2018 നീറ്റിൽ ചോദിച്ച ചോദ്യം. ഇതോടുകൂടി ഫ്ലൂയിഡ്സിലെ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ബെർണോളിസ് പ്രിൻസിപ്പിളും വെലോസിറ്റി ഓഫ് എഫ്ലക്സും കൂടെ പറഞ്ഞാൽ കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. ഈ അംഗം കഴിഞ്ഞു, 10 ദിവസത്തെ അംഗം കഴിഞ്ഞു. ഇനി നാളെയുണ്ട് മാരത്തോൺ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻഡയർ ഫിസിക്സ് നമ്മൾ കവർ ചെയ്യും. രാവിലെ 8 മണിക്ക് തുടങ്ങി രാത്രി 7 മണിക്ക് അവസാനിപ്പിക്കുന്ന രീതിയിൽ ഫുൾ ഫിസിക്സ് ഫസ്റ്റ് ഇയർ തൊട്ട് അവസാനത്തെ ചാപ്റ്റർ വരെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് തൊട്ട് അവസാനത്തെ ഇലക്ട്രോണിക്സ് വരെയുള്ള എൻഡയർ ചാപ്റ്ററുകൾ 1 തൊട്ട് അവസാനം വരെ 20ഓളം ഫാക്കൽറ്റികൾ നിരന്ന് നാളെ എത്തുന്നതാണ്. റൈറ്റ്, സോ ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമുക്ക് മുമ്പോട്ട് നോക്കാം. അടുത്ത ചോദ്യത്തിലാണ്. So a small sphere of radius r falls from rest in a viscous fluid ആണ്. Viscous fluid. As a result, heat is produced due to viscous force. The rate of production of heat when sphere attains its terminal velocity is
റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് ആണ് വേണ്ടത്. ഹീറ്റ് പ്രൊഡക്ഷന്റെ റേറ്റ് ആണ് വേണ്ടത് when sphere attains it terminal velocity എന്നാണ് ചോദ്യം. എടാ റേറ്റ് ഓഫ് ഹീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ dQ/dt ആണ്. അതിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതാണ് മനസ്സിലാക്കിയാൽ മതി. പവർ ആണ് അവർ ചോദിച്ചത്. പവർ ഈക്വൽ ടു നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ച ഒന്ന് വർക്ക് ബൈ ടൈം, രണ്ട് ഫോഴ്സിന്റെ വെലോസിറ്റിയാ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒപ്പോസിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫോഴ്സാ. ദാറ്റ് ഫോഴ്സ് ഇസ് 6π r v. ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്താൽ അത് vt ആണ് അല്ലെ. v കൂടുന്നതനുസരിച്ച് ആ വാല്യൂ കൂടി 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 വന്നിട്ടാണ് ഇവനെ ടെർമിനൽ വെലോസിറ്റി എത്തുമ്പോഴത്തേക്കും അവിടെ ആ വെലോസിറ്റിയിൽ വെച്ച് ലോക്ക് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സ്. സോ അപ്പൊ അവിടുത്തെ ടെർമിനൽ വെലോസിറ്റി vt ആണ്. ഇനി ഇവിടുത്തെ വെലോസിറ്റി v എന്ന് പറയുന്നത് അഗൈൻ ഒരു vt ആണ്. സോ നമുക്ക് അവിടുന്ന് മനസ്സിലായി പവർ പ്രൊപ്പോർഷണൽ ടു r ഇൻറ്റു പ്രൊപ്പോർഷണാലിറ്റിയാ വേണ്ട, പ്രൊപ്പോർഷണാലിറ്റിയാ വേണ്ടത്. ഓക്കെ, പ്രൊപ്പോർഷണൽ ടു പവർ ഈസ് ഈക്വൽ ടു r. എത്ര ആറിന് പ്രൊപ്പോർഷൻ എന്നാ ചോദിച്ചത്? r ഇൻറ്റു vt സ്ക്വയർ. നമുക്കറിയാം ടെർമിനൽ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു r സ്ക്വയർ റോ മൈനസ് സിഗ്മ. അവിടെ ഒരു r സ്ക്വയർ ഉണ്ട്, r സ്ക്വയർ. സോ അപ്പൊ അവിടുത്തെ r സ്ക്വയർ വരുമ്പോൾ ഈ vt സ്ക്വയർ ആകുമ്പോൾ അത് r⁴ ആകും. അപ്പൊ ഈ r കൂടെ ആകുമ്പോൾ r⁵ ആകും. സോ p പ്രൊപ്പോർഷണൽ ടു r ഇൻറ്റു r⁴ ഹോൾ സ്ക്വയർ. സോ p പ്രൊപ്പോർഷണൽ ടു r⁵ എന്ന് നമുക്ക് കിട്ടും മക്കളെ. സോ r⁵. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. Okay, D is the right answer. Clear ആണോ? Right? So നമുക്ക് ഫ്ലൂയിഡ് ഫ്ലോ ഇന്ന് തിരിച്ചിനി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലോ എന്ന സെക്ഷനിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഫ്ലൂയിഡ് ഫ്ലോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. വെലോസിറ്റി ഓഫ് എഫ്ലക്സും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. സോ നമുക്ക് മുമ്പോട്ട് പോകാം. ആദ്യമേ ക്രിട്ടിക്കൽ വെലോസിറ്റി. നിങ്ങൾക്കറിയാം 3 തരം ഫ്ലോസ് അല്ലേ? സ്ട്രീം ലൈൻ ഉണ്ട്, ടർബുലന്റ്, 2 തരമുണ്ട്. അതിനകത്ത് സ്ട്രീം ലൈൻ ടർബുലന്റും എവിടെയാണെന്നുള്ളത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം? റെയ്നോൾഡ്സ് നമ്പർ വെച്ച് പറയാൻ പറ്റും. 2000 വരെയാണെങ്കിൽ സ്ട്രീം ലൈൻ ആയിരിക്കും. 2000 തൊട്ട് 3000 വരെയാണെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾ ടർബുലന്റ് ആയിരിക്കും. എബവ് 3000 ആണെങ്കിൽ എന്താ? സോറി, സ്ട്രീം ലൈൻ ടു ടർബുലന്റ് ആയിരിക്കും. 3000 മുകളിലാണെങ്കിൽ ടർബുലന്റ് ആയിരിക്കും. ആൻഡ് ആ ഇക്വേഷൻ, റെയ്നോൾഡ് നമ്പറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഓർത്തോളൂ RVD/η ആണ്. RVD/η ആണ്. സോ അതാണ് അവിടുത്തെ വെലോസിറ്റി v ആണ്, r d ഡെൻസിറ്റി ആണ്. ഓക്കെ, റേഡിയസ് RVD/η എന്ന് വരും. സോ ആ ഒരു കാര്യം വേണമെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്തോളുക. ഒരു പൈപ്പിലൂടെ പോകുമ്പോൾ ഉള്ള റെയ്നോൾഡ് നമ്പറിന്റെ ഇക്വേഷൻ RVD/η ആണ്. ഇനി അടുത്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അതാണ് നമുക്ക് ഇനി ഇതിനകത്ത് വേണ്ട അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി ഇതിനകത്ത് പഠിക്കുന്ന ബെർണോളിസ് പ്രിൻസിപ്പിളിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് വെലോസിറ്റി ഓഫ് എഫ്ലക്സും വരും, രണ്ടും വരും. സോ അപ്പം അതിനകത്ത് ഏതാണ് നമുക്ക് രണ്ടും എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇവിടെ പറയുന്ന അനുസരിച്ച് റേറ്റ് ഓഫ് ഫ്ലോ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതുവഴി ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് പെർ യൂണിറ്റ് ടൈം, dV/dt. dV/dt അതായത് എത്ര വോളിയമാണ്, ഇത് വോളിയമാണ്, എത്ര വോളിയം ഓഫ് ആള് പെർ യൂണിറ്റ് ടൈം പോകുന്നുള്ളത്. അത് ഇവിടെ എടുത്താലും ഒരു പൈപ്പില് നോൺ യൂണിഫോം ക്രോസ് സെക്ഷനിൽ ഇവിടെ എടുത്താലും പെർ സെക്കൻഡിൽ അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് എത്രയായിരിക്കും? സെയിം ആയിരിക്കും. അതായത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അതെന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ബിക്കോസ് ഏരിയ എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, മീറ്റർ സ്ക്വയർ ആണ്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു മീറ്റർ സ്ക്വയർ, അപ്പൊ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയില്ലടാ. അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്. ഏരിയ ഇൻറ്റു വെലോസിറ്റി റേറ്റ് ഓഫ് ഫ്ലോ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഏരിയ ആയ A1 അവിടുത്തെ വെലോസിറ്റി V1 ഈക്വൽ ടു ഇവിടുത്തെ ഏരിയ A2 അവിടുത്തെ വെലോസിറ്റി V2. അപ്പൊ ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും. അതുകൊണ്ടല്ലാണ് ആ പൈപ്പ് നമ്മൾ ഓസിലൂടെ വെള്ളം വരുമ്പോൾ എൻഡിൽ നമ്മൾ ഞെക്കി പിടിക്കുമ്പോൾ ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടുന്നത്. നമ്മൾ ദൂരെയുള്ള ചെടിക്ക് നനയ്ക്കാൻ വേണ്ടി ആ ഏരിയ കുറയ്ക്കാൻ വേണ്ടി വെലോസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ഞെക്കി പിടിക്കാറില്ലേ? അപ്പൊ വെള്ളം സ്പീഡിൽ പോകും അതുവഴി. അപ്പൊ ഏരിയ കുറവാണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്. സോ അത് നോർമലി പഠിക്കേണ്ട ഒരു കാര്യമാണ്. റൈറ്റ്? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില ചോദ്യങ്ങളിൽ എന്ത് ചെയ്യും? ചില ചോദ്യങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ റേറ്റ് ഓഫ്
ഫ്ലോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എത്രത്തോളം വോളിയം പെർ സെക്കൻഡ്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നൊരു ഓപ്ഷനിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെലോസിറ്റിയെ കിട്ടിയുള്ളെങ്കിൽ അവിടുത്തെ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇതാണ് നിങ്ങൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ അടുത്ത നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിൽ നിന്ന് വരാവുന്ന ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ആ ഒരു കാര്യം ഓർത്ത് വെക്കാം. അതായത് ഇവിടുന്ന് വരുന്ന വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അവിടുത്തെ ഏരിയ എ ആണ്. ഇത് രണ്ടായി മാറുന്നുണ്ട്, മീൻസ് A1 V1 AB equal to A1 V1 plus A2 V2 എന്ന് എഴുതാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. A1 V1 is equal to രണ്ട് സ്ഥലത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, വോളിയം ഓഫ് ഇത് പോകുന്നത്. അപ്പൊ രണ്ടിടത്തെയും A1 V1 is equal to A2 V2 plus A3 V3 ഇത് ഇക്വേറ്റ് ചെയ്യാം. തെറ്റൊന്നുമില്ല അതിൽ. ആദ്യത്തെ വോളിയം മീൻസ് വെലോസിറ്റി 3, അവിടുത്തെ ഏരിയ A ആണ്, അടുത്തത് A ആണ് ഇൻറ്റു 1.5, അടുത്തത് 1.5 ആണ്, അവിടുത്തെ വെലോസിറ്റി ആണ് നമുക്ക് വേണ്ടത് V. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുമടാ, നമുക്ക് 1.5A ഇൻറ്റു V, A കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളയാം, 1.5 A ഇൻറ്റു V എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് വേണ്ടത്, 1.5 AV ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കുറയ്ക്കാം. സോ 1.5 A ക്യാൻസൽഡ് ആണ്, A ക്യാൻസൽഡ് ആണ്. സോ V is equal to 1 meter per second എന്ന് കിട്ടും. ഓപ്ഷൻ സി is the right answer. 1.5 കട്ട് ചെയ്ത് പോകും. സോ ഓപ്ഷൻ സി ആണ് അവിടെ നമുക്ക് ഉത്തരമായി വരുന്നത്. ഇത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇതും കൂടെ കഴിഞ്ഞ് ബെർണോളിസ് തിയറം കൂടെ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. റൈറ്റ്, സോ ഞാനത് അവിടെ വെക്കുകയാണ്. ബെർണോളിസ് തിയറത്തിന്റെ അവസാനം പറയാൻ വേണ്ടി വെക്കുകയാണ്. റൈറ്റ്, സോ എങ്കിലും നമുക്ക് ബെർണോളിയും കൂടെ വേണം, എന്നാലേ പ്രഷറിന്റെ ഒരു ഐഡിയയും കൂടെ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ബെർണോളിസ് പ്രിൻസിപ്പിളിലേക്ക് കടക്കുകയാണ്. സിമ്പിൾ ആയിട്ട് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയാണ്. അതായത് ഒരു സ്ഥലത്ത് ഒരു ലിക്വിഡ് ഫ്ലോയുടെ സമയത്ത് 3 തരം എനർജികൾ വരാം. പ്രഷർ എനർജി വരാം, ഇനി ഫ്ലോ കൊണ്ടുള്ള കൈനറ്റിക് എനർജി വരാം, ഇനി ഹൈറ്റ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി വരാം. ഇത് മൂന്നും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. അപ്പം വേറെ സ്ഥലത്തേക്ക് ഒഴുകി പോകുന്ന സമയത്ത് ഒന്ന് മറ്റൊന്നായി മാറും എന്നാണ് അർത്ഥം. ആ ടോട്ടൽ എനർജി കൂട്ടിയാൽ അത് കോൺസ്റ്റന്റ് എന്ന് കിട്ടണം. ഒന്ന് മറ്റൊന്നായി മാറുകയാണ്. അതായത് P plus half rho V square plus rho GH is equal to എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ മക്കളെ, മനസ്സിലായോ? P plus half rho V square, ഓക്കെ, P plus half rho V square plus rho GH is equal to എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാവും. പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി അല്ലേ. സോ ഒരാൾ PKP എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. സോ എനിത്തിങ് നിങ്ങൾക്ക് ഓർക്കാം. ഇക്വേഷൻ എന്തായാലും ഓർത്ത് വെക്കണം. P plus half rho V square plus rho GH is equal to a constant ആണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാൾ ഇവിടുന്ന് താഴേക്ക് വരികയാണ്, മേളിൽ നിന്ന് താഴേക്ക് വരികയാണ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, മേളത്തെ പൊട്ടൻഷ്യൽ എനർജി താഴെ വരുമ്പോൾ എന്ത് ചെയ്യണം, എന്തായാലും വേറൊരു രൂപത്തിലേക്ക് മാറണം. അപ്പോൾ അയാൾ എന്തൊക്കെയായി മാറും, നിങ്ങൾക്ക് മനസ്സിലാകാം. ആ rho GH എന്ന് പറയുന്ന എനർജി എന്തൊക്കെയായി, ഒന്നുകിൽ പ്രഷർ എനർജി ആയിട്ട് അല്ലെങ്കിൽ ഹാഫ് റോ V സ്ക്വയർ. അപ്പൊ എന്തായാലും ഇവിടുത്തേനേക്കാൾ വെലോസിറ്റി ആയിരിക്കും ഇവിടെ വരുമ്പോൾ. V2 ഗ്രേറ്റർ ദാൻ V1 ആയിരിക്കും, ആൻഡ് ഓൾസോ P2 ഗ്രേറ്റർ ദാൻ P1 ആയിരിക്കും. പ്രഷറും കൂടുതലായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? അതായത് rho GH എന്ന എനർജി ബാക്കി 2 ഫോമിലേക്ക് മാറുകയാണ്. അപ്പോൾ എന്താ, അത് ടോട്ടലി കോൺസ്റ്റന്റ് കിട്ടണ്ടേ. അപ്പം ആ 2 ഫോമിലേക്ക് മാറുമ്പോൾ ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, വെലോസിറ്റിയും കൂടും പ്രഷറും കൂടും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ സെയിം ലെവലിലുള്ള ഒരാളാന്നിരിക്കട്ടെ. ഒരു എക്സാമ്പിൾ ആയിട്ട് സെയിം ലെവലിലുള്ള ഒരാളാന്നിരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, സെയിം ലെവലിലുള്ള ഒരാളാണെങ്കിൽ എന്തായാലും rho GH അവിടെ ഒരു ഫാക്ടറും ഇല്ല. rho GH അവിടെ എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ വെലോസിറ്റി ആയിരിക്കില്ല ഇവിടുത്തെ വെലോസിറ്റി. ഇവിടെ വെലോസിറ്റി V1, ഇവിടെ വെലോസിറ്റി V2 ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, V1 ലെസ് ദാൻ V2 ആയിരിക്കും. നാരോ ഏരിയയിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. അത് നമ്മളിപ്പോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ വെലോസിറ്റി കൂടി, അതായത് rho GH എന്ന് പറഞ്ഞ ഒരാളില്ല, H0 എന്നെടുത്തോ. P plus half rho V square ആണ് ഇവിടെ വരേണ്ടത്. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കൺവേർട്ട് ചെയ്യേണ്ടത്. എടാ മക്കളെ, ഇത് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടുത്തെ വെലോസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ ഹാഫ് റോ V സ്ക്വയർ കൂടണം. അപ്പോൾ അവിടുത്തെ പ്രഷർ എനർജി എന്ത് ചെയ്യണം, കുറയണം. അപ്പോൾ അവിടുത്തെ പ്രഷർ കുറയണം. അപ്പൊ ഇവിടുത്തെ പ്രഷർ കുറവായിരിക്കും, ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും. പറ മനസ്സിലായോ? അപ്പം നാരോ ഏരിയയിൽ വെലോസിറ്റി കൂടുമ്പോൾ ഹാഫ് റോ V സ്ക്വയർ കൂടും, അപ്പം P കുറയും. അപ്പൊ പ്രഷർ ഇവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. പ്രഷർ ഇവിടെ കൂടുതലായിരിക്കും. ഓക്കെ. സോ പ്രഷർ എവിടെയാണ് കൂടുതൽ, എവിടെയാണ് കുറവ്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട ചോദ്യത്തിൽ അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്, അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക.
അതായത് ഒരു നാരോ ഏരിയയിൽ നിങ്ങൾക്ക് മനസ്സിലായോ? എടാ ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? നാരോ ഏരിയയിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ പി ആണ് ഹാഫ് റോ വി സ്ക്വയർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ടേ. വെലോസിറ്റി കൂടിയാൽ ഈ ഭാഗം കൂടിയാൽ രണ്ടും കൂടെ കൂട്ടുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ഇത് കുറയണമല്ലോ. അപ്പൊ ഇവിടെ പ്രഷർ കുറവായിരിക്കും. എന്നാൽ ഇവിടെ വെലോസിറ്റി കുറവാണ്, അപ്പോൾ പി കൂടണം. അപ്പൊ പി അവിടെ കൂടുതലായിരിക്കും. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ്, സിമ്പിൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാകേണ്ട കാര്യം, വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ദി നാരോസ്റ്റ് പാർട്ട് and pressure is maximum at the widest part of the pipe. Option B ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് ബെർണോളിസ് തിയറം ആണ്. ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്. സോ അത് നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യമാണ്. ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറത്തിന് അത് വരുന്ന കാര്യം എന്ന് പറയുന്നത് വർക്കിംഗ് ഓഫ് എയറോപ്ലെയിന്റെ പഴയ ബൊയൻ ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന എയറോപ്ലെയിന്റെ വർക്കിംഗ് അതിലാണ്. അറ്റോമൈസറിന്റെ വർക്കിംഗ് അതിലാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതായത് ബ്ലോയിങ് ഓഫ് ദി റൂഫ് അല്ലെ, ഒരു റൂഫിന്റെ കേസ്, റൂഫ് തെറിച്ചു പോകുന്ന കേസൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ഇത് പ്രീവിയസ് ഇയർ 4 തന്നിട്ട് ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ ബെർണോളിസ് തിയറം അല്ലാത്തതെന്ന് ചോദിക്കുന്നതെന്ന് വെച്ചാൽ മിക്സിയുടെ മിക്സറിന്റെ വർക്കിംഗ് അത് ടർബുലന്റ് ആണ്. ടർബുലന്റിന്റെ ആപ്ലിക്കേഷൻ ഓഫ് ടർബുലന്റിന്റെ ആപ്ലിക്കേഷൻ ആണ് മിക്സിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതും ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. സോ ഇത് 4 ഏതാണ് അല്ലാത്തെന്ന് വെച്ചാൽ മിക്സറിന്റെ വർക്കിംഗ് എന്തല്ല, ബെർണോളി അല്ല, അത് ടർബുലന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ചോദിക്കാവുന്ന ചോദ്യമാണ്, എൻസിആർടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ വർക്കിംഗ് ഓഫ് എയറോപ്ലെയിൻ, ആദ്യമേ വർക്കിംഗ് ഓഫ് എയറോപ്ലെയിൻ അല്ലെ, മാഗ്നസ് എഫക്ട്, എയറോഫോയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിനകത്തേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. തിയറി പാർട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻസിആർടി ഇത് കഴിഞ്ഞ് വായിക്കാവുന്നതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെയാണ് മേൾ ഭാഗത്തായിരിക്കും വെലോസിറ്റി കൂടുതൽ, അപ്പൊ അവിടെ പ്രഷർ കുറവായിരിക്കും. ഇവിടെ വെലോസിറ്റി കുറവാണ്, അപ്പൊ പ്രഷർ താഴെയായിരിക്കും കൂടുതൽ. അപ്പൊ ആ പ്രഷർ ഇതിനെ മേളിലേക്ക്, അപ്പൊ ഫോഴ്സ് അവിടെ, പ്രഷർ കൂടിയ ഫോഴ്സ് കൂടും. അപ്പൊ ആ പ്രഷർ എന്ത് ചെയ്യും? ഇതിനെ മേളിലേക്ക് പൊക്കും. ഇതാണ് വാട്ട് ഈസ് ഹാപ്പനിങ് അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടുത്തെ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് P/2 ഇൻറ്റു VL സ്ക്വയർ മൈനസ് താഴത്തെ ലോവർ സ്ക്വയർ മൈനസ് സ്മോൾ സ്ക്വയർ ആയിരിക്കും. അതായത് ρ/2 ഇൻറ്റു VL സ്ക്വയർ മൈനസ് VS സ്ക്വയർ ആണ് വരേണ്ടത്. സോ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഏരിയയും കൂടെ വരണം, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കേസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? വലിയ വെലോസിറ്റി ഏതാണോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എടുക്കുക. ചിലപ്പം V ലാർജ് ആണ് എടുക്കേണ്ടത്, ലാർജ് മൈനസ് സ്മോൾ ആണ് എടുക്കേണ്ടത്. ഇനി ചില കേസുകളിൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, താഴെ വെലോസിറ്റി ഉണ്ടാവില്ല, അപ്പൊ അതിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ഫോഴ്സ് കണ്ടുപിടിക്കാൻ ചോദ്യം എപ്പോഴും വരാറുണ്ട്. അതായത് ഇവിടുത്തെ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ρ/2 അല്ലെ, അതായത് രണ്ടിടത്തേയും നമുക്ക് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാടാ. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ P1 പ്ലസ് താഴത്തെ P1 പ്ലസ് അവിടുത്തെ ഹാഫ് റോ എയർ ആണ്, റോ ഇൻറ്റു V1 സ്ക്വയർ വരും അവിടുത്തെ, ഇസ് ഈക്വൽ ടു P2 മേളത്തെ പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ തന്നെ, എനർജി കൺസർവേഷൻ പോലെ തന്നെ സെയിം. ഇവിടുത്തെ പ്രഷർ എനർജി മീൻസ് കൈനറ്റിക് എനർജി, പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി, ദാറ്റ്സ് ഇറ്റ്. സോ അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ P1 മൈനസ് P2 അല്ലേ പ്രഷറിന്റെ ഡിഫറൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് കൊടുക്കാം. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഹാഫ് റോ ഇൻറ്റു വലുതായ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ, V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് വർക്കിംഗ് ഓഫ് അറ്റോമൈസറിന്റെ വർക്കിംഗ്, സ്പ്രേയിങ് അറ്റോമൈസറിന്റെ വർക്കിംഗും അങ്ങനെ തന്നെയാണ്. ബ്ലോയിങ് ഓഫ് റൂഫ്സ് ബൈ വിൻഡ് സ്റ്റോം. എന്താ സംഭവം? ഇവിടെ ഇങ്ങനെ വെലോസിറ്റി അല്ലേ, കൊടുങ്കാറ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം വലിയ മീൻസ് കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് ചില റൂഫുകളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നതാണ്. എങ്ങനെയാ പറന്നു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. വാട്ട് ഈസ് ഹാപ്പനിങ്? കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് മോളി വെലോസിറ്റി കൂടുതലായിരിക്കും എയറിന്റെ, അവിടെ വെലോസിറ്റി കൂടുതലാണ്, താഴെ വെലോസിറ്റി ഓൾമോസ്റ്റ് 0 അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയും എയറിന്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും, അകത്തെ പ്രഷർ കൂടും. അങ്ങനെ ആ പ്രഷർ ആണ് ആക്ച്വലി ആ ഫോഴ്സ് ആയിട്ട് ഇയാളെ പൊക്കി മേളിലേക്ക് വിടുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ എന്താണ് വിൻഡ് ബ്ലോ ചെയ്യുന്ന സമയത്ത് റൂഫ് എന്ത് ചെയ്യുന്നു? പറന്നു പോകുന്ന കേസ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫോഴ്സ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടും പ്രഷർ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടും ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ചിലപ്പോൾ V1 0 ആവാം, അകത്തെ ഇതില്ലാതിരിക്കാം. അപ്പൊ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഹാഫ് ഇൻറ്റു റോ എ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഏരിയ ഈസ് ആക്ച്വലി ഏരിയ ഓഫ് ദി റൂഫ് ആണ്, റൂഫിന്റെ ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഫോഴ്സ് കിട്ടും. ഈ ചോദ്യം 2015 നീറ്റിൽ ചോദിച്ചിട്ടുണ്ട്, ഒരു ചോദ്യമായി വന്നിട്ടുണ്ട്. സോ ശ്രദ്ധിക്കുക, ചോദ്യമായി വരാവുന്നതാണ്. ഓക്കെ, റൈറ്റ്. A wind with a speed 40 meter per second blow parallel to a roof. അല്ലെ 40 meter per second ആണ്, 40 meter per second. Roof of a house.
the area of the roof is 250. അല്ലെ ഏരിയ തന്നിട്ട് അപ്പോൾ ഫോഴ്സ് ആയിരിക്കും അവർക്ക് വേണ്ട മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. Assuming that the pressure inside a house is atmospheric pressure, the force exerted by the wind on the roof and the direction of the force will be. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലാവും അപ്വേർഡ് ആയിരിക്കും. കാര്യം താഴെയാണ് പ്രഷർ കൂടുതൽ, അപ്പൊ അപ്വേർഡ് ഫോഴ്സ് ആയിരിക്കും വരിക. താഴേന്നാണ് ആ ഫോഴ്സ് വരുന്നത്, അപ്പൊ അപ്വേർഡ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ഡെഫിനറ്റ്ലി ആ വിൻഡ് കൊണ്ട് ഉണ്ടാകുന്നത് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്. താഴെ പ്രഷർ കൂടുതലും മേളിൽ പ്രഷർ കുറയുമ്പോൾ താഴത്തെ പ്രഷർ കൊണ്ടുള്ള ഫോഴ്സ് അപ്വേർഡ് ഫോഴ്സ് ആണ് ഇതിനെ മേളിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അപ്വേർഡ് ആയിരിക്കും ഡൗൺവേർഡ് എന്നുള്ള ഉത്തരം തെറ്റാണ്. സോ അപ്വേർഡേ വരത്തുള്ളൂ. ആൻഡ് അപ്വേർഡിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു എ ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. അകത്ത് വെലോസിറ്റി ഇല്ല, അപ്പം v1 വേണ്ട. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് എയർ എന്ന് പറയുന്ന ചോദിച്ചു തന്നിട്ടുണ്ട് 1.2 ഇൻറ്റു ഏരിയ എന്ന് പറയുന്ന 250 ആണ് ഇൻറ്റു വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40യുടെ സ്ക്വയർ ആയ 1600 ആയിരിക്കും. സോ ദിസ് ഈസ് ദി ആൻസർ. സോ ഇവിടെ വരിക, ഇവിടെ വരിക, ഇവിടെ വരിക. നോക്കണം മക്കളെ, ഇവിടെ വരിക എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉത്തരം 800 എന്ന് വരും. സോ 1.2 ഇൻറ്റു 250 ഇൻറ്റു എത്രയാ വരുന്നത്? സോ 12 ഇൻറ്റു 80 ഇൻറ്റു 250 നമുക്ക് 0 ആക്കാം. 12 ഇൻറ്റു 8 ഇൻറ്റു 2.5 ഇൻറ്റു 10 റൈസ് ടു 3. സോ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ക്ലോസ് ടു എത്രയാണ്? 2.5 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലോസ് ടു 20 ആണ്. 20 ഇൻറ്റു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 240 ആണ്. 240 എന്ന് പറഞ്ഞാൽ 2.4 ഇൻറ്റു 10 റൈസ് ടു 5 എന്ന് കൊടുക്കാം. 2.4 ഇൻറ്റു 10 റൈസ് ടു 5. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സി നമുക്ക് മാർക്ക് ചെയ്യാം. സി ആണ് അവിടെ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വെഞ്ചുറി മീറ്ററിന്റെ വർക്കിങ്ങും അങ്ങനെ തന്നെയാണ്, സെയിം തന്നെയാണ്. വെഞ്ചുറി മീറ്റർ വർക്ക് ചെയ്യുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ വഴി തന്നെയാണ്. അതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണാതെ പഠിക്കാം. അതായത് ഇവിടെ സംഭവം റേറ്റ് ഓഫ് ഫ്ലോ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വെഞ്ചുറി മീറ്റർ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വൈഡർ പാർട്ടുമുണ്ട്, ഒരു നാരോ പാർട്ടുമുണ്ട്. വൈഡർ പാർട്ടിലെ വെലോസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. നാരോ പാർട്ടിലെ വെലോസിറ്റി കൂടുതലായിരിക്കും. സോ v2 ഗ്രേറ്റർ ദാൻ v1 ആണ്. അതുകൊണ്ട് തന്നെ p2 ഗ്രേറ്റർ ദാൻ p1 ആണ്. അപ്പൊ അവിടുത്തെ പ്രഷർ ആയിരിക്കും എന്ത് കൂടുതൽ? പ്രഷർ അവിടെ കുറവായിരിക്കും. p1 ഗ്രേറ്റർ ദാൻ p2 ആയിരിക്കും. മനസ്സിലായോ? വെലോസിറ്റി കൂടുന്നിടത്ത് പ്രഷർ എനർജി കുറവായിരിക്കുമല്ലോ. അപ്പൊ അവിടെ പ്രഷർ എന്തായിരിക്കും? കുറവായി. p2 കുറവായിരിക്കും, p1 ആയിരിക്കും കൂടുതൽ. അപ്പൊ p1ലെ പ്രഷർ കൂടുമ്പോൾ ഇവിടെ പ്രഷർ കൂടുതലായതുകൊണ്ട്, ഫോഴ്സ് കൂടുതലായതുകൊണ്ട് അവിടുത്തെ ലിക്വിഡ് കോളത്തിൽ റൈസ് ചെയ്യുന്ന ഹൈറ്റ് കൂടുതലായിരിക്കും. ഇവിടുത്തെ ലിക്വിഡ് കോളത്തിൽ റൈസ് ചെയ്യുന്ന ഹൈറ്റ് കുറവായിരിക്കും. ബിക്കോസ് ഇവിടെ പ്രഷർ കുറവും ഇവിടെ പ്രഷർ കൂടുതലുമാണ്. ബിക്കോസ് ഇവിടെ പ്രഷർ കുറയാൻ കാര്യം ഇവിടുത്തെ വെലോസിറ്റി കൂടുതലാണ്. വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. ഇവിടെ വെലോസിറ്റി കുറവാണ്. അങ്ങനെ പ്രഷർ കുറയുമ്പോൾ ഇവിടെ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാവുന്ന ആ ഹൈറ്റിലെ വ്യത്യാസത്തിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് വെലോസിറ്റി v2 കണ്ടുപിടിക്കുക. v2 is equal to root of 2gh അല്ലെ? നമ്മുടെ റൊട്ടേഷൻ മോഷനെ പഠിച്ച പോലെ root of 2gh by 1 plus k square by r square എന്ന് പഠിച്ചില്ലേ? എന്ന പോലെ ഓർത്ത് വെക്കുക. root of 2gh by 1 minus a2 by a1 the whole square. അവിടെ k square by r square ആയിരുന്നു. ഇവിടെ root of 2gh ന്റെ സ്ഥാനത്ത് ഹൈറ്റിൽ ഉണ്ടായ വ്യത്യാസമായ ഡെൽറ്റ എച്ച് ആണ് എടുക്കേണ്ടത്. ഈ രണ്ട് ഹൈറ്റിലും ഉണ്ടാകുന്ന വ്യത്യാസമായ ഡെൽറ്റ എച്ച്. സോ നിങ്ങൾ വെഞ്ചുറി മീറ്റർ ജസ്റ്റ് ഓർത്ത് വെക്കുക. root of 2g delta h divided by 1 minus a2 by a1 the whole square എന്നാണ് വരുന്നത്. ഏരിയയിൽ ഉണ്ടായ വ്യത്യാസമാണ്. ഇവിടുത്തെ നാരോ ഏരിയ a2, ലാർജർ ഏരിയ a1 എന്നാണെങ്കിൽ root of 2g delta h divided by 1 minus a2 square by a1 square ആണ് v2 കണ്ടുപിടിക്കാനുള്ളത്. നിങ്ങൾക്ക് റേറ്റ് ഓഫ് ഫ്ലോ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ a1 v1 a2 v2 എടുത്താൽ പോരെ? എവിടുത്തെ വേണമെങ്കിലും ഇനി വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇനി ഇവിടുത്തെ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കണമെങ്കിൽ a2 v2 എടുത്താൽ മതി. അവിടുത്തെ ഏരിയ ഉണ്ടെങ്കിൽ, നാരോ ഏരിയ ഉണ്ടെങ്കിൽ a2 v2 കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ വെലോസിറ്റി ആവേണ്ടെങ്കിൽ ഈക്വൽ ടു a1 v1 എന്ന് ഇക്വേറ്റ് ചെയ്യാം അവിടുത്തെ ഏരിയ ഉണ്ടെങ്കിൽ. സോ അങ്ങനെ നിങ്ങൾക്ക് a1 v1 റേറ്റ് ഓഫ് ഫ്ലോയോ എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടുത്തെ ഏരിയയെ അവിടുത്തെ വെലോസിറ്റി കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നിങ്ങൾ റേറ്റ് ഓഫ് ഫ്ലോ ആണ് ചോദ്യമെങ്കിൽ ഇക്വേഷൻ. അപ്പൊ വെഞ്ചുറി മീറ്ററിൽ ആകെ ഓർത്ത് വെക്കേണ്ട ഇത്രയും മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഇക്വേഷൻ ആണ്. അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് root of 2g delta h divided by 2g delta h divided by 1 minus a2 by a1 the whole square. ക്ലിയർ അല്ലേ?
Okay, so that is the equation. അത്രേ ഉള്ളൂ അവിടെ. And last and final topic guys, Bernoulli's principle, വെഞ്ചുറിമീറ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാന ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ കടക്കുകയാണ്. മക്കളെ ഇതുപോലെ തന്നെ, അതായത് ഒരു കണ്ടെയ്നറിനകത്ത് ഒരു എച്ച് മുകളിൽ നിന്നുള്ള ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. എപ്പോഴും ഓർത്തോണം, മുകളിൽ നിന്നുള്ള ഹൈറ്റ് എച്ച് ആണെങ്കിൽ അതിലൊരു ഹോൾ ഉണ്ടെങ്കിൽ അല്ലെ, ആ ഹോളിലുള്ള വെലോസിറ്റി ഓഫ് ദി എഫ്ലക്സ് എന്ന് പറയുന്നത് √2gh ആണ്. മിക്കപ്പോഴും ചോദിക്കുക വെലോസിറ്റി ഓഫ് എഫ്ലക്സ് അല്ല, അവിടെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ ആണ്. അപ്പൊ അവിടുത്തെ ഏരിയ തന്നിട്ടുണ്ടാവും. ആ ഏരിയ നിങ്ങൾ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് ഓഫ് എഫ്ലക്സ് കിട്ടും. റേറ്റ്, അതായത് പുറത്തേക്ക് പോകുന്ന എഫ്ലക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ABE ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു A ഇൻറ്റു VE എന്ന് പറയുന്നത് √2gh ആണ്. മക്കളെ √2gh വെലോസിറ്റി നിങ്ങൾ 1 ഡയമെൻഷൻ തൊട്ട് പഠിക്കുന്നതാണ്. ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് മുകളിൽ നിന്നും ആ ഹോളിൽ എത്രയാണോ കണ്ടെയ്നറിൽ വെള്ളമുള്ള ഹൈറ്റ്, ആ ഹൈറ്റിൽ നിന്നും ആ ഹോളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ നിങ്ങൾ ഓർക്കണം, ആ ലെവലിൽ നിന്നും ഹോളിലേക്കുള്ള ദൂരം h ആണെങ്കിൽ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് √2gh ആയിരിക്കും. ഓർത്ത് വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇനി നമ്മളോട് ചോദിക്കുക, നമ്മളോട് ഇങ്ങനെ വരും, കണ്ടെയ്നറിലേക്ക് വരുന്ന വെലോസിറ്റി തരും, ആ കണ്ടെയ്നറിന്റെ ഏരിയ തരും, താഴെ ഒരു ഹോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഏതെങ്കിലും ഒന്നാണ് കണ്ടുപിടിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യുക. വരുന്നത് അല്ലെ, ആ കണ്ടെയ്നറിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവ് A1 B1 എന്ന് എടുക്കാം. അവിടുത്തെ ഏരിയ ഉണ്ടെങ്കിൽ V1 ഉണ്ടെങ്കിൽ, താഴെ ഒരു ഹോൾ ആണെങ്കിൽ അവിടെ A2 B2 അപ്ലൈ ചെയ്യാം. ഇനി V2 പകരം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, അവിടുത്തെ ഏരിയ ആണ് വേണ്ടെങ്കിൽ ചോദ്യമെങ്കിൽ, അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ഇടാം. E ആയിട്ട് h ആണെങ്കിൽ √2gh എന്ന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് അവിടുന്ന് വരുന്ന കണ്ടെയ്നറിലേക്ക് വീഴുന്ന അളവുണ്ടെങ്കിൽ, അവിടുത്തെ ഏരിയ ഉണ്ടെങ്കിൽ A1 B1 എടുക്കാം. That is equal to A2 V2 എന്ന് പറയാം. V2 നമുക്കിപ്പോ വെലോസിറ്റി ഓഫ് എഫ്ലക്സിൽ ഇക്വേഷൻ കിട്ടി √2gh. മുകളിൽ വരെയുള്ള ഹൈറ്റ് ആണെങ്കിൽ അത് √2gh എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. എടാ മക്കളെ, എപ്പോഴും ചോദിക്കുക, വെലോസിറ്റി അല്ല റേറ്റ് ഓഫ് ഫ്ലോ ആണ്. ഏരിയ ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി എടുത്താൽ റേറ്റ് ഓഫ് ഫ്ലോ കിട്ടും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച്. ഓക്കെ, സോ അതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത നമ്മളോട് ചോദിക്കുക റേഞ്ച് ആണ്. അടുത്ത നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോളിൽ നിന്ന് എത്ര ദൂരം വരെ ഇയാൾ വന്ന് വീഴുന്നുണ്ട്. ദിസ് റേഞ്ച് R ആണ് നമ്മളോട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, നിങ്ങൾക്ക് അവിടെ ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് നിങ്ങൾ ഒന്നും ആലോചിക്കണം, ഈ റേഞ്ച് ആണ് നിങ്ങൾക്ക് വേണ്ടത്. നിൽക്കട്ടെ R. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഈ ഡിസ്റ്റൻസ് x1 ഉണ്ട്, ഈ ഡിസ്റ്റൻസ് x2 ഉണ്ടെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് √4 ഇൻറ്റു x1 x2 ആയിരിക്കും. √4 ഇൻറ്റു x1 x2 ഇങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. √4 ഇൻറ്റു x1 x2 എന്ന് പഠിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് നിങ്ങൾ നോക്ക്, ഈ ഹൈറ്റും തരും, ഈ ഹൈറ്റും അവർ തരും. അപ്പൊ ഈ ഹൈറ്റ് h ആണ്, ഈ ഹൈറ്റ് h - h ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക, ഇത് h - h ഇത് h ആണെങ്കിൽ ഞാൻ പറഞ്ഞത് √4 ഇൻറ്റു x1 x2 എന്നല്ലേ പറഞ്ഞത്, h ഇൻറ്റു 4 - h, സോറി h ഇൻറ്റു h - h, 4 ഇൻറ്റു h ഇൻറ്റു h - h, 4 ഇൻറ്റു x1 - x2 അല്ലേ പറഞ്ഞത്, x1 - x2 അല്ലേ. ഇത് h ആണെങ്കിൽ ഇത് h - h ആയിരിക്കും ടോട്ടൽ ആയിട്ട്. അപ്പൊ 4 ഇൻറ്റു x1 x2 ആണെങ്കിൽ √4 ഇൻറ്റു h ഇൻറ്റു h - h. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് x1 x2 ആണെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് √4 x1 x2 ആയിരിക്കും. h ഇൻറ്റു h - h ആയിരിക്കും അവിടെ വരേണ്ടത്. ഇതാണ് അവിടെ ചോദ്യം വരാവുന്നത്. ഓക്കെ, അവർ പറയുകയാണ് നമുക്ക് വേണ്ടത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് x അഥവാ റേഞ്ച് ആണ് വേണ്ടത്. റേഞ്ച് കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ട ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് d ആണ്, പിന്നെ ഈ ഡിസ്റ്റൻസ് വേണം. നിങ്ങൾക്ക് അത്രയും മതി. x1 x2 ആ വേണ്ടത്. ഇത് h ആണെങ്കിൽ ദിസ് ഈസ് h - d ആണ്. ഇത് h - d ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പം റേഞ്ച് ഈസ് ഈക്വൽ ടു √4 ഇൻറ്റു മുകളിലുള്ളത് d ആണ്, താഴെയുള്ളത് h - d ആണ്. അങ്ങനെയാണെങ്കിൽ √4 പുറത്ത് വന്നാൽ 2 ആകും. 2 ഇൻറ്റു d ഇൻറ്റു h - d. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ. സോ 2 ഇൻറ്റു d ഇൻറ്റു h - d, 2 ഇൻറ്റു √d ഇൻറ്റു h - d. ദാറ്റ് ഈസ് ദ കേസ്. അടുത്തത് മാക്സിമം റേഞ്ച് എപ്പോഴാണ്? പകുതിയിലാണ്. അതായത് കണ്ടെയ്നറിലുള്ള വെള്ളത്തിന്റെ കറക്റ്റ് നടുക്കാണ് ഹോളെങ്കിൽ അപ്പോഴായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ കേസിൽ ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്, റേഞ്ച് വരുന്നത് എപ്പോഴാടാ? കറക്റ്റ് നടുക്കാണ് ഹോളെങ്കിൽ മാക്സിമം റേഞ്ച് എപ്പോഴാന്ന് ചോദിക്കും. കറക്റ്റ് നടുക്കാണെങ്കിലാണ് എന്ത് മാക്സിമം റേഞ്ച് വരിക. ആ റേഞ്ച് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഹൈറ്റ് h തന്നെയായിരിക്കും. അപ്പം മാക്സിമം റേഞ്ച് വരിക when h is equal to h/2ലാണ്. ഇത് h/2 ആണ്. h is equal to h/2ലാണ്. And what is the value of that range? അത് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി.
4 into h/2 into h/2. മുകളിലും താഴെയും h/2 ആണെങ്കിൽ ഈ 2ഉം 2ഉം കൂടെ 4 കട്ട് ചെയ്ത് പോകും. റൂട്ട് h സ്ക്വയർ എന്ന് പറയുന്നത് h ആണ്. അപ്പോഴുള്ള റേഞ്ച് എന്ന് പറയുന്നത് h ആയിരിക്കും. എടാ മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ അയാൾ എവിടെയായിരിക്കണം? ഹോള് കറക്റ്റ് നടുക്കാവണം. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ ഇവിടെ വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് എഫ്ലക്സിനകത്ത് ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി ഓഫ് എഫ്ലക്സ് നിങ്ങൾ പഠിക്കാനായിട്ട് 2 ചോദ്യം കൂടെ ചെയ്താൽ കഴിഞ്ഞു. അതായത് ഈ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഹൈറ്റ് ഈ ഹൈറ്റ് ആണ് വേണ്ടത്. നിന്നിട്ട് എന്റെ നടുവിന്റെ കുറെ ദിവസമായില്ല, റൈറ്റ്? 10 ദിവസമായി ഈ പണി തുടങ്ങിയിട്ട് അല്ലേ? 10 ഒന്നും അല്ല, ഞാൻ മാസങ്ങളായി പണി തുടങ്ങിയിട്ട്, റൈറ്റ്? സോ മണിക്കൂറുകളോളം ക്ലാസ് എടുത്ത് റൈറ്റ്? സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഓരോ ടോപ്പിക്കും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, റൈറ്റ്? സോ ദാറ്റ്സ് ഇറ്റ്. സോ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് √2gh ആണ്. √2gh ആണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അത് ഒന്നാമത്തെ കാര്യം. പക്ഷെ അവരെപ്പോഴും ചോദിക്കുക റേറ്റ് ഓഫ് ഫ്ലോ ആണ്. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയ ഇൻറ്റു h ആയിരിക്കും, √2gh ആയിരിക്കും. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു √2gh ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ നിന്നുള്ള A1ഉം V1ഉം ഉണ്ടെങ്കിൽ അല്ലെ, ഇവിടുത്തെ A2 V2 ആണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് A1 V1 = A2 V2 ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ കിട്ടും. ഇനി അവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് √4 into h into h - h ആണ്. ഒന്ന് റേഞ്ച് ചോദിക്കാം. ഇവിടുത്തെ റേഞ്ച്, ദാറ്റ്സ് റേഞ്ച് ചോദിക്കാം. ഒന്ന് റേഞ്ച് ചോദിക്കാം. അടുത്ത റേഞ്ച് ആയി. അപ്പൊ റേഞ്ച് ആയി. ഇനി ആർ മാക്സ് എത്രയാന്ന് ചോദിക്കാം. h ആണ്. അതെപ്പോഴാ ആർ മാക്സ് h കിട്ടുന്നത്? എപ്പോഴാ ആർ മാക്സ് h കിട്ടുന്നത്? അല്ലെ, ആർ മാക്സ് h വരുന്നത് എപ്പോഴാടാ? അല്ലെ, മാക്സിമം ആയിട്ട് h വരുന്നത് at h is equal to h/2 ല. h/2 ല. റൈറ്റ്. സോ നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 2019 ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, ചോദ്യമാണ്. A small hole of area of cross section 2 millimeter square present at the bottom of the fully filled open tank of 2 meter. 2 മീറ്ററിനകത്ത് മൊത്തം വെള്ളം നിറച്ചിട്ട് താഴെ ഒരു ഹോൾ ഇട്ടെന്നിരിക്കട്ടെ. ആ ഹോൾ എന്ന് പറയുന്നത് എത്രയാണ്? 2 millimeter സ്ക്വയർ ആണ്. അതിന്റെ എന്തെന്ന് പറയുന്നത്? അതിന്റെ 2 millimeter സ്ക്വയർ ആണ്. 2 millimeter സ്ക്വയർ ആണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? അതിന്റെ ആ ഹോളിന്റെ സൈസ് 2 millimeter സ്ക്വയർ ആന്നിരിക്കട്ടെ. ഓക്കെ, ഇസ് ഫുൾ 2 മീറ്റർ മുകളിലാണ് വരെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ടേക്കിംഗ് G = 10 m/s². ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദി ഓപ്പൺ ഹോൾ വുഡ് ബി എത്രയെന്നാണ് നമ്മൾ നോക്കിക്കട. റേറ്റ് ഓഫ് ഫ്ലോ ആണ് ചോദ്യം. ഞാൻ എപ്പോഴും പറഞ്ഞു റേറ്റ് ഓഫ് ഫ്ലോ ആയിരിക്കും ചോദ്യം വരിക. റേറ്റ് എന്ന് പറഞ്ഞാൽ d വോളിയം ബൈ dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. അതായത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിലെ ഏരിയ ഇൻറ്റു വെലോസിറ്റി, അതായത് m³/s. അപ്പം അവിടുത്തെ വെലോസിറ്റി വേണം അതിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏരിയ എന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടുണ്ട് എത്രയാണ്? 2 millimeter സ്ക്വയർ ആണ്. 2 × 10⁻⁻6 മീറ്റർ സ്ക്വയർ ആണ്. മില്ലിമീറ്ററിനെ മീറ്റർ ആകുമ്പോൾ 10⁻⁻3, അതിന്റെ സ്ക്വയർ ആകുമ്പോൾ 10⁻�6 ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എഫ്ലക്സ് ആണ് √2gh. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10⁻⁻6 ഇൻറ്റു √2 ഇൻറ്റു g ആയ 10 ഇൻറ്റു ഹൈറ്റ് ആയ എത്രയാടാ? 2. അപ്പം √40. സോ 2 × 10⁻⁻6 ഇൻറ്റു √40. √40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √36 36 ആണ്. അപ്പൊ 6. പിന്നെ √4 അപ്രോക്സിമേറ്റ്ലി എത്ര വരും? ഒരു സോറി ഏകദേശം റൈറ്റ് √7 ആയിരുന്നെങ്കിൽ 50 സംതിങ്, റൈറ്റ്? സോ ക്ലോസ് ടു റൈറ്റ് 36 49 അല്ലെ? ക്ലോസ് ടു എത്ര വരും? 40 ആകുമ്പോൾ 6 സംതിങ് വരും. കറക്റ്റ് ആണെങ്കിൽ 6.2 6.3 അടുത്ത് വരും, റൈറ്റ്? സോ 6.1 6.12 സംതിങ് ക്ലോസ് ടു അത്രയും വരും. ഓക്കെ, നമുക്ക് നോക്കാം. 6.1, റൈറ്റ്? സോ 6.1 × 2 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സംതിങ് × 10⁻⁻6 ആണ് വരുന്നത്. സോ 12 × 10⁻⁻6. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. എ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു IIT പ്രീവിയസ് ഇയർ ആണ്. ഒരു IIT ക്വസ്റ്റ്യൻ ആണ്. IIT ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എ ലാർജ് ഓപ്പൺ ടാങ്ക് ഹാസ് 2 ഹോൾസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷത്തെ എന്റെ 10 days ചലഞ്ചിലെ അവസാന ക്വസ്റ്റ്യൻ, റൈറ്റ്? സോ right, a large open tank has 2 holes in the wall. One is a square. ശ്രദ്ധിക്കുക, ആദ്യത്തെ ഒന്ന് സ്ക്വയർ ആണ്. സ്ക്വയർ ഓഫ് ലെങ്ത് L. ലെങ്ത് L ആണ്. ആ സ്ക്വയറിന്റെ ലെങ്ത് L ആണ്. ക്ലിയർ ആണോ മക്കളെ? ഈസ് ഇറ്റ് എ ഡെപ്ത് Y. അത് ഡെപ്ത് Y താഴെയാണ്. അത് Y താഴെയാണ്, റൈറ്റ്? Y താഴെയാണ്. ആൻഡ് അതർ ഈസ് എ സർക്കുലർ ഹോൾ.
അതർ ഈസ് എ സർക്കുലർ ഹോൾ. അടുത്തതൊരു സർക്കുലർ ഹോൾ ആണ്. അടുത്തൊരു സർക്കുലർ ഹോൾ ആണ്. സർക്കുലർ ഹോൾ അറ്റ് എ റേഡിയസ് ഓഫ് ആർ. അതിന്റെ റേഡിയസ് ആറാണ്. ആ ഹോളിന്റെ റേഡിയസ് ആറാണ്. അറ്റ് എ ഡെപ്ത് 4y. അറ്റ് എ ഡെപ്ത് അത് 4y ആണ്. 4y താഴെയാണ്. ഓക്കെ. വെൻ ദ ടാങ്ക് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ, the quantity of water flowing out per second, the quantities of water flowing out per second, both holes are same, then R is equal to, രണ്ട് ഹോളിൽ കൂടെയും പുറത്തേക്ക് പോകുന്ന അളവ് സെയിം ആണെങ്കിൽ R എത്രയാണ്? അതായത് റേറ്റ് ഓഫ് ഫ്ലോ. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി. A1 V1 ഈക്വൽ ടു A2 V2. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയ ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പൊ മുകളിലത്തെ ഏരിയ ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി, അടുത്ത ഏരിയ ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി. വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് റൂട്ട് 2gh ആണ്. അപ്പൊ നമുക്ക് പറയാം ആദ്യത്തെ ഏരിയ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ L² ആണ്. ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് റൂട്ട് 2gh ആയ അതിന്റെ മുകളിൽ നിന്നുള്ള ദൂരം. എപ്പോഴും മുകളിൽ നിന്നുള്ള ദൂരമാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു, പ്രത്യേകം പറഞ്ഞു വെലോസിറ്റി ഓഫ് എഫ്ലക്സിൽ. അപ്പൊ അത് 2gy ആയിരിക്കും. അടുത്തത് ഈസ് ഈക്വൽ ടു, അടുത്ത സർക്കുലർ ഹോൾ ആണ്. അപ്പൊ അത് πr² ആണ്. πr². So πr² into root 2g into 4y. Root 2g into 4y. Okay. So root 2g cancel ചെയ്യും. So L² is equal to root 2g cancel ചെയ്യാം. റൂട്ട് വൈയും കട്ട് ചെയ്ത് കളയാം. രണ്ടിടത്ത് കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളയാം. റൂട്ട് 4 അവിടെയുണ്ട്. സോ πr² ഇൻറ്റു റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ R² is equal to L² by 2π. R is equal to L by root 2π. ഓക്കെ. അവിടുന്ന് L by root 2π എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഒരു വെരിഫൈഡ് ചാനൽ കാണുന്നുണ്ടല്ലോ, റൈറ്റ്. +2 നീറ്റ് ആസ്പിറന്റ്. അറിയില്ല ആരാണ്. റൈറ്റ്. സോ താങ്ക് യു. സോ നമുക്ക് നോക്കാം. L by root 2π. Done. So that's it. So thank you. അത്രയുമാണല്ലോ മക്കളെ. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. നമ്മളിത് പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ആക്ച്വലി നിങ്ങളുടെ പ്രഷറാണ് അല്ലേ? പ്രഷർ. ദെൻ നിങ്ങളുടെ അല്ലേ ρgh കണക്കുകൾ ഇക്വേറ്റ് ചെയ്യേണ്ട യൂട്യൂബ് അല്ലെ? യൂട്യൂബ് പഠിച്ചു. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കഴിഞ്ഞാൽ അല്ലെ, ഫസ്റ്റ് പ്രഷർ കഴിഞ്ഞ് യൂട്യൂബ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജാബിർ സാർ, റൈറ്റ്? സോ ജാബിർ സാർ വെയിറ്റിംഗ് ആണ് റയോപ്റ്റിക്സ് ആയിട്ട്. സോ യൂട്യൂബ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു? ഓർഡറിൽ ഡിസ്കസ് ചെയ്തു. ടെർമിനൽ വെലോസിറ്റി, ദെൻ ബെർണോളിസ് പ്രിൻസിപ്പിൾ, വെലോസിറ്റി ഓഫ് എഫ്ലക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സോ ഐ തിങ്ക് എല്ലാവരും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ 10 days ചലഞ്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഭംഗിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട്. സോ ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ക്ലിയർ ആണെങ്കിൽ ഫ്ലൂയിഡ്സ് എല്ലാവർക്കും കിട്ടാത്തൊരു ചാപ്റ്റർ നിങ്ങൾ ഉറപ്പിക്കുമല്ലോ അല്ലേടാ? ചെയ്തിട്ടല്ലേ വരുള്ളൂ. ഇന്നത്തെ സ്ലൈഡ് ഒന്നും കൂടെ വായിച്ചാൽ മതി. 2 തവണ റിവൈസ് ചെയ്യുക. ഇന്നത്തെയും സ്ലൈഡ് 2 തവണ റിവൈസ് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. ജാബിർ സാറാണ് അടുത്തത്. റയോപ്റ്റിക്സുമായിട്ട് ജാബിർ സാർ ഇവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ നാളെ നമ്മുടെ മാരത്തോൺ ഉണ്ട്. മാരത്തോണിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ഓക്കെ, ജാബിർ സാർ റെഡിയാണോ?
ഹായ് റയോപ്റ്റിക്സ് അല്ല, ഫ്ലൂയിഡ് കഴിയുമ്പോഴേക്കും 12:30 മണിയായി. ഇനി റയോപ്റ്റിക്സ് കൂടെ നമ്മൾ തീരുമ്പോഴേക്കും കുറേ നേരമെടുക്കും, വലിയ പാഠമാണ്. സോ ഒരു ചെറിയ ചേഞ്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരുത്തിയാണ് ഞാൻ കയറുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് ഇപ്പോഴെടുക്കുന്നു, വൈകിട്ട് കൈനറ്റിക്സ് എടുക്കേണ്ട ആദ്യ സെഷനിൽ റയോപ്റ്റിക്സ് എടുക്കുന്നു. അപ്പോൾ റയോപ്റ്റിക്സും കെമിക്കൽ കൈനറ്റിക്സും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറി കയറാൻ വേണ്ടി പോവുകയാണ്. ഹലോ, ഹായ് 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 എല്ലാവർക്കും ഹായ്, എല്ലാവരുടെയും ഹായ് കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ മുമ്പിൽ 3 ദിവസങ്ങൾ ഉഷാറായി നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. 2-3 ദിവസമായി നമ്മളത് പറയുന്നു, എല്ലാം പഠിച്ചു കഴിഞ്ഞ് സെറ്റായി നിങ്ങളിരിക്കുകയാണ്. കൈനറ്റിക്സ് ഒരു സിമ്പിൾ, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും, ഗുഡ് ആഫ്റ്റർനൂൺ, ഹായ് ഹായ്. കൈനറ്റിക്സ് ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. ഫ്ലൂയിഡ് തീർന്നതിൻ്റെ ഹാങ് ഓവറിൽ നമുക്ക് ആ സിമ്പിൾ ചാപ്റ്റർ അങ്ങ് ഫിനിഷ് ചെയ്യാം. റയോപ്റ്റിക്സുമായി ജാബിർ സാറ് വൈകിട്ട് വരും. ബാക്കി പാഠങ്ങളെല്ലാം ഓർഗാനിക് ചാപ്റ്ററും റയോപ്റ്റിക്സും എല്ലാം വൈകിട്ട് അടുത്ത സെഷനിൽ നമുക്ക് കാണാം. ഓക്കെ, റെഡി? ഹലോ, ഹായ്. അപ്പോൾ നമ്മൾ നേരെ കെമിക്കൽ കൈനറ്റിക്സിലേക്ക് പോവുകയാണ്. കൈനറ്റിക്സ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകളെയും കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടറുകളും അതിൻ്റെ ആപ്ലിക്കേഷനും ഒക്കെയാണ് നമുക്ക് കൈനറ്റിക്സിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. A പ്ലസ്, ഓർമ്മയില്ലേ? BB ഗീവ് CC+DD എന്നൊരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ അയാളുടെ റേറ്റ് എഴുതാൻ റയോപ്റ്റിക്സ് എന്ന് പറഞ്ഞ അക്ഷയ് സങ്കടപ്പെടുകയൊന്നും ചെയ്യേണ്ട. റയോപ്റ്റിക്സ് വൈകിട്ട് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കയറിയത് റയോപ്റ്റിക്സ് നമുക്ക് അത്ര പെട്ടെന്ന് ഓടിച്ച് തീർക്കാൻ പറ്റാത്ത പാഠമായതുകൊണ്ടാണ്. ഒരു 1.5 മണിക്കൂർ നേരം ആ പാഠത്തിന് വേണം. ഇപ്പോൾ 12:30 ആയി ഓൾറെഡി, അതുകൊണ്ടാണ്. ഓക്കെ, ശരി. അപ്പോൾ A പ്ലസ് BB ഗീവ് CC+DD എന്നൊരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എടുത്താൽ അയാളുടെ റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത് -1/A × D കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡഡ് ബൈ DT ഈസ് ഈക്വൽ ടു -1/B × D concentration of B divided by DT is equal to 1/C into D concentration of C divided by DT is equal to 1/D into D concentration of D divided by DT ആണ് എന്ന് നിങ്ങൾക്കറിയാം. റെഡി ആണല്ലോ? റെഡി. ശ്രദ്ധിക്കണേ, അവിടെ നമ്മൾ നെഗറ്റീവ് സൈനിട്ട് റിയാക്ടന്റിനെയും പോസിറ്റീവ് സൈനിട്ട് പ്രൊഡക്റ്റിനെയും റെപ്രസെന്റ് ചെയ്യുമെന്നും 1/, നമ്പർ ഓഫ് മോൾസ് എഴുതുമെന്നും ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റുകളായി പറയാറുള്ളത്. ഇതേ കോൺസെപ്റ്റ് തന്നെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്ന സമയത്ത് നോക്കണേ നിങ്ങൾ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതാൻ പറയുന്നതിന് പകരം നിങ്ങളോട് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. നോക്കണേ നിങ്ങൾ. ഇപ്പൊ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതാ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പറയാം, ഒന്ന് നോക്കണേ നിങ്ങൾ. റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ R ഈസ് ഈക്വൽ ടു എയുടെ ടേമിൽ എഴുതുമ്പോൾ -1/A × D കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡഡ് ബൈ DT ആണ്. ഇതേ ചോദ്യം റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 1/A ആവശ്യമില്ല, അത് -D കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡഡ് ബൈ DT ആണ്. അത് മാത്രമാണ് ഈ ഭാഗത്ത് നിന്ന് ഓർമ്മിക്കേണ്ടത്. റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് എങ്കിൽ മാത്രമേ -1/, എഴുതേണ്ടൂ. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A ചോദിച്ചാൽ 1/, നമ്പർ ഓഫ് മോൾസ് എഴുതേണ്ട. റെഡി? അതേപോലെ തന്നെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ചോദിച്ചാലും നിങ്ങൾ 1/C എഴുതേണ്ട. D കോൺസെൻട്രേഷൻ ഓഫ് C ഡിവൈഡഡ് ബൈ DT ഇവിടെ D കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ DT എഴുതിയാൽ മതി. 1/, നമ്പർ ഓഫ് മോൾസ് എഴുതേണ്ടത് ഏത് കേസിൽ മാത്രമാണ്? ഇനോർഗാനിക്കും ഓർഗാനിക്കും എടുക്കാറില്ലേ? ഇനോർഗാനിക്കും ഓർഗാനിക്കും ഒക്കെ ആപ്പിനകത്ത് ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രി ഞാൻ എടുത്തിട്ടില്ല. ഇനോർഗാനിക് കെമിസ്ട്രി ആപ്പിനകത്തുള്ള ഏതാണ്ട് പാഠങ്ങളും ഞാൻ തന്നെയാണ് റിപ്പീറ്ററിന് എടുത്തു വെച്ചിരിക്കുന്നത്. കുട്ടി റിപ്പീറ്റർ കോഴ്സിലുള്ളയാളല്ല എന്ന് തോന്നുന്നു അല്ലേ? റെഡി? ഇവിടെ ഒരുപാടേറെ ടീച്ചേഴ്സ്, നല്ല അടിപൊളി ടീച്ചേഴ്സ് ഓർഗാനിക്കും ഇനോർഗാനിക്കും ഒക്കെ എടുക്കാൻ അടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് പാഠങ്ങളുമായി വരുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് വിശദമായി പിന്നീട് എടുക്കാം. ഇപ്പൊ ഇത് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷൻ
പറയുന്ന സമയത്ത് 1 നമ്പർ ഓഫ് മോൾസ് എഴുതണം. അപ്പിയറൻസോ ഡിസപ്പിയറൻസോ ചോദിച്ചാൽ ഈ സാധനം വേണ്ട, ബാക്കി ഭാഗം മാത്രം. ഡിസപ്പിയറൻസ് ആവുമ്പോ മൈനസ് ഇത്, അപ്പിയറൻസ്. ഇപ്പോ റേറ്റ് ഓഫ് റിയാക്ഷൻ ടേംസ് ഓഫ് സി ആണ് ചോദിക്കുന്നതെങ്കിൽ മക്കൾ പറഞ്ഞേ എന്താ എഴുതുക? റേറ്റ് ഓഫ് റിയാക്ഷൻ ടേംസ് ഓഫ് സി ആണെങ്കിൽ 1/c ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ dt വരും. 1/c ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ dt വരും. നേരെ മറിച്ച് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി ആണെങ്കിൽ 1/c വേണ്ട, ഡി കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ dt വരും. കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനും ഇതേ ചോദ്യമാണ് ചോദിച്ചത്. അത് തെറ്റിക്കരുത്. എഞ്ചിനീയറിംഗ് എക്സാമിന്റെ ഗവൺമെന്റ് ആൻസർ കീയിൽ പോലും എന്തുണ്ട്? തെറ്റുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആൻസർ കീ ഇട്ടവർക്ക് പോലും 1/, വിട്ടുപോയിട്ട് ഈ പ്രാവശ്യം എഞ്ചിനീയറിംഗിന്റെ കീമിന്റെ ആൻസർ കീയിൽ പോലും കെമിക്കൽ കൈനറ്റിക്സ് ഒഫീഷ്യൽ ആൻസർ കീയിൽ തെറ്റാണ്. അതുകൊണ്ട് മക്കൾ ശ്രദ്ധിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്നോ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്നോ ചോദിച്ചാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതരുത്, 1 നമ്പർ ഓഫ് മോൾസ് ഒഴിവാക്കണം. ആരത് ചോദിക്കുന്നു? മൈനസ് വേണ്ടേ എന്ന് ചോദിക്കുന്നു. മൈനസ് ഡിസപ്പിയറൻസിന് വേണം, അല്ലെ? കുറയുകയാണ് ചെയ്യുന്നത് ഡിസപ്പിയറൻസിന്. അപ്പിയറൻസിന് മൈനസ് ഉണ്ടാവില്ല, അത് പ്രൊഡക്റ്റിന്റെ സൈഡിലാണ്, അവിടെ മൈനസ് വേണ്ട. ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? നോക്കട്ടെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കണം. ഫോർ എ റിയാക്ഷൻ 1/2a gives 2b. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. നിങ്ങൾ നോക്ക്, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. അത് കാണുമ്പോൾ തന്നെ അറിയണം ചോദിച്ചത് മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ dt ആണ്. 1 നമ്പർ ഓഫ് മോൾസ് വേണ്ട. റേറ്റ് ഓഫ് റിയാക്ഷൻ ആയിരുന്നുവെങ്കിൽ എങ്ങനെയാ വരിക? നിങ്ങൾ പറ. റേറ്റ് ഓഫ് റിയാക്ഷൻ ആണെങ്കിൽ മൈനസ് 1/1/2 അല്ലെ? നമ്പർ ഓഫ് മോൾസ് വരുമ്പോൾ 1/1/2, അതിന് മുകളിൽ വന്ന് 2 ആവും. 1/1/2 ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ dt ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് വരുമ്പോൾ 1/2 ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ dt എന്നല്ലേ റേറ്റ് ഓഫ് റിയാക്ഷൻ വരിക? അതെ. റേറ്റ് ഓഫ് റിയാക്ഷൻ ആണെങ്കിൽ മൈനസ് 1 നമ്പർ ഓഫ് മോൾസ് 1/2 ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ dt. റെഡി അല്ലേ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്ന് ചോദിച്ചാൽ മൈനസ് ആണ്. ഓക്കെ, റെഡി. ഇപ്പുറത്ത് 1 നമ്പർ ഓഫ് മോൾസ്. ഈ 1/1/2 2 ഇങ്ങ് മോള് പോവും. അപ്പോ ഇറ്റ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ dt ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ dt എന്ന് വരും. എന്ത്? റേറ്റ് ഓഫ് റിയാക്ഷൻ വരും. ഈ റേറ്റ് ഓഫ് റിയാക്ഷനെ നമ്മൾ കൊണ്ടുപോയി റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എയിലേക്ക് മാറ്റുകയാണ്. അപ്പൊ ഇവിടെ ഈ മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ dt മാത്രം മതി. അപ്പൊ ഈ 2 ഇങ് അടിയിലോട്ട് വരണം. 2 ഇൻറ്റു 2 ഇങ് അടിയിലോട്ട് വന്നാൽ 4 ആവില്ലേ? അപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ dt എന്ന ആൻസർ വരും. ആൻസർ ഉണ്ടോ? എല്ലാവരും സി എഴുതിയിട്ടുണ്ട്. സി ആണോ? മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ dt ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ dt. അതെ, ആൻസർ സി ആണ്. അപ്പൊ എല്ലാവരും അത് പഠിച്ചല്ലോ. റേറ്റ് ഓഫ് അപ്പിയറൻസും ഇതാണ് ഈ ഭാഗത്ത് ആകെ ശ്രദ്ധിക്കേണ്ടത്. കൈനറ്റിക്സിന്റെ ആദ്യ ഭാഗത്ത് ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ കോൺസെപ്റ്റ് ആണ്. റേറ്റ് ഓഫ് റിയാക്ഷനും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും റേറ്റ് ഓഫ് അപ്പിയറൻസും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ചോദ്യം നോക്ക് നിങ്ങൾ. നൈട്രജൻ ടെട്രോക്സൈഡ് 4 താഴെയാണ് വേണ്ടത്. N2O4 ഡീകമ്പോസ് ചെയ്യുന്ന റിയാക്ഷൻ തന്നിരിക്കുന്നു. ഇഫ് ദ പ്രഷർ ഓഫ് N2O4 falls from 0.50 atm to 0.32 atm in 30 minutes, rate of appearance of NO2. നിങ്ങൾ നോക്ക്, റേറ്റ് ഓഫ് റിയാക്ഷൻ ആയിരുന്നു ചോദിച്ചതെങ്കിൽ മക്കൾ പറയും, റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് ചോദിച്ചതെങ്കിൽ R ഈസ് ഈക്വൽ ടു ദാ ഇവിടെ മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് N2O4 ഡിവൈഡഡ് ബൈ dt ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റിന്റെ സൈഡിലോട്ടേക്ക് വന്നാൽ 1/2 ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് NO2 ഡിവൈഡഡ് ബൈ dt അല്ലേ വരിക? അതെ, ഇതാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ചോദിച്ചത് എന്താ? റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് NO2. അപ്പൊ NO2ന്റെ സൈഡിൽ എന്ത് വേണ്ട? 1/2 വേണ്ട, അതിങ്ങിപ്പുറത്ത് വരണം. അവ ചോദിച്ചത് ഡി കോൺസെൻട്രേഷൻ ഓഫ്
NO2 ഡിവൈഡഡ് ബൈ DT ആണ്. അത് കാണാൻ ഈ 2-നെ ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പൊ -2 ഇങ്ങോട്ട് വന്നു. 2 ഇൻറ്റു ഡീകോൺസെൻട്രേഷൻ ഓഫ് NO2 ഡിവൈഡഡ് ബൈ DT എന്ന് വരും. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പഠിച്ചില്ലേ? റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് NO2 ആണ് കണ്ടുപിടിക്കേണ്ടത് ഇത്. അപ്പൊ ഇവിടുന്ന് 2-നെ ഇപ്പുറത്ത് കൊണ്ടുവരണം. റെഡി? അപ്പോൾ ആൻസർ ഡീകോൺസെൻട്രേഷൻ ഓഫ് NO2 ഡിവൈഡഡ് ബൈ DT is equal to -2 into ready change in concentration of NO2 divided by change in time. കോൺസെൻട്രേഷന് പകരം ഇവിടെ പ്രഷർ തന്നിട്ടുണ്ട്, അതേ ഉള്ളൂ, അത് സാരമില്ല. ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പൊ എന്താ വരിക? 0.32 മൈനസ് 0.50 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം 30 മിനിറ്റ്സ്. ഈ 30 മിനിറ്റ്സ് എഴുതി കഴിഞ്ഞ ഉടനെ നിങ്ങൾ ആൻസർ നോക്കണം. ആൻസറിൽ മിനിറ്റ് ആണ് ഉള്ളത് എന്ന്. ആൻസറിൽ സെക്കൻഡ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഇവിടെ അപ്പ തന്നെ 60 കൊണ്ട് ഇൻറ്റു ചെയ്യണം മിനിറ്റിനെ. അത് ഓപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓപ്ഷനിൽ മിനിറ്റ് ഇൻവേഴ്സ് എന്ന് കണ്ടാൽ അടിയിൽ മിനിറ്റ് ആവേണ്ടത്. റെഡി? 30 മിനിറ്റ്, അത് അങ്ങനെ തന്നെ മതി. ഓപ്ഷനിൽ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കണ്ടാൽ അപ്പ തന്നെ അടിയിൽ കൊണ്ടുപോയി സെക്കൻഡ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. ക്ലിയർ ആണല്ലോ? 0.32 മൈനസ് 0.50. 50-ൽ നിന്ന് 32 പോയാൽ എത്രയാ? 18 അല്ലെ? അപ്പൊ 0.18 അല്ലെ? വലുത് പിന്നെയാണ്. അപ്പൊ -0.18 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പൊ ഇത് 2 ഇൻറ്റു 0.18 ഡിവൈഡഡ് ബൈ 30 ആവും. റെഡി? 2ഉം 30യും കട്ട് ചെയ്താൽ 15. പോയിന്റ് ഇവിടെ ഉണ്ട്. 18/15 എന്ന് പറയുമ്പോൾ ഒരു കുത്ത് ഒന്നിലില്ല. റെഡി? 18-ൽ ഒരു 15 0.01 എന്ന ആൻസർ വരും. 0.01 എന്നൊരു ആൻസർ ഉണ്ടോ ഏതെങ്കിലും ഓപ്ഷനിൽ? റെഡി? N2O4 അല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, N2O4 ആണ് ഇവിടെ വേണ്ടത്. എഴുതിയത് മാറിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഇവിടെ ഡീകോൺസെൻട്രേഷൻ ഓഫ് N2O4 സോറി ഇവിടെ NO2 തന്നെ. ഡീകോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് NO2 ഡിവൈഡ് ബൈ DT ഇവിടെയാണ് മാറിയത്. N2O4. ഗുഡ്. ഇവിടെ രണ്ടിടത്തും NO2 എന്താണ് എഴുതിയത് എന്ന് ചോദിക്കുന്നുണ്ട്. NO2 അല്ല വരിക. NO2-ലെ 2-ന് ഇപ്പുറത്ത് കൊണ്ടുവരും. ഇവിടെ N2O4 ആണുള്ളത്. ഡീകോൺസെൻട്രേഷൻ ഓഫ് N2O4 ഡിവൈഡഡ് ബൈ DT. അതെ, അതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ. യെസ്, ആരോ പറയുന്നുണ്ട്, നന്ദന പറയുന്നുണ്ട് യെസ് എന്ന്. അതെ, അത് വിടും. അപ്പൊ എങ്ങനെ കിട്ടി? 2 ഇൻറ്റു 0.18/30 0.01. ആൻസർ ഉണ്ടോ? 0.01. ഒരു ആൻസറേ ഉള്ളൂ. ആൻസർ സി. അതാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അപ്പൊ പഠിച്ചല്ലോ. റേറ്റ് ഓഫ് മുകളിലുള്ള സൈലത്തിന്റെ ലോഗോ എടുത്ത് കളയും. അതുകൊണ്ട് ഇവിടെ കട്ടായി കിടക്കുന്നുണ്ട്. റെഡി? ആ ലോഗോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യാം. ആ ടോപ്പ് സൈഡിൽ സൈലത്തിന്റെ ലോഗോ ഇല്ലേ, അത് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ മക്കളെ, റെഡി അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ റേറ്റ് ഓഫ് അപ്പിയറൻസും പഠിച്ചു, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും പഠിച്ചു. ഓക്കെ ആണല്ലോ? റെഡി? ഇനി നമുക്ക് ഇവിടെ ഒരു പേജ് ഉണ്ടായിരുന്നു ചെയ്യാൻ മാത്രം, അത് പോട്ടെ. എന്നാലും നമ്മൾ ഇവിടെ ചെയ്തു. അത് ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? പറയും നിങ്ങള്. അപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷനും റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓർ ഡിസപ്പിയറൻസും മാറിപ്പോവില്ലല്ലോ. റെഡി ആണല്ലോ? കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. ഇനി നമുക്ക് നേരെ വരേണ്ടത് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റിയിലേക്കാണ്. ഓർഡറിലേക്കും മോളിക്കുലാരിറ്റിയിലേക്കും വരുന്നതിന് മുൻപേ നമുക്ക് റേറ്റ് ഇക്വേഷൻ എഴുതേണ്ടതുണ്ട്. ശ്രദ്ധിക്കണേ നിങ്ങൾ. AA plus BB gives products എന്നൊരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ അയാളുടെ റേറ്റ് ഇക്വേഷൻ R is equal to K into concentration of A raised to A into concentration of B raised to B എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചത് ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന കോൺസെപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ഇയറിലാ ഇത് പഠിച്ചത്. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ശ്രദ്ധിക്കണേ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് അതിലെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് ലോ ഓഫ് മാസ് ആക്ഷൻ ഗൾബർഗ് എന്നും വാഗ് എന്നും പേരുള്ള രണ്ട് സയന്റിസ്റ്റുകളാണ് ലോ ഓഫ് മാസ് ആക്ഷൻ പ്രൊപ്പോസ് ചെയ്തത്. R is equal to K into concentration of A raised to A into concentration of B raised to B. പിന്നെ നമ്മൾ അതിനെ റിയാക്ഷൻ അനുസരിച്ച് മാറ്റി K into concentration of A raised to X into concentration of B raised to Y എന്ന് മാറ്റി എഴുതി. ആ ഇക്വേഷന്റെ പേരായിരുന്നു റേറ്റ് ഇക്വേഷൻ. റെഡി അല്ലേ? എക്സിന്റെയും വൈയുടെയും വാല്യൂ
എക്കും ബിക്കും ചിലപ്പോൾ സെയിം ആവാം, ആവാതിരിക്കാം. റെഡി? എക്സ്പെരിമെന്റലി ഒരു റിയാക്ഷൻ ഒക്കെ കണ്ടക്ട് ചെയ്ത് R is equal to K into concentration of A raised to X into concentration of B raised to Y. അതായത് ഈ തന്നിരിക്കുന്ന A+B മോൾസ് ആയി ഇവിടെ തന്നിരിക്കുന്നത് എയും ബിയും, അതിനകത്ത് ഒരു X+Y മോൾ ആയിരിക്കും ചിലപ്പോൾ എന്തിൽ പങ്കെടുക്കുന്നുണ്ടാവുക, റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ടാവുക. ഇത് ടോട്ടൽ ആണ്. ഔട്ട് ഓഫ് A+B X+Y മോൾ ക്യാൻ ഇൻഫ്ലുവൻസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നാണ് അതിനർത്ഥം. റെഡിയല്ലേ? ഇങ്ങോട്ട് നോക്കണേ മക്കളെ. A plus BB gives പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷനിൽ എ മോൾ എ ഉണ്ട്. ആ മുഴുവൻ മോളും ഇവിടെ വരണമെന്നില്ല, അതിന്റെ ഒരു ഭാഗമായിരിക്കും ചിലപ്പോൾ വരുന്നത്. അതാണ് ഈ എക്സ്. ഈ മുഴുവൻ ബി ഇവിടെ വരണമെന്നില്ല, അതിന്റെ ഒരു ഭാഗമായിരിക്കും വരുന്നത്. അതായത് ഔട്ട് ഓഫ് A+B മോൾ X+Y ക്യാൻ ഇൻഫ്ലുവൻസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഔട്ട് ഓഫ് A+B മോൾ റെഡി X+Y ക്യാൻ ഇൻഫ്ലുവൻസ് റേറ്റ്. ഇതാണ് ഈ പറഞ്ഞതിനർത്ഥം. ഈ A+B ഉണ്ടല്ലോ ടോട്ടൽ മോൾ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാരിറ്റി. റെഡി? അതിൽ എത്ര പേരാണ് റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കണ്ടല്ലോ. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോ എടുത്തിരിക്കുന്ന മൊത്തമാണ് A+B, അതിൽ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നയാളുടെ പേരാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ. അപ്പൊ റേറ്റ് ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്കറിയാം. റേറ്റ് ഇക്വേഷനിലെ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ്. കെയെ നമ്മൾ വിളിക്കുക റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ്. കെയുടെ പേര് നിങ്ങൾക്കറിയാം എന്താണ്, റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ്. റേറ്റ് കോൺസ്റ്റന്റ് രണ്ടു പേരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ടെമ്പറേച്ചർ ആണ്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും റേറ്റ് കോൺസ്റ്റന്റ്. അതേപോലെ കാറ്റലിസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റിനെ മാറ്റാനിടയുള്ള ആരെയും ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറയാം. റെഡി? റേറ്റ് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് റേറ്റ് ബൈ ഇതാണ്. കോൺസെൻട്രേഷൻ മാറിയാൽ റേറ്റ് കോൺസ്റ്റന്റ് മാറില്ല, കാരണം കോൺസെൻട്രേഷൻ മാറുമ്പോൾ റേറ്റും മാറും. റെഡി? കോൺസെൻട്രേഷൻ മാറാതെ റേറ്റ് മാറിയാൽ ഇങ്ങോട്ട് നോക്കണേ നിങ്ങൾ. R is equal to K into concentration ആണെങ്കിൽ K is equal to R by concentration. അപ്പൊ K എന്ന് പറഞ്ഞാൽ R by concentration. കോൺസെൻട്രേഷൻ മാറിയാൽ K മാറില്ല, കാരണം കറസ്പോണ്ടിങ് ആയി റേറ്റ് മാറും. കോൺസെൻട്രേഷൻ മാറാതെ സ്പീഡ് മാറ്റാൻ കഴിവുള്ള രണ്ടുപേർ, ഒന്ന് കാറ്റലിസ്റ്റും വേറൊന്ന് ടെമ്പറേച്ചറും. അപ്പൊ കെയുടെ വാല്യൂ മാറും. കെയുടെ വാല്യൂ കാറ്റലിസ്റ്റിനനുസരിച്ചും മാറും, കെയുടെ വാല്യൂ ആർക്കനുസരിച്ചും മാറും, ടെമ്പറേച്ചറിനനുസരിച്ചും മാറും. കോൺസെപ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്? A+BB gives പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്കറിയാം. R is equal to K into concentration of A raised to Aക്ക് പകരം ഒരു എക്സും B raised to Bക്ക് പകരം ഒരു വൈയും ഇട്ടു. ഔട്ട് ഓഫ് A+B മോൾ, അത് മോളിക്കുലാരിറ്റി ആണ്. X+Y ക്യാൻ ഇൻഫ്ലുവൻസ് സ്പീഡ്. റിയാക്ഷന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരുടെ എണ്ണമാണ് ഓർഡർ എന്ന് പറയുന്നത്. റെഡി അല്ലേ? അപ്പൊ മോളിക്കുലാരിറ്റി അറിയാം, ഓർഡർ അറിയാം, റേറ്റ് കോൺസ്റ്റന്റ് അറിയാം, റേറ്റ് കോൺസ്റ്റന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ കുറിച്ച് അറിയാം, കാറ്റലിസ്റ്റിനെ കുറിച്ച് അറിയാം. ഈ കോൺസെപ്റ്റ് എല്ലാം അറിയാമല്ലോ. അതാണ് ഇവിടെ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്ന ടോപ്പിക്കിനകത്ത് കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കണേ നിങ്ങൾ. A+BB gives products. റെഡി അല്ലേ? റേറ്റ് ഈസ് ഈക്വൽ ടു K into concentration of A raised to X into concentration of B raised to Y. ഇതിൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് A+Bയും ഓർഡർ എന്ന് പറയുന്നത് X+Yയുമാണ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ കോൺസെപ്റ്റ് ഓർഡറും മോളിക്കുലാരിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കണം. ഇനി നമുക്ക് ആ ഭാഗത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളേ. റെഡി ആരതി? ഓക്കെ, റെഡി. Okay, a reaction was found to be second order with respect to concentration of carbon monoxide. ഒരു റിയാക്ഷൻ കാർബൺ മോണോക്സൈഡിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്ത് സെക്കൻഡ് ഓർഡറാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം R പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് റേസ് ടു 2 എന്നാ. റെഡി? അല്ലെങ്കിൽ R ഈസ് ഈക്വൽ ടു K into concentration of carbon monoxide raised to 2. ഏത് ഓർഡറാണ്? മോൾ ഓർഡർ ഉണ്ടാകുക 2. റെഡി അല്ലേ? ABXY സെയിം അല്ലേ? സെയിം ആവണം എന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ AB എന്ന് തന്നെയാണ് ഞാൻ എഴുതുക. റെഡിയാണല്ലോ?
എ ബിയും എക്സ് വൈയും സെയിം ആവണമെന്നില്ല, ചിലപ്പോ സെയിം ആവാം. അതാ ഞാൻ പറഞ്ഞത് 10 പേരെ ഞാൻ എടുത്തു. ആ 10 പേരിൽ 5 പേരാണ് റിയാക്ഷന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ ഈ 10 ആണ് എ പ്ലസ് ബി. സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരുടെ എണ്ണമാണ് എക്സ് പ്ലസ് വൈ. ക്ലിയർ ആണല്ലോ? ഞാൻ ഡമ്മി വാല്യൂ ഇട്ടതാ, 10 5 ഒന്നും വരില്ല. റെഡി? ഇനി ഇങ്ങോട്ട് നോക്ക് മക്കള്, ഇടത്തേക്കാണ് അവിടെ. അപ്പൊ ഇതാണ് റിയാക്ഷൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? If the concentration of carbon monoxide is doubled, കാർബൺ മോണോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ഡബിൾഡ്, അതായത് ഇവിടെ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. ഒരു സിഒക്ക് പകരം 2 CO ആവണം. റെഡി? അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താവും എന്നാ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ആര് വരും എന്നാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? ഇവിടെ 2 കൊടുത്താൽ ഇപ്പുറത്ത് ആര് വരുമെന്ന് മക്കള് നോക്കി പറ. പവർ 2 അല്ലേ? ഇവിടെ 2 കൊടുത്താൽ 2⁻², ഇവിടെ 4 അല്ലേ വരിക. അപ്പൊ റേറ്റ് ബിക്കംസ് എത്ര ടൈംസ് ആണ്? 4 ടൈംസ് ആണ്. ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 4 എന്നാണ് ആൻസർ വരിക. ആൻസർ സി ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? റെഡി ആണല്ലോ? പഠിച്ചില്ലേ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ അതേപോലത്തെ മറ്റൊരു ചോദ്യം ഞാൻ ഇവിടെ തരാം. എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്ട്സ്. റേറ്റ് ഈസ് ഡബിൾഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് ഡബിൾഡ്. റെഡി? നമ്മളുടെ റിയാക്ഷൻ എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്ട്സ് ആ. അങ്ങനെയാണെങ്കിൽ അയാളുടെ റേറ്റ് ഇക്വേഷൻ എഴുതാൻ നിങ്ങൾ പഠിച്ചതാണ്. കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ. ആദ്യം തന്നെ അതവിടെ എഴുതി വെച്ചു. ഇതാണ് നമ്മുടെ റേറ്റ് ഇക്വേഷൻ. ഇത് എഴുതാൻ നമ്മൾ പഠിച്ചതാ. എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്ട്സ്. റെഡി അല്ലേ? എയുടെയും ബിയുടെയും വാല്യൂ ഇവിടെ 1 ഉം 1 ഉം, അത് നമ്മൾ നോക്കില്ല. നമ്മൾ പവർ ആയിട്ട് ഒരു എക്സും എഴുതും, ഒരു വൈയും എഴുതും. ഓക്കെ അല്ലേ? ഇനി മക്കൾ ഇങ്ങോട്ട് വാ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? when the concentration of B is doubled, ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾഡ് ആയാൽ റെഡി, ബി ഈസ് ഡബിൾഡ്, റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 8. ഇവിടെ എന്ത് വരും? 8 വരുമെന്നാ പറഞ്ഞത്. ഇവിടെ 2 കൊടുത്താൽ ഇവിടെ 8 വരണമെങ്കിൽ ഈ പവർ എത്രയായിരിക്കും മക്കള് പറ? 2⁻² ആണെങ്കിൽ ഇവിടെ 4 ആ വരിക. ഇവിടെ 2 കൊടുക്കുമ്പോൾ ഇവിടെ 8 വരണമെങ്കിൽ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? പറയൂ നിങ്ങള്. ഇവിടെ നമ്മൾ 2 കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ 8 വരണമെങ്കിൽ 2വിന്റെ പവർ എത്രയായിരിക്കണം? പെട്ടെന്ന് പറഞ്ഞേ, വൈയുടെ വാല്യൂ എത്രയായിരിക്കണം? അതെ, രോഹിണി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വൈയുടെ വാല്യൂ എത്രയായിരിക്കണം? 3 ആയിരിക്കണം. നമ്മൾ ഇതിൽ നിന്ന് വൈയുടെ വാല്യൂ 3 ആണ് എന്ന് കണ്ടെത്തി. ഓക്കെ, ഇനി ഞാൻ തിരിച്ചു വരാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? when the concentration of, ഇവിടെ ഒരു കുത്തട. റെഡി? when the concentration of both A and B are doubled. റെഡി? ഓ, ഈ ചോദ്യം കംപ്ലീറ്റ് അല്ല എന്ന് തോന്നുന്നു. ഈ ചോദ്യത്തിന് എന്തോ ഒരു പ്രയാസമുണ്ട്. നോക്കണേ നിങ്ങൾ. റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ്, ഇങ്ങനെയല്ല ഈ ചോദ്യം. ഈ ചോദ്യത്തിനൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് 2012 ചോദ്യമാണ്. ഈ ചോദ്യം ഞാൻ ചെറുതായി തിരുത്തുന്നുണ്ട്. നോക്കണേ നിങ്ങൾ. ദാ ഞാനിവിടെ ചെറുതായി മാറ്റം വരുത്തുന്നുണ്ട്. ഇവിടെ 8 പകരം 4ഉം when the concentration of both A and B are doubled, rate becomes 8 എങ്കിലേ ഈ ചോദ്യം കംപ്ലീറ്റ് ആവും. ഇങ്ങോട്ട് നോക്കണേ നിങ്ങൾ, ശ്രദ്ധിച്ചോളേ മക്കളെ. റേറ്റ് ഈസ് ഡബിൾഡ്. ആദ്യം ഉണ്ട സ്റ്റേറ്റ്മെന്റ്, സോറി കേട്ടോ, നമ്മൾ വായിച്ചതിന്റെ കുഴപ്പമാണ്. റേറ്റ് ഈസ് ഡബിൾഡ്. നോക്ക് നിങ്ങൾ. റേറ്റ് ഈസ് ഡബിൾഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് ഡബിൾഡ്. റെഡി? അങ്ങനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 8 വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി ആർ ഡബിൾഡ്. അങ്ങനെയാണ്. സോറി. റെഡി? അപ്പൊ ഒരിക്കൽ കൂടെ നമ്മൾ ഇത് വായിച്ചു തുടങ്ങണം. ശ്രദ്ധിക്കും മക്കളെ. എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്ട്സ്. അത് വെച്ചിട്ട് റേറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി. എന്താ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഈസ് ഡബിൾഡ് when the concentration of B is doubled. ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾഡ് ആയാൽ ഇപ്പുറത്തെ റേറ്റും ഡബിൾഡ് ആവും എന്നാ പറഞ്ഞത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് വെച്ച് ഇനി നിങ്ങൾ റെഡി? അങ്ങനെയാണ് വിഷ്ണു. അതാണ് കറക്റ്റ്. ആദ്യമേ റേറ്റ് ഡബിൾഡ് വെൻ ബി ഡബിൾഡ് എന്നല്ലേ? സ്റ്റക്കാണ് എന്ന് പറയുന്നുണ്ടല്ലോ.
ഒന്ന് നോക്കൂ, സ്റ്റക്കാണ് എന്ന് പറയുന്നുണ്ടല്ലോ. സ്റ്റക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറെ പേര് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സിമ്പൽ ഇടുന്നുണ്ട്. സ്റ്റക്കാണോ? വന്നു. ഓക്കെ, അപ്പൊ എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതാ, ബിയുടെ വാല്യൂ ഡബിൾഡ് ആയാൽ റേറ്റ് ഡബിൾഡ് ആവും. അപ്പൊ വൈയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അത് നമ്മൾ കഴിഞ്ഞു. ഇനി എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 8 വന്നു. ഓക്കെ ഓക്കെ, ഞാൻ കണ്ടു വന്നു എന്ന് പറഞ്ഞത്. റെഡി. റേറ്റ് വീണ്ടും കറങ്ങുന്നുണ്ടേ. റെഡി. കുട്ടികൾ വീണ്ടും വീണ്ടും കറങ്ങാൻ സിമ്പിൾ ഇടുന്നുണ്ട്. ഇത് നോക്കണേ, അത് നെറ്റിന്റെ പ്രശ്നം. 2 പ്രാവശ്യമേ. റെഡി, നോക്കണേ. റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 8 എപ്പോഴാ? വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ബ്ലറും ആവുന്നുണ്ട്. ഇവിടെ നെറ്റ് ലോ ആണോന്ന് ചോദിക്കണം. അത് മാറല്ല എന്ന് പറയുക. അത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനിടയിലേ അവരുടെ കോൺസെൻട്രേഷൻ ആണ് പോകും. മക്കളെ തുടരാം. റെഡിയല്ലേ? നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ ആണോ? റെഡിയാണോ? റെഡി. നോക്കണേ നിങ്ങൾ. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 8 വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് ബി ആർ ഡബിൾഡ്. നോക്ക് നിങ്ങൾ. R is equal to K into concentration of A raised to X into concentration of B. B എന്ന് എഴുതാം, കാരണം Y യുടെ വാല്യൂ എത്രയാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു? 2 ആണെന്ന് പഠിച്ചു. എന്നിട്ട് നിങ്ങളോട് പറയുന്നു, ഇയാളെയും ഇയാളെയും ഡബിൾ ചെയ്യുന്ന സമയത്ത് റേറ്റ് എത്ര ടൈംസ് ആവുന്നുണ്ട്? 8 ആവുന്നുണ്ട്. ഇയാളെ ഡബിൾ ചെയ്താൽ ഇവിടെ ഡബിൾ ആവും. പിന്നെ ഒരു 4 ആണ് കൂടിയത് ഇയാളെ ഡബിൾ ചെയ്യുമ്പോ. അപ്പൊ ഈ പവർ എത്രയാ പറ? 2 കാര്യങ്ങളാണ് ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞത്. ഒന്ന്, ബിനെ മാത്രം ഡബിൾ ചെയ്യുമ്പോൾ റേറ്റ് 2 ടൈംസ് ആവും. അപ്പൊ ബിയുടെ പവർ 1. അപ്പൊ ബിനെ ഡബിൾ ചെയ്യുമ്പോൾ റേറ്റ് 2 ടൈംസ് ആവും. എനെയും കൂടെ ഡബിൾ ചെയ്താൽ റേറ്റ് 8 ടൈംസ് ആവും എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 4 ടൈംസ് ആ കൂടിയത്. എനെ ഡബിൾ ചെയ്തത് കൊണ്ട് ഇവിടെ ഒരു 4 ടൈംസ് കൂടിയിട്ടുണ്ട് എങ്കിൽ എയുടെ പവർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഗുഡ്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ് വരിക? 2 ആണ് വരിക. ഇത് വെച്ചിട്ട് റേറ്റ് ഇക്വേഷൻ പറഞ്ഞേ. R is equal to K into concentration of A raised to X into B raised to Y. A raised to 2 into concentration of B എന്നല്ലേ വരിക? ആൻസർ ഉണ്ടോ? A raised to 2 into concentration of B എന്ന ആൻസർ ഉണ്ടോ? ഉണ്ട്. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. 2012 APMTയുടെ ചോദ്യമാണ്. Rate is equal to K into concentration of A raised to 2 into concentration of B എന്ന ആൻസർ. ആൻസർ ഡി. ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ ഡി ആണ്. പഠിച്ചല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? എല്ലാവർക്കും ഡി തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ റേറ്റ് എഴുതാൻ പഠിച്ചു. റെഡി. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് പഠിച്ചു. റേറ്റ് ഓഫ് അപ്പിയറൻസ് പഠിച്ചു. റെഡി. റേറ്റ് ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഇനി ഓർഡറുമായി ബന്ധപ്പെട്ട് പറയേണ്ട അടുത്ത കോൺസെപ്റ്റ് എലമെന്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനുമാണ്. ഒന്നുമില്ല, ഒറ്റ സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുന്നത് എങ്കിൽ അതിന്റെ പേരാണ് എലമെന്ററി റിയാക്ഷൻ. 1 സ്റ്റെപ്പിലാണ് നടക്കുന്നതെങ്കിൽ എലമെന്ററി റിയാക്ഷനാണ്. ഒന്നിലേറെ സ്റ്റെപ്പിലാണ്, മൾട്ടിപ്പിൾ സ്റ്റെപ്പിലാണ് നടക്കുന്നതെങ്കിൽ കോംപ്ലക്സ് റിയാക്ഷനാണ്. ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പിൽ നിന്ന് തന്നെ മോളിക്കുലാരിറ്റിയും എഴുതാം, ഓർഡറും എഴുതാം. ഒന്നിലേറെ സ്റ്റെപ്പിലാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ആ പല സ്റ്റെപ്പുകളിൽ ഏതോ ഒരു സ്റ്റെപ്പിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് എന്നുകൂടെ ഓർമ്മിച്ച് വെക്കുക. ഒരു കെമിക്കൽ റിയാക്ഷൻ 3 സ്റ്റെപ്പിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പതിയെ നടക്കുന്ന റിയാക്ഷൻ അനുസരിച്ചാണ് റിയാക്ഷന്റെ സ്പീഡ് ഇരിക്കുക. കാരണം അയാൾ തീർന്നാലേ റിയാക്ഷൻ തീരൂ. ആരാണോ ഏറ്റവും സ്ലോ അതാണ് ടോട്ടൽ റിയാക്ഷന്റെ സ്പീഡ് എന്ന് പറയുന്നത്. സോ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ നിന്നാണ് എന്തെഴുതേണ്ടത്? റേറ്റ് എഴുതേണ്ടത്. 2 പോയിന്റുകൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. എലമെന്ററി റിയാക്ഷൻ ആണെങ്കിൽ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. അവിടെ മറ്റൊന്നും ആലോചിക്കാനില്ല. ഓർഡറും മോളിക്കുലാരിറ്റിയും ഒക്കെ ആ സിംഗിൾ സ്റ്റെപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. കോംപ്ലക്സ് റിയാക്ഷനുകളാണെങ്കിൽ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനുകളാണ്. ഫോർ എക്സാമ്പിൾ 2N2O4 gives 4NO2 plus O2 എന്നൊരു കെമിക്കൽ റിയാക്ഷൻ. റെഡി. അതിൽ ഞാൻ സ്ലോ സ്റ്റെപ്പും എഴുതാം, ഫാസ്റ്റ് സ്റ്റെപ്പും എഴുതാം. സ്ലോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് N2O4 gives
NO2 പ്ലസ് NO3 സ്ലോ സ്റ്റെപ്പ് ആണ്. ഇനി ഫാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എഴുതാം. NO3 പ്ലസ് N2O5 gives 3NO2 പ്ലസ് O2. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് 2 സ്റ്റെപ്പിലാണ്. നോക്കിക്കോ നിങ്ങൾ, ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ശ്രദ്ധിച്ചോളെ, ഒന്നാമത്തെ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പും ഇത് തമ്മിൽ നിങ്ങൾ ആഡ് ചെയ്യൂ, ഫസ്റ്റും സെക്കൻഡും. N2O5 പ്ലസ് N2O5, സോറി N2O4 അല്ല, N2O5. റെഡി? ശ്രദ്ധിക്കണേ, റെഡി? N2O5 പ്ലസ് N2O5, 2N2O5. NO3യും NO3യും കട്ടായി പോയി. 3NO2 പ്ലസ് NO2, 4NO2 പ്ലസ് O2. ഇതാണ് കെമിക്കൽ റിയാക്ഷൻ. റെഡിയല്ലേ? നിങ്ങൾ പറ, ഏത് സ്റ്റെപ്പാ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് ആണോ സെക്കൻഡ് സ്റ്റെപ്പ് ആണോ? 2N2O5 gives 4NO2 പ്ലസ് O2വിലെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ഏത് സ്റ്റെപ്പാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ആണോ സെക്കൻഡ് സ്റ്റെപ്പ് ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. കാരണം ഇയാളാണ് ഏത് സ്റ്റെപ്പ്? സ്ലോ സ്റ്റെപ്പ്. അതുകൊണ്ട് നമ്മൾ ഈ സ്ലോ സ്റ്റെപ്പിൽ നിന്ന് റേറ്റ് എഴുതും. റേറ്റ് എഴുതിയേ, R is equal to K into concentration of N2O5. ഏത് ഓർഡർ ആണ് എന്ന് കണ്ടെത്തി? ഫസ്റ്റ് ഓർഡർ. റെഡിയല്ലേ? സ്ലോ സ്റ്റെപ്പിന്റെ അകത്ത് റേറ്റ് എഴുതുമ്പോ ഇതാണ്, N2O5 മാത്രമേ ഉള്ളൂ. R is equal to K into concentration of N2O5. പവർ 1 ആണ് ഫസ്റ്റ് ഓർഡർ. ഇവിടെ 2 പേരുണ്ട് റിയാക്ഷനിൽ, പക്ഷേ ഓർഡർ ഏതാണ്? ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ സ്ലോ സ്റ്റെപ്പ് ആണ് കോംപ്ലക്സ് റിയാക്ഷനിലെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. പഠിച്ചല്ലോ, സ്ലോ സ്റ്റെപ്പ് ആണ് കോംപ്ലക്സ് റിയാക്ഷനിലെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ഇനി ഞാനൊരു എക്സെപ്ഷണൽ കേസ് പറയാം, അതും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കണം, അറിയാവുന്നതാണ്. റെഡി? നന്നായി നിങ്ങൾ പഠിച്ചതാണ്, എങ്കിലും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കണേ നിങ്ങൾ, നോയിക്കോ. റെഡി? നോട്ട് ചെയ്യണം. ഞാനൊരു കെമിക്കൽ റിയാക്ഷൻ എഴുതാം. ഇവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത് 2O3 is in equilibrium with 3O2 എന്നൊരു കെമിക്കൽ റിയാക്ഷൻ. റെഡി? നേരത്തെ പറഞ്ഞ പോലെ 2 സ്റ്റെപ്പുകൾ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കിക്കോളെ നിങ്ങൾ, O3 എന്ന് പറയുന്നയാൾ O2യും Oയുമായി തീരുന്ന സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. റെഡി? ഇത് ഫാസ്റ്റ് സ്റ്റെപ്പാണ്, ഇത് വേഗം നടക്കും ഈ റിയാക്ഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൈനിങ് ആയ O3, 2 O3യിൽ ഒരു O3 ഇവിടെ പങ്കെടുത്തത്. അടുത്ത O3 ആദ്യത്തെ സ്റ്റെപ്പിൽ ഉണ്ടായ Oയുമായി ചേർന്ന് 2 O2 ഉണ്ടാവുന്നു. ഇത് സ്ലോ സ്റ്റെപ്പാ. റെഡി? റെഡിയാണല്ലോ? റെഡിയാണല്ലോ? ശ്രദ്ധിച്ചോളേ നിങ്ങൾ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തരുന്ന റിയാക്ഷൻ. 2O3 is in equilibrium with 3O2. 2 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് തന്നു. ഒരു സ്റ്റെപ്പിൽ O3 is in equilibrium with O2 plus O, ഫാസ്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ലോ. നിങ്ങൾ കൂട്ടി നോക്ക്, O3 plus O3, 2O3, കറക്റ്റ് ആണ്. 2O2 plus O2, 3O2, കറക്റ്റ് ആണ്. ഈ ഓയും ഓയും കട്ടായി പോയി, കറക്റ്റ് ആണ്. നിങ്ങൾ സ്ലോ സ്റ്റെപ്പിൽ നിന്ന് റേറ്റ് എഴുതും. റെഡിയല്ലേ? എന്താ നിങ്ങൾ എഴുതുക? ഫ്രം സ്ലോ സ്റ്റെപ്പ്. സ്ലോ സ്റ്റെപ്പിൽ നിന്ന് റേറ്റ് എഴുതിയേ, R is equal to K into concentration of O3 into concentration of O എന്നാണ് എഴുതുക. ഇവിടെ നിന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞ ഉടനെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇനി പറയുന്നേ, ഇങ്ങനെ എഴുതി കഴിഞ്ഞ ഉടനെ നിങ്ങൾ നോക്കണം, നിങ്ങൾ എഴുതിയ റേറ്റ് എക്സ്പ്രഷനിലുള്ളവർ റിയാക്റ്റന്റിലും പ്രൊഡക്റ്റിലും ഉള്ളവരാണോ എന്ന്. O3 റിയാക്റ്റന്റിലുണ്ട്. O എന്ന് പറയുന്നയാൾ റിയാക്റ്റന്റിലും ഇല്ല പ്രൊഡക്റ്റിലും ഇല്ല, അയാൾ ഒരു ഇന്റർമീഡിയറ്റ് സബ്സ്റ്റൻസ് ആണ്. റിയാക്റ്റന്റിലും പ്രൊഡക്റ്റിലും ഇല്ലാത്തയാളെ വെച്ച് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാനാവില്ല. അതാണ് ഇവിടുത്തെ കുഴപ്പം. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു, ശ്രദ്ധിക്കണം. റേറ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ അതിനകത്ത് എഴുതുന്ന കോൺസെൻട്രേഷൻ ടേമുകൾ ഒന്നുകിൽ റിയാക്റ്റന്റിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവണം. അവരുടെ ടേമിൽ മാത്രമേ നമുക്ക് റേറ്റ് പറയാനാവൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ഓയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, ഓയിനെ മാറ്റണം. ആരുടെ ടേമിൽ? റിയാക്റ്റന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ടേമിലുള്ള ആളാക്കി ഓയിനെ നിങ്ങൾ മാറ്റണം. റെഡിയല്ലേ? അപ്പൊ നോക്ക് നിങ്ങൾ, R is equal to K into concentration of O3 into O എന്നാണ് നിങ്ങൾ എഴുതിയത്.
എഴുതാൻ ശ്രമിച്ചത് കറക്റ്റ് ആണ്, പക്ഷെ അതിൽ ഓ വരാൻ പാടില്ല. ഓയെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആരുടെ ടേമിൽ? റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ടേമിൽ. അതിന് നിങ്ങൾ ഏത് സ്റ്റെപ്പ് നോക്കണം? ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കണം. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം ഫ്രം ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ഓയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ ഓയെ അവിടെ വെച്ച് ബാക്കിയുള്ളവരെ ഇങ്ങേ സൈഡിലോട്ട് മാറ്റിയാൽ മതി. പ്ലസ് ആയതുകൊണ്ട് ഇപ്പുറത്തിട്ട് മൈനസ് ചെയ്യരുത്. റേറ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഇൻഡുയുടെ രൂപത്തിലാണ് വരിക. അപ്പൊ ഓയിനെ അവിടെ വെച്ച് ഇയാളെ അടിയിലോട്ട് എടുക്കുക. കോൺസെൻട്രേഷൻ ഓഫ് O3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O. ഇതാണ് മെത്തേഡ്. ഞാൻ ഒരിക്കൽ കൂടെ മെത്തേഡ് ആവർത്തിക്കുന്നു. കോംപ്ലക്സ് റിയാക്ഷനിൽ ഫാസ്റ്റ് സ്റ്റെപ്പും സ്ലോ സ്റ്റെപ്പും നിങ്ങൾക്ക് തന്നാൽ ഫ്രം സ്ലോ സ്റ്റെപ്പ് നിങ്ങൾ റേറ്റ് എക്സ്പ്രഷൻ എഴുതും. എഴുതിയ ഉടൻ അയാൾ റിയാക്ടന്റിലോ പ്രൊഡക്റ്റിലോ ഉണ്ട് എന്ന് നോക്കും. ഉണ്ട് എങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കും. റെഡി? ഒരിക്കൽ കൂടെ കോംപ്ലക്സ് റിയാക്ഷനിൽ നിങ്ങൾ സ്ലോ സ്റ്റെപ്പും ഫാസ്റ്റ് സ്റ്റെപ്പും നോക്കും. അതിൽ സ്ലോ സ്റ്റെപ്പിൽ നിന്ന് റേറ്റ് എക്സ്പ്രഷൻ എഴുതും. എഴുതിയവരെല്ലാം റിയാക്ടന്റിലും പ്രൊഡക്റ്റിലും ഉണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ, ആരെങ്കിലും ഒരാൾ ഇല്ല എങ്കിൽ മറ്റേ സ്റ്റെപ്പിൽ നിന്ന് അയാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. കൊടുക്കാൻ മറ്റേ സ്റ്റെപ്പിൽ അയാളെ മാത്രം അവിടെ നിലനിർത്തിയിട്ട് അയാളുടെ കൂടെയുള്ളവരെ അടിയിലോട്ട് എടുത്താൽ മതി. റെഡി? ഓയുടെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കിട്ടി. അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ എന്താ വരിക? R is equal to K into concentration of O3 into ഓയ്ക്ക് പകരം O3 divided by O2. ഇവിടെയുള്ള ഓയ്ക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. O3 by O2. O3 into O3. O3 raised to 2m. O2 മുകളിലോട്ടും വരും. K into O3 raised to 2 into O2 raised to -1. ഇതാണ് റേറ്റ് എക്സ്പ്രഷൻ വരിക. അപ്പൊ ഓർഡർ എത്രയാ? ഓർഡർ ഈസ് ഈക്വൽ ടു 2 + -1. ഫസ്റ്റ് ഓർഡർ. സിമ്പിൾ അല്ലേ? ഇവിടെ നിന്നാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾ എഴുതി പോവാനിടയുള്ള ആൻസർ സെക്കൻഡ് ഓർഡർ എന്നല്ലേ? ഇവിടെ രണ്ടാളെ കാണുന്നത് കൊണ്ട് സെക്കൻഡ് ഓർഡർ എന്ന് എഴുതിപ്പോവും. തെറ്റിക്കരുത്. അയാളിൽ ഒരാൾ എങ്കിലും റിയാക്ടന്റോ പ്രൊഡക്റ്റോ അല്ല എങ്കിൽ അയാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓർഡർ ഈസ് ഈക്വൽ ടു 1. പഠിച്ചല്ലോ? അതാണ് ഓർഡറിൽ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, റെഡി? O3 ഡിവൈഡഡ് ബൈ O2. O അല്ലേ? O2. O3 ഡിവൈഡഡ് ബൈ O2 എന്ന് വരും. ഓയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ അതാ ഇവിടെ കൊടുത്തത്. O3 by O2. O3 into O3. O3 raised to 2. O2 മുകളിലോട്ടേക്ക് വന്നാൽ O2 raised to -1. ക്ലിയർ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുകൂടെ പറയുമോ എന്ന്? തീർച്ചയായും. നിങ്ങൾ റേറ്റ് എക്സ്പ്രഷൻ എഴുതിയിട്ട് അതിൽ ഒരാളെങ്കിലും റിയാക്ടന്റിലും പ്രൊഡക്റ്റിലും അല്ലാത്തൊരു ഇന്റർമീഡിയറ്റ് ആയി വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നേരെ ഫാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയിട്ട് അയാളെ, ആരെയാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് അയാളെ അവിടെ വെച്ചിട്ട് അയാളുടെ കൂടെയുള്ളയാളെ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. മറ്റൊന്നും ചെയ്യാനില്ല. ഹസ്ന, ഓക്കെ അല്ലേ? റെഡി അല്ലേ? പഠിച്ചില്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ എലമെന്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും പഠിച്ചല്ലോ. ഇനി നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ടായിരുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാ. സ്ലൈഡിൽ അത് കറക്റ്റ് ആയി കൊടുത്തിട്ടുണ്ട്. 2 ഓർഡർ റിയാക്ഷനുകളുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, 0 ഓർഡറിന്റേതും ഫസ്റ്റ് ഓർഡറിന്റേതും. 0 ഓർഡറിന്റേത് K is equal to concentration of A0 minus concentration of A divided by T യും ഇക്വേഷൻ പഠിക്കണം. റെഡി? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ T യും. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ K is equal to, ഇക്വേഷൻ ഓർമ്മിച്ച് പറ, 2.303 by T log concentration of A0 divided by കോൺസെൻട്രേഷൻ ഓഫ് എ യും പഠിച്ചതല്ലേ? 2 ഇന്റഗ്രേറ്റഡ് ഇക്വേഷനുകളും ഒന്നുകൂടെ ഓർമ്മിക്കുക. 0 ഓർഡറിന്റെ കേസിൽ കോൺസെൻട്രേഷൻ ഓഫ് A0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ടി. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ 2.303 by T log കോൺസെൻട്രേഷൻ ഓഫ് A0 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ. ഇതിൽ നിന്ന് നിങ്ങൾ ഹാഫ് ലൈഫ് പീരീഡ് എഴുതി. ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് ടോട്ടൽ കോൺസെൻട്രേഷൻ പകുതിയാവാൻ എടുക്കുന്ന സമയത്തിന്റെ പേരാണ്. 1 കിലോ സബ്സ്റ്റൻസിനെ നിങ്ങൾ എടുത്തു വെച്ചാൽ അത് 500 ഗ്രാം ആവാൻ എടുക്കുന്ന സമയത്തിന്റെ പേരാണ്
ഹാഫ് ലൈഫ് പീരീഡ്. ഇതിൽ നിന്ന് ഹാഫ് ലൈഫ് പീരീഡ് നിങ്ങൾ എഴുതിയപ്പോ സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡായി നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷൻ ടി ഹാഫ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A0 ഡിവൈഡഡ് ബൈ 2K യും ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ log 2. റെഡി അല്ലേ? സോറി 2.303 log 2 ഡിവൈഡഡ് ബൈ K യും അല്ലെങ്കിൽ 0.693 ഡിവൈഡഡ് ബൈ K യും. അതെ, സൂര്യജിത്ത് എഴുതുന്നു 0.693 ബൈ K. അത് തന്നെയാണിത്. 0.693 തന്നെയാണ് 2.303 log 2. log 2യുടെ വാല്യൂ 0.3010 ആ. 2.303 into 0.3010 എടുത്താൽ 0.693 കിട്ടുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് എലിസബത്ത് തോമസ് എഴുതുന്നുണ്ട്. 2.303 log 2 ഡിവൈഡഡ് ബൈ K. ഹാഫ് ലൈഫ് പീരീഡിന്റെ രണ്ട് ഇക്വേഷനുകളും നിങ്ങൾ ഓർമ്മിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് പഠിക്കണം. സീറോ ഓർഡറിന്റെ കേസിൽ K ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡഡ് ബൈ T. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ K ഈസ് ഈക്വൽ ടു 2.303 by T log concentration of A0 divided by concentration of A. ഹാഫ് ലൈഫ് പീരീഡിലേക്ക് പോകുമ്പോൾ സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് കോൺസെൻട്രേഷൻ ഓഫ് A0 by 2K. ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് 0.693 by K. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പറയൂ? 2.303 അല്ലെ? എന്തായിരുന്നു? log 2 ഡിവൈഡഡ് ബൈ K. ഇതല്ലേ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ? 2.303 log 2 ഡിവൈഡഡ് ബൈ K. ഈ ഇക്വേഷനും കൂടെ ഓർമ്മിക്കുക. ജനറൽ ആയി ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതാം. T half proportional to 1 by concentration of A0 raised to n-1. ഇങ്ങനൊരു ഇക്വേഷനും കൂടെ പഠിക്കുക. ആരുടെ ഹാഫ് ലൈഫ് പീരീഡ് ആയാലും ഹാഫ് ലൈഫ് പീരീഡ് proportional to 1 by concentration of A0 raised to n-1. അതിൽ എഴുതിയ n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ്. n-ന് 1 എന്ന് വാല്യൂ കൊടുത്തേ 1 - 1 0. അപ്പൊ ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു 1 അല്ലെങ്കിൽ ടി ഹാഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. കറക്റ്റ് ആണ്. ഫസ്റ്റ് ഓർഡറിന്റെ ടി ഹാഫ് ഒരു കോൺസ്റ്റന്റ് ആണ്. റെഡി അല്ലേ? ഇനി n-ന് നിങ്ങൾ 0 എന്ന് വാല്യൂ കൊടുത്തേ 0 - 1 എന്ന് പറഞ്ഞാൽ ഇതിങ്ങ് മുകളിൽ വരും. ടി ഹാഫ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A0 ആണ്. കറക്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? പഠിച്ചല്ലോ? സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡും പഠിക്കണം, ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡും പഠിക്കണം, ഹാഫ് ലൈഫ് പീരീഡിന് ഒരു ജനറൽ ഇക്വേഷനും പഠിക്കണം. റെഡി? ഇവിടെ നിങ്ങൾ നോക്കിയാൽ സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷനില്ല. ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, അവിടെ ആവശ്യം വരും. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണലാണ്. സീറോ ഓർഡറിന്റെ റേറ്റ് പക്ഷേ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് നോക്കിയേ, ഒരു കോൺസ്റ്റന്റ് ആണ്, അത് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. പക്ഷേ ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റും കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതും കൂടെ നിങ്ങൾ ഓർമ്മിക്കണം. റെഡിയാണല്ലോ? ഇനി ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ അപ്ലൈ ചെയ്യാവുന്ന 2-3 ഇക്വേഷനുകൾ നിങ്ങൾ നോക്കണേ. 100% ഉള്ള ഒരാൾ 50% ആവാൻ എടുക്കുന്ന സമയത്തിന്റെ പേരാ ഹാഫ് ലൈഫ് പീരീഡ്. 50% ഉള്ള ഒരാൾ 25% ആവാൻ എടുക്കുന്ന സമയവും ഹാഫ് ലൈഫ് പീരീഡാ. 25% ഉള്ള ഒരാൾ അതിന്റെ പകുതിയായ 12.5% ആവാൻ എടുക്കുന്ന സമയവും ഹാഫ് ലൈഫ് പീരീഡാ. അപ്പൊ 50% ആണ് ടി ഹാഫ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അത് 25% ആവുക എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റേ മക്കളെ, പറഞ്ഞോളൂ. റെഡി? 50% ആവാൻ എടുക്കുന്ന സമയം ഹാഫ് ലൈഫ് പീരീഡ്. 25% ആവുക എന്ന് പറഞ്ഞാൽ 75% തീരും. അപ്പോഴേക്കും എത്ര ഹാഫ് ലൈഫ് പീരീഡ് കടക്കും? 2 ഹാഫ് ലൈഫ് പീരീഡ് കടക്കും. അതാ ഇവിടെ ഉള്ളത്. T 75% is equal to 2T half. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമാണ്. T 75% is equal to 2T half. പഠിക്കണം. 75% കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം 2T half. 12.5 ആവുമെന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു 12.5.
75ന്റെ കൂടെ ഒരു 12.5 കൂട്ടി നിങ്ങൾ 85 87.5 87% ആണ് തീരുന്നതെങ്കിൽ 87.5% ആണ് തീരുന്നതെങ്കിൽ ഒരു ടീ ഹാഫ് 2 ടീ ഹാഫ് 3 ടീ ഹാഫ് എടുക്കും 3 ടീ ഹാഫ് ക്ലിയർ അല്ലേ T 87.5% is equal to 3 ടീ ഹാഫ് അപ്പൊ 75% തീരാൻ 2 ടീ ഹാഫ് 87.5% തീരാൻ 3 ടീ ഹാഫ് അതൊന്ന് ഓർമ്മിക്കുക റെഡിയാണല്ലോ 90% തീരാൻ എടുക്കുന്ന ഇക്വേഷൻ 2.303 by K കാരണം നമ്മളുടെ ഇക്വേഷൻ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് A0 by കോൺസെൻട്രേഷൻ ഓഫ് A ഉണ്ട് ഇവിടെ 100ഉം 90% തീരുമ്പോഴുള്ള 10 ഇട്ടാൽ ലോഗ് 10 അങ്ങ് 1 ആയി പോകും അപ്പൊ നിങ്ങൾക്ക് T 90% is equal to 2.303 by K എന്ന് കിട്ടും ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് 99.9% തീരാൻ എടുക്കുന്നത് 10 ടീ ഹാഫ് ഇതൊക്കെ ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ അപ്ലൈ ചെയ്യാവുന്ന ട്രിക്കുകളാണ് ഇത് ചോദിക്കുകയും ചെയ്യും റെഡി 99.9% തീരാൻ 10 ടീ ഹാഫ് 75% തീരാൻ 2 ടീ ഹാഫ് 87.5% തീരാൻ 3 ടീ ഹാഫ് ക്ലിയർ ആണല്ലോ ഓർമ്മിച്ച് വെക്കാലോ ഒരു പ്രയാസവും ഇല്ലല്ലോ എൻട്രൻസിന് ചോദിച്ചാൽ അപ്ലൈ ചെയ്യില്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നു 2017 നീറ്റ് എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണ് ശ്രദ്ധിക്കണം 2017 നീറ്റിന് ചോദിച്ച ചോദ്യമാണ് മക്കളെല്ലാം നോക്കിക്കോളെ എല്ലാവരും നോക്കിക്കോളെ x2 plus y2 gives 2xy എന്ന റിയാക്ഷൻ രണ്ട് ഫാസ്റ്റും ഒരു സ്ലോയും നമ്മൾ ആദ്യത്തെ പണി ഫ്രം സ്ലോ സ്റ്റെപ്പാ നമ്മൾ ആദ്യത്തെ പണി റേറ്റ് ഇക്വേഷൻ എഴുതുക ഫ്രം സ്ലോ സ്റ്റെപ്പാ എന്നിട്ട് വേണം ഓർഡർ കണ്ടുപിടിക്കാൻ റെഡിയല്ലേ ഓർഡറാ ചോദിച്ചത് കോംപ്ലക്സ് റിയാക്ഷനാ 3 സ്റ്റെപ്പിലാ അപ്പൊ ഫ്രം സ്ലോ സ്റ്റെപ്പ് ആണ് നമ്മളുടെ ആദ്യത്തെ പണി ഓക്കെ അല്ലേ മക്കളെ സ്ലോ സ്റ്റെപ്പിന്റെ അകത്ത് റേറ്റ് ഇക്വേഷൻ എഴുതൂ ഇയാളെ രണ്ടുമല്ലേ എടുക്കേണ്ടത് R is equal to K into concentration of X into concentration of Y2 അല്ലെ X into Y2 concentration of X into Y2 ഓർഡർ 1+1 2 എന്ന് പറയുന്നതിന് മുൻപേ നമ്മൾ ചെയ്യുന്ന പണി ഇവരെല്ലാവരും റിയാക്റ്റന്റിലും പ്രൊഡക്റ്റിലും ഉണ്ടോ എന്ന് നോക്കും റിയാക്റ്റന്റിലുണ്ടോ പ്രൊഡക്റ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും Y2 ഉണ്ട് റിയാക്റ്റന്റിൽ പക്ഷെ ആരില്ല X റിയാക്റ്റന്റിലും ഇല്ല പ്രൊഡക്റ്റിലും ഇല്ല അപ്പൊ എക്സിന്റെ സ്ഥിതി പരിതാപകരമാണ് ഇയാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം ഏത് സ്റ്റെപ്പിൽ നിന്ന് ഫാസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം ഫ്രം ഫാസ്റ്റ് സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എക്സിനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളവർ ഇങ്ങോട്ട് എടുക്കണം നിങ്ങൾ ഈ ഫാസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ ഇവിടെ എക്സിനെ വെച്ചിട്ട് ഇയാളെ ഇങ്ങോട്ട് എടുത്താൽ ആൻസറിൽ വൈ കയറി വരും വൈയും റിയാക്റ്റന്റിലും പ്രൊഡക്റ്റിലും ഇല്ല ശ്രദ്ധിക്കണേ നിങ്ങൾ രണ്ട് ഫാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും ഏത് ഫാസ്റ്റിനെയാ ഞാൻ നോക്കേണ്ടത് നോക്കിക്കോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എക്സിനെ എടുക്കാൻ നിങ്ങൾ എക്സിനല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ വൈന് അടി കൊണ്ടുവരണം XY by y എന്നാ വരിക XY ഓക്കെ പക്ഷെ വൈ റിയാക്റ്റന്റിലും പ്രൊഡക്റ്റിലും ഇല്ല അതുകൊണ്ട് ഈ സ്റ്റെപ്പിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല ഈ സ്റ്റെപ്പിലെ കുഴപ്പക്കാരൻ ആരാണ് വൈ ആണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം ഇവിടെ 2x ഉണ്ട് അവ x into x ആയി ഇവിടെ ഉള്ളത് x സ്ക്വയർ ആണ് x2 എങ്കിൽ x കിട്ടാൻ സ്ക്വയർ റൂട്ട് ഓഫ് x2 എടുക്കണം അപ്പൊ x സ്ക്വയർ ആണ് x2 എന്നാണ് കാണുന്നത് അപ്പോൾ x കിട്ടാൻ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു 1/2 അല്ലേ കോൺസെൻട്രേഷൻ ഓഫ് x2 റേസ് ടു 1/2 എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടിയാൽ മക്കള് പറ അതുകൊണ്ട് പോയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് R is equal to K into concentration of X ന് പകരം x2 raised to 1/2 into concentration of y2 ഓൾറെഡി അവിടെയുണ്ട് x ന് പകരം x2 raised to 1/2 അപ്പൊ ഓർഡർ ഈസ് ഈക്വൽ ടു 1/2 plus 1 is equal to 3/2 അല്ലെങ്കിൽ 1.5 ആൻസർ ഉണ്ടോ ആൻസർ ഉണ്ട് ആൻസർ സി ആണ് 1.5 അപ്പൊ ആൻസർ കിട്ടി
ആൻസർ ഏതാണ്? സി ആണ്. പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? ബിമലെ ബ്രേക്ക് എന്ന് ബിമൽ 2 പ്രാവശ്യം മെസ്സേജ് അയക്കുന്നുണ്ട്. മോൻ പോയിട്ട് വന്നോളൂ. റെഡി, ഒരു പ്രശ്നവുമില്ല. കെമിക്കൽ കൈനറ്റിക്സ് തീർത്തിട്ടേ ഞാൻ പോവൂ. റെഡി, കുറച്ചുകൂടെ കാര്യം പറയാനുണ്ട്, അത് ഫിനിഷ് ചെയ്തിട്ടേ പോവാൻ പറ്റൂ. ബിമല് പോയിട്ട് വന്നോ, ഡോൺ വറി. റെഡി, ശ്രദ്ധിക്കണേ. അപ്പൊ എന്തായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്? അപ്പൊ ഫ്രം സ്ലോ സ്റ്റെപ്പ് നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ എഴുതി. R is equal to K into concentration of X into Y2. റെഡി ആണല്ലോ? എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എക്സിന് നമ്മൾ ഇവിടെ വെച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ നോക്കി. അപ്പൊ വൈന് ഇങ്ങോട്ടേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പൊ നമുക്ക് x2 raised to 1/2 എന്ന് കിട്ടി. 1/2 plus 1 1.5. 2017 നീറ്റിന് ചോദിച്ചതാണ്. അതാ ഞാൻ പറഞ്ഞത്, എലമെന്ററി കോംപ്ലക്സ് റിയാക്ഷൻ ശ്രദ്ധിക്കണം. NCERT ടെക്സ്റ്റിൽ സ്ലോ സ്റ്റെപ്പിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുപോരാ, അവിടെ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. ഇന്റർമീഡിയറ്റ് സബ്സ്റ്റൻസ് ഉണ്ട് എങ്കിൽ അയാളെ ഫാസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കണം. ഓക്കെ ആണല്ലോ മക്കളെ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? റെഡിയാണല്ലോ? ഇനി ഞാൻ 2020 നീറ്റിന്റെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കണം. റെഡി, നേരത്തെ പറഞ്ഞത് ഓക്കെ അല്ലേ? 20 നീറ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ടൈം ആണ് ചോദിച്ചത്. 2 ഗ്രാം 0.2 ഗ്രാം ആവുന്ന നമ്മളുടെ ഇക്വേഷൻ T is equal to 2.303 divided by K log concentration of A0 divided by concentration of A. ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിക്കണം. ഓക്കെ, റെഡി? അപ്പൊ T is equal to 2.303 divided by K എത്രയാ തന്നത്? 4.606 into 10 raised to minus 3 അല്ലേ? 4.606 into 10 raised to minus 3 log ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാ? 2 ഗ്രാം. ഫൈനൽ 0.2 ഗ്രാം. 2 ഡിവൈഡഡ് ബൈ 0.2. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2020 നീറ്റിന്റെ ചോദ്യമാ. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയേ. തന്നിരിക്കുന്ന വാല്യൂസ് ഇതാ, ഇക്വേഷൻ നമ്മൾ പഠിച്ചതാ. നേരെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2.303 ബൈ കെയുടെ വാല്യൂ ലോഗ് ഇനീഷ്യൽ 2 ഫൈനൽ 0.2. ഓക്കെ അല്ലേ മക്കളെ? 2/0.2 10 raised to minus 1 അങ്ങ് മോള് വന്ന് 10 ആവും. അപ്പൊ ലോഗ് 10ന്റെ വാല്യൂ 1 ആവും. ഇത് പോയി. 2.303 4.606 കട്ട് ചെയ്താ 0.5. 10 raised to minus 3 മുകളിൽ കയറി. 0.5 into 10 raised to minus 3 മുകളിൽ കയറുമ്പോൾ 10 raised to 3. 0.5 into 10 raised to 3 അതായത് 5 into 10 raised to 2. 500 സെക്കൻഡ് എന്ന് ടൈം കിട്ടും. ആൻസർ ഉണ്ടോ? ആൻസർ ഉണ്ട്. ആൻസർ സി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രയാസമില്ലല്ലോ? ഈസി ആയി ചെയ്തുകൂടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2017 നീറ്റിന്റെ ക്വസ്റ്റ്യൻ നോക്കണം. റെഡി? ചെറിയ വാല്യൂ മാത്രം വ്യത്യാസത്തിൽ 2017 നീറ്റിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 20 നീറ്റിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടെ സിമ്പിൾ ആക്കി. അത് തന്നെ 17 നീറ്റ് ചോദിച്ചു. എന്താ ചോദിച്ചത്? സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ്. സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ്. സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് തന്നു, പഠിക്കണം. അതിനർത്ഥം റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ്. റെഡി? ടൈം ആണ് വീണ്ടും ചോദിച്ചത്. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ T is equal to 2.303 by K log concentration of A0 by concentration of A. അപ്പൊ തന്നെ നമ്മൾ ആ ഇക്വേഷൻ എഴുതി. T is equal to 2.303 by K യുടെ വാല്യൂ 10 raised to minus 2. അത് എഴുതി. 20 ഗ്രാം 5 ഗ്രാം ആയി. അപ്പൊ ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ 20/5. 20/5 4. ലോഗ് 4. ലോഗ് 4 എന്നാൽ ലോഗ് 2 raised to 2 ആ. 2 log 2. 2 into 0.3010 അതായത് 0.6020. അപ്പൊ ഇത് 2.303 ഡിവൈഡഡ് ബൈ 10 raised to minus 2 into 0.6020. 10 raised to minus 2 മുകളിൽ വന്നാൽ 100. 100 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്താൽ 60. 60 into 2.3. 60 into 2 ആണെങ്കിൽ 120. അതിന്റെ ലേശം മോളുണ്ടാവും. 138.6 എന്ന ആൻസർ വരും. അതിന്റെ തൊട്ടു മുകളിൽ അത് മാത്രമേ ഉള്ളൂ. 100 ഇത് മാത്രമേ ഉള്ളൂ. 300-200
600 ഓപ്ഷൻ ഉള്ളത്. ചെയ്ത് നോക്കണ്ട. ഇതിങ്ങ് മുകളിൽ വന്നാൽ 100. അപ്പൊ ഇത് 60. 60 ഇൻറ്റു 2.3. 60 ഇൻറ്റു 3 ആണെങ്കിൽ തന്നെ 180 വരും. 60 ഇൻറ്റു 2 ആണെങ്കിൽ 120 വരും. അതിനിടയിലാണ് ഉത്തരമെന്ന് ക്ലിയർ ആണ്. 120നും 180നും ഇടയിൽ അങ്ങനത്തെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് ആൻസർ എ ആണ്. അതാണ് 2017 നീറ്റിന് ചോദിച്ചത്. റെഡി? പ്രോബ്ലം ചടപടാന്ന് ചെയ്തു പോവാൻ വേണ്ടി പഠിക്കണം. ഇനി നിങ്ങൾ നോക്ക്, 87% പോയി. അങ്ങനെയാണെങ്കിൽ ഹാഫ് ലൈഫ് എന്ത് എന്നാ ചോദിച്ചത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു 87.5% ഈസ് ഈക്വൽ ടു 3t half. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു. 2.303 into log 2 0.693 അല്ലേ എന്ന് ചോദിക്കുന്നു സാജൻ. അതെ, 2.303 into log 2 അതാണ്. അങ്ങനെ എടുത്താലും മതി സാജ, ഒരു പ്രശ്നവും ഇല്ല. സാജൻ ചോദിക്കുന്നു ഇത് ചെയ്യാതെ ഇതിനെ ഞാൻ 2 log 2 എന്ന് എഴുതിയിട്ട് 2.303 log 2വിന് 0.693 എന്ന് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നു. നല്ല മെത്തേഡാണ്. അങ്ങനെ ചെയ്താലും ഇത് തന്നെയാണ് കിട്ടുക. ഗുഡ്. ഇനി ഇങ്ങോട്ട് വാ. 87.5% കഴിയുമ്പോഴേക്കും 3 ഹാഫ് ലൈഫ് കടക്കും. പഠിച്ചത്. അപ്പൊ ഈ ഇക്വേഷൻ ഓർമ്മിക്കണം. T 87.5% ഈസ് ഈക്വൽ ടു 3t half. ദാ ഞാനത് ഇവിടെ എവിടെയോ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. നോക്ക്, 3t half. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. റെഡി? ശ്രദ്ധിച്ചോ? ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. എന്താണ് അതിലുള്ളത് നോക്ക് നിങ്ങള്. 3t half ഈസ് ഈക്വൽ ടു എത്രയാ തന്നിരിക്കുന്നത്? 45 മിനിറ്റ്. 45 മിനിറ്റ് ആണ് എന്ന് തന്നിരിക്കുന്നു നിങ്ങൾക്ക്. 87.5% തീരാനെടുത്ത സമയം 45 മിനിറ്റ് ആണ് എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടി ഹാഫ് എത്രയാന്നാ ചോദിച്ചത്. ഈ 3 അടിയിലോട്ട് എടുത്താ പോരെ. 45/3 15 മിനിറ്റ്. 15 മിനിറ്റ് എന്ന് ആൻസർ ഉണ്ട്. ആൻസറെ നിങ്ങളൊക്കെ അത് എഴുതിയിട്ടുമുണ്ട്. എല്ലാവർക്കും ചെയ്യാനാവുന്നുണ്ട്. റെഡി? അത് ചെയ്യാൻ നമുക്കൊരു സ്പേസ് വേണ്ട. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കണം. 60% കംപ്ലീറ്റ് ആവാൻ 60 മിനിറ്റ് എടുത്തു. ഗുഡ്. 50% കംപ്ലീറ്റ് ആവാനുള്ള സമയം ടി ഹാഫ് ആണ് ചോദിച്ചത്. ടി ഹാഫ് കാണാനുള്ള ഇക്വേഷൻ 0.693/k ആണ്. കെ തന്നിട്ടില്ല. കെ കാണാനുള്ള ഹിന്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം കെ കാണാം. കെ ഈസ് ഈക്വൽ ടു 2.303/t log concentration of A0 by concentration of A. 2.303/t 60 മിനിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 60 മിനിറ്റ്. റെഡി? 60% ആണ് തീരുന്നത്. അപ്പൊ ലോഗ് ഇനീഷ്യലി 100ഉം 60% തീർന്നാൽ ബാക്കി 40യും ഉണ്ടാവും. ക്ലിയർ അല്ലേ മക്കളെ? ശ്രദ്ധിച്ചോളെ നിങ്ങൾക്ക് കാണാൻ ചോദിച്ചിരിക്കുന്നത് ഇവിടെ 50% തീരാൻ എടുക്കുന്ന സമയമാണ്. അതായത് ടി ഹാഫ് ആണ്. ടി ഹാഫ് കാണാനുള്ള ഇക്വേഷൻ 0.693/k ആണ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് തന്നിട്ടില്ല? കെ തന്നിട്ടില്ല. കെ കാണാൻ വേണ്ടി 60% തീരാൻ 60 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കെ കാണാം. 2.303 ഡിവൈഡഡ് ബൈ 60 മിനിറ്റ്. ലോഗ് ഇനീഷ്യലി 100ഉം റെഡി അല്ലേ? 60% കംപ്ലീറ്റ് ആയാൽ ബാക്കി 40യും. ലോഗ് 100/40 00 കട്ട്. ലോഗ് 10/4. ലോഗ് 10/4 എന്ന് പറഞ്ഞാൽ ലോഗ് 10 മൈനസ് ലോഗ് 4 ആണ്. ലോഗ് 10ന്റെ വാല്യൂ 1 ആണ്. ലോഗ് 4ന്റെ വാല്യൂ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ 0.6020 എന്ന്. 1 മൈനസ് 0.6 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 0.4 ആണ്. സോ കെയുടെ വാല്യൂ കിട്ടി 2.303 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 60. ചെയ്യണ്ട, അവിടെ കിടന്നോട്ടെ. ഇതാണ് കെയുടെ വാല്യൂ. റെഡി അല്ലേ? ഇനി ഞാൻ ടി ഹാഫ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ടി ഹാഫ് ഈസ് ഈക്വൽ ടു റെഡി. ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693/k. ഈ 0.693 എഴുതാതെ ഞാൻ അവിടെ 2.303 log 2/k എന്ന് എഴുതുന്നു. അങ്ങനെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇത്തരം കേസുകളിൽ അപ്ലൈ ചെയ്യാനാ. 2.303 കട്ടായി പോവല്ലോ. അപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു 2.303 ഇൻറ്റു ലോഗ് 2ന്റെ വാല്യൂ 0.3010 ബൈ കെയുടെ ഈ വാല്യൂ കൊണ്ടുപോയി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ ചെയ്യാം. 2.303 ഇൻറ്റു 0.4/60. 2.303യും 2.303യും കട്ടായി പോയി. 60 അങ്ങ് മുകളിൽ പോവും. 0.3/0.4 എന്ന് പറഞ്ഞാൽ 3/4. 60ന്റെ 3/4. ഒരാളുടെ 3/4 എടുക്കാൻ
അയാളുടെ ഹാഫും അതിന്റെ ഹാഫും കൂട്ടിയാൽ മതി. 60ന്റെ ഹാഫ് 30, അതിന്റെ ഹാഫ് 15, അത് രണ്ടും കൂടെ കൂട്ടിയാൽ 45 എന്ന ആൻസർ കിട്ടും. ഒരാളെ 3/4 കൊണ്ട് ഇൻഡു ചെയ്യാൻ, 3/4 കൊണ്ട് ഇൻഡു ചെയ്യാൻ, പകുതിയും 10ന്റെ പകുതിയും കൂട്ടുക. റെഡി? ക്ലിയർ അല്ലേ? 100നെ 3/4 കൊണ്ട് ഇൻഡു ചെയ്യാൻ, അതിന്റെ പകുതിയായ 50യും അതിന്റെ പകുതിയായ 25ഉം കൂട്ടുക, 75. 60നെ ഇൻഡു ചെയ്യാൻ, 60ന്റെ പകുതിയായ 30ഉം അതിന്റെ പകുതിയായ 15ഉം കൂട്ടുക, 45. ആൻസർ ഉണ്ടോ? ആൻസർ എ ആണ്. 45 മിനിറ്റ്സ് എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഒരിക്കൽ കൂടെ 2.303 and 2.303 will be cancelled. 60 മുകളിൽ വരും. 60 into 0.3 divided by 0.4 means 60 into 3/4. ഒരാളെ 3/4 കൊണ്ട് ഇൻഡു ചെയ്യാൻ ഹാഫും അതിന്റെ ഹാഫും അതിന്റെ ഹാഫും മീൻസ് 30യും അതിന്റെ ഹാഫായ 45ഉം പഠിച്ചില്ലേ? റെഡിയല്ലേ? ഇനി നമ്മൾ പോകുന്നത് റേറ്റ് ഓഫ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഗ്രാഫുകളിലേക്കാണ്. ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അരിയനിയസ് ഇക്വേഷനും കൊളീഷൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറിയും പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ കൈനറ്റിക്സ് കഴിഞ്ഞു. ഒരു 10-15 മിനിറ്റ് കൂടെ നോക്കിക്കോളെ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ശ്രദ്ധിക്കണം. കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. റെഡി? ടൈമിനനുസരിച്ച് എന്നെ തന്നെ നോക്കിക്കോളെ. ടൈമിനനുസരിച്ച് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറയും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാ ഗ്രാഫ് വരിക. ഇങ്ങനെയാ ഗ്രാഫ് വരിക. ടൈമിനനുസരിച്ച് കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറയും. പക്ഷേ സീറോ ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സീറോ ഓർഡറിന്റെ റേറ്റ് ഇക്വേഷൻ R is equal to K into concentration of A raised to 0 ആ. പവർ 0 ആയതുകൊണ്ട് റേറ്റ് കോൺസ്റ്റന്റ് ആ. റേറ്റ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഒറ്റ സ്പീഡാണ് അതിന്റെ അർത്ഥം. ഒറ്റ സ്പീഡിൽ കുറയുമ്പോൾ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഒറ്റ സ്പീഡിൽ കുറയുമ്പോൾ. സോ സീറോ ഓർഡറിന്റെ കേസിൽ റേറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. ബാക്കി കേസുകളിലെല്ലാം ഇങ്ങനെയാ കിട്ടുക. ഇത് മാത്രമാ ഡിഫറൻസ്. പഠിച്ചില്ലേ? ഇമ്പോർട്ടന്റ് ആണ്. റെഡി? ഇതാണ് ഏറ്റവും പ്രധാനമായി നോട്ട് ചെയ്യേണ്ടത്. ഞാനിതിവിടെ ടിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ പോയിന്റ്? സീറോ ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിക്രീസ് ആണ് സീറോ ഓർഡറിൽ കിട്ടുക. ബാക്കി എല്ലായിടത്തും ടൈമിനനുസരിച്ച് കോൺസെൻട്രേഷൻ കുറയുന്ന കേസും വരും. ക്ലിയർ ആണല്ലോ? കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് ഓക്കെ അല്ലേ? എടുത്തിരിക്കുന്ന കോൺസെൻട്രേഷൻ ടൈം പോകുന്നതിനനുസരിച്ച് റിയാക്ടന്റ് കുറഞ്ഞു വരുമെന്ന് ഓർമ്മിക്കുക. കുറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്. സീറോ ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഒരേ സ്പീഡിൽ കുറയും. അത് റെപ്രസെന്റ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് റേറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫിലേക്ക് വരാം. സീറോ ഓർഡറിന്റെ കേസിൽ ഞാൻ പറഞ്ഞു റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് എന്ന്. റെഡി? ഫസ്റ്റ് ഓർഡറിന്റെ കേസിലാണെങ്കിൽ R is equal to K into concentration of A ആണ് എന്ന് നിങ്ങൾക്കറിയാം. സെക്കൻഡ് ഓർഡറിന്റെ കേസിലാണെങ്കിൽ R is equal to K into concentration of A raised to 2 ആണ് എന്ന് നിങ്ങൾക്കറിയാം. അതായത് ഈ K അങ്ങ് മാറ്റിയാൽ പ്രൊപ്പോർഷണാലിറ്റി. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ റേറ്റും കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷനല്ല. സെക്കൻഡ് ഓർഡറിന്റെ കേസിൽ റേറ്റും കോൺസെൻട്രേഷന്റെ സ്ക്വയറും ഡയറക്ട്ലി പ്രൊപ്പോർഷനല്ല. സീറോ ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഒറ്റ റേറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്ക്, സീറോ ഓർഡറിന്റെ കേസിൽ റേറ്റ് കോൺസ്റ്റന്റ് ആ. കോൺസെൻട്രേഷൻ അനുസരിച്ച് മാറില്ല. അത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. റേറ്റ് കോൺസ്റ്റന്റ് ആ. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ റേറ്റും കോൺസെൻട്രേഷനും നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. സെക്കൻഡ് ഓർഡറിലേക്ക് വരുമ്പോൾ റേറ്റും കോൺസെൻട്രേഷന്റെ സ്ക്വയറും, തേർഡ് ഓർഡറിലേക്ക് വരുമ്പോൾ റേറ്റും കോൺസെൻട്രേഷന്റെ ക്യൂബും തമ്മിൽ ഇതേ റിലേഷൻ കിട്ടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റിയുടേത്. റേറ്റ് കോൺസെൻട്രേഷൻ ഗ്രാഫും പഠിക്കണം, പ്രധാനമാണ്. ഇനി ഹാഫ് ലൈഫിന്റെ ഗ്രാഫിലേക്കാണ് ഞാൻ വരുന്നത്. ഹാഫ് ലൈഫ് കോൺസെൻട്രേഷൻ ഗ്രാഫുകൾ വരയ്ക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഞാൻ നേരത്തെ പഠിപ്പിച്ച ഇക്വേഷൻ T half proportional to 1 by concentration of A0 raised to n-1. എന്നിന് നിങ്ങൾ എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. അപ്പൊ റേസ് -1. അപ്പൊ ഇത് മുകളിൽ വരും. T half directly proportional to concentration. നോക്ക് നിങ്ങൾ, T halfും കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സീറോ ഓർഡറിൽ. ഇനി n ഫസ്റ്റ് ഓർഡറിൽ 1 - 1 പവർ 0. ഇതിങ്ങ് മുകളിൽ വരും. പ്രൊപ്പോർഷണൽ ടു 1. അതായത് ഹാഫ് ലൈഫ് കോൺസ്റ്റന്റ് മാറില്ല. സെക്കൻഡ് ഓർഡറിലേക്ക് വരുമ്പോൾ n-ന് 2 കൊടുക്കുക. 2 - 1 1 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. റെഡി? ഹാഫ് ലൈഫും
കോൺസെൻട്രേഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റിയുടെ ഗ്രാഫ് കിട്ടും. ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ ഒരിക്കൽ കൂടെ സീറോ ഓർഡറിന്റെ കേസിൽ ഹാഫ് ലൈഫും കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ ഹാഫ് ലൈഫ് കോൺസ്റ്റന്റ് ആണ്, മാറില്ല കോൺസെൻട്രേഷൻ അനുസരിച്ച്. സെക്കൻഡ് ഓർഡറിലേക്ക് വരുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി ആണ്. ഈ ഒരൊറ്റ ഇക്വേഷൻ ചെക്ക് ചെയ്താൽ മതി. റെഡി? ഇനി ഗ്രാഫ് നോക്ക് നിങ്ങൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രാഫ്സ് വിൽ ഷോ ദ വേരിയേഷൻ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് മനസ്സിൽ പറയുമ്പോൾ കോൺസെൻട്രേഷൻ, ഗ്യാസിന്റെ കേസിൽ അത് പ്രഷറാണ്, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. പ്രഷറും അതേപോലെ തന്നെ ടൈമും തമ്മിലാണ്, അതായത് കോൺസെൻട്രേഷനും ടൈമും തമ്മിൽ ആ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ആരുടെ കേസിലാണ്? ഫസ്റ്റ് ഓർഡറിൽ. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ കോൺസെൻട്രേഷനും ടൈമും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ വരുമെന്നും സീറോ ഓർഡറിൽ മാത്രം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിക്രീസ് വരുമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് സംശയമില്ലാതെ പറയാം ഇതായിരിക്കും. കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫ് തന്നെയാണ് പ്രഷറും ടൈമും തമ്മിലും ഗ്രാഫ് ആയിട്ട് വരേണ്ടത്. അപ്പൊ ആൻസർ ഏതാണ് വരിക? സി ആണ് ആൻസർ ആയിട്ട് വരിക. കൺഫ്യൂഷൻ ഇല്ലല്ലോ, റെഡി ആണല്ലോ, മാറിപ്പോവരുത്, നിങ്ങളോട് ചോദിക്കും. ഇനി ഞാൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറിയിലേക്ക് വരാം. ശ്രദ്ധിക്കണേ, കൊളീഷൻ തിയറി രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്ന് പ്രൊപ്പോസ് ചെയ്യുന്നു. അവരുടെ പേര് ട്രോഡ്സും, മാക്സ് ട്രോഡ്സും വില്യം ലൂയിസ് എന്നും പേരുള്ള രണ്ട് സയന്റിസ്റ്റുകളാണ് കൊളീഷൻ തിയറി പറയുന്നത്. റിയാക്ഷൻ നടക്കുന്നത് റിയാക്ടന്റ് മോളിക്യൂൾ കൂട്ടിയിടിച്ചിട്ടാണ് എന്നവര് പറയുന്നു. റെഡി? കൂട്ടിയിടിക്കുന്ന മോളിക്യൂളുകൾക്ക് ഒരു മിനിമം എനർജി ഉണ്ടെങ്കിലേ റിയാക്ഷൻ നടക്കൂ. ആ എനർജിക്ക് അവരിട്ട പേര് ത്രെഷോൾഡ് എനർജി എന്നാണ്. ത്രെഷോൾഡ് എനർജി കിട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ എക്സസ് എനർജി കൊടുക്കേണ്ടി വരും. ആ എക്സസ് എനർജിയെ നമ്മൾ എനർജി ഓഫ് ആക്ടിവേഷൻ എന്ന് പേര് വിളിക്കും. ഒരിക്കൽ കൂടെ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് മിനിമം ത്രെഷോൾഡ് എനർജിയുള്ള മോളിക്യൂൾ കൊളൈഡ് ചെയ്തിട്ടാണ്. ആ ത്രെഷോൾഡ് എനർജി കിട്ടാൻ നമ്മൾ അവർക്ക് എക്സസ് എനർജി കൊടുക്കും. ആ എനർജിയുടെ പേരാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അങ്ങനെ ആക്ടിവേഷൻ എനർജി കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് റിയാക്ടന്റിന്റെ മിനിമം എനർജി. ആക്ടിവേഷൻ എനർജി കൊടുത്തവരെ ത്രെഷോൾഡ് എനർജിയിൽ എത്തിക്കുന്നു. അവർ റിയാക്ഷൻ നടത്തി പ്രൊഡക്റ്റ് ആവുന്നു. ഒരിക്കൽ കൂടെ, ഇത് റിയാക്ടന്റിന്റെ മിനിമം എനർജി. ദാ ഇവിടെ കിടക്കുന്നതാണ്, ഈ ലെവലാണ് ആരുടെ ലെവൽ എന്ന് പറയുന്നത്? ത്രെഷോൾഡ് എനർജിയുടെ ലെവൽ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്തിക്കാൻ കൊടുക്കുന്ന എനർജിയാണ് ഏത് എനർജി? ആക്ടിവേഷൻ എനർജി. അപ്പൊ ഈ കൊടുക്കുന്നതാണ് ആക്ടിവേഷൻ എനർജി. ഇത് അവര് തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ്. ഡെൽറ്റ ഇ എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ H0 എന്നൊക്കെ നമുക്ക് പേര് വിളിക്കാം. ഹീറ്റിന്റെ ഡിഫറൻസ്, ചേഞ്ച് ഇൻ ഹീറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എനർജി എന്നൊക്കെ പറയാം. ഇവിടുത്തെ ചോദ്യം ഡെൽറ്റ H0 ഏതിന് കറസ്പോണ്ടിങ് ആണ്? അത് നമുക്ക് സംശയമില്ലാതെ പറയാം. ആർക്ക് കറസ്പോണ്ടിങ് ആ? സിക്ക് കറസ്പോണ്ടിങ് ആ. അപ്പൊ പഠിച്ചല്ലോ, ഇത് ത്രെഷോൾഡ് എനർജി, ഇവിടുന്ന് ഇവിടം വരെ കൊടുക്കുന്നത് ആക്ടിവേഷൻ എനർജി, ഇത് എനർജി ഡിഫറൻസ്. ഇതാണ് കൊളീഷൻ തിയറിയും ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറിയും പറയുന്നത്. ഇനി നമുക്ക് അറീനിയസ് ഇക്വേഷനിലേക്ക് വരാം. റെഡി? അറീനിയസ് പറഞ്ഞതും ടെമ്പറേച്ചറുമായി കെമിക്കൽ റിയാക്ഷനുള്ള ബന്ധത്തിനെ കുറിച്ചാണ്. ഇക്വേഷൻ പഠിക്കണം, ഡിറൈവ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. K is equal to A e raised to minus EA by RT. ലോഗരിതം കൊടുത്താൽ log K is equal to log A minus EA by 2.303 RT. ഇവിടെ ഒരു ടിയും കൂടി ഉണ്ട്. 2.303 RT എന്ന് പറയാം. log K is equal to log A minus EA by 2.303 RT. അതിനെ നാച്ചുറൽ ലോഗരിതം വെച്ച് എഴുതിയാൽ ln K is equal to ln A minus EA by RT എന്ന് മാത്രം വരും. അപ്പൊ 2.303 വേണ്ട, അത് കോമൺ ലോഗരിതത്തിൽ മാത്രം വരുന്ന ടേം ആണ്. ln K is equal to ln A minus EA by RT എന്ന് വരും. ഈ മൂന്ന് രൂപത്തിലും അറീനിയസ് ഇക്വേഷൻ പഠിക്കണം. അറീനിയസ് ഇക്വേഷനിൽ നിന്ന് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ ഒരു പുതിയ ഇക്വേഷൻ ഉണ്ട്. log K2 divided by K1 is equal to EA by 2.303 R into T2 minus T1 divided by T1 T2. പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണിത്. രണ്ട് ടെമ്പറേച്ചറും റെഡി, ആ ടെമ്പറേച്ചറുകളിലെ റേറ്റ് കോൺസ്റ്റന്റും നിങ്ങൾക്ക് തന്നാൽ അത് വെച്ചിട്ട് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാം. റെഡി? log K2 divided by K1 രണ്ട് റേറ്റ് കോൺസ്റ്റന്റ്, T1 T2 രണ്ട് ടെമ്പറേച്ചർ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് EA കണ്ടുപിടിക്കാം. 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, വാല്യൂ 8.314 എനർജി ആയതുകൊണ്ട്. റെഡി? അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിപ്പിച്ചത്?
Arrhenius equation K is equal to A e raised to minus EA by RT. ഇതിങ്ങ് പവർ ആണ്, മോൾ ആണ്. റെഡി? K is equal to A e raised to minus EA by RT. റെഡി? ഇങ്ങ് പവർ ആയിട്ടാ വരിക. K is equal to A e raised to minus EA by RT. ln K is equal to ln A minus EA by RT. Ready? Ready? Log K is equal to log A minus EA by 2.303 RT. Ready ആണല്ലോ? അതിൽ നിന്ന് ഞാൻ ഡിറൈവ് ചെയ്ത അടുത്ത ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. പഠിക്കണം. ഇത് വെച്ച് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാം. ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ലോഗ് കെയും 1/t തമ്മിൽ ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ കിട്ടുന്ന സ്ലോപ്പ് മൈനസ് EA by 2.303 R ആയിരിക്കും. ലോഗ് കെയും 1/t തമ്മിൽ വരച്ച ഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്നും നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാം. ഇതേ ഗ്രാഫ് തന്നെ നിങ്ങൾക്ക് ലോഗ് കെക്ക് പകരം ln കെയും 1/t തമ്മിൽ വരക്കാം. അപ്പോഴും നിങ്ങൾക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പൊ സ്ലോപ്പിന്റെ വാല്യൂ മൈനസ് EA by R ആയിരിക്കും. അവിടെ ആരുണ്ടായാല? 2.303 ഉണ്ടായാല. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇമ്പോർട്ടന്റ് സ്ലൈഡ് ആണ്, ഇത് പഠിക്കണം. Arrhenius equation K is equal to A e raised to minus EA by RT. ln K is equal to ln A minus EA by RT. Log K is equal to log A minus EA by 2.303 RT. രണ്ട് ടെമ്പറേച്ചറും രണ്ട് റേറ്റ് കോൺസ്റ്റന്റും വന്നാലുള്ള ഇക്വേഷൻ log K2 divided by K1 is equal to EA by 2.303 R into T2 minus T1 divided by T1 T2. log Kയും 1/t തമ്മിൽ ഗ്രാഫ് വരച്ചാൽ മൈനസ് EA by 2.303 R സ്ലോപ്പ്. ഇതേ ഗ്രാഫ് ln Kയും 1/t തമ്മിൽ വരച്ചാൽ മൈനസ് EA by R. അതെ, 2.303 പോകുമെന്ന് സൂര്യജിത്ത് പറയുന്നു. അതാണ് ശരി. ഇത്രയുമാണ് അറീനിയസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. കൈനറ്റിക്സിനകത്ത് പഠിക്കേണ്ട മുഴുവൻ തിയറിയും ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. 2 പോയിന്റുകളും കൂടെ പറഞ്ഞാൽ കൈനറ്റിക്സിന്റെ തിയറി കഴിഞ്ഞു. ശ്രദ്ധിക്കണം, ആ 2 പോയിന്റുകൾ ഒന്നുമില്ല. ആക്ടിവേഷൻ എനർജിയും റേറ്റ് കോൺസ്റ്റന്റ് തമ്മിലുള്ള ബന്ധമാണ്. അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. മറ്റൊന്ന്, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ സംഭവിക്കുന്നത് എന്നതാണ്. നോക്കണേ നിങ്ങൾ, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാം, ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുമ്പോഴും റേറ്റ് ബിക്കംസ് ഡബിൾ. റെഡി? അതായത് റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആവും. ടെമ്പറേച്ചർ 10 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രിയിലേക്ക് കൂടുമ്പോൾ, അതായത് 4 പ്രാവശ്യം കൂടുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ 2 അല്ലെ. 10 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രിയിലേക്ക് കൂടുക എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി കൂടുക എന്ന് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി വെച്ച് എത്ര പ്രാവശ്യം കൂടി? 4 പ്രാവശ്യം. ഓരോ പ്രാവശ്യം കൂടുമ്പോഴും ഡബിൾ ആവും. അവ 4 പ്രാവശ്യം കൂടുമ്പോൾ 2⁴ ടൈംസ് ആവും. ഒരു 10 ഡിഗ്രി കൂടിയാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ 2 ടൈംസ്. 20 ഡിഗ്രി കൂടിയാൽ 2 പ്രാവശ്യം കൂടി 2⁻². 30 ഡിഗ്രി കൂടിയാൽ 3 പ്രാവശ്യം കൂടി 2⁻3. ക്ലിയർ ആണല്ലോ? റേറ്റ് ഓഫ് റിയാക്ഷൻ ഡബിൾസ് ഫോർ എവറി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. ആ പോയിന്റ് പഠിക്കണം. റെഡി? ഇനി മറ്റൊന്ന് ആക്ടിവേഷൻ എനർജിയാ. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് എക്സസ് ആയി കൊടുക്കുന്ന എനർജിയാ. വലിയ ആക്ടിവേഷൻ എനർജി കൊടുക്കണം ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആ റിയാക്ഷന്റെ സ്പീഡ് കുറവായിരിക്കും. ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുതലായിരിക്കും. എ റിയാക്ഷൻ വിത്ത് ഹയർ വാല്യൂ ഓഫ് ആക്ടിവേഷൻ എനർജി വിൽ ഹാവ് സ്മോളർ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. ആക്ടിവേഷൻ എനർജി കൂടുന്നതിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. റെഡിയല്ല? ആക്ടിവേഷൻ എനർജി കുറയുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ അഥവാ റേറ്റ് കോൺസ്റ്റന്റ് കൂടുതലായിരിക്കും. ഈ 2 പോയിന്റുകൾ പഠിക്കുക. റെഡി? 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 ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കണേ നിങ്ങൾ. യെസ് യെസ് ഓക്കെ. An increase in the concentration of the reactant leads to change in concentration. കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? നന്നായി കൊളൈഡ് ചെയ്യും. കൊളീഷൻ ഫ്രീക്വൻസി കൂടും, നന്നായി ഇടിക്കും. അപ്പൊ എന്ത് കൂടുമെന്നാ ചോദിച്ചത്? കൊളീഷൻ ഫ്രീക്വൻസി കൂടും. ത്രെഷോൾഡ് എനർജി കൂടില്ല, ഹീറ്റ് ഓഫ് റിയാക്ഷൻ കൂടില്ല, ആക്ടിവേഷൻ എനർജി മാറില്ല. മാറുന്നത് എന്ത് മാത്രമാണ്? അവരുടെ ഇടി മാത്രമാണ്. ആളുകളുടെ എണ്ണം കൂടുമ്പോ അല്ലെ, ഒരു റൂമിനകത്ത് 10 ആളുകളിൽ 15 ആളെയും കൂടി കൊണ്ടിട്ടാൽ സംഭവിക്കാൻ നന്നായിട്ട് അങ്ങ് കൊളൈഡ് ചെയ്യും. റെഡി അല്ലേ? കൊളീഷൻ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും എന്ന് പറയാം. റെഡി? ആൻസർ ഡി ആണ്. ഓപ്ഷൻ നോക്കണേ നിങ്ങൾ, ABDC എന്നുള്ളത്. അപ്പൊ ആൻസർ ഏതാണ് വരേണ്ടത്? ഡി ആണ്. കൊളീഷൻ ഫ്രീക്വൻസി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. റെഡി? ഇനി അടുത്തത്, സ്ലോപ്പ് ഓഫ് അരീനിയസ് പ്ലോട്ട് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ln K എന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ln K ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -EA by R.
ലോഗ് കെ, ഇതാ ഞാൻ ഗ്രാഫ് വരക്കുമ്പോൾ ഇവിടെ പറഞ്ഞു ln k ആണെങ്കിൽ സ്ലോപ്പ് -CA/R. ലോഗ് കെ ആണെങ്കിലാണ് 2.303 വേണ്ടത്. ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ln k ആണ് ഗ്രാഫ്, അപ്പൊ -CA/R ആണ് സ്ലോപ്പ്. അവിടെ നിൽക്കട്ടെ. റെഡി? സ്ലോപ്പ് തന്നിട്ടുണ്ട്. എത്രയാ തന്നത്? -5 × 10⁻3. അങ്ങനെയാണെങ്കിൽ EA എത്രയാണ്? അപ്പൊ നിങ്ങൾ നോക്ക്, -EA/R is equal to -5 × 10⁻3 എന്ന എക്സാമിന് തന്നിരിക്കുന്നു. 2021 നീറ്റിന്റെ ചോദ്യ, കഴിഞ്ഞ വർഷത്തെ. എത്ര എളുപ്പാന്ന് നിങ്ങൾ നോക്ക്. -EA/R വാല്യൂ -5 × 10⁻3 എന്ന് തന്നിരിക്കുന്നു. എന്നിട്ട് EA എത്രയാന്ന് ചോദിച്ചിരിക്കുന്നു. മൈനസും മൈനസും കട്ട്. EA is equal to 5 × 10⁻3 × 8.314. കാരണം ക്വസ്റ്റ്യന്റെ ബ്രാക്കറ്റിൽ തന്നെ R 8.314 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞില്ലേ? 8 × 5 40. 1000 എന്ന് പറയുന്നത് ജൂളാണ്. ഈ ആൻസർ എന്ന് പറയുന്നത് ജൂൾ പെർ മോൾ ആണ്. റെഡി? കിലോ ജൂളിലേക്ക് മാറ്റാൻ ഒരു 1000നെ കട്ട് ചെയ്താൽ മതി. അപ്പൊ ഇത് 5 × 8.314 5 × 8.314 കിലോ ജൂൾ പെർ മോൾ എന്നാണ് ആൻസർ വരിക. നോക്ക് നിങ്ങള്, ഈ 1000 കട്ട് ചെയ്താൽ ജൂൾ ആരായി മാറി? കിലോ ജൂളായി മാറി. റെഡി? അപ്പൊ 5 × 8.314 കണ്ടാൽ ആൻസർ ആയി 40. ആൻസർ ഉണ്ടോ? ആൻസർ ബി ആണ്, 41.5. ഇത് 2021 നീറ്റിന്റെ ചോദ്യമാണ്. പ്രയാസം ഉണ്ടോ? എന്ത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ചോദ്യമാണ്. റെഡി? അതിന് പേജ് ഒന്നും നമുക്ക് വേണ്ട. ഇനി അടുത്ത ചോദ്യം നോക്ക്. 2016 നീറ്റ്. അഡീഷൻ ഓഫ് എ കാറ്റലിസ്റ്റ് ഡ്യൂറിംഗ് എ കെമിക്കൽ റിയാക്ഷൻ ഓൾട്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റി. കാറ്റലിസ്റ്റിനെ ആഡ് ചെയ്യുന്നത് ആക്ടിവേഷൻ എനർജി മാറ്റാൻ വേണ്ടിയാണ്. സർഫസ് കെമിസ്ട്രിയിലും കൈനറ്റിക്സിലും ഒക്കെ പറഞ്ഞ ജനറൽ ചോദ്യമാണത്. ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ട. ആൻസർ ബി ആണ്. കാറ്റലിസ്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ ആക്ടിവേഷൻ എനർജി മാറും. ഒറ്റ ചോദ്യം കൂടെ. 2012 PMTയുടെ ചോദ്യം. 10 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ മാറ്റി. 10 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രിയിലേക്ക് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി കൂട്ടി എന്ന് മനസ്സിലാക്കണം. 90 ഡിഗ്രി കൂട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 9 ടൈംസ് എന്നാണ്. 10 ഡിഗ്രി വെച്ച് 9 ടൈംസ്. ഓരോ പ്രാവശ്യം ഇൻക്രീസ് ചെയ്യുമ്പോഴും റേറ്റ് ഓഫ് റിയാക്ഷൻ 2 ടൈംസ് ആവും. റെഡി അല്ലേ? ഡബിൾ ആവും. 9 പ്രാവശ്യമാണെങ്കിൽ 2⁻9. 2⁻9ന്റെ വാല്യൂ എത്രയാണ്? പറ നിങ്ങൾ. 512 ആണ് എന്ന് നിങ്ങൾ പറയുന്നു. റെഡി? അപ്പൊ ആൻസർ ഏതാ വരിക? 512 ടൈംസ് എന്ന ആൻസർ വരും. കഴിഞ്ഞിരിക്കുന്നു. ഇത്രയുമാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന പാഠം. ഞാൻ അവസാനിപ്പിക്കുന്നു. കൈനറ്റിക്സിനകത്ത് നിന്ന് റേറ്റ് ഓഫ് അപ്പിയറൻസും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും ഭാഗം ശ്രദ്ധിക്കണം. റെഡി? അതിനുശേഷം റേറ്റ് ഇക്വേഷൻ, റേറ്റ് കോൺസ്റ്റന്റ് ശ്രദ്ധിക്കണം. റേറ്റ് ഓഫ് അപ്പിയറൻസും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും ശ്രദ്ധിക്കണം. റേറ്റ് കോൺസ്റ്റന്റ് ശ്രദ്ധിക്കണം. റെഡി? ഓർഡറും മോളിക്കുലാരിറ്റിയുമുള്ള ഭാഗത്ത് എലമെന്ററി കോംപ്ലക്സ് റിയാക്ഷനെ നന്നായി ശ്രദ്ധിച്ചിട്ട് റേറ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി നോക്കണം. റെഡി അല്ലേ? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷന്റെ ഭാഗത്ത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും ഹാഫ് ലൈഫ് പീരീഡും അതിന്റെ ട്രിക്കുകളും പഠിക്കണം. ഗ്രാഫ് പഠിക്കണം. അരീനിയസ് ഇക്വേഷന്റെ ഭാഗത്ത് അരീനിയസ് ഇക്വേഷനും ഗ്രാഫും ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള മെത്തേഡും പഠിക്കണം. ഇത്രയും പഠിച്ചാൽ കെമിക്കൽ കൈനറ്റിക്സ് നിങ്ങൾക്കൊരു പ്രശ്നമേ ആവില്ല. അടിപൊളിയായി നിങ്ങൾ എല്ലാവരും എഴുതണം. റെഡി? 1:45 നിർത്തണം എന്നാണ് ഞാൻ വിചാരിച്ചത്. 1:50 അപ്പൊ ഉഷാറായി പോയി ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് ഒക്കെ എടുക്കുക. റെഡി? ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ കുറച്ച് ഉറങ്ങുകയൊക്കെ ചെയ്യണം. അവസാന ദിവസത്തെത്തുമ്പോഴത്തേക്ക് നന്നായി ഉറങ്ങി, നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച്, നന്നായി വെള്ളമൊക്കെ കുടിച്ച് വളരെ പോസിറ്റീവായി ഇനി അങ്ങോട്ടേക്കുള്ള ദിവസം നിങ്ങൾ പോവണം. റെഡി? ഇന്നലെ നിങ്ങളുടെ മജോറിറ്റി ആളുകളുടെയും പാരന്റ്സിനെ ഞാനൊരു സൂം മീറ്റിനകത്ത് കണ്ടിരുന്നു. സൈലത്തിനകത്തുള്ളവരുടെ എല്ലാം പാരന്റ്സിനെ ഞാൻ കണ്ടിരുന്നു. റെഡി? നിങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പാരന്റ്സിനോട് ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. റെഡി? ഏറ്റവും കരുതലോടുകൂടെ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആരെയും നിങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു നെഗറ്റീവ് അന്തരീക്ഷവും ഇല്ലാതെ നിങ്ങളെ പരീക്ഷാ ഹോളിലേക്ക് പറഞ്ഞു വിടണമെന്ന് പാരന്റ്സിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരത് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിയാവുന്ന അത്രയും നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ സൈലം ലേണിംഗ് ആപ്പ് ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓൾവേസ് ഈ സ്ഥാപനം അതിന് പ്രതിജ്ഞാബദ്ധമാണ്. റെഡി? നിങ്ങൾ ഈ പരീക്ഷയിലേക്ക് പോകുമ്പോൾ നിങ്ങളെക്കാൾ ടെൻഷൻ ഞങ്ങൾക്കുണ്ട്.
ഒട്ടുമേ സങ്കടപ്പെടരുത്. അങ്ങേയറ്റം പോസിറ്റീവായി ഹാപ്പിയായി നിങ്ങൾ പരീക്ഷ എഴുതണം. ഉഷാറായി നിങ്ങൾ പരീക്ഷ എഴുതണം. റെഡി? എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. എല്ലാവരും പരീക്ഷ അടിപൊളിയായി എഴുതണമെന്ന ആഗ്രഹവും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറയുന്നു എല്ലാവർക്കും. അപ്പോൾ പോയി പഠിച്ച് കുറച്ചേറെ റെസ്റ്റ് ഒക്കെ എടുത്ത് അടുത്ത സെഷനിലേക്ക് പോവുക. താങ്ക് യു മക്കളെ. അപ്പോൾ ഉഷാറായിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.